Hello children, welcome back once again to Crash program JEE Physics part. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റേ ഓപ്റ്റിക്സ്, വേവ് ഓപ്റ്റിക്സ്, അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, 3 ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന റേ ഓപ്റ്റിക്സ് ആണ്, ജോമെട്രിക്കൽ ഒപ്റ്റിക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2021 മെയിൻസിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. An object is placed beyond center of curvature C of given concave mirror. Object at D1 distance from C. Distance of image formed is D2 from C. Then radius of the curvature of the mirror is. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഇതിന് മുൻപ് ഉള്ള വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു കോൺകേവ് മിറർ എടുക്കാം. കോൺകേവ് മിറർ കോൺവെക്സ് സൈഡ് പെയിന്റഡ് ആണ്. പ്രിൻസിപ്പൽ ആക്സിസ് ജോമെട്രിക് സെന്റർ Paul. P stands for Paul, geometric center. And F is the principal focal point. The distance from geometric center to focus is equal to distance from focus to center of curvature. For any spherical mirrors, relationships R is equal to 2F is valid. Okay. ഇതിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ന്യൂട്ടൺസ് ഫോർമുല. ഫോക്കസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, ഫോക്കസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് ഉള്ള ദൂരം എക്സും ഒബ്ജക്റ്റ് O ആണ്. ഫോക്കസിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം, ഫോക്കസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എക്സ്. ഇപ്പോൾ ഒബ്ജക്റ്റ് എഫിനും സിക്കും ഇടയിലാണ്. സി എന്ന് പറഞ്ഞാൽ 2F ആണ്. സി 2F ആണല്ലോ, കാരണം R is equal to 2F ആയതുകൊണ്ട്. അതായത് പോളിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരം പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരത്തിന്റെ ഇരട്ടിയായിരിക്കും. അത് എല്ലാ സ്ഫെറിക്കൽ മിറേഴ്സിനും കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഫോക്കസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എക്സ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഫോക്കസിനും സെന്റർ ഓഫ് കർവേച്ചറിനും ഇടയിലാണ്. നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് കോൺകേവ് മിററിന് മുമ്പിൽ ഇൻഫിനിറ്റിയിലാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഇമേജ് പ്രിൻസിപ്പൽ ഫോക്കസിലാണ്. ഒബ്ജക്റ്റ് അടുത്തേക്ക് വരും തോറും ഇമേജ് മിററിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒബ്ജക്റ്റ് സെന്റർ ഓഫ് കർവേച്ചറിലാണെങ്കിൽ ഇമേജ് സെന്റർ ഓഫ് കർവേച്ചർ തന്നെ ആയിരിക്കും. ഒബ്ജക്റ്റ് കുറച്ചുകൂടി അടുത്തേക്ക് വരുമ്പോൾ ഇമേജ് കുറച്ചുകൂടി അകലേക്ക് പോകും, വലുതാവും. അതുകൊണ്ട് ഒബ്ജക്റ്റ് സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലാണെങ്കിൽ ഉണ്ടാകുന്ന ഇമേജ് ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ആയിരിക്കും, ഇൻവെർട്ടഡ് ആണ്, എൻലാർജ്ഡ് ആണ്. അങ്ങനെ ഫോക്കസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് എക്സ് എങ്കിൽ ഫോക്കസിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരമാണ് വൈ എങ്കിൽ നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്, ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോൺകേവ് മിറർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് XY. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് പരീക്ഷകളിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് മിറർ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. മിറർ ഫോർമുലയിൽ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. 1/F is equal to 1/V plus 1/U. ഇവിടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ജോമെട്രിക് സെന്ററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ്. പക്ഷെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരമാണ് എഫ്, അല്ലെ? അപ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് -F+X ആണ്. ഓക്കെ. അതേപോലെ ഇമേജ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇമേജ് ഡിസ്റ്റൻസ് V is equal to -F+Y ആണ്. ഇത് ഈ മിറർ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. വി ഹാവ് ഇൻക്ലൂഡഡ് സൈൻ കൺവെൻഷൻസ് ഓൾസോ. ഇത് മിറർ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത് കിട്ടുക F is equal to √XY എന്നായിരിക്കും. ഓക്കെ. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് D1 ഫ്രം സെന്റർ ഓഫ് കർവേച്ചർ. ഇത്തവണ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്നും D1 ഡിസ്റ്റൻസിലാണ്. ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഡിസ്റ്റൻസ് D1 ഫ്രം സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ. അത് ഒബ്ജക്റ്റ് ഇവിടെയാണ് എന്ന് വിചാരിക്കാം. ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ D1 എന്ന് വിളിക്കുക. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ
സി ആൻഡ് എഫ് ആണ് ഇപ്പോൾ. അതുകൊണ്ട് ഇമേജ് എൻലാർജ്ഡ് ആയിരിക്കും, ബിയോണ്ട് സി ആയിരിക്കും. അപ്പോൾ ഇവിടെയാണ് ഇമേജ് ഉണ്ടാവുക. ഇമേജിലേക്ക് സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്നുള്ള ദൂരമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് D2. ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫോംഡ് D2 ഫ്രം സി. അപ്പോൾ സിയിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരമാണ് D2, സിയിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് D1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണ്? ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ചോദിച്ചത്. രണ്ടും നമുക്ക് ഓപ്ഷൻസിൽ ഉത്തരമുണ്ട്. ഇതിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ എക്സ് എന്താണ് ഇവിടെ? അപ്പോൾ ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ പോളിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇവിടെ D1 എന്ന് പറയുന്ന ദൂരം സെന്റർ ഓഫ് കർവേച്ചറും ഈ ഒബ്ജക്റ്റും തമ്മിലുള്ള ദൂരമാണ്. ഓക്കെ, അപ്പോൾ ഫോക്കസും ഒബ്ജക്റ്റും തമ്മിലുള്ള ഈ ദൂരത്തെയാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോക്കസിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിലേക്ക് എത്ര ദൂരമുണ്ട്? ഫോക്കസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് എത്ര ദൂരമുണ്ട്? ഫോക്കസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് എക്സ്. ഓക്കെ, അതാണ് F+D1. അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു F+D1 ആണ്. അതുപോലെ നമുക്ക് y ഇസ് ഈക്വൽ ടു F-D2 ആണ് എന്ന് കാണാൻ കഴിയും. അങ്ങനെ F ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x into y, that is F+D1 into F-D2. ഇതിനെ സ്ക്വയർ ചെയ്താൽ F സ്ക്വയർ ഇസ് ഈക്വൽ ടു F+D1 into F-D2. ഇതിനെ F സ്ക്വയർ ഈക്വൽ ടു F into F സ്ക്വയർ നമുക്ക് എഴുതാൻ കഴിയും. F സ്ക്വയർ ഈക്വൽ ടു F സ്ക്വയർ ഇൻറ്റു മൈനസ് F_D2 പ്ലസ് F_D1 മൈനസ് D1D2 എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് എഫിനെ കോമൺ ആയിട്ട് എടുത്താൽ F ഇസ് ഈക്വൽ ടു എന്താണ് കിട്ടുക? F സ്ക്വയർ ക്യാൻസൽ ആയി പോവും. അപ്പോൾ F_D2 ഈക്വൽ ടു F_D1 മൈനസ് D1D2, ദാറ്റ് ഈസ് F ഇൻറ്റു D2 മൈനസ് D1 ഇസ് ഈക്വൽ ടു മൈനസ് D1D2, that is F into D1 minus D2 is equal to D1D2. So F is equal to D1D2 divided by D1 minus D2. So F is equal to D1D2 by D1 minus D2, but F is not asked, radius of curvature is asked, R is equal to 2F. So 2D1D2 by D1 plus D2. അപ്പോൾ അതിലെ രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കിട്ടി കഴിഞ്ഞു. ഇങ്ങനെ വന്നാൽ അതായത് സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് D1, സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരമാണ് D2 എങ്കിൽ ഫോക്കൽ ലെങ്ത് എങ്ങനെ എഴുതാം? ഫോക്കൽ ലെങ്ത് D1D2 by D1 minus D2 ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ ട്വൈസ് ആയതുകൊണ്ട് 2D1D2 by D1 minus D2 ആണ്. എന്നാൽ ഫോക്കസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് എക്സ് എന്നും ഫോക്കസിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരമാണ് y എന്നും എടുത്താൽ ഫോക്കൽ ലെങ്ത് √XY ആയിരിക്കും. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണ്? 2√XY. ഇനി ഫോക്കസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് D1, ഫോക്കസിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരമാണ് D2 എന്നെടുത്താൽ ഫോക്കൽ ലെങ്ത് √D1D2 റേഡിയസ് ഓഫ് കർവേച്ചർ 2 times √D1D2 ആയിരിക്കും. അപ്പോൾ ഈ ഒരു സീക്വൻസിലുള്ള ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യേണ്ടത് മിറർ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു പകുതി റിസൾട്ട് നമുക്ക് അറിയാവുന്നത് കൊണ്ട് അതിൽ നിന്നുള്ള കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ പാർട്ട് കൂടെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. When one ray of light reflected from a plane mirror with 30° angle of reflection. Angle of reflection 30° ആണ്. When one ray is reflected from a plane mirror with 30° angle of reflection. നമുക്കറിയാം ഒരു പ്ലെയിൻ മിററിൽ റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. 30° ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അതുകൊണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസും 30° ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഓഫ് ദ റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ആണ്. ഞാൻ ഒന്ന് വരയ്ക്കാം. കൺസിഡർ എ പ്ലെയിൻ മിറർ. ആ പ്ലെയിൻ മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. നോർമൽ വരയ്ക്കുക. ഇൻസിഡന്റ് റേ, ദെൻ റിഫ്ലക്റ്റഡ് റേ. നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്.
റേ ആയതുകൊണ്ട് ആരോ മാർക്ക് ഇടുന്നു. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ഈസ് ഈക്വൽ ടു, അതുകൊണ്ട് തന്നെ 30 ഡിഗ്രി ആയിരിക്കും. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻസിഡന്റ് ലൈറ്റിനെ മുമ്പോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇൻസിഡന്റ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ലൈറ്റുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഇൻസിഡന്റ് ലൈറ്റിന്റെ ഡയറക്ഷൻ, ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇനീഷ്യൽ ഡയറക്ഷനിൽ നിന്ന് റിഫ്ലക്റ്റഡ് ലൈറ്റ് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തു അതാണ്. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ നമുക്കറിയാം 180 ആണെന്ന്. ഐ പ്ലസ് ആർ 60 ഡിഗ്രി ആണ്. 30 പ്ലസ് 30 60 ഡിഗ്രി. അപ്പോൾ ഡീവിയേഷൻ എന്ന് പറയുന്നത് 180 മൈനസ് 2i ആയിരിക്കും. ദാറ്റ് ഈസ് 180 മൈനസ് 2i ആണ് 60. സോ 180 മൈനസ് 60 120 ഡിഗ്രി ആണ്. 2023 അതാ വെരി റീസെന്റ് 2023 കഴിഞ്ഞ വർഷത്തെ മെയിൻസിന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, പ്ലെയിൻ മിററിലത്തെ റിഫ്ലക്ഷൻ ആണ് കൺസെപ്റ്റ്. അടുത്തത് എ കോൺകേവ് മിറർ ഓഫ് ഫേസ് വാച്ചിങ്, ഫോക്കൽ ലെങ്ത് 0.4 മീറ്റർ ആണ്. ഒരു കോൺകേവ് മിററുടെ ഫേസ് വാച്ചിങ് നമുക്കറിയാം. ഫേസ് വ്യൂയിങ് എന്ന് വെച്ചാൽ ഒരു കോൺകേവ് മിറർ ഷേവിംഗ് മിററായിട്ടും മേക്കപ്പ് മിററായിട്ടും എല്ലാം ഉപയോഗിക്കുന്ന ഒരു മിററാണ്. ഡിസ്റ്റൻസ് അറ്റ് വിച്ച് യു ഹോൾഡ് ദ മിറർ ഫ്രം യുവർ ഫേസ് in order to see your upright magnified image with magnification 5. ഒരു കോൺകേവ് മിറർ മേക്കപ്പ് മിററായി ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ മുഖം ആ കോൺകേവ് മിററിനോട് വളരെ ചേർത്താണ് നമ്മൾ വെക്കാറുള്ളത്, നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ മുഖം ആ കോൺകേവ് മിററിന്റെ ഫോക്കൽ പ്ലെയിനിന് അകത്തായിരിക്കും ഉണ്ടാവുക. മുഖം ഫോക്കൽ പ്ലെയിനിന്റെ അകത്ത്, അതായത് മുഖത്തേക്ക് മിററിൽ നിന്നുള്ള ദൂരം 0.4നേക്കാൾ ചെറുതായിരിക്കണം. അതുകൊണ്ട് തന്നെ ആൻസർ 1.6 മീറ്റർ ആയിരിക്കില്ല. മറ്റ് 3 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് ആവുള്ളൂ. അപ്പോൾ ഇതിന് ഉപയോഗിക്കേണ്ട ഫോർമുല ഏതാണ്? മാഗ്നിഫിക്കേഷന്റെ ഫോർമുല ഉപയോഗിച്ചാൽ മതിയാവും. മാഗ്നിഫിക്കേഷൻ എം ഇസ് ഈക്വൽ ടു, ഒരു സ്ഫെറിക്കൽ മിററിന്റെ മുൻപിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് എത്രത്തോളം മാഗ്നിഫൈഡ് ആവും എന്ന് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് എം ഇസ് ഈക്വൽ ടു എഫ് ബൈ എഫ് മൈനസ് യു. കുട്ടികൾ ശ്രദ്ധിക്കുക, എം ഇസ് ഈക്വൽ ടു എഫ് ബൈ എഫ് പ്ലസ് യു ആണ് നമ്മൾ ലെൻസിന് ഉപയോഗിക്കാറുള്ള ഫോർമുല. മിററിന് എഫ് ബൈ എഫ് മൈനസ് യു എന്ന് പ്രത്യേകം ഓർമ്മിച്ചിരിക്കണം. മാഗ്നിഫിക്കേഷൻ 5 ആണ്. 5 എന്ന് പറയുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്രൈറ്റ് ആണ്. അപ്രൈറ്റ് മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ ദാറ്റ് ഈസ് പ്ലസ് 5 ഈക്വൽ ടു എഫ് എന്താണ്? ഫോക്കൽ ലെങ്ത് 0.4 മീറ്റർ ആണ്, 0.4 മീറ്റർ ആണ്. പക്ഷെ ഇത് ഏത് മിററാണ്? കോൺകേവ് മിററാണ്. കോൺകേവ് മിററിന് ഫോക്കൽ ലെങ്തിന് കാർട്ടീഷ്യൻ കൺവെൻഷൻ അനുസരിച്ച് മൈനസ് സൈൻ കൊടുക്കാൻ മറക്കാതിരിക്കുക. -0.4 -0.4. അപ്പോൾ 0.4 എന്നുള്ളത് മീറ്റർ ആണ്. ആൻസർ മീറ്റർ തന്നെ കിട്ടും. മൈനസ് ആ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് സൈൻ കൊടുക്കണ്ട, കാരണം നമുക്കറിയില്ല അത് എവിടെയാണ് വെക്കേണ്ടത് എന്ന്. എങ്കിൽ പോലും നമുക്ക് അതിന്റെ സൈൻ ഉൾപ്പെടെ ആൻസറിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ദാറ്റ് ഈസ് ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. ഈ -0.4 ഇൻറ്റു 5, 0.4 ഇൻറ്റു 5 2 -2 -5u equal to -0.4. That is 5u equal to -2 plus 0.4. So u equals -2 plus 0.4 എന്താണ്? 2 and 0.4 1.6 minus 1.6 divided by 5. അത് എത്രയാ വരിക? 16/5 ആയിരുന്നെങ്കിൽ 16/5 ആയിരുന്നെങ്കിൽ എത്ര വന്നേനെ? 5 15 1 16 2 5 10 3.2 വന്നിരുന്നേനെ. ഓക്കെ, അപ്പോൾ ആൻസർ എന്തായിരിക്കും? 0.32 0.32 മീറ്റർ ആയിരിക്കും കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നല്ലോ. ജാക്ക് എന്താ പറയുന്നുണ്ടല്ലോ, ഫുൾ മലയാളത്തിൽ പറയാം, ഒരു വിരോധവും ഇല്ല. ആരെങ്കിലുമൊക്കെ കേൾക്കാനുണ്ടെങ്കിൽ നമുക്ക് പറയുന്നതിന് വിരോധമൊന്നുമില്ല. നിങ്ങൾ റെസ്പോൺസ് തന്നാൽ മതി. നമുക്ക് ഈ നിങ്ങളുടെ വിൻഡോ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ആവർത്തിച്ച് പറയണമെങ്കിലോ നിങ്ങൾക്ക് പറയാം. അങ്ങനെ സൈൻ ഇക്വേഷനിൽ ഉണ്ടല്ലോ, അതോ ആ വാല്യൂവിന് ആണോ? വീണ്ടും സൈൻ ഇടണം മക്കളെ. ആദ്യം ഇതിൽ സൈന് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് ജാക്കിന് ഓർമ്മയുണ്ടോ? ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ ഓൾറെഡി സൈൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നാലും
ഏതൊരു പുതിയ ഫിസിക്കൽ സിറ്റുവേഷൻ വരുമ്പോഴും ആ സൈൻ നമുക്ക് വീണ്ടും ഇടണം. എന്തായിരിക്കും അതിന് കാരണമെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഈ ഫോർമുലകളെല്ലാം ഡിറൈവ് ചെയ്യുന്നത് ഏതോ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ മിറർ ഫോർമുലയൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ചിലപ്പോൾ എഫിനും സിക്കും ഇടയിലായിരുന്നിരിക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു റേ ഡയഗ്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത് ഡിറൈവ് ചെയ്യുക. ഒബ്ജക്റ്റ് ഇരിക്കെ എഫിനും സിക്കും ഇടയിലാണെങ്കിൽ ഇമേജ് ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ആണ് എന്നുള്ള ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ആ സിറ്റുവേഷനിലേക്കാണ്. എന്നാൽ മറ്റൊരു സിറ്റുവേഷനാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിലോ, ഉദാഹരണത്തിന് കോൺകേവ് മിററിന് മുമ്പിൽ ഫോക്കസിനും ഫോക്കസിനും പോളിനും ഇടയിലുള്ള ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിലോ, അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനിലല്ലല്ലോ. അപ്പോൾ ആ സിറ്റുവേഷൻ അല്ല ഇത് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അത് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ തീർച്ചയായും ഈ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. അത് കാർട്ടീഷ്യൻ കൺവെൻഷൻ ത്രൂ ഔട്ട് ഫിസിക്സിൽ വളരെ അടിസ്ഥാനപരമായി ഉപയോഗിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഇതിൽ മാത്രമല്ല, കൈനമാറ്റിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ഡോപ്ലർ എഫക്റ്റ് എന്ന് വേണ്ട ഏത് ഡയറക്ഷൻ കൺവെൻഷൻ ഫോളോ ചെയ്യേണ്ട ഏത് സിറ്റുവേഷനിലും കാർട്ടീഷ്യൻ കൺവെൻഷൻ സ്ട്രിക്റ്റായി നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് എന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഇവിടെ ഓൾറെഡി സൈൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പ്രോപ്പറായി സൈൻ അപ്ലൈ ചെയ്യണം. ഇതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ജാക്കിന് ചോദിക്കും. ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് യുവിന് സൈൻ കൊടുക്കാത്തത്? യു ആണല്ലോ എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അതിന്റെ ഉത്തരത്തിൽ എനിക്ക് ഇവിടെ ഒരു മൈനസ് വന്നല്ലോ. ഓക്കെ, അത് ഇവിടെ ഞാൻ മൈനസ് ഇടാൻ വിട്ടുപോയിട്ടുണ്ട്, സോറി. ഇവിടെ ഉണ്ടല്ലോ ഓൾറെഡി, അത് നമുക്ക് കണ്ടാൽ അറിയാമല്ലോ ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ -0.32 എന്നാണ്. എന്ന് വെച്ചാൽ ഇമേജ് ഉണ്ടാവും എവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുക? ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഏത് സൈഡിലാണ്? ഫോക്കസ് ഏത് സൈഡിലാണോ ആ സൈഡിൽ. ഫോക്കസിന് മൈനസ് അല്ലേ കൊടുത്തത്? ഫോക്കസിന് നമ്മൾ എന്ത് സൈൻ കൊടുത്തു? ഇതാണ് മിറർ, ഇവിടെയാണ് പ്രിൻസിപ്പൽ ആക്സിസ്, ഇവിടെയാണ് ഒബ്സർവറുടെ മുഖം ഇരിക്കുന്നത്. ഒബ്സർവറുടെ മുഖം ഇരിക്കുക എവിടെയാണ്? ഓക്കെ, ഇവിടെയാണ് ഒബ്സർവറുടെ മുഖം ഉള്ളത്. അപ്പോൾ ഒബ്സർവറെ സംബന്ധിച്ച് അയാളുടെ ഇമേജ് കാണുന്നത് എവിടെയാണ്? ഇമേജ് കാണുക ഇവിടെയാണ്, അതിന്റെ ഇമേജ് കാണുക ഈ സൈഡിലാണ്. പക്ഷെ ഒബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചത്. ഫോക്കസ് ഈ സൈഡിലല്ലേ, ഇവിടെയാണ് ഫോക്കസ് ഉണ്ടാവുക. അപ്പോൾ ഫോക്കസിന്റെ ഉള്ളിലാണ് അയാളുടെ മുഖം ഇരിക്കുക. അപ്പോൾ മേക്കപ്പ് മിററിന് മുമ്പിൽ ഒരാൾ നിൽക്കുന്നത്, അയാളുടെ മുഖം ഫോക്കസിന്റെ ഉള്ളിലാണ്. അയാളുടെ ഇമേജിനെ കാണുന്നത് അതർ സൈഡിലാണ്. ഇമേജ് അതർ സൈഡിലാണ്. നമുക്ക് ആവശ്യമെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാം. 1/f = 1/v + 1/u. ഞാക്ക് ശ്രദ്ധിക്കുക, ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കൂ. 1/f എത്രയാണ്? f.4. പക്ഷെ മൈനസ് ഇടാൻ മറക്കരുത്. = 1/v. എനിക്കറിയില്ല എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് എന്ന്. പക്ഷെ ഒബ്ജക്റ്റ് എവിടെയാണെന്ന് എനിക്കറിയാം. ഒബ്ജക്റ്റ് സെയിം സൈഡിലാണ്, ദാറ്റ് ഈസ് പ്ലസ്. ഒബ്ജക്റ്റ് ഏത് സൈഡിലാണ്? ഫോക്കസിന്റെ സൈഡിലാണ്. ഫോക്കസിന്റെ സൈഡിൽ ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡിലൊക്കെ സൈൻ മൈനസ് ആണ്. അപ്പോൾ യുവിന് മൈനസ് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ യു എത്രയാണെന്ന് നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു, -0.32. ഇതിൽ നിന്ന് ജാക്ക് ഇമേജ് കണ്ടുപിടിച്ച് നോക്കൂ. ഇമേജിന്റെ സൈൻ കിട്ടുക പ്ലസ് ആയിരിക്കും. ഇമേജ് അതർ സൈഡിൽ നിന്നാണ് കിട്ടുക. ഇനി ഇമേജ് ഡിസ്റ്റൻസ് കാണാൻ ഇങ്ങനെ തന്നെ വേണമെന്നില്ല. മാഗ്നിഫിക്കേഷന് വേറൊരു ഫോർമുല കൂടി ഉണ്ട്. സ്ഫെറിക്കൽ ഫിഗേഴ്സിന്റെ മാഗ്നിഫിക്കേഷന് വേറൊരു ഫോർമുലയാണ് -v/u. ദാറ്റ് ഈസ് എമ്മിന്റെ വാല്യൂ +5 ആണ്. മൈനസ് ഇക്വേഷനിൽ ഉള്ളതാണ്. വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ യു എത്രയാ? -0.32 ആണ്. ദാറ്റ് ഈസ് v = +0.32 × 5 ആയിരിക്കും. പ്ലസ് ആണല്ലോ. ഓക്കെ, ഇതാണ്. ഇത് വ്യക്തമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. ഓക്കെ, ജാക്ക് കമന്റ് ചെയ്യാമോ? കമന്റ് ഉണ്ടോ? അല്ല, ജെനുവിൻ ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, കറക്റ്റ് അല്ലേ? ജാക്ക് ഇത് ത്രൂ ഔട്ട് അറ്റൻഡ് ചെയ്യുക. കാർ ഈസ് ഫിറ്റഡ് വിത്ത് എ കോൺവെക്സ് സൈഡ് വ്യൂ മിറർ, ഫോക്കൽ ലെങ്ത് 20 cm. സെക്കൻഡ് കാർ 2.8
meter behind the first car, overtaking the first car with a relative speed of 15 meter per second. എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ദി ഓവർടേക്കിംഗ് കാർ വിത്ത് റെസ്പെക്ട് ടു ദി റെഫറൻസ് കാർ ഇസ് 15 മീറ്റർ പെർ സെക്കൻഡ്. ഓവർടേക്കിംഗ് ആണ്. അപ്പോൾ റെഫറൻസ് കാറിനേക്കാൾ 15 മീറ്റർ പെർ സെക്കൻഡ് അധിക വേഗത്തിലാണ് ഓവർടേക്കിംഗ് കാർ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് കാർ, ഓവർടേക്കിംഗ് കാർ, ഫസ്റ്റ് കാറിന് 2.8 മീറ്റർ ദൂരത്തിലാണ്. അപ്പോൾ ഫസ്റ്റ് കാറിലാണ് മിറർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിററിൽ നിന്ന് ബിഹൈൻഡിലുള്ള ഒബ്ജക്റ്റിലേക്ക്, ഓവർടേക്കിംഗ് കാറിലേക്കുള്ള ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ് 2.8. ജാക്കിന് അറിയാമല്ലോ ഒബ്ജക്ട് ഡിസ്റ്റൻസിന്റെ സൈൻ എന്ത് കൊടുക്കണം? -2.8. ഓക്കെ. സ്പീഡ് ഓഫ് ദി ഇമേജ് ഓഫ് ദി സെക്കൻഡ് കാർ ആസ് സീൻ ഇൻ ദി മിറർ ഓഫ് ദി ഫസ്റ്റ് കാർ. ഓക്കെ, ഇവിടെ ഇമേജിന്റെ സ്പീഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇമേജിന്റെ സ്പീഡിലേക്കുള്ള ഫോർമുല നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുക? നമുക്ക് ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള നിയമങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലോ ഓഫ് ഡിസ്റ്റൻസസ്. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. എന്താണ് ലോ ഓഫ് ഡിസ്റ്റൻസസ്? 1/f is equal to 1/v plus 1/u ആണ് ലോ ഓഫ് ഡിസ്റ്റൻസസ്. ഇതിനെയാണ് നമ്മൾ ചുരുക്കത്തിൽ മിറർ ഫോർമുല എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ 1/f equal to 1/v plus 1/u ഇക്വേഷനെ ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കുക. -df/f² equal to -dv/v² plus -du/u². ഓക്കെ, ഒബ്ജക്റ്റ് മിററിന്റെ മുമ്പിൽ മൂവ് ചെയ്താലും മൂവ് ചെയ്തില്ലെങ്കിലും ഒന്നും ആ മിററിന്റെ ഫോക്കൽ ലെങ്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റിന് വെലോസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇമേജിനും വെലോസിറ്റി ഉണ്ടാവണം. ബിക്കോസ് df 0 ആണ്, ഫോക്കൽ ലെങ്തിൽ മാറ്റമില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? dv/v² equal to -du/u². ദാറ്റ് ഈസ് dv equal to -v²/u² into du. ഓക്കെ, ഇതിനെ ത്രൂ ഔട്ട് ഒരു dt കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ നമുക്കറിയാം v എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് dv/dt എന്തായിരിക്കും? ഇമേജിന്റെ സ്പീഡാണ്. du/dt എന്തായിരിക്കും? അതുകൊണ്ട് ഒബ്ജക്റ്റിന്റെ സ്പീഡായിരിക്കും. u ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പൊ u എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൽ നിന്ന് മിററിലേക്കുള്ള ദൂരമാണ്. മിറർ മൂവ് ചെയ്യുന്നുണ്ട്, കാരണം ആദ്യത്തെ ഫ്രണ്ടിലുള്ള കാർ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്രണ്ടിലുള്ള കാറിന് അനുസരിച്ച് ബാക്കിലുള്ള കാറിന്റെ വെലോസിറ്റി, അതുകൊണ്ടാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ du/dt ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. du/dt ആണ് തന്നിട്ടുള്ളത് 15. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് ഓഫ് ഇമേജ് ആസ് സീൻ ഇൻ ദി മിറർ ആണ്. അപ്പോൾ dv/dt വേണ്ടത് ഈക്വൽ ടു മൈനസ് ഓഫ് എന്താണ്? മാഗ്നിഫിക്കേഷന്റെ ഫോർമുല. ഒരു സ്ഫെറിക്കൽ മിററിന്റെ മാഗ്നിഫിക്കേഷൻ ആണ് -v/u. അതിനെ ഒന്ന് സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക v²/u² എന്നാണ്. അതുകൊണ്ട് മൈനസ് ഓഫ് ഈ v²/u² m² എന്ന് എഴുതാം. m² into du/dt. അതായത് വെലോസിറ്റി ഓഫ് ഇമേജ് ഈക്വൽ ടു മൈനസ് ഓഫ് m² into വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, എന്താണ് മാഗ്നിഫിക്കേഷൻ? m is equal to f divided by f minus u. f എത്രയുണ്ട്? ഫോക്കൽ ലെങ്ത്. എ കാർ ഫിറ്റഡ് വിത്ത് എ കോൺവെക്സ് മിറർ ആണ്. നമുക്കറിയാം റിയർ വ്യൂ മിറേഴ്സ് കോൺവെക്സ് ആണ്. കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് പ്ലസ് ആണ്. ഫോക്കൽ ലെങ്ത് പ്ലസ്. അപ്പോൾ സൈൻ കൺവെൻഷൻ സ്ട്രിക്റ്റ് ആയി ഫോളോ ചെയ്യണം. 20 സെന്റിമീറ്റർ അത് പ്ലസ് കൊടുക്കണം. ഓക്കെ, ജാക്കിന് ഒരു ഡൗട്ട് ഉണ്ട്, ഞാൻ നോക്കിക്കോട്ടെ. ആംഗുലർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം ഓക്കെ, ഞാനത് പറഞ്ഞുതരാം ജാക്ക്. അത് വേവ് ഒപ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഇത് കഴിഞ്ഞ് ചെയ്യുന്ന സമയത്ത് ഞാനത് പറഞ്ഞുതരാം കേട്ടോ, തീർച്ചയായിട്ടും മറക്കില്ല. വേവ് ഒപ്റ്റിക്സിലെ ചോദ്യം ഇപ്പോൾ ആംഗുലർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം നമ്മൾ ചെയ്യുന്ന സമയത്ത് സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ, ഫ്രോനോഫർ സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ്റെ ഡൗട്ടാണ് വന്നത്. അത് ഞാൻ വേഗം പറഞ്ഞുതരാം. അത് ജാക്ക് ചെയ്ത് നോക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ചെയ്ത് നോക്കിയാൽ ഞാൻ ഫുള്ള് പറഞ്ഞുതരാം. f/f minus u. അപ്പോൾ അതുവരെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം തന്നെ അത് പറയണ്ടല്ലോ, ഇപ്പോൾ റയോപ്റ്റിക്സിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ എത്തുമ്പോൾ ഞാൻ ചെയ്യാം. m is equal to f/f minus u. അപ്പോൾ f എന്താണ്? ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ. 20 പ്ലസ് 20 ആണ് വേണ്ടത് കേട്ടോ. മുമ്പേ നമ്മൾ കോൺകേവ് ആയതുകൊണ്ടാണ് മൈനസ് കൊടുത്തത്. 20 മൈനസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാണ്? ഒബ്ജക്ട് ഡിസ്റ്റൻസ് 2.8 മീറ്റർ അല്ലേ, അതിന് -2.8 എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് m എത്ര കിട്ടും നോക്കൂ. m is equal to, വേറൊരു കളർ എടുക്കാം. m is equal to
20 divided by 20 plus 2.8, that is 22.8. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഓഫ് 20 by 22.8 സ്ക്വയർ ഇൻറ്റു എത്രയാണ് റിലേറ്റീവ് സ്പീഡ് 15. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് ആൻസർ 1/15 meter/second. ഓക്കെ, ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതാവും അതിൻ്റെ ആൻസർ കേട്ടോ. ചെയ്ത് നോക്കുക, കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. ഇത് ഇത്തിരി ലെങ്തി പേപ്പേഴ്സാണ്, കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ട്, കുറവ് സമയമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് അരമണിക്കൂർ കൂടുതലെടുത്തത്. എന്നാലും ഇത് എഫക്റ്റീവായി തീരണമെങ്കിൽ കാൽക്കുലേഷൻ പാർട്ട് നമുക്ക് ചിലപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഇൻ ദി ഡിറക്ഷൻ 1/2 into I plus √3 j cap is incident on a plane mirror. After reflection, it travels along direction I minus √3 j cap. Angle of incidence is. നമുക്കതിന് പറ്റിയ ഒരു ചിത്രം, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കാൻ ശ്രമിക്കാം. നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, പ്ലെയിൻ മിറർ ആണ്. അപ്പോൾ ആദ്യം ഇൻസിഡന്റ് റേ എങ്ങനെ വരയ്ക്കണം നോക്കൂ. ഇൻസിഡന്റ് റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഇൻ ദ ഡയറക്ഷൻ 1/2 into I plus √3. I plus √3 എന്ന് വെച്ചാൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ലൈറ്റ് ഇൻസിഡൻസ് നടത്തുക കേട്ടോ. അപ്പോൾ ആ വെക്ടറെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു വെക്ടറാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ എക്സ്പ്രസ് ചെയ്യാം. I plus √3 j cap എന്ന് എഴുതാം. അതിന്റെ ആംഗിളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇനി റിഫ്ലക്റ്റഡ് ലൈറ്റിനെ എങ്ങനെ കാണിച്ചിരിക്കുന്നു? റിഫ്ലക്റ്റഡ് ലൈറ്റ് തിരിച്ചിങ്ങോട്ടായിരിക്കുമല്ലോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിള്, ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ തന്നെ ആയിരിക്കും. ഇതാണ് ഇൻസിഡന്റ് വെക്ടർ, വെക്ടർ എ. ഇതാണ് റിഫ്ലക്റ്റഡ് വെക്ടർ, വെക്ടർ ബി. അപ്പോൾ വെക്ടർ എ ആണ് 1/2 into I plus √3 j. വെക്ടർ ബി ആണ് 1/2 into I minus √3 j. ഇങ്ങനെ വെക്ടർ മെത്തേഡിൽ ഒരു ഒപ്റ്റിക്സിൽ നിന്നുള്ള ഒരു ചോദ്യം ചെയ്യാൻ സാധാരണഗതിയിൽ വളരെ എളുപ്പമാവാറുണ്ട്. അതിന് കാരണം രണ്ട് വെക്ടേഴ്സിനിടയ്ക്കുള്ള ആംഗിൾ നോക്കൂ. ഈ രണ്ട് വെക്ടേഴ്സ്, വെക്ടർ എയ്ക്കും വെക്ടർ ബിക്കും ഇടയിലുള്ള ആംഗിൾ, രണ്ട് വെക്ടേഴ്സും ഒരേ സെൻസിൽ തിരിയുന്നത് കൊണ്ട് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ 180 minus 2θ ആയിരിക്കും എക്സ്റ്റീരിയർ ആംഗിൾ. അതിൽ നിന്ന് നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദാറ്റ് ആംഗിൾ ഡീവിയേഷൻ ഡെൽറ്റ. അപ്പോൾ പ്ലെയിൻ മിററിനെ സംബന്ധിച്ച് ഇൻസിഡന്റ് റേയിൽ നിന്നും റിഫ്ലക്റ്റഡ് റേയിലേക്ക് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ഡെൽറ്റ. ഡീവിയേഷൻ ആണ് ഡെൽറ്റ. ഓക്കെ, ഡീവിയേഷൻ ആണ് എന്ത്? ഡെൽറ്റ. ഡീവിയേഷൻ ആണ് ഡെൽറ്റ. അപ്പോൾ ആ ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന് ഒരു പ്രധാന വഴി ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ മതി. രണ്ട് വെക്ടേഴ്സിനിടയ്ക്കുള്ള ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. അതിൽ നിന്ന് കോസ് തീറ്റ കണ്ടുപിടിക്കാം. ആ കോസ് തീറ്റ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് തീറ്റ, ആ തീറ്റയാണ് ഇവിടെ ഡെൽറ്റയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡെൽറ്റ എന്ന് എഴുതാം. കോസ് ഡെൽറ്റ, കോസ് ഡെൽറ്റ. അങ്ങനെ യു വിൽ ഗെറ്റ് ഡെൽറ്റ. ഇതിന് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ അറിയാമല്ലോ. എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ ഈക്വൽ ടു 120 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ എന്തായിരിക്കും? 180 minus 120 is equal to 2θ. That is 2θ equal to 60 and θ equal to 30. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇത് ടോട്ടൽ 60 ആയിരിക്കും, ഓരോന്നും 30 ആയിരിക്കും. അങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 നേടി. ഓക്കെ, ഇനി നോക്കൂ. ഈ വെക്ടർ, ഈ ഡയറക്ഷനിലുള്ള വെക്ടറാണ് I plus √3 j. അത് എക്സ് ആക്സിസുമായി എത്ര ആംഗിൾ ഉണ്ടാക്കുന്നു എന്ന് നോക്കിയാലും മതി. അത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? ആ വെക്ടറെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഇതാണ് I, ഇതാണ് √3, I plus √3. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? tan θ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഡ്യൂ ടു സിമെട്രി ഇതും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 60 ഈക്വൽ ടു, ഇതൊരു റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെന്ന് സങ്കല്പിച്ചാൽ 60 60 120 അങ്ങനെയും ചെയ്യാം. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ 120 ആയതുകൊണ്ട് ഇത് 30 30 ആണെന്ന് നമുക്ക് എളുപ്പം തിരിച്ചറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം.
ആറാമത്തെ ക്വസ്റ്റ്യൻ. Two plane mirrors are inclined to each other such that ray of light incident on first mirror M1 and parallel to the second mirror M2 finally reflected from second mirror M2 parallel to the first mirror. ഫസ്റ്റ് മിറർ ആൻഡ് സെക്കൻഡ് മിറർ, രണ്ട് മിററുകളുണ്ട്. ഈ ടൈപ്പ് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൽ ഭേദപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് പ്ലെയിൻ മിറേഴ്സ് ഉണ്ട്. ആ പ്ലെയിൻ മിറേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ് ആണ് ചോദിച്ചത്. രണ്ട് പ്ലെയിൻ മിറേഴ്സ്, അതിൽ എങ്ങനെയാണ് ലൈറ്റ് വന്ന് വീഴുന്നത് നോക്കൂ. ലൈറ്റ് ഇൻസിഡന്റ് ഓൺ ഫസ്റ്റ് മിറർ M1, ഫസ്റ്റ് മിറർ മേലത്തെയാണെന്ന് വിചാരിക്കുക, M1 ആൻഡ് പാരലൽ ടു സെക്കൻഡ് മിറർ M2. അപ്പൊ ഇങ്ങനെയാണ് ലൈറ്റ് വന്ന് വീഴുന്നത്. എങ്ങനെയാണ് ആദ്യം അത് വരയ്ക്കാം. ലൈറ്റ് ഫോൾസ് ലൈക്ക് ദിസ്, ഇങ്ങനെ വന്ന് വീഴുകയാണ് ചെയ്യുക. ഏതിന് പാരലായിട്ടാണ് വന്ന് വീഴാൻ നോക്കൂ. ഇതിന് പാരലായിട്ട്, ഇതിന് പാരലായിട്ടാണ് വന്ന് വീഴുന്നത്. ഇങ്ങനെയാണ് ലൈറ്റ് വന്ന് വീഴുന്നത്. അവിടെ ഒരു നോർമൽ വരയ്ക്കുക, ഇവിടെ ഒരു നോർമൽ വരയ്ക്കുക. ആ ആംഗിളാണ്. ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ തീറ്റ ആയിരിക്കും, പാരലൽ ആയതുകൊണ്ട്. ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആയിരിക്കും. ദാറ്റ് ടു ആർ പാരലൽ. ഓക്കെ, അപ്പോൾ ഇതെത്രയായിരിക്കും ആംഗിൾ? 90 മൈനസ് തീറ്റ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തത് പറയുന്നത് ഫൈനലി റിഫ്ലക്റ്റഡ് ഫ്രം സെക്കൻഡ് മിറർ M2. സെക്കൻഡ് മിറർ ആവട്ടെ, ഇത് M2, ഇതാണ് ഫസ്റ്റ് മിറർ M1. റിഫ്ലക്റ്റഡ് ഫ്രം സെക്കൻഡ് മിറർ M2 പാരലൽ ടു ഫസ്റ്റ് മിറർ. ഫസ്റ്റ് മിററിന് പാരലൽ ആയിട്ടാണ് ഫൈനൽ ലൈറ്റ് റേ പാസ് ചെയ്ത് പോവുക. ഫൈനൽ ലൈറ്റ് റേ എങ്ങനെയാ പോവുക? ഫസ്റ്റ് മിററിന് പാരലൽ ആയിട്ട് പോകണം. ഇപ്പൊ ഇവിടെ ആംഗിൾ സെയിം ആയിരിക്കണമല്ലോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഇവിടെ 90 മൈനസ് തീറ്റ ആയിരിക്കണം ആംഗിൾ. ഇനി ഇവിടുന്ന് വരയ്ക്കാം. ഇവിടുന്ന് പാരലായിട്ട് പോകണം. എങ്ങനെയാ പാരലായിട്ട് പോകുന്ന നോക്കൂ. ഇതിന് പാരലായിട്ടാണ് പോകണ്ടേ. ഇതിനൊരു പാരലൽ വരയ്ക്കാം. ഇങ്ങനെ വേണം. ഇനി അവിടെ ഒരു നോർമൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ. സോ ദിസ് ആംഗിൾ എത്രയായിരിക്കും? തീറ്റ. ഓക്കെ, ഇനി വേറെ ഏതാണ് നമുക്ക് ആംഗിൾ ഐഡന്റിഫൈ ചെയ്യുക? ഈ ആംഗിൾ തീറ്റ അല്ലേ? ദാറ്റ്സ് വൈ ദിസ് ആംഗിൾ ഈസ് ഓൾസോ തീറ്റ ബിക്കോസ് ദീസ് ടു ആർ പാരലൽ. മനസ്സിലായല്ലോ? ദാറ്റ്സ് വൈ ദിസ് ആംഗിൾ ഈസ് 90 മൈനസ് തീറ്റ. So this angle is also 90 minus theta. That's why this angle is also theta. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്തു. അപ്പോൾ ഇത് എത്രയായിരിക്കും ആംഗിൾ? 60 ഡിഗ്രി. ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി. ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി. സോ ആംഗിൾ ബിറ്റ്വീൻ മിറേഴ്സ് ഈസ് 60 ഡിഗ്രി. നല്ല ചോദ്യമാണ്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിന് കാര്യമായ നോളജ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ധൈര്യമായി സമയമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മുൻപ് ചെയ്ത് പരിചയം ഉണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എ തിൻ റോഡ് ഓഫ് ലെങ്ത് f/3 is placed along the optic axis of a concave mirror of focal length f such that its image, which is real image and elongated, just touches the rod. Image just touches the rod. Image ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇമേജ് ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യണമെങ്കിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ ഒബ്ജക്റ്റിനും ഇമേജിനും ഒരേ വലുപ്പമായിരിക്കണം. ആ ടച്ച് ചെയ്യുന്ന പോയിന്റ് മിററിന്റെ, കോൺകേവ് മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറും ആയിരിക്കണം എന്നുള്ളതാണ് ഈ ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിന്റെ നീളം f/3 ആണ്. f/3 നീളമുള്ള ഒരു ഒബ്ജക്റ്റ് കോൺകേവ് മിററിന്റെ മുമ്പിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, ഇവിടെ ലീനിയർ മാഗ്നിഫിക്കേഷന്റെ കൺസെപ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീളത്തിന്റെ റേഷ്യോ ആണ്. ഇമേജിന്റെ നീളം ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ നീളം. ഒബ്ജക്റ്റിന്റെ നീളം f/3 ആണ്. ഇമേജിന്റെ നീളം എത്ര? അതാണ് ഇവിടെ ചോദ്യം വരുന്നത്. ഒബ്ജക്റ്റിന്റെ നീളം f/3 ആണ്. ഇമേജിന്റെ നീളം എത്ര എന്ന് കിട്ടിയാൽ ഇമേജിന്റെ ലെങ്ത് ബൈ ഒബ്ജക്റ്റിന്റെ ലെങ്ത് ആയിരിക്കും മാഗ്നിഫിക്കേഷൻ.
അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ചിത്രം ആവശ്യമുള്ളൊരു ചിത്രം ഞാൻ വരയ്ക്കാം. ഇപ്പോൾ ഒരു കോൺകേവ് മിറർ, പ്രിൻസിപ്പൽ ആക്സിസ്, അതിൻ്റെ മുമ്പിൽ ഒരു ഒബ്ജക്റ്റിനെ വരയ്ക്കുന്നു. ഒരു ഒബ്ജക്റ്റ് റോഡാണ്, ഒരു തിൻ റോഡാണ് ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിൻ്റെ നീളം f/3 ആണ്. നീളം f/3. ഓക്കെ, ഇമേജ് റിയൽ ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഇമേജ് റിയൽ ആണ്, ഇലോങ്ങേറ്റഡ് ആണ്, എന്ന് വെച്ചാൽ മാഗ്നിഫൈഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇലോങ്ങേറ്റഡ് ആവണമെങ്കിൽ ഇമേജ് ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ആയിരിക്കണം. ഒബ്ജക്റ്റ് എഫിനും 2Fനും ഇടയിലായിരിക്കണം. ഇമേജ് ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ആയിരിക്കണം. അപ്പോൾ ഇമേജ് ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ആയിരിക്കണം. അപ്പോൾ എഫ് ഇവിടെ മാർക്ക് ചെയ്യാം. ഒരല്പം കൂടി അടുത്തേക്ക് മാർക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ എഫ് മാർക്ക് ചെയ്യാം. ഇതായിരിക്കണം സെന്റർ ഓഫ് കർവേച്ചർ. കാരണം അവിടെ തന്നെ ആയിരിക്കണം ഇമേജ് അവിടെ തന്നെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇമേജിന്റെ വലിപ്പവും ഒബ്ജക്റ്റിന്റെ വലിപ്പവും ഒബ്ജക്റ്റിന്റെ വലിപ്പവും ഒന്ന് തന്നെയാണ്. ഇനി ഇമേജിന്റെ വലിപ്പം കൂടി വരും. ഇങ്ങനെ കൂടി വരണം. നീളവും കൂടും, ഉയരവും കൂടും. ഇങ്ങനെയായിരിക്കും ഇമേജ് ഉണ്ടാവുക. സോറി, ഇൻവെർട്ടഡ് ആയിരിക്കണം, താഴേക്കായിരിക്കണം കേട്ടോ. ദാറ്റ് ഷുഡ് ബി ഡൗൺവേർഡ്, താഴേക്കായിരിക്കണം. ഇൻവെർട്ടഡ് അല്ല, ഇമേജ് ഇൻവെർട്ടഡ് ആയിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെയാവും ഇമേജ് ഉണ്ടാവുക കേട്ടോ. കാരണം ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ അറ്റം, മിററിന്റെ ഏറ്റവും അകലെയുള്ള ഒബ്ജക്റ്റിന്റെ ഭാഗം സെന്റർ ഓഫ് കർവേച്ചറില്ല, ബാക്കിയൊക്കെ അതിനടുത്തേക്കാം. അപ്പോൾ ഒബ്ജക്റ്റിന്റെ മറ്റേത് ഭാഗത്തിന്റെയും ഇമേജ് ഒബ്ജക്റ്റിന്റെ ഇതിനേക്കാൾ വലുതായിരിക്കണം, അറ്റം ഒഴികെ. അറ്റം മാത്രം കറക്റ്റ് സെന്റർ ഓഫ് കർവേച്ചറിലല്ലേ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഒബ്ജക്റ്റിന്റെ നീളം. ഈ നീളമാണ് എന്ത്? f/3. അപ്പോ ഇമേജിന്റെ നീളം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? ജോമെട്രിക് സെന്റർ ആണ് പോള്. ഈ പോള് മുതൽ സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരം 2f ആണ്. ഓക്കെ, അപ്പൊ പോളിൽ നിന്ന് ഇമേജിന്റെ നിയറർ എൻഡിലേക്കുള്ള ദൂരം 2f ആണ്. ഇനി പോളിൽ നിന്ന് ഇമേജിന്റെ ഫാർദർ എൻഡിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കണം. ഈ ദൂരം കണ്ടുപിടിക്കണം. ആ ദൂരം കണ്ടുപിടിച്ചാൽ അത് -2f ആയിരിക്കും ഇമേജിന്റെ നീളം. ഒബ്ജക്റ്റിന്റെ നീളം ഓൾറെഡി അറിയാം. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷന്റെ മാഗ്നിറ്റ്യൂഡ്. അതിൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് f/3 ആണ്. ഈ ലെങ്ത് ഓഫ് ഇമേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ആ ഒബ്ജക്റ്റ്, ഇത് ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഇത് ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കാം. അത് എത്ര ദൂരത്തിലാണ്? ഒബ്ജക്റ്റ് എത്ര ദൂരത്തിലാണ്? 2f ഡിസ്റ്റൻസിലാണ്. അപ്പൊ അതിന്റെ ഇമേജോ 2fൽ തന്നെയാണ്. അത് കിട്ടിക്കഴിഞ്ഞല്ലോ ഓൾറെഡി. ഇനി ഇത് ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഇത് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് എത്ര ദൂരത്തിലാണ്? ഇവിടെ മുതൽ ഇവിടെ വരെ 2f അല്ലേ, ഇവിടെ മുതൽ ഇവിടെ വരെ f/3. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്താണ്? പോളിൽ നിന്ന് ആ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എന്തായിരിക്കും? അതാണ് 2f - f/3. അപ്പോൾ u കിട്ടി. u ഈക്വൽ ടു 2f - f/3. 2f - f/3 ആണ് u. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 6 3 2 6 6 - 1 5 5f/3 ആണ് യുവിന്റെ വാല്യൂ. യുവിന്റെ മാഗ്നിറ്റ്യൂഡ് 5f/3. ഇനി അത് ഉപയോഗിച്ചിട്ട് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഓക്കെ, സോ വാട്ട് ഈസ് ദി ഫോർമുല യൂസ്ഡ്? 1/v plus 1/u equal to 1/f ആണ് മിറർ ഫോർമുല, ലോ ഓഫ് ഡിസ്റ്റൻസസ്. 1/v plus 1/u എത്ര കൊടുക്കണം? -5f/3. u is -5f/3 ഈക്വൽ ടു 1/-f. എന്ത് മിറർ ആണ് ഇത്? കോൺകേവ് മിറർ ആണ്, അതുകൊണ്ട് മൈനസ്. ദാറ്റ് ഈസ് 1/v ഈക്വൽ ടു, ഇത് മൈനസ് ആണ്, ഇവിടെ അതർ സൈഡിൽ ചെല്ലുമ്പോൾ അത് പ്ലസ് ആവും. 3/5f - 1/f അല്ലേ? ദാറ്റ് ഈസ് 1/f ഇൻറ്റു 3/5 - 1. ദാറ്റ് ഈസ് 1/f ഇൻറ്റു 5 3 - 5 -2 ഡിവൈഡഡ് ബൈ 5. ഓക്കെ,
ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു 5 മൈനസ് 5/2 എഫ്. യു എന്താണ്? യു ഈക്വൽ ടു മൈനസ് എന്തായിരുന്നു യു? ഒബ്ജക്ട് ഡിസ്റ്റൻസ് മൈനസ് 5f/3 ആയിരുന്നില്ലേ? അപ്പോൾ ഈ ദൂരമാണ് മൈനസ് 5/2 എഫ്. ഓക്കെ, അപ്പൊ എത്രയായിരിക്കും ഈ ബാക്കിയുള്ള ദൂരം? ഈ ദൂരം എത്രയായിരിക്കും? ദാറ്റ് ഈസ് 5/2 എഫ് മൈനസ് 2f അല്ലെ? അപ്പൊ എത്രയാ? ലെങ്ത് ഓഫ് ഇമേജ് എത്രയായിരിക്കും? 5/2 എഫ് മൈനസ് 2f ആണ്. 2 × 2 4, 5 മൈനസ് എത്രയായിട്ട്? 5 മൈനസ് 4 1, 1f/2 0.5f എന്ന് കിട്ടി. 0.5f ആണ് അല്ലേ? ദാറ്റ് ഈസ് f/2. ദാറ്റ് ഈസ് f/2/f/3. So magnification is equal to 3/2. So correct answer is 1.5. Numerical ആണ് JEE 1991. Answer 1.5. Magnification പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ്? മാഗ്നിഫിക്കേഷന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏത് മാത്രമേ ഉള്ളൂ? വാട്ട് ഈസ് ദി മാഗ്നിഫിക്കേഷൻ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പ്ലസ് 1.5. സോ ക്വസ്റ്റ്യൻ നമ്പർ 8. അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. Microscope is focused on an object at bottom of a bucket. Liquid with refractive index 5/3 is poured inside the bucket. Then microscope has to raise 30 centimeter to focus the object again. Height of the liquid in the bucket is. അപ്പോൾ ആദ്യം ഒരു ബക്കറ്റിനകത്ത് ലിക്വിഡ് ഒന്നുമില്ല. ഒരു മൈക്രോസ്കോപ്പിനെ ഇവിടെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്നു. ഇതാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ബക്കറ്റിന്റെ ബോട്ടത്തിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നു. എന്നാൽ അതേ ബക്കറ്റിൽ തന്നെ ഇത്തിരി ലിക്വിഡ് പോർ ചെയ്തപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ബീക്കറിന്റെ ബോട്ടമാണ്. അത് ഒരു ലിക്വിഡ് പോർ ചെയ്തിരിക്കുന്നുണ്ട്. ഒരു മീഡിയം അവിടെ വന്നു. ഇപ്പോൾ ഒബ്ജക്റ്റ് മീഡിയത്തിലാണ്, ഡെൻസർ മീഡിയത്തിലാണ്. ചുറ്റുമുള്ളത് എയർ ആണ്, അകത്ത് ഡെൻസർ മീഡിയമാണ്. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 5/3 ആണ്. ഒബ്ജക്റ്റ് ഡെൻസർ മീഡിയത്തിലായിരിക്കുമ്പോൾ ഒബ്സർവർ റെയറർ മീഡിയത്തിൽ നിന്ന് നിയർ വെർട്ടിക്കലിൽ നിന്ന് നോക്കുന്ന ഒബ്സർവറെ സംബന്ധിച്ച് ആ ഡെൻസർ മീഡിയത്തിലിരിക്കുന്ന ഒബ്ജക്റ്റ് കുറെ കൂടി അടുത്തേക്ക് വരുന്നതായി തോന്നും, അടുത്തേക്ക് ആയതായിട്ട് തോന്നുകയാണ് ചെയ്യുക. ആ പൊസിഷനാണ് അപ്പാരന്റ് പൊസിഷൻ. അപ്പോൾ ഇവിടെ ആയിരിക്കും ഒബ്ജക്റ്റ് ഉണ്ടാവുക. ഈ ബോട്ടം കുറച്ച് മുകളിലേക്ക് റൈസ് ചെയ്തതായി തോന്നും. ഓക്കെ, അതുകൊണ്ട് വീണ്ടും ഫോക്കസ് ചെയ്യണമെങ്കിൽ മൈക്രോസ്കോപ്പ് കുറച്ചുകൂടി ഉയരത്തിലേക്ക് ഉയർത്തേണ്ടി വരും. എത്ര ദൂരം മുകളിലേക്ക് ഉയർത്തി? മൈക്രോസ്കോപ്പ് 30 സെന്റിമീറ്റർ ഉയർത്തിയതിന് കാരണം എന്തായിരിക്കും? ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് 30 സെന്റിമീറ്റർ പൊങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ ആ ഡെൻസർ മീഡിയം എയറിൽ അഡീഷണലായി ഒബ്സർവർക്കും ഒബ്ജക്റ്റിനും ഇടയിൽ വന്നപ്പോൾ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷന് ആ ഡെൻസർ മീഡിയം ഉണ്ടാക്കിയ നോർമൽ ഷിഫ്റ്റ് ആണ് ഇവിടെ കൺസെപ്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ a denser medium is introduced in between observer in rarer medium and object in denser medium. Shift is equal to thickness in T into 1 minus 1 by mu. Formula നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ D into 1 minus 1 by mu. Maybe D the real depth. അല്ലെങ്കിൽ in such a situation refractive index is equal to real depth divided by apparent depth ആണ്. So shift is equal to real depth minus apparent depth ആണ്. That is shift is equal to real depth minus apparent depth D by mu ആണ്. That is S is equal to D into 1 minus 1 by mu. ഈ ഫോർമുലയാണ് നമ്മളിപ്പോൾ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് കേട്ടോ. ആ ഷിഫ്റ്റ് ആണ് 30 സെന്റിമീറ്റർ. റിയൽ ഡെപ്ത് ആണ് നമ്മളോട് ചോദിച്ചത്. D into 1 minus 1 by റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നു? 5/3. അപ്പോൾ 5/3 അടിയിലാണ് ഓർമ്മിക്കുക. അപ്പോൾ 30 ഈക്വൽ ടു D into 1 minus 3/5നെ നമുക്ക് 2/5 എന്ന് എഴുതാം. So D is equal to 30 into 5/2. That is 75 centimeter. Option D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Ice cube has bubble inside. When viewed from one side, apparent distance of the bubble is 12 centimeter. ഐസ് ക്യൂബിന് ഒരു ബബിൾ ഉണ്ട്, അതിനകത്തൊരു ബബിൾ ഉണ്ട്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അപ്പാരന്റ് ഡിസ്റ്റൻസ് ഓഫ് ദ ബബിൾ ഇസ് 12 സെന്റിമീറ്റർ.
കുറച്ചുകൂടി അടുത്തേക്കാണ് തോന്നുന്നത്. അപ്പോൾ ഒരു ഐസ് ക്യൂബ് അതിനകത്തൊരു ബബിൾ ഉണ്ട് കേട്ടോ. നോക്കൂ, ഇവിടെ ഒരു ബബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെയാണ് ബബിൾ ഉള്ളത്. ശരിക്കും ആ ബബിൾ അവിടെയാണ് ഉള്ളത്. പക്ഷെ ആ ബബിൾ കുറച്ച് അടുത്തേക്കാണ് തോന്നുക ഒരു സൈഡിൽ നോക്കുമ്പോൾ. ഐസ് ക്യൂബ് ബബിൾ ഇൻസൈഡ് ഓ ആണ് ബബിൾ. വെൻ വ്യൂഡ് ഫ്രം വൺ സൈഡ് അപ്പാരന്റ് ഡിസ്റ്റൻസ് ഓഫ് ദ ബബിൾ ഈസ് 12 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം 12 സെന്റിമീറ്റർ ആണ്. സൈഡ് ഓഫ് ദി ഐസ് ക്യൂബ് 24 ആണ്. ഇതിന്റെ നീളം 24, ഒരു സൈഡ് 24 സെന്റിമീറ്റർ ആണ്. ഇനി അപ്പാരന്റ് ഡിസ്റ്റൻസ് ഓഫ് ദ ബബിൾ ഒബ്സർവ്ഡ് 4 സെന്റിമീറ്റർ ഫ്രം ദി അതർ സൈഡ്. ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കി, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആണ് ഒബ്സർവ് I1. ഇനി I2 ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിലോ I1 I2 ഇവിടെ നിന്ന് നോക്കുമ്പോൾ എത്ര ദൂരത്തിലാ? ബബിൾ ഒബ്സർവ്ഡ് ആസ് 4 സെന്റിമീറ്റർ. അപ്പൊ ശരിക്കും ഇവിടെയാണ് ഇത് ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. ഈ ദൂരത്തിലെന്ന് പറഞ്ഞിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ദൂരമാണ് റിയൽ ഡെപ്ത് എക്സ്. ഓക്കെ, ഈ എക്സ് ആണ് ശരിക്കും റിയൽ ഡെപ്ത്. അപ്പാരന്റ് ഡെപ്ത് ആണ് 12. അതർ സൈഡിൽ നിന്നുള്ള റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതെത്രയാ? അത് 24 മൈനസ് എക്സ് ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമുല എന്താ? ഫോർ ഫസ്റ്റ് സർഫസ് നോക്കുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത് ആണ്. റിയൽ ഡെപ്ത് എത്ര? എക്സ്. അപ്പാരന്റ് ഡെപ്ത് എത്ര? 12. അടുത്ത സർഫസ് നോക്കൂ, റിയൽ ഡെപ്ത് എത്രയാണ്? റിയൽ ഡെപ്ത് 24 മൈനസ് എക്സ്, അപ്പാരന്റ് ഡെപ്ത് 4. ഓക്കെ, ഇത് രണ്ടായാലും എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എക്സ് കണ്ടുപിടിച്ചാൽ മ്യൂ കിട്ടും. രണ്ടും സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് എക്സ് ബൈ 12 ഈസ് ഈക്വൽ ടു 24 മൈനസ് എക്സ് ബൈ 4. ഇത് ക്യാൻസലായി 3 വരുന്നുണ്ട്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 4 3 12 72 മൈനസ് എക്സ്. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 72. എക്സ് ഇസ് ഈക്വൽ ടു 72ന്റെ പകുതി 36. അപ്പോൾ എക്സ് 36 ആണ്. 36 ബൈ 12. അപ്പോൾ മ്യൂ ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയിട്ടുണ്ട്? 3/2 അല്ലേ കിട്ടുക. മ്യൂ ഈസ് ഈക്വൽ ടു തെറ്റിപ്പോയിട്ടുണ്ട്. മ്യൂ ഈസ് ഈക്വൽ ടു 24 മൈനസ് എക്സ്. കാൽക്കുലേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഐസ് ക്യൂബ്, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 24 മൈനസ് എക്സ് ആണ് അല്ലേ. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 24 ആണ്. 24 മൈനസ് എക്സ് ആയിരിക്കും അതർ സൈഡിൽ നിന്നുള്ള. അപ്പാരന്റ് ഡെപ്ത് 4 ആണ്, കറക്റ്റ് ആണ്. അപ്പോൾ മ്യൂ ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 12, റിയൽ ഡെപ്ത് ബൈ 12. മ്യൂ ഈസ് ഈക്വൽ ടു 24 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 4, ഒബ്ജക്റ്റ് ഇൻ ഡെൻസർ മീഡിയം. റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ എക്സ് ബൈ 12, 3 4s are 12. So 4 gets cancelled. X is equal to 72 minus 3x ഉണ്ട്. സോറി, ഇവിടെ 3x ഉണ്ട്. ഞാനൊരു കാൽക്കുലേഷനിൽ തെറ്റ് ചെയ്തത്. ഇവിടെ 3x ഉണ്ട്. അപ്പോൾ 3x പ്ലസ് എക്സ് 4x ആണ് കേട്ടോ. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. 4x ഈക്വൽ ടു 72. സോ എക്സ് ഇസ് ഈക്വൽ ടു 72 ബൈ 4 ആണ്. അപ്പോൾ 18 ആണ് അല്ലേ. 18 4 72. അപ്പോൾ അതിൽ നിന്ന് മ്യൂ എത്ര കിട്ടുക? മ്യൂ ഇസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 12 ആണ്. എത്ര കിട്ടുക? 3 6 18 2 6 12. 3/2 1.5. എന്താ ഓപ്ഷനിൽ? യെസ്, 3/2 1.5 ആണ് കറക്റ്റ് ആൻസർ. ഇതിനെന്നാലും ഇത്രയൊന്നും ലെങ്തി ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ ഞാൻ എല്ലാ സ്റ്റെപ്സും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു ടോട്ടൽ റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ അപ്പാരന്റ് ഡെപ്ത്. ടോട്ടൽ റിയൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ആണ്. ടോട്ടൽ റിയൽ ഡെപ്ത് 24 ആണ്. ടോട്ടൽ അപ്പാരന്റ് ഡെപ്ത് എത്ര? ടോട്ടൽ അപ്പാരന്റ് ഡെപ്ത് 12 പ്ലസ് 4 ആണ്. 12 പ്ലസ് 4 അത്രയേ ഉള്ളൂ. ആ ഡാറ്റയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. 24 ഡിവൈഡഡ് ബൈ 16. 24 ബൈ 16 ദാറ്റ് ഈസ് 18 ബൈ 12 അല്ലേ. 24 ബൈ 16 ശരിയല്ലേ? അത് തന്നെയല്ലേ 18 ബൈ 12. അല്ലെങ്കിൽ എങ്ങനെ എഴുതിയാൽ മതി? 3 ഡയറക്റ്റ് എഴുതാം. 3 24 2 12 3/2. അത് തന്നെ സെയിം ആൻസർ. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഷോർട്ട് കട്ടാണ്. ഡയറക്റ്റ് ഉപയോഗിക്കുക കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ഡെൻസർ റെയറർ ഇന്റർഫേസ് ഈസ് 45 ഡിഗ്രി. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ റെയറർ മീഡിയം ഈസ് ഗിവൺ 3 × 10⁸. അതപ്പോൾ എയർ തന്നെയാണല്ലോ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ ഡെൻസർ മീഡിയം ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ ഡെൻസർ റെയറർ ഇന്റർഫേസ് 45 ആണെങ്കിൽ അതിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. ഫ്രം ദിസ് ഫോർമുല sin c = 1/n, that is n is equal to 1/sin c. ക്രിട്ടിക്കൽ ആംഗിൾ 45 ആണ്, that is n is equal to √2. 1/sin 45 √2 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഫോർമുല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് = c/v. സോ v is equal to c/n. c 3 × 10⁸ ഡിവൈഡഡ് ബൈ n എത്രയുണ്ട്? c/n, n √2 ആണ് അല്ലേ? 3/√2. അപ്പോൾ 3/√2 ഇൻറ്റു, അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ ബോക്സ് ആണ്. 3/1.4 3/1.5 ആയിരുന്നെങ്കിൽ 3/3/2 2 × 10⁸ വന്നേനെ. ഇത് 3/1.4 ആയതുകൊണ്ട് 2-നേക്കാൾ ഒരു അല്പം വലുതായിരിക്കും. വേറെ പോസിബിലിറ്റി ഇല്ല, ബോക്സ് തന്നെയാണ് കറക്റ്റ് ആൻസർ. 11. Ray of light traveling in transparent medium falls on surface separating medium from air at an angle incidence 45 degree. Ray undergoes total internal reflection. Falls on a surface separating medium from air at an angle rarer to denser 45 degree. Ray undergoes total internal reflection. Mu is the refractive index of the medium with respect to air. Select possible values of refractive index. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ TIR കണ്ടീഷൻ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെ? I ഗ്രേറ്റർ ദാൻ C ആണ്. അപ്പോൾ ഇവിടെ falls on surface separating at an angle 45 degree എന്ന് പറഞ്ഞാൽ അത് I ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ രണ്ട് ഭാഗത്തും സൈൻ എടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. സൈൻ C. സൈൻ I എത്രയാണ്? സൈൻ I 45 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ സൈൻ C. സൈൻ C 1/n ആണ് അല്ലേ? ദാറ്റ് ഈസ് n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1/sin 45. ദാറ്റ് ഈസ് n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സൈൻ 45 1/√2. സോ n ഗ്രേറ്റർ ദാൻ √2. That is n greater than 1.414. 1.414-നേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വലുതായിരിക്കണം. 1.414-നേക്കാൾ ചെറുതുള്ളത് ഒഴിവാക്കാം. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് പോസിബിൾ ആണ്, സിയും ഡിയും. അപ്പോൾ ഇതൊരു മെയിൻസ് ക്വസ്റ്റ്യൻ അല്ല, ഇത് JEE അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആയിരുന്നിരിക്കുക. മെയിൻസിന് സാധാരണ മോർ ദാൻ 1 കറക്റ്റ് ഓപ്ഷൻസ് വരാറില്ല. അപ്പോൾ നമ്മൾ ഇത് ആ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. വളരെ അപൂർവമായിട്ട് കുറച്ച് ഓൾഡ് ചോദ്യങ്ങളും കൂടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ഫ്രം എയർ ഓൺ ഗ്ലാസ് പ്ലേറ്റ് ഹാവിംഗ് തിക്നെസ് √3 cm, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് എ റേ ഈസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് എയർ ഇന്റർഫേസ്. ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ റേ വെൻ ഇറ്റ് പാസസ് ത്രൂ ദ പ്ലേറ്റ് ഈസ്. ഗ്ലാസ് ലാബ് ആണ്, നമുക്കറിയാം. ഗ്ലാസ് ലാബ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഡീവിയേഷൻ. ഗ്ലാസ് ലാബ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് any deviation. Instead, glass slab produces a lateral displacement. Glass slab produces a lateral displacement. Glass slab produces a lateral displacement. ഇങ്ങനെയാണ് ഗ്ലാസ് ലാബിന്റെ കൺസെപ്റ്റ്. ഇനി ഇതിന്റെ ഇടയിലുള്ള വരച്ചാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. This angle is also R. This angle is angle of emergence. As these two angles are same, refracting faces are parallel to one another. Glass slab is kept in a homogeneous medium. So angle of incidence equal to angle of emergence. So there is a lateral shift. What is that lateral shift? You extend this incident line. Extend incident light like this. It seems going parallel to emergent ray, and this dotted line S represents a lateral shift. This angle is
This total angle is what? This total angle is I. So this is I minus R. And this distance is T. T is the thickness. So let this be O, this be P. Okay, what is OP? Cos R is equal to what? Cos R is equal to T by OP. So OP is equal to T by cos R. OP equal to T by cos R. OP equals T by cos R. Okay. Now this angle is I minus R. I minus R, and we have to get S. We have another right triangle. This angle is 90 degree, whose hypotenuse is again OP. Then for getting S, we can use opposite side and hypotenuse. That is, what is sin I minus R? Sin I minus R is equal to S divided by OP. Okay, so S is equal to OP into, OP is what? T by cos R into sin I minus R. So shift is equal to T into sin I minus R by cos R. T root 3 centimeter into sin I, how much? Is I given or not? Angle of incidence. Ray of light incident thickness. Refractive index root 2. So this refractive index mu equal to root 2. This is air, mu equal to 1. Lateral displacement given sin 15.26. Angle of incidence of ray is equal to critical angle for glass air interface. Angle of incidence is equal to critical angle for glass air interface. What is the critical angle for glass air interface? Sin C equal to 1 by n. So angle of incidence is equal to critical angle. Then this is 45. So what is refractive index is angle of incidence, sorry, C equal to critical angle. That's why this n is refractive index 1 by root 2. So angle of incidence is 45. Angle of incidence I is equal to 45. Sine of what angle is 1 by root 2? 45. So I 45. Then what is R by using Snell's law? 1 into sine 45. 1 into sine 45 equal to mu is root 2. Root 2 into sine R. So what is sine R? Sine R equal to 1 by 2. That is R is equal to 30. So R equal to 30. I 45, R 30. So sine 45 minus 30 divided by cos R. R how much? R is 30. So S is equal to root 3 divided by cos 30 is root 3 by 2 sine 15. So root 3 cancels. 2 into sine 15 is 0.26, 0.26. So what should be the correct answer? What should be the correct answer? 0.52. 0.52. And that is x into 10 power minus 2. X into 10 power minus 2 equal to 0.52. So x is equal to 0.52 divided by 10 power minus 2, that is 52. So correct answer should be 52. 52 is the right answer. Okay, next one. A beam of white light incident on glass air interface from glass to air such that green light just suffers total internal reflection, means green light grazes the boundary. The colors of light which will come out of to air. A beam of white light is incident on glass air interface from glass to air. For denser to rarer. From glass to air. Okay, normal at the point of incidence. White light is incident, white light incident
and green light grazes the boundary. Green light grazes the boundary. Just undergoes TIR means it may graze the boundary. So this is green. Green goes grazing the boundary. And this is which glass? Denser. This is air. Glass is denser. Denser to rarer. Angle of incidence is equal to critical angle. So this should be the critical angle for green, which is the angle of incidence. The colors of light which will come out to air are, come out to air means that undergoes a refraction. So what is the condition for TIR? Condition for TIR, angle of incidence must be greater than critical angle. Okay, here angle of incidence is critical angle for green. So which colors will reflect back? The colors whose critical angle is less than critical angle for green. C less than CG. I greater than C. You can write this reverse. C should be less than CG. So colors having critical angle less than that of green will reflect. Which colors have critical angle less than that of green? Let us write all those colors. Violet, indigo, blue, green, yellow, orange, red. All these colors are present in this Vibgyor. Vibgyor is present. All colors are present in this white light. Okay, and how to compare critical angle? We know sin C is equal to 1 by n. One which has more refractive index. ഏതിനാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളത് അതിന് ക്രിട്ടിക്കൽ ആംഗിൾ കുറവായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളതിന് ക്രിട്ടിക്കൽ ആംഗിൾ കുറവാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് വയലറ്റിനാണ്. അപ്പോൾ ഏറ്റവും കുറവ് ക്രിട്ടിക്കൽ ആംഗിൾ ഉള്ളത് വയലറ്റിനാണ്. അപ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂവിന് ക്രിട്ടിക്കൽ ആംഗിൾ കുറവാണ്. അതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, സി കുറവാണ്. യെല്ലോ, ഓറഞ്ച്, റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, വെലോസിറ്റി കൂടുതലാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായതുകൊണ്ട് ക്രിട്ടിക്കൽ ആംഗിൾ കൂടുതലാണ്. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ മോറാണ് ഏതിനേക്കാളും, ഗ്രീനിനേക്കാളും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കളറുകളുടെ ക്രിട്ടിക്കൽ ആംഗിൾ ആണോ ഗ്രീനിനേക്കാൾ കുറവുള്ളത് അതൊക്കെ TIR നടത്തും. ക്രിട്ടിക്കൽ ആംഗിൾ കുറവുള്ള വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ആണ്. അപ്പോൾ TIR നടത്തും. TIR നടത്തുന്ന കളറുകൾ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ കളറുകളൊക്കെ എന്ത് നടത്തുന്നുണ്ട്? TIR നടത്തും. അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വേറെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കണം? അത് CG ആയിരിക്കും. ഇത് CG ആണ്, ഇത് CG ആണ്. ഇതിൽ ഏതൊക്കെ കളറുകളുണ്ട്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. അപ്പോൾ റിഫ്രാക്ഷൻ നടത്തുന്ന കളറുകൾ ഏതൊക്കെയായിരിക്കും? അതർ മീഡിയത്തിലേക്ക് വരുന്ന, അതായത് എയറിലേക്ക് വരുന്ന കളറുകൾ ഏതൊക്കെയായിരിക്കും? ആ കളറുകൾ ഏതൊക്കെയായിരിക്കും? ഒന്ന് റെഡ് വരും, പിന്നെ വരിക യെല്ലോ, പിന്നെ വരിക ഓറഞ്ച്. യെല്ലോ, ഓറഞ്ച്, റെഡ് ആണ് അതർ മീഡിയത്തിലേക്ക് വരിക. അത് ഡെൻസർ ടു റെയറർ ആയതുകൊണ്ട് ബെൻസ് എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും. ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് വരുമ്പോൾ ബെൻസ് എവേ ആണ്. അപ്പൊ എങ്ങനെയാ ബെൻസ് എവേ വരിക? ഇങ്ങനെയാണ് ബെൻസ് എവേ വരിക, അല്ലേ? ബെൻസ് എവേ. പക്ഷെ ഈ മൂന്ന് കളറുകളും ഒരുമിച്ചായിരിക്കില്ല, സ്പ്ലിറ്റ് ചെയ്ത് കാണും. റിഫ്ലക്ട് ചെയ്ത് കഴിയുന്ന വയലറ്റ്, ഇൻഡിഗോയും ബ്ലൂയും നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയില്ല, കാരണം ഒരുമിച്ചാണ് വരിക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയതുകൊണ്ട് വയലറ്റും, ഇൻഡിഗോയും, ബ്ലൂവും വേർതിരിച്ചറിയാൻ കഴിയില്ല, ഒരുമിച്ചാണ് കാണാൻ. എന്നാൽ റിഫ്രാക്ഷൻ നടത്തുമ്പോൾ ഓരോ കളറിനും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയതുകൊണ്ട് ഓരോന്നും ഡിഫറൻ്റ്ലി ഡീവിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് പലതും സ്പ്ലിറ്റ് ആവും. ആ സ്പ്ലിറ്റ് അപ്പ് നോട്ടീസ് ചെയ്യാൻ കഴിയും. ഏതിനാണ് കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുക? ഏതിനാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂട്ടത്തിൽ കൂടുതലുള്ളത് അതിനാണ് കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുക. ഏതിലാണ് കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത്? യെല്ലോ, ഓറഞ്ച്, റെഡിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളത് ലെഫ്റ്റ് സൈഡിലുള്ളതിനാണ്, വയലറ്റിനാണല്ലോ. അപ്പോൾ യെല്ലോയ്ക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക. യെല്ലോയ്ക്ക് റിഫ്രാക്റ്റൻസ് കൂടുതലുണ്ടോ? യെല്ലോ ആണ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കളർ യെല്ലോ ഈസ് ഡീവിയേറ്റഡ് മോസ്റ്റ്. പിന്നെ ഓറഞ്ച് അതിനിടയിലാണ് വരിക കേട്ടോ. ഒരു ഓറഞ്ച് അതിനിടയിൽ വന്നു. ഓക്കെ, ഓറഞ്ച് കളർ ഏകദേശം, ഓറഞ്ച് കളറൊന്നും കറക്റ്റ് ഇല്ല, ഉള്ള കളർ എടുക്കാം. ഇങ്ങനെ വരും.
ഇപ്പോൾ കളറുകൾ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ഇവിടെ യെല്ലോ, ഇവിടെ ഓറഞ്ച്, ഇവിടെ റെഡ് ഉണ്ടോ? അപ്പോൾ ഏതൊക്കെ കളറുകളാണ് റിഫ്ലക്ഷൻ നടത്തുക? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. ഏതൊക്കെയാണ് റിഫ്രാക്ഷൻ നടത്തുക? യെല്ലോ, ഓറഞ്ച്, റെഡ്. ഏതിനാണ് ഏറ്റവും കൂടുതൽ റിഫ്രാക്ട് ചെയ്ത കളറുകളിൽ ഏറ്റവും കൂടുതൽ അകന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുക? യെല്ലോ. ഏറ്റവും ലീസ്റ്റ് ഡീവിയേറ്റഡ് കളർ ഏതാണ്? റെഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ചെയ്ത് കഴിഞ്ഞു. വിച്ച് കം ഔട്ട് ടു എയർ. എയറിലേക്ക് വന്ന കളർ ഏതൊക്കെയാണ്? യെല്ലോ, ഓറഞ്ച്, റെഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. Small bulb is placed at bottom of a tank containing water to depth √7 meter. Refractive index of water is 4/3. Area of surface of water through which light from the bulb can emerge out of x pi m square. Area x pi m square. M square in unit ആണ് കേട്ടോ. x pi. അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. 2022 ചോദിച്ച ചോദ്യമാണ്. Small bulb placed at bottom of a tank containing water to depth √7 meter. Refractive index of water is 4/3. Area of surface of water through which light comes out. ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടും ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്, ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതാണ് പുറത്തേക്ക് വരുന്ന ഏരിയ എന്ന് വിചാരിക്കുക. സെൻറ്റർ ഇതാണ്, ആ ഡെപ്താണത്. ലൈറ്റ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇങ്ങനെയാണ് പുറത്തേക്ക് വരുന്നതായി സാധാരണ കാണിക്കാറുള്ളത്. ഈ ഏറ്റവും അടിയിലുള്ളതാണ് സോഴ്സ് എസ്. ആ എസ് എന്ന് പറയുന്ന സോഴ്സിൽ നിന്നും ലൈറ്റ് ഇങ്ങനെ വരികയാണ്. ഡി ആണ് ഡെപ്ത്, വെർട്ടിക്കൽ ഡെപ്ത്. ഇനി ഇതിൻ്റെ റേഡിയസ് ആണ് ആർ. റേഡിയസ് ആർ ആണ്. ആർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാച്ച്, സർക്കുലർ ബ്രൈറ്റ് ഡിസ്ക്. ഇപ്പോൾ ഒരാൾ വെള്ളത്തിന് അടിയിൽ പോയി നിന്ന് ഒരു ടോർച്ച്, നല്ല ഇൻറ്റൻസിറ്റി ഉള്ള ഒരു ടോർച്ച് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് വെർട്ടിക്കലായി മുകളിലേക്ക് ലൈറ്റ് ചെയ്ത് പിടിച്ചു എന്ന് കരുതുക. ഓക്കെ, ആ വെള്ളത്തിൻ്റെ സർഫസിന് പുറത്ത് കരയിൽ നിൽക്കുന്ന ഒരാൾ ആ ലൈറ്റ് കാണുക ഒരു റൗണ്ട് ആയിട്ടാണ്, ഒരു ഡിസ്ക് പോലെയാണ്, ബ്രൈറ്റ് ഡിസ്ക് പോലെയാണ്. അതിൻ്റെ ഏരിയ എത്രയായിരിക്കും എന്ന് തീരുമാനിക്കുന്നത് ഈ ഡെപ്താണ്. അതിന് കാരണം എന്താണ് നോക്കാം. ഈ കൺസെപ്റ്റ് മുഴുവൻ പറയുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുക കേട്ടോ. ഇതാണ് വാട്ടർ സർഫസ്. ഇനി ടോപ്പ് സർഫസ് വാട്ടർ സർഫസ്. വാട്ടർ സർഫസിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ ഗ്രേസ് ചെയ്ത് ആണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ അവിടെ ഒരു നോർമൽ വരച്ചാൽ അതിൽ നമുക്കൊരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. എന്താണ് ആ കാര്യം? ആ ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ. രണ്ട് മീഡിയങ്ങൾ വന്നു. ഒന്ന് വാട്ടർ ഡെൻസർ, രണ്ടാമത്തെ മീഡിയമാണ് എയർ, അതാണ് റെയറർ. ലൈറ്റ് ഡെൻസറിൽ നിന്നും റെയറിലേക്ക് രണ്ട് ബൗണ്ടറി മീഡിയം വന്നല്ലോ. അതിൽ ഡെൻസർ മീഡിയത്തിലെ ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിലാണ് റെയറർ ബൗണ്ടറിയിലൂടെ ലൈറ്റ് ഗ്രേസ് ചെയ്ത് പോവുക എന്നാണ് പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ടോട്ടൽ ഇന്നേണൽ റിഫ്ലക്ഷൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ ആംഗിൾ സി ആയിരിക്കും, ഇതുകൊണ്ട് ഇതും സി ആയിരിക്കും. ഇപ്പോൾ ഈ സോഴ്സ് ഒരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ ആ സോഴ്സിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് സെൻഡ് ചെയ്യുന്നുണ്ടത്. സോഴ്സിൽ നിന്ന് എല്ലാ താഴേക്കും വശങ്ങളിലേക്കും എല്ലാം ഉണ്ട്. അതിൽ ഈ സർക്കുലർ പാച്ചിലേക്ക് മാത്രം വരുന്ന ലൈറ്റ് ഇതിനെ നമുക്ക് എങ്ങനെ അളക്കാൻ കഴിയും? അതിന് നമുക്ക് ആ എസ് സോഴ്സ് ഒരു റൈറ്റ് സർക്കുലർ കോണിന്റെ അപ്പെക്സിലാണ് എന്ന് സങ്കല്പിച്ചാൽ മതി. ആ കോണിന്റെ ബേസ് ആണ്, സർക്കുലർ ബേസ് ആണ് ഇത്. അതിന്റെ ഏരിയ ആയിരിക്കും എന്ത്? പൈ ആർ സ്ക്വയർ. ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. അപ്പോൾ ആ ലൈറ്റ് പുറത്തേക്ക് വരുന്ന ലൈറ്റ് അത്രേ വരുള്ളൂ. ഇത് കഴിഞ്ഞ ലൈറ്റ് പുറത്തേക്ക് വരില്ല. അപ്പോൾ ഈ ഒരു റേഡിയസിലാണ് വരിക. അത് ആ ഡെപ്താണ് തീരുമാനിക്കുക. ടാൻ സി നോക്കിയാൽ മതി. ടാൻ സി ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ ഡി. ഓക്കെ, സി ആണ് ക്രിട്ടിക്കൽ ആംഗിൾ ആണല്ലോ. സി കോൺസ്റ്റന്റ് ആണ്. സി ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ടാൻ സി കോൺസ്റ്റന്റ് ആയിരിക്കും. ഡെപ്ത്, ഇപ്പൊ അയാൾ ടോർച്ച് അടിക്കുന്ന ആൾ കുറച്ചുകൂടി താഴേക്ക് മുങ്ങിപ്പോയിട്ട് ടോർച്ച് അടിച്ചാൽ ഡെപ്ത് കൂടും. ഡെപ്ത് കൂടുമ്പോൾ ടാൻ സി കോൺസ്റ്റന്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടി റേഡിയസും കൂടും. ഡെപ്ത് ഇരട്ടിയാക്കിയാൽ റേഡിയസ് ഇരട്ടിയാവും. ഡെപ്ത് 3 മടങ്ങാക്കിയാൽ റേഡിയസ് 3 മടങ്ങാവും. റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു എ ബൈ പൈയുടെ റൂട്ട് അല്ലേ? അപ്പോ റേഡിയസ് ട്വൈസ് ആയാൽ ഏരിയ 4 ടൈംസ് ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡെപ്ത് ഡബിൾ ആക്കിയാൽ റേഡിയസ് ഡബിൾ ആവും. സർക്കുലർ പാച്ചിന്റെ റേഡിയസ് ഡബിൾ ആവും. റേഡിയസ് ഡബിൾ ആയാൽ ഏരിയ
4 times ആവും. ഈ കണക്ഷൻ ഒക്കെ ഉപയോഗപ്പെടുത്തി വരുന്ന ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല, മറ്റേതെങ്കിലും തരത്തിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ടാൻ സി ഈക്വൽ ടു ആർ ബൈ ഡി ആണെങ്കിൽ സൈൻ സി എന്തായിരിക്കും? സൈൻ സി എന്തായിരിക്കും? സൈൻ സി ട്രയാങ്കിൾ നോക്കിയാൽ മതി. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ആണ്. പക്ഷേ സൈൻ സി 1/n ആണ്. ദാറ്റ് ഈസ് 1/n ഇസ് ഈക്വൽ ടു ആർ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ നോക്കാം. സ്ക്വയർ ചെയ്താൽ റെസിപ്രോക്കൽ എടുക്കുന്ന നോക്കൂ. എൻ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് ഡി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. സോ d square by r square equal to n square minus 1, r square equal to d square by n square minus 1. So r equal to d by square root of n square minus 1. അപ്പോൾ r is equal to d by square root of n square minus 1. r equal to d by square root of n square minus 1 എന്ന ഫോർമുല ഇവിടെ ഉപയോഗിച്ചാൽ മതിയാവും. ഏരിയ ആണ് വേണ്ടത്. ഏരിയ x പൈ ആണ് ഏരിയ. ഏരിയ എന്തായിരിക്കും? പൈ ആർ സ്ക്വയർ ആണ്. Pi r square equal to pi d square divided by n square minus 1. So pi into d square, depth root 7, in square 7 divided by n, 4/3. 4/3 square എടുക്കണം. 16 by 9 minus 1 എടുക്കുക. So 7 pi divided by ഇവിടെ മൈനസ് 16 മൈനസ് 9 7 വരുന്നുണ്ട്. 7 by 9 വരുന്നുണ്ട്. മേലെ എഴുതി 7 ക്യാൻസൽ ആയി. അപ്പോൾ 9 pi എന്ന് വന്നു. അതാണ് എന്ത്? x pi. So x pi is equal to 9 pi. Pi gets cancelled. So x is equal to 9. So correct answer is 9. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇത് 2021 അഡ്വാൻസിന് ചോദിച്ച ചോദ്യമാണെങ്കിലും മെയിൻസിനും വരാവുന്നതാണ്. NCERT-യിലെ ഇതേപോലെയുള്ള ചില ചോദ്യങ്ങൾ സോൾഡ് എക്സാമ്പിൾസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. എക്സ്റ്റെൻഡഡ് ഒബ്ജക്റ്റ് is placed at O 10 cm in front of convex lens of focal length പറഞ്ഞിട്ടില്ല. ഓക്കെ, L1 concave lens L2 place 10 cm behind it as shown in figure. Radii of curvature of all surfaces are 20 cm. അപ്പോൾ L1-നും L2-വിനും റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം ആണ്. ഇക്വി കോൺവെക്സും ഇക്വി കോൺകേവുമാണ്. 20 cm ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ബോത്ത് ലെൻസസ് ഈസ് 1.5. രണ്ടിനും 1.5 ആണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു പകുതി സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഒരു ഇക്വി കോൺവെക്സ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ് എങ്കിൽ അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും ഈക്വൽ ആയിരിക്കും എന്നൊന്ന് കാണാതെ പഠിച്ചു വെക്കുക. ഇല്ലെങ്കിൽ ആ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലും മതി. ഓക്കെ, അത്ര ഒന്നും ആവശ്യമില്ല. ഇത് കാണാതെ പഠിച്ചു വെക്കണം. അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. എഴുതി വെച്ച് പഠിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം. ഒരു ഇക്വി നമ്മുടെ തന്നെ മുമ്പ് പല ക്ലാസ്സുകൾക്കും അതേപോലെ JEE അഡ്വാൻസ്ഡിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോഴും എല്ലാം ഈ ആശയങ്ങൾ വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം തന്നെ അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയി അതിൽ ചെയ്തിട്ടുണ്ട്. അഡ്വാൻസിന്റെ ചോദ്യം നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ബ്ലാസ്റ്റ് ഫ്രം ദ പാസ്റ്റ് എന്ന സീരീസിൽ കുറേ ചോദ്യങ്ങളുണ്ട്. അതിൽ ഈ ചോദ്യം തന്നെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനിത് വളരെ ക്വിക്കായിട്ട് പറഞ്ഞു പോകും, മെയിൻസ് ചോദ്യം ആയതുകൊണ്ട് കേട്ടോ. മെയിൻസിന് വന്നതായതുകൊണ്ട്, മെയിൻസിന് ചെയ്യുന്നതായതുകൊണ്ട്. അപ്പോൾ ഒരു ഇക്വി കോൺവെക്സ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും സെയിം ആയിരിക്കും. അപ്പോൾ ആ L1-ന്റെ ഫോക്കൽ ലെങ്ത് 20 ആണ്. ഓക്കെ, L1-ന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 20 ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ 20 ആണല്ലോ. ഫോക്കൽ ലെങ്ത് 20 ആണ്. ഒബ്ജക്ട് ഡിസ്റ്റൻസോ 10 cm ആണ്. അപ്പോൾ അതുണ്ടാക്കുന്ന ഇമേജ് എവിടെയാണ് എന്ന് നോക്കുക. ടോട്ടൽ മാഗ്നിഫിക്കേഷൻ വേണമെങ്കിൽ അതുണ്ടാക്കുന്ന ഇമേജ് കണ്ടുപിടിക്കണം എന്തായാലും. അപ്പോൾ ഒന്നാമത്തെ ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. 1/f എത്ര? എഫ് L1-ന്റെ ഫോക്കൽ ലെങ്ത് 20. കോൺവെക്സ് ആണ്, പോസിറ്റീവ് ആണ്. 1/f ഇസ് ഈക്വൽ, വളരെ കെയർഫുൾ ആയി ചെയ്യണം ഒപ്റ്റിക്സ്. 1/v പ്ലസ് ആണോ മൈനസ് ആണോ? ലെൻസ് ആണ്. 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. മൈനസ് 1/u എത്ര? u ലെൻസിൽ നിന്നുള്ള ദൂരം -10 എടുക്കണം. -10. സോ 1/v ഈക്വൽ ടു 1/20 മൈനസ് 1/10
that is 1 by v equal to ഇത് 20 ആക്കി മാറ്റുമ്പോൾ ഇവിടെ ഒരു 2 വരും 1 minus 2 minus 1 by 20 അല്ലേ ശരിയല്ലേ 1 by 20 ആണ് radius of curvature of curved surfaces of lenses 20 radius of curvature ഉം focal length ഉം സെയിം ആണ് അതുകൊണ്ട് 1 by f is equal to 1 by v minus 1 by u object distance 10 ആണ് ശരിയല്ലേ അപ്പോൾ 1 by v equal to 1 by 20 ഇത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ടുണ്ട് അതർ സൈഡിൽ മൈനസ് ശരിയാണ് ഇതുവരെ ഓക്കെ ഒരു 20 വരണം അപ്പോൾ 1 minus 2 minus 1 minus 1 by 20 so v is equal to minus 20 v is equal to minus 20 ആണ് അതെവിടെ മൈനസ് 20 വരാൻ കാരണം അപ്പോഴാണ് കാര്യം മനസ്സിലാവുക ഫോക്കൽ ലെങ്ത് 20 ആണല്ലോ ഒബ്ജക്ട് ഡിസ്റ്റൻസ് 10 അല്ലേ ഉള്ളൂ അപ്പോൾ ഒബ്ജക്റ്റ് ഫോക്കൽ പ്ലെയിനിന്റെ അകത്താണ് അതുകൊണ്ട് ഇമേജ് അൺറിയൽ ഇമേജ് ആണ് ഫോം ചെയ്യുക ആ അൺറിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും ഇവിടെയാണ് അൺറിയൽ ഇമേജ് എറക്റ്റ് ആണ് എറക്റ്റ് മാഗ്നിഫൈഡ് അൺറിയൽ ഇമേജ് ആണ് ഫോം ചെയ്യുക ആ ദൂരമാണ് ഈ ദൂരമാണ് 20 എന്ന് പറയുന്നത് ഇനി കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച് അപ്പോൾ ഒബ്ജക്റ്റ് എത്ര ദൂരത്തിലാണ് കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച് അതിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇതാ ഈ ദൂരം ഓൾറെഡി 10 ആണ് ഓക്കെ ഈ ദൂരം ഓൾറെഡി 20 ആണ് അപ്പോൾ 10 plus 20 30 ആയിരിക്കും കോൺകേവ് ലെൻസിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് 30 ആണ് ഓക്കെ അപ്പോൾ മാഗ്നിഫിക്കേഷൻസ് കണ്ടുപിടിക്കാം അപ്പോൾ ഫസ്റ്റ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ എന്താണ് അതിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് അറിയാം ഫോക്കൽ ലെങ്ത് അറിയാം ഏതാ ഫോർമുല എഫ് ഡിവൈഡഡ് ബൈ എഫ് പ്ലസ് യു എഫ് എത്രയാ 20 ഡിവൈഡഡ് ബൈ 20 പ്ലസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്ര minus 10 20 by 20 minus 10 20 by 10 that is 2 magnification plus 2 ഇരട്ടി മാഗ്നിഫിക്കേഷൻ ഓക്കെ അല്ലെങ്കിൽ ഇതിന് ഇവിടെ തന്നെ കിട്ടി ഒബ്ജക്ട് ഡിസ്റ്റൻസ് 10 ഇമേജ് ഡിസ്റ്റൻസ് 20 അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഇരട്ടിയാണ് ഇനി രണ്ടാമത്തതുണ്ട് m2 is equal to സെയിം ഫോർമുല എഫ് അതിന്റെ എഫ് അത് കോൺകേവാ അതിന്റെ എഫിന് -20 എഴുതണം മറക്കരുത് -20 ഡിവൈഡഡ് ബൈ -20 പ്ലസ് മൈനസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് 30 ആണ് -30 എഴുതണം സോ m2 ഈക്വൽ ടു സൈൻ കൺവെൻഷൻ കൊടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം that is -20 divided by -50 that is 2 by 5 that is 0.4 so total magnification കോമ്പിനേഷന്റെ മാഗ്നിഫിക്കേഷൻസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും m1 into m2 2 into 0.4 that is 0.8 ആൻസർ ബോക്സ് ഇത് ഓക്കെ ആണെങ്കിൽ പറയുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പവർ ഓഫ് എ ലെൻസ് ബൈകോൺവെക്സ് ആണ് 1.25 per meter in a particular medium refractive index of lens is 1.5 radius of curvature 20 centimeter and 40 centimeter respectively refractive index of the surrounding medium is power of a lens 1.25 meter inverse ആണ് 1.25 ഡയോപ്റ്റർ ആണ് കേട്ടോ മീറ്റർ ഇൻവേഴ്സ് ഡയോപ്റ്റർ ആണ് ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ആണ് മീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഡയോപ്റ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് 1.5 റേഡിയസ് ഓഫ് കർവേച്ചർ 20-40 അപ്പോൾ ബൈകോൺവെക്സ് ഇക്വി അല്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സറൗണ്ടിങ് മീഡിയം ഇത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല മതി ലെൻസ് മേക്കേഴ്സ് ഫോർമുല 1/f is equal to mu minus 1 mu 2 by mu 1 minus 1 mu 2 1 refractive index of lens 1.5 and surrounding medium ആണ് പടിയിൽ എഴുതേണ്ടത് കേട്ടോ വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ് മീഡിയം into 1 by r1 minus 1 by r2 so 1 by f power of a lens 1 by f ആണ് 1.25 meter inverse ആണ് അപ്പോൾ അവിടെ 1.25 എഴുതിയാൽ മതി 1.25 equal to 1.5 by mu 1 minus 1 into 1 by r1 by convex r1 പോസിറ്റീവ് ആണ് r1 plus 20 r2 minus 40 അപ്പോൾ ഇത് SI ലേക്ക് മാറി ഇതല്ല SI അപ്പോൾ ഇവിടെ ഒരു 100 എഴുതിയാൽ മതി പ്രശ്നം കഴിയും
That is 1.25 in a 5 by 4 എന്ന് എഴുതാം. 5 by 4 equal to 1.5 in a 3 by 2 എന്ന് എഴുതണം. Minus 1 into 100 by 20 എത്രയാ 5 minus plus ആണ് 100 by 40 2.5 അല്ലേ. That is 5 plus 2.5 7.5. That is 5 by 4 is equal to 3 by 2 mu minus 1 into 7.5. That is 3 by 2 mu minus 1 is equal to 5 by 4 divided by 7.5. That is 75 by 10. That is 15. 15, 3, 2 cancel, 1 by 6. 1 by 6. That is 3 by 2 mu equal to 1 plus 1 by 6. 1 plus 1 by 6, that is 7 by 6. That is mu is equal to 18 divided by 14. 18 by 14, that is 9 by 7. 9 by 7, option B is the right choice. Option B is the right choice. Okay. Now question number 17. A thin biconvex lens, refractive index 3 by 2, placed on a horizontal plane mirror as shown in figure. Space between lens and mirror is filled with water of refractive index 4 by 3. It is found that when a point object is placed 15 centimeter above the lens on the principal axis, the object coincides with its own image. On repeating with another liquid, it seems coinciding at distance only 25 centimeter from the lens. Calculate the refractive index of the liquid. So it's a concept of liquid lens. Concept of liquid lens. Let me explain quickly. You can also see the same question that we have done in Blast from the Past series. This full question has been done completely with everything explained. എല്ലാ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടാൽ മതി. ഞാൻ ഇത് വേഗം പറയും. ഇതിൻ്റെ കൺസെപ്റ്റ് വേഗം പറയുന്നത് ശ്രദ്ധിക്കുക. ഒരു ബൈകോൺവെക്സ് ലെൻസ് ഉണ്ട്. ബൈകോൺവെക്സ് ലെൻസ് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് അതിൽ ഒരു ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുന്ന ലൈറ്റ്, ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിലായിരുന്നു ലൈറ്റ് സോഴ്സ് എങ്കിൽ പാരലലായിട്ട് വരികയാണ് ചെയ്യുക. ഇങ്ങനെ പാരലലായി വരും. പാരലലായി വന്നാൽ അത് പ്ലെയിൻ മിററിൽ നോർമൽ ഇൻസിഡൻസ് ആയിരിക്കും. അത് അങ്ങനെ തന്നെ റിഫ്ലക്ട് ചെയ്യും, നോർമൽ റിഫ്ലക്ഷൻ. അതുകൊണ്ട് വന്ന വഴി തന്നെ ലൈറ്റ് തിരിച്ചു പോകും. അതുകൊണ്ട് ഒബ്ജക്റ്റും ഇമേജും സൈഡ് ബൈ സൈഡായി ഫോം ചെയ്യും. ഇങ്ങനെ ഒബ്ജക്റ്റും ഇമേജും സൈഡ് ബൈ സൈഡായി ഫോം ചെയ്താൽ ഒബ്ജക്റ്റിന്റെ വലിപ്പവും ഇമേജിന്റെ വലിപ്പവും ഒന്ന് തന്നെയായി തോന്നുന്നത് കൊണ്ട് ഒബ്ജക്റ്റിനും ഇമേജിനും തമ്മിൽ പാരലാക്സ് ഇല്ലാതെ ഒബ്സർവർക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ഇങ്ങനെയാണ് ആ എക്സ്പെരിമെന്റ് ചെയ്യുക. അപ്പോൾ ആ ഒബ്ജക്റ്റിലേക്ക് ഈ മിററിൽ നിന്ന് അല്ലെങ്കിൽ ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന്, ലെൻസ് തിൻ ലെൻസ് ആയത് അപ്രോക്സിമേഷൻ ആണ്, അതുകൊണ്ട് മിററിൽ നിന്നുള്ള ദൂരമാണ് ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആയി പരിഗണിക്കുക. ആ ദൂരമാണ് 15 സെന്റിമീറ്റർ. അതെന്തായിരുന്നു? അപ്പോൾ ഫിൽഡ് വിത്ത് വാട്ടർ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിനിടയിൽ ഇവിടെ വാട്ടർ ഉണ്ട് കേട്ടോ. ഇതിനിടയിൽ വാട്ടർ ഉള്ളപ്പോൾ ഇവിടെ വാട്ടർ ഉണ്ട് മീഡിയം. വാട്ടർ ആയിരിക്കുമ്പോഴാണ് ആ ഫോക്കൽ ലെങ്ത് 15 എന്ന് വരുന്നത്. അപ്പോൾ ഫോർമുല എങ്ങനെ എഴുതണം? 1/15 1/f is equal to mu minus 1. mu എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ്, ഇത് രണ്ട് കോമ്പിനേഷൻസ് അല്ലേ. 1/15 is equal to 1/f1 plus 1/f2 ആണ്. 1/f convex plus 1/f concave. ഇത് കോൺവെക്സ്. അതിൻ്റെ അടിയിലുള്ള വാട്ടർ ഒരു പ്ലാനോ കോൺകേവ് ആണ്. മറ്റേത് ബൈകോൺവെക്സ് ആണ്. ഓക്കെ. അപ്പോ 1/15 ഈക്വൽ ടു 1/f കോൺവെക്സ് എങ്ങനെ എഴുതാം? അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്.
ലെൻസിൻ്റേത് 3/2 ആണ്. ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഫോർമുല എന്താണ്? ഈ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് 15. അപ്പോൾ അവിടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യണം. 1/f is equal to 3/2 minus 1 into 1/r1. R1ഉം R2ഉം ഈക്വൽ ആണ്. 1/r മൈനസ് 1/r 2/r ആണ്. അപ്പോൾ ഇവിടെ ഒരു 2/r എഴുതണം. അങ്ങനെ 1/f is equal to നിങ്ങൾക്ക് കിട്ടുക 1/r എന്ന് കിട്ടും. f is equal to r എന്ന് കിട്ടും. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ f is equal to r ആണ്. ഓക്കെ, അതിൽ നമുക്ക് r കണ്ടുപിടിക്കാം. 1/r പ്ലസ് 1/f കോൺകേവ്. ഇത് കോൺകേവ് പ്ലാനോ ആണ്. പ്ലാനോ ആയതുകൊണ്ട് 1/f is equal to 3/2 ആണ്. സോറി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2 അല്ല, പക്ഷേ എന്താണ്, വാട്ടർ ആണ്, 4/3 ആണ്. 4/3 മൈനസ് 1 ഇൻറ്റു 1/r വരുള്ളൂ. ദാറ്റ് ഈസ് 1/f is equal to എത്ര കിട്ടുക? 4 - 3 1 1/3r എന്ന് കിട്ടും. സോ f is equal to 3r എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ f 3r ആണ്, അത് മൈനസും ആണ്. അപ്പോൾ ഈ സൈൻ മൈനസ് ആവണം, പ്ലാനോ കോൺകേവ് ആയതുകൊണ്ട്. മൈനസ് 1/3r കിട്ടി. അതിൽ നിന്ന് r കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് r കണ്ടുപിടിച്ചു. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലേക്ക് വരണം. അപ്പോൾ ഇതിൽ നിന്ന് r കിട്ടും. എന്താണ്, ഇതൊരു 3r ആയിരുന്നെങ്കിൽ 3 - 1 2 ആണ്. അപ്പോൾ 2/3r ആണ് 1/15. സോ 3r is equal to 30, r is equal to 10 എന്ന് കിട്ടി. അപ്പോൾ r 10 എന്ന് കിട്ടി. റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പാണ് ആദ്യം. ഇനി അടുത്ത പാർട്ട്, ഓൺ റിപ്പീറ്റിംഗ് എക്സ്പെരിമെന്റ് വിത്ത് അനദർ ലിക്വിഡ് ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് അഗെയിൻ കോയിൻസൈഡ് 25. അപ്പോൾ ഇത് 25ൽ ഈ എഴുത്തുകളെല്ലാം റിപ്പീറ്റ് ചെയ്യുക. എങ്ങനെ എഴുതുന്നു നോക്കൂ. 1/25 ഈക്വൽ ടു 1/f കോൺവെക്സ്. അതിന് മാറ്റം ഉണ്ടാവില്ല. 1/r ആണ്. r 10 ആണ്, മാറ്റമില്ല. r 10 ആണ് ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. മൈനസ് അടുത്തത് മാറും. അടുത്തത് 1/f കോൺകേവ് സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. 1/f കോൺകേവ് പുതിയ സിറ്റുവേഷനിൽ μ-1 എന്ന് എഴുതണം. അത് മ്യൂ നമുക്ക് അറിയില്ല, വേറെ ലിക്വിഡ്. ഇൻറ്റു 1/r ആണ്. r 10 ആണ്. ഓക്കെ, അപ്പോൾ 1/f എന്ത് എഴുതണം? μ-1/10 എന്ന് എഴുതണം. ഇവിടെ നമ്മൾ μ-1/r എന്ന് എഴുതി, r കണ്ടുപിടിച്ചു. μ-1/10 മൈനസ് ആണ്, പക്ഷെ μ-1 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, ദാറ്റ് ഈസ് 1/25 ഈക്വൽ ടു 10 കോമൺ ആണല്ലോ. 1 മൈനസ് മ്യൂ മൈനസ് ഓഫ് മൈനസ് പ്ലസ് 2 അല്ലേ. 1 മൈനസ് -1 പ്ലസ് 2 അല്ലേ. 1 മൈനസ് മ്യൂ പ്ലസ് 1 ആണ് അല്ലേ, പ്ലസ് 1. അപ്പോൾ അത് പ്ലസ് 2 ആണല്ലോ, ഇത് എഴുതണ്ട. ഈ 1 ഒഴിവാക്കുക. മ്യൂ പ്ലസ് 2, that is mu plus 2 equal to 10/25. Mu equal to 10/25 minus 2. 10/25 minus 2. 20 50 40/25 40/25 8 divided by 5 1.6. We'll get refractive index 1.6. Correct answer is 1.6. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ് ഓഫ് ലിക്വിഡ് ലെൻസ്. ഇത് വളരെ കൃത്യമായി കുറെ കൂടെ സ്ലോയിൽ ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റ് ഫ്രം ദ പാസ്റ്റ് എന്ന വീഡിയോ സീരീസിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, വേവ് ഒപ്റ്റിക്സിന്റെ ചോദ്യങ്ങളാണ് തുടരുന്നത്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് 12 millimeter. Entire arrangement is placed in water of refractive index 4/3. Then ഫ്രിഞ്ച് വിഡ്ത്ത് ബിക്കംസ്. നമുക്കറിയാം യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ എൻറ്റയർ അപ്പാരറ്റസ് മറ്റൊരു മീഡിയത്തിൽ സബ്മേർജ് ചെയ്താൽ ഫ്രിഞ്ച് വിഡ്ത്ത് ബിക്കംസ് 1/μ ടൈംസ്. ഫ്രിഞ്ച് വിഡ്ത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് റെസിപ്രോക്കൽ റിലേഷനാണ്. കാരണം ഫ്രിഞ്ച് വിഡ്ത്ത് പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ഓക്കെ, എയറിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് മാറുമ്പോൾ വേവ് ലെങ്ത് 1/μ ആയി കുറയും. അതുകൊണ്ട് ഫ്രിഞ്ച് വിഡ്ത്തും 1/μ ആയി കുറയും. ഓക്കെ, എയറിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക്, ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ വെലോസിറ്റി 1/μ ആവും, വേവ് ലെങ്തും 1/μ ആവും, ഒപ്പം ഫ്രിഞ്ച് വിഡ്ത്തും 1/μ ആവും. സോ ബീറ്റ ഡാഷ്
is equal to beta divided by, or beta medium എന്ന് എഴുതാം അല്ലേ, beta medium equal to beta air divided by refractive index of medium. That is beta air 12 millimeter ആണ്, divided by 4/3, that is 36/4, that is equal to 9. 36/4, 9. Next one. Interference pattern obtained with two coherent light sources of intensity ratio 4:1. And the ratio Imax plus Imin by Imax plus Imin is equal to by Imax minus Imin equal to 5/x. Then the value of x will be equal to interference pattern observed intensity ratio 4:1. I1 by I2 4:1 ആണ്. Imax plus Imin by Imax minus Imin. Imax എന്താണ്, Imin എന്താണ്, സെപ്പറേറ്റ് ആയി കണ്ടുപിടിക്കും. Imax equal to I1 plus root I1 plus root I2 whole square. Imin എന്താണ്, root I1 minus root I2 the whole square ആണ്. അപ്പോൾ ഇവിടെ I1 എത്ര, root I1 plus root I2 ratio root I1 root 4 2 plus 1 3 square, ഇതോ 2 minus 1 square. അപ്പോൾ Imax plus Imin 9 plus 1, ഇത് 9 ആണ്, ഇത് 1. അപ്പോൾ 9 plus 1 10 divided by 9 minus 1 8 equal to 5/x. So x is equal to 40/10, that is x is equal to 4. So correct answer, x is equal to 4. Okay, so box is the right answer. For Imax, പലപ്പോഴും ഈ ചോദ്യങ്ങളൊക്കെ Imax by Imin equal to root I1 plus root I2 by root I1 minus root I2 whole square ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, Imax divided by Imin equal to ആംപ്ലിറ്റ്യൂഡ്സിന്റെ റേഷ്യോ തന്നാൽ ഇങ്ങനെ എഴുതണം, A1 plus A2 by A1 minus A2 whole square, or root I1 plus root I2 divided by root I1 minus root I2 the whole square. ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 20ാമത്. In double slit experiment, certain point on the screen, path difference between the two interfering waves is 1/8 of the wavelength. Path difference lambda by 8 ആണ്. Path difference delta equal to lambda by 8. Ratio of intensity of light at that point to that at center of bright fringe. At center of bright fringe intensity maximum. ഓക്കെ, അത് I0 ആണെങ്കിൽ ജനറൽ ഫോർമുല I is equal to I0 cos square 5/2. ആ സെന്ററിൻ്റെതാണ് I0. അറ്റ് സെന്റർ ഫേസ് ഡിഫറൻസ് 0 ആണ്. സോ I is equal to I0. റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ടു ദി സെന്റർ. സെന്ററിൽ I0 ആണ്. ഇനി ആ പോയിന്റിൽ എത്ര ടൈംസ് I0 ആണെന്ന് നോക്കിയാൽ മതി. പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2. So phase difference formula ഇതല്ലേ, 2 by lambda into delta. So 2 by lambda into lambda by 8. Lambda cancels, you get pi/4. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I equal to I0 into cos square. ഫൈയുടെ വാല്യൂ pi/4 ആണ്, 5/2 pi/8 ആവുന്നുണ്ട്. I0 into cos square pi/8. എത്ര വരുന്നത്, cos square pi/8, cos square pi/8, pi/4, cos pi/4 എന്ന് പറഞ്ഞാൽ cos 45. എത്ര വരിക, cos square pi/8ന്റെ വാല്യൂ വരിക ഏകദേശം 0.853 ആണ്. സോ I/I0 is equal to I/I0 equal to 0.853 ആണ് വരിക കേട്ടോ. സോ കറക്റ്റ് ആൻസർ ഇസ് ദിസ്. cos square 45, cos 45 എത്രയാണ്, cos 45 1/√2 അല്ലേ. cos square 45 1/√2 എന്ന് പറഞ്ഞാൽ 0.7 ആണ്. അപ്പോൾ cos square 45 എത്ര വരിക, cos 45 1/√2 ആണ്.
കോസ് സ്ക്വയർ 45 ആകുമ്പോൾ 1/2 ആവും, 0.5 വരണം അല്ലേ. അപ്പോൾ ഇത് കോസ് സ്ക്വയർ 45 അല്ല, ഇതിൻ്റെ പകുതിയാണ്. അപ്പോൾ കോസ് ആയതുകൊണ്ട് ഇത് കൂടുകയാണ് ചെയ്യും ആംഗിൾ കുറയുമ്പോൾ. അപ്പോൾ 0.85, വേറെ പോസിബിലിറ്റി ഇല്ല അതിൽ. സോ ബോക്സ്. അടുത്ത ക്വസ്റ്റ്യൻ. Young's double slit experiment, 16 fringes are observed in certain segment of the screen when light 700 nanometer is used. Wavelength of light is changed to 400 nanometer. Number of fringes observed in the same segment of the screen would be. ഒരേ സെഗ്മെന്റിൽ എത്ര ബാൻഡുകൾ ഉണ്ട്, ഒരേ സെഗ്മെന്റിൽ എത്ര ബാൻഡുകൾ ഉണ്ട് എന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്? y is equal to n ബീറ്റ ആണ്. സെൻട്രൽ ബ്രൈറ്റിൽ നിന്ന് nth ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ദൂരം n ബീറ്റയാണ്. സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൽ നിന്ന് ഫസ്റ്റ് ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ദൂരം 1 ബീറ്റ. സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൽ നിന്ന് സെക്കൻഡ് ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ദൂരം 2 ബീറ്റ. അങ്ങനെ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൽ നിന്ന് nth ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ദൂരം n ബീറ്റയാണ്. സോ y is equal to n ബീറ്റ. ബീറ്റ ലാംഡ ക്യാപിറ്റൽ D by സ്മോൾ d ആണ്. ഇതിൽ ഒബ്സർവ്ഡ് ഇൻ ദ സെയിം സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ y is a constant. Capital D, small d, all constant. So n lambda is a constant. That is n1 lambda 1 equal to n2 lambda 2. So number of fringes ആണ്. So n2 equal to n1 lambda 1. n1 lambda 1. Lambda 1 എത്ര? 700 divided by. If wavelength of light changed to 400. Changed to ആണോ by ആണോ എന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. Changed to 400 എന്നാണ്. ചേഞ്ച്ഡ് ബൈ എന്നായിരുന്നെങ്കിൽ 700 മൈനസ് 400 ദാറ്റ് ഈസ് 300 ആയിരുന്നതിനെ അടിയിൽ എഴുതേണ്ടത്. ഇവിടെ 400 എഴുതണം, ക്യാൻസൽ ആയി പോയി. ദെൻ 4 and 16 എത്ര വരെ? 2, ഇത് 8. അപ്പോൾ എത്ര വരെ? സോറി 4 ആണല്ലോ അല്ലേ. 4 7 28 28 ബോക്സ്. കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്. Slit with small d placed in front of lens of focal length 0.5 meter and is illuminated normally with wavelength first diffraction minimum on either side of central diffraction maximum. അപ്പോൾ നമ്മുടെ ജാക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പറയും. ജാക്ക് നോക്കുന്നുണ്ടോ? ജാക്ക് ലൈവ് ആണോ ഒന്ന് കമന്റ് ചെയ്യാമോ? ഞാനിപ്പോൾ ഫസ്റ്റ് ഡൈഫ്രാക്ഷൻ മിനിമം അതുപോലെ ഫസ്റ്റ് ഡൈഫ്രാക്ഷൻ മാക്സിമം അത് ഞാൻ വേഗം ഒന്ന് പറയാം കേട്ടോ. എന്നോട് ചോദിച്ചത് കൊണ്ട് ഈ വീഡിയോയിൽ തന്നെ ഇപ്പോൾ തന്നെ ലൈവ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചതാണ്. അപ്പോൾ ആളവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ഇനി പിന്നെ വന്ന് കണ്ടോളുമായിരിക്കും. അപ്പോൾ ഇതാണ് സിംഗിൾ സ്ലിറ്റ് ഫ്രോനോഫർ ഡൈഫ്രാക്ഷൻ. ഫ്രോനോഫർ ഡൈഫ്രാക്ഷൻ എന്ന് വെച്ചാൽ സോഴ്സും സ്ക്രീനും ഇൻഫിനിറ്റ് സെപ്പറേഷനിലാണ്. വേവ് ഫ്രണ്ട് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ് ഫ്രോനോഫർ ഡൈഫ്രാക്ഷനിൽ. അത് മാത്രമേ നമ്മുടെ സിലബസിലുള്ളൂ. ഇതാണ് സിംഗിൾ സ്ലിറ്റ്. അതിൻ്റെ വിഡ്ത്താണ് എ വിഡ്ത്തുള്ള സിംഗിൾ സ്ലിറ്റ് ആണ്. അതിലൂടെ വരുന്ന പ്ലെയിൻ വേവ് ഫ്രണ്ടിനെയാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. പ്ലെയിൻ വേവ് ഫ്രണ്ട്. പ്ലെയിൻ വേവ് ഫ്രണ്ടിൻ്റെ വിഡ്ത്താണ് എ. അതിൻ്റെ മുമ്പിൽ നമ്മുടെ സ്ക്രീൻ ഉണ്ട്, കുറച്ച് മുമ്പിലായിട്ട് ഒരു സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിലേക്കുള്ള ദൂരമാണ് ക്യാപിറ്റൽ ഡി. ആ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ആ സ്ലിറ്റിന് ശേഷം സ്ലിറ്റിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ്. ഓക്കെ, ആ സ്ലിറ്റിന് മുൻപും ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക. അങ്ങനെ 2 കോൺവെക്സ് ലെൻസുകൾ വേണം ഫ്രോനോഫർ ഡൈഫ്രാക്ഷന്. ആദ്യമുള്ള കോൺവെക്സ് ലെൻസ് സ്ലിറ്റിന് മുൻപ്, അതിൻ്റെ ഫോക്കസിലായിരിക്കും സോഴ്സ് ഉണ്ടാവുക. രണ്ടാമത്തതിൻ്റെ ഫോക്കൽ ഡിസ്റ്റൻസിലായിരിക്കും സ്ക്രീൻ ഇരിക്കുക. രണ്ടാമത്തതിൻ്റെ ഫോക്കൽ ലെങ്ത്, മുമ്പിലുള്ളതിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് ക്യാപിറ്റൽ ഡി, പിറകിലുള്ളതിൻ്റെ ഫോക്കൽ ലെങ്ത് ആയിരിക്കും സോഴ്സ് ഇരിക്കുക, ഫോക്കൽ പോയിന്റിലെ സോഴ്സ് ഇരിക്കുക. അങ്ങനെ ലെൻസുകളെ ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല. നേരെ മുൻപിൽ ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും, ബ്രൈറ്റ് ആവും. ഓക്കെ, എന്നാൽ ആദ്യത്തെ ബ്രൈറ്റ് സെൻട്രൽ ബ്രൈറ്റ് ആണ്. അത് കഴിഞ്ഞ് വരുന്ന ഡാർക്ക് ആണ് ഫസ്റ്റ് ഡാർക്ക്. ആ ഫസ്റ്റ് ഡാർക്ക് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നാണ് ഞാൻ ആദ്യം പറയുക. ഫസ്റ്റ് ഡാർക്ക് ഫോം ചെയ്യുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് ഡാർക്കിൻ്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കൂ, ഈ വേവ് ഫ്രണ്ടിനെ ഞാൻ 2 ആക്കി ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഈ വേവ് ഫ്രണ്ടിലെ 2 എക്സ്ട്രീം സെക്കൻഡറി വേവ്ലെറ്റ്സ് ആണ് എല്ലും എമ്മും എങ്കിൽ ഈ മിഡ് പോയിന്റ് ആണ് എൻ. ഓക്കെ, ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിലേക്കാണ് ഇപ്പോൾ ലൈറ്റ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ് ആണ് പി. ആ പി ഫസ്റ്റ് മിനിമം ആവണം. ഫസ്റ്റ് മിനിമം ആവാൻ വേണ്ടിയിട്ട്
മിനിമം ആവാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക ഇങ്ങനെ, ഈ ആംഗിൾ 90 ആയിരിക്കണം. അപ്പോൾ ഈ ദൂരം, ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ദൂരം എ സൈൻ തീറ്റ ആയിരിക്കും. ഈ എ സൈൻ തീറ്റ 1 ലാംഡ ആണ് എന്ന് വിചാരിക്കാം. ആ എ സൈൻ തീറ്റ 0 ആയിരിക്കും നേരെ മുൻപിൽ, കാരണം നേരെ മുമ്പിലേക്ക് പോകുമ്പോൾ തീറ്റ 0 ആവും. തീറ്റ 0 ആയിരിക്കുമ്പോഴാണ് ലൈറ്റ് നേരെ മുമ്പിലേക്ക് പോകുക. ലൈറ്റിന്റെ ഡൈഫ്രാക്ഷൻ എന്ന് വെച്ചാൽ സ്പ്രെഡിങ് ഔട്ടാണ്. ഇങ്ങനെ വരുന്ന ലൈറ്റ് നേരെയും പോകുന്നുണ്ട്, ഏറ്റവും ഇന്റൻസിറ്റി കൂടുതൽ പോകുന്ന നേരെയാണ്, പിന്നെ ഇങ്ങനെ വശങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. ആ സ്പ്രെഡിങ് എഫക്റ്റ് ആണ് ഡൈഫ്രാക്ഷൻ. അതിൽ തീറ്റ 0 എന്ന് പറഞ്ഞാൽ നേരെ അവിടെ മാക്സിമം ആണ്. തീറ്റ 0യോട് തൊട്ടടുത്തുള്ളത് വരാൻ സാധ്യതയുള്ളത് തീറ്റ 1 ലാംഡ, തീറ്റ λ/2 ഒക്കെയാണ്. അത് λ/2 എന്താണ് വരാത്തതെന്ന് ഞാൻ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. 1 ലാംഡ പാത്ത് ഡിഫറൻസ് എടുക്കുക. അപ്പോൾ എല്ലും എമ്മും തമ്മിൽ പിയിൽ കൺവെർജ് ചെയ്യുമ്പോൾ, എല്ലും എമ്മും, എല്ലിൽ നിന്ന് വരുന്ന ലൈറ്റും എമ്മിൽ നിന്ന് വരുന്ന സെക്കൻഡറി വേവ്ലെറ്റും അല്ലെങ്കിൽ ലൈറ്റും പിയിൽ കൂട്ടിമുട്ടുമ്പോൾ രണ്ടും തമ്മിലുള്ള സഞ്ചരിച്ച ദൂരങ്ങളിലെ വ്യത്യാസം 1 ലാംഡയുടേതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലിൽ നിന്നും എന്നിൽ നിന്നും വരുന്ന 2 സെക്കൻഡറി വേവ്ലെറ്റുകൾ ഇവിടെ കൂട്ടിമുട്ടുമ്പോൾ പാത്ത് ഡിഫറൻസ് λ/2 ആയിരിക്കും. പാത്ത് ഡിഫറൻസ് λ/2 എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് പൈ എന്നാണ് അർത്ഥം. ഫേസ് ഡിഫറൻസ് പൈ 180 വന്നാൽ ഒന്ന് ക്രസ്റ്റും മറ്റൊന്ന് ട്രഫും ആവും, ക്യാൻസൽ ആയി പോകും. അതായത് എല്ലിൽ നിന്ന് വരുന്ന ക്രസ്റ്റും എന്നിൽ നിന്ന് വരുന്ന ട്രഫും ആയിരിക്കും പിയിൽ മർജ് ചെയ്യുക, അത് ക്യാൻസൽ ആയി പോകും. അതായത് എല്ലും എന്നും തമ്മിൽ ഉള്ള ദൂരം a/2 ആണ്. ആ പ്ലെയിൻ വേവ് ഫ്രണ്ടിൽ a/2 സെപ്പറേഷനിലുള്ള ഏത് 2 പാർട്ടിക്കിളുകൾ പിയിൽ കൺവെർജ് ചെയ്താലും അവർ തമ്മിൽ ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും, കാരണം ഫേസ് ആംഗിൾ പൈ ആണ്. ഇനി നിങ്ങൾ നോക്കൂ, എല്ലിനും എന്നിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ നിന്നും a/2 ദൂരത്തിൽ മറ്റൊരു പോയിന്റ് ഉറപ്പായിട്ടും എന്നിനും എമ്മിനും ഇടയിൽ ഉണ്ടാകും. ഓക്കെ, എല്ലിനും എന്നിനും ഇടയിൽ ഏതോ ഒരു പോയിന്റ് എടുക്കുക, ആ പോയിന്റുമായി a/2 ദൂരത്തിൽ എന്നിനും എമ്മിനും ഇടയിൽ വേറൊരു പോയിന്റ് ഉണ്ടാവും. ആ 2 പോയിന്റുകളും കൂടി പിയിൽ കൺവെർജ് ചെയ്യുന്നത് ഡിസ്ട്രക്റ്റീവ്ലി ആയിരിക്കും. അങ്ങനെ ഡിസ്ട്രക്റ്റീവ്ലി ആയി കൺവെർജ് ചെയ്താൽ അത് ഡാർക്കായി മാറും. അതാണ് ഫസ്റ്റ് ഡാർക്ക്. അപ്പോൾ സെക്കൻഡ് ഡാർക്കിന്റെ കണ്ടീഷൻ അത് 2 ലാംഡ ആയിരിക്കണം. 2 ലാംഡ ആയിരിക്കണമെങ്കിൽ ഇത് ഒരല്പം കൂടി മുകളിലേക്ക് ആയിരിക്കണം. തേർഡ് ഡാർക്ക് ആയിരിക്കണമെങ്കിൽ അത് 3 ലാംഡ ആയിരിക്കണം, അതൊരല്പം കൂടി മുകളിലേക്ക്. അപ്പോൾ സെൻട്രൽ മാക്സിമം കഴിഞ്ഞാൽ ഫസ്റ്റ് മിനിമം വരും, അതിന്റെ പാത്ത് ഡിഫറൻസ് 1 ലാംഡയാണ്. പിന്നെ സെക്കൻഡ് മിനിമം വരെ 2 ലാംഡയാണ്. അതിന് രണ്ടിനും ഇടയിൽ, ആ 1 ലാംഡയ്ക്ക് 2 ലാംഡയ്ക്ക് ഇടയിൽ ഒരു 1.5 ലാംഡ ഉണ്ട്. 3 λ/2, 1.5 ലാംഡ. അവിടെയാണ് ഫസ്റ്റ് ബ്രൈറ്റ് വരിക, ഫസ്റ്റ് സെക്കൻഡറി ബ്രൈറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫസ്റ്റ് ഡാർക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്രൈറ്റ്, ഓക്കെ, പിന്നെ സെക്കൻഡ് ഡാർക്ക് സെക്കൻഡ് ബ്രൈറ്റ്, തേർഡ് ഡാർക്ക് തേർഡ് ബ്രൈറ്റ്, ഫോർത്ത് ഡാർക്ക് ഫോർത്ത് ബ്രൈറ്റ്. അങ്ങനെയാണ്. ഈ λ/2 പാത്ത് ഡിഫറൻസ് എന്നൊരു സംഭവം ഇല്ല, അവിടെയൊക്കെ ബ്രൈറ്റ് ആയിരിക്കും. കാരണം സെൻറ്ററിലെ ബ്രൈറ്റ് ബ്രോഡർ പാർട്ടാണ്, അത് ബ്രൈറ്റ് ആയിരിക്കും. സെൻട്രൽ ബ്രൈറ്റ് എന്ന് പറയുന്നത് ബ്രോഡറാണ്. അപ്പോൾ ഫസ്റ്റ് ഡാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആ വേവ് ഫ്രണ്ടിനെ 2 ഈക്വൽ പാർട്ടുകളായി ഡിവൈഡ് ചെയ്തു, ആംപ്ലിറ്റ്യൂഡിനെ ഡിവൈഡ് ചെയ്തു. ഈ സ്ലിറ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ആംപ്ലിറ്റ്യൂഡാണ്. സ്ലിറ്റ് വിഡ്ത്ത് ആംപ്ലിറ്റ്യൂഡാണ് ഡൈഫ്രാക്ഷനിൽ. സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷനിൽ സ്ലിറ്റ് വിഡ്ത്ത് ഉദ്ദേശിക്കുന്ന ആംപ്ലിറ്റ്യൂഡാണ്. അതിനെ 2 ആയി ഡിവൈഡ് ചെയ്തു. 4 ആയി ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് സെക്കൻഡ് ഡാർക്ക് കിട്ടും. 6 ആയി ഡിവൈഡ് ചെയ്താൽ തേർഡ് ഡാർക്ക് കിട്ടും. എന്നാൽ 3 ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ബ്രൈറ്റ് കിട്ടും. 5 ആയി ഡിവൈഡ് ചെയ്താൽ സെക്കൻഡ് ബ്രൈറ്റ്. 7 ആയി ഡിവൈഡ് ചെയ്താൽ തേർഡ് ബ്രൈറ്റ്. അതുകൊണ്ടാണ് ഓരോ ബ്രൈറ്റുകളുടെയും ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നത്. ഓക്കെ, ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രൈറ്റിനെ ചെയ്ത പോലെ തന്നെ ഡാർക്കിനെയും ചെയ്ത് നോക്കുക. അതിന് സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ചോദിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ സ്ലിറ്റ് വിഡ്ത്ത് സ്മോൾ ഡി ആണ്. ഹിയർ സ്ലിറ്റ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു സ്മോൾ ഡി. ഇൻ ഫ്രണ്ട് ഓഫ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 0.5 meter illuminated normally with light of wavelength lambda. First diffraction minimum on either side formed separated by. അപ്പോൾ either side ഉദ്ദേശിക്കുന്നത് മുകളിലും താഴെയാണ്. മുകളിലേക്ക് ഉള്ള ഫസ്റ്റ് ഡൈഫ്രാക്ഷൻ, അതിന്റെ കണ്ടീഷൻ എന്താണ്? a sin theta equal to lambda ആണ്, 1 ലാംഡയാണ്. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു λ/a ആണ്. സൈൻ ഒക്കെ നെഗ്ലക്ട് ചെയ്യുക, സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ ആണ്. ചെറിയ ആംഗിൾ സ്പ്രെഡിലെ പാറ്റേൺ കാണുള്ളൂ.
അപ്പോൾ ചെറിയ ആംഗിൾ 10 ഡിഗ്രിയൊക്കെ ചെറിയ ആംഗിളിൽ മാത്രം എടുത്താൽ മതി. തീറ്റ ലാംഡ ബൈ എ. ഓക്കെ, അത് ആംഗിളാണ്. അപ്പോൾ ഈ വിഡ്ത്ത് എന്തായിരിക്കും? ഇൻറ്റു എഫ് ചെയ്യണം. അപ്പോൾ വിഡ്ത്ത് എന്തായിരിക്കും? ലാംഡ എഫ് ബൈ എ ആയിരിക്കില്ലേ? അത് മുകളിലും ഉണ്ടാവും താഴെ ഉണ്ടാവും. എ അല്ല, ഇവിടെ ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡി മുകളിലേക്കും താഴേക്കും വരുമെന്ന്. ഇത് മുകളിലേക്കുള്ളത് പോലെ തന്നെ താഴേക്കും ഉണ്ട്. എങ്ങനെ? ഇങ്ങനെ ഇതുപോലെ താഴേക്ക് വരയ്ക്കാമല്ലോ. ഇതുപോലെ ഡിവൈഡ് ചെയ്ത് അപ്പോൾ മുകളിലേക്ക് വരച്ച പോലെ തന്നെ താഴേക്കും ഉണ്ടാവും. അപ്പോൾ മുകളിലും താഴെയും കാണും ഇത്. അതുകൊണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, മുകളിലേക്കുള്ളത് പ്ലസ്, താഴേക്കുള്ളത് മൈനസ്. പ്ലസ് ലാംഡ എഫ് ബൈ ഡി മൈനസ് ലാംഡ എഫ് ബൈ ഡി വിൽ ബി 2 ലാംഡ എഫ് ബൈ ഡി. അതാണ് ഈ വിഡ്ത്ത് ഡബ്ല്യു. ആ വിഡ്ത്താണ് 2 into 10 to the power minus 3 equal to 2 into 5.89 into 10 power minus 7 into focal length എത്ര? 0.5 എന്നൊക്കെ എഴുതുമ്പോൾ 1/2 എന്ന് തന്നെ എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. ഇപ്പോൾ സ്മോൾ ഡി ആണ് വേണ്ടത്. സ്മോൾ ഡി ഇവിടെ എഴുതാം. 2 into 10 power minus 3 എഴുതി. ഈ 2 ഒരു 2 ക്യാൻസലായി. എളുപ്പമല്ലേ? 5.89. ഇത് എൻ്റെ ആൻസർ എത്രയാണ് നോക്കാം. 2.945 ആൻസർ ചെക്ക് ചെയ്യുക. 2.945 10 to the power minus 4 മീറ്റർ. ഒന്ന് കാൽക്കുലേഷൻ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23rd one. Two Polaroids A and B placed in such a way that pass axes of Polaroids are perpendicular to each other. Now another Polaroid C placed between A and B, bisecting angle between them. Intensity of unpolarized light is I0. Then unpolarized light I0 ആണ് വന്ന് ഇടിക്കുന്നത് ഫസ്റ്റ് പോളറോയിഡിൽ. Then intensity of transmitted light passing through Polaroid will be. അപ്പോൾ ഫസ്റ്റ് പോളറോയിഡ് അതിന്റെ പിന്നിൽ വന്നിരിക്കുന്നത് I0 അൺപോളറൈസ്ഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരിക I0/2 ആണ്. ഓക്കെ, പിന്നീട് അത് കഴിഞ്ഞ് വേറൊരു പോളറോയിഡ് ഉണ്ട്. ആ ആംഗിൾ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടോ? എ ബി ബൈസെക്ടിങ് ബിറ്റ്വീൻ എ ആൻഡ് ബി, ബൈസെക്ടിങ് ആംഗിൾ. അപ്പോൾ 45 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എത്ര? 45. ഓക്കെ, അപ്പോൾ I0 ഉണ്ട്. ഈ ആംഗിൾ 45 ഞാൻ തീറ്റ എന്ന് എഴുതാണ് കേട്ടോ. തീറ്റ എന്ന് എഴുതാം, ജനറലൈസ് ചെയ്യാം. തീറ്റ ആംഗിളിലാണ്. അപ്പോൾ എ ഉണ്ട്, എ ആൻഡ് ബി. സി പ്ലേസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇതാണ് സി, ഇതാണ് ബി. എയും ബിയും 90 ഡിഗ്രിയാണ്. അതിനിടയിൽ ഇൻ ബിറ്റ്വീൻ ഇന്റർപോസ് ചെയ്തു സി. അങ്ങനെയാണ്. നൗ അനദർ പോളർ സി ഇന്റർപോസ്ഡ് എ ആൻഡ് ബി. ഇന്റൻസിറ്റി അൺപോളർ I0. ഇതാണ് I0 അൺപോളറൈസ്ഡ്, I0/2. ഓക്കെ, അപ്പോൾ സിയിൽ വന്നിരിക്കുന്നത് I0/2 ആണ്. സിക്ക് പുറത്ത് വരുന്നത് എത്രയായിരിക്കും? I0/2 cos സ്ക്വയർ തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബിയിൽ വന്നിരിക്കുന്നത് ഇതാണ്. ബിക്ക് പുറത്ത് വരുന്നത് എത്രയായിരിക്കും? ബിയിൽ വന്നിരിക്കുന്നത് ഇൻടു കോസ് സ്ക്വയർ ഓഫ് ദാറ്റ് ആംഗിൾ. ആ ആംഗിൾ എത്രയാണ്? 90 മൈനസ് തീറ്റ. കോസ് സ്ക്വയർ 90 മൈനസ് തീറ്റ. ഇതായിരിക്കും ഫൈനൽ ഇന്റൻസിറ്റി. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ I0/2 കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ 90 മൈനസ് തീറ്റയെ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇതിനെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു 8 വരും. മുകളിൽ 4നെ 2 സ്ക്വയർ എന്ന് എഴുതാം. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്തായിരിക്കും? സൈൻസ് 2 തീറ്റയാണ്. അങ്ങനെ രണ്ടെണ്ണം ഉണ്ടല്ലോ, സൈൻ സ്ക്വയർ 2 തീറ്റ. ഇതാണ് ജനറൽ ഫോർമുലയായി നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. NCERT-യിലെ സോൾഡ് എക്സസൈസ് ആണ്. ഓക്കെ, ഇവിടെ തീറ്റ 45 ആണ്. അപ്പോൾ I is equal to I0/8. കാരണം തീറ്റ 45, 2 into 45 90, sin 91. I0/8 is the right answer. ഓപ്ഷൻ എ. ഇൻസിഡന്റ് ലൈറ്റ് അൺപോളറൈസ്ഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് പോളറൈസ്ഡ് ആയിരുന്നു എങ്കിൽ ആൻസർ I0/4 ആയിരുന്നേനെ. പോളറൈസ്ഡ് ആയിരുന്നെങ്കിൽ I0/4 ആയിരുന്നേനെ. ഓപ്ഷനിലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് റിഫ്ലക്റ്റഡ് ലൈറ്റ് ടോട്ടലി പോളറൈസ്ഡ് ഫോർ റിഫ്ലക്ഷൻ ഫ്രം എയർ ടു ഗ്ലാസ്. എയറിൽ നിന്ന് ഗ്ലാസ്, റെയറർ ടു ഡെൻസർ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ ആയിരിക്കുമ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ പേരാണ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. ദാറ്റ് ഈസ് tan ഓഫ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ is equal to refractive index. Angle of incidence at which reflected light totally polarized, reflection from air to glass, refractive index n is, so IP equal to tan inverse n. IP equal to tan inverse n. Brewster's law. Brewster's angle for light propagating from air to glass is theta b. Air to glass theta b. Then
Brewster's angle for light propagating from glass to air is 90 minus theta b. That's correct. Because I plus R is equal to 90. I plus R is equal to 90 ആയതുകൊണ്ട് IP plus R, angle of polarization ആണ് Brewster's angle plus R is equal to 90 ആണ്, കോംപ്ലിമെന്ററി ആയതുകൊണ്ടാണ്. അപ്പോൾ അത് ശരിയാണ്. Brewster's angle for light propagating from glass to air is tan inverse mu g, where mu g is glass to air tan inverse mu g അല്ല, അത് air to glass ആയിരിക്കണം. Okay, rarer to denser ആയിരിക്കണം. That's why second statement is incorrect. So statement 1 true, 2 false. Option C is right. Next one, 26th one. For a plane electromagnetic wave, this electromagnetic waves question ആണ്. For a plane electromagnetic wave given by E equals E0 sin omega t minus kx, for the plane electromagnetic wave given by E equals E0 sin omega t minus kx, B equal to B0 sin omega t minus kx, ratio of average electric energy density to average magnetic energy density is 1, because electric energy density of electromagnetic wave is equal to magnetic energy density. So that answer is 1. What is the average electric energy density? Equal to 1 by 2 epsilon 0 E RMS square. That is equal to 1 by 2 epsilon 0 E RMS in E0 by root 2 എഴുതാം. 1 by 4 epsilon 0 E0 square എഴുതാം. That is 1 by 4 epsilon 0 into E0 equal to B0 C ആണ്. That is 1 by 4 epsilon 0 into B0 square into C square 1 by mu 0 epsilon 0 എന്ന് എഴുതി ഒരു epsilon 0 cancel ചെയ്യാം. That is B0 square by 4 mu 0. Okay, and that is equal to average magnetic energy density. B0 square by 4 mu 0. That is again B RMS square divided by 2 mu 0. This is same. That is average electric energy density equals average magnetic energy density. ഇത് 2022 23 ഇപ്പോൾ 24 ഒക്കെ ആവർത്തിച്ച് പല പരീക്ഷകളിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഈ റേഷ്യോ 1:1 ആണ്. അതേപോലെ ന്യൂക്ലിയർ ഡെൻസിറ്റി റേഷ്യോ 1:1 എന്നുള്ളത് പല പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഫീൽഡ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഗിവൺ വെയർ ഒമേഗ ആൻഡ് സി ആർ ആംഗുലർ ഫ്രീക്വൻസി ആൻഡ് സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റെസ്പെക്റ്റീവ്ലി. എനർജി കണ്ടെയ്ൻഡ് ഇൻ എ വോളിയം ഓഫ് energy contained in a volume of dash will be energy contained in a volume. Energy density അറിയാം, energy per unit volume ആണ്. So energy equal to energy density into volume. So energy equal to average energy density into volume ചെയ്താൽ മതി. Okay, electric field, electromagnetic wave, full electric field in electromagnetic wave ആണ് തന്നിരിക്കുന്നത്. എനർജി കണ്ടെയ്ൻഡ് ഇൻ ദ വോളിയം ആണ് വേണ്ടത്. എപ്സിലോൺ സീറോയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ടോട്ടൽ എനർജി ഡെൻസിറ്റിയാണ് കേട്ടോ. ഇത് ടോട്ടൽ വേണേ, അല്ലെങ്കിൽ തെറ്റിപ്പോവും, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. ടോട്ടൽ വേണം. ടോട്ടൽ എനർജി ഡെൻസിറ്റിയുടെ ഫോർമുല എപ്സിലോൺ സീറോ ഇ RMS സ്ക്വയർ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കോളൂ, ഹാഫ് എപ്സിലോൺ സീറോ ഇ RMS സ്ക്വയർ ആണല്ലോ ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി മാത്രം, into volume. That is epsilon 0 into epsilon 0 substitute ചെയ്താൽ മതി. നമുക്ക് 8.85 10 minus 12 ഈ 2 കട്ട് ചെയ്തു, ഈ RMS സ്ക്വയർ, ഈ RMS അല്ലല്ലോ, E0 അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ RMSന് ഈ RMS എത്രയായിരിക്കും? E0 by root. അപ്പോൾ 20 ആണ് E0 ഡിവൈഡഡ് ബൈ root 2, 20 square by 2, എല്ലാം ഫുൾ സ്റ്റെപ്പ് എഴുതിയേക്കാം. 20 by root 2, ഈ RMS ഈക്വൽ ടു ഇവിടെ എഴുതാം, ഈ RMS ഈക്വൽ ടു E0 by root 2. സോ ഈ RMS സ്ക്വയർ ആണ് വേണ്ടത്, E0 square by 2, E0 square by 2 into volume 5 into 10 to the power minus 4. That is 8.85 10 power minus 12 400 divided by 2
ഇൻറ്റു 5 10 പവർ -4. ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയാം. 200 ഇൻറ്റു 5 1000. 1000ഉം -4ഉം കൂടി പോയി ഒരു -1 വന്നിട്ടുണ്ട്. അപ്പോൾ 8.85 10 -13. 8.85 10 -13. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ചോയ്സ്. സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 28. Question number 28. A point source 100 watt emits light. Point source 100 watt emits light with 5% efficiency. Distance of 5 meter from the source. Intensity produced by the electric field component is. ഒരു പോയിന്റ് സോഴ്സ് ഉണ്ട്. ആ പോയിന്റ് സോഴ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റ് നമുക്കറിയാം സ്ഫെറിക്കലി സിമെട്രിക് ആണ്. പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് സ്ഫെറിക്കലി സിമെട്രിക് ആണ്. ആ പോയിന്റ് സോഴ്സിന്റെ പവർ ആണ് പി. അത് 5% എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ പവർ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 5% ഓഫ് പവർ ഇൻപുട്ട്. 5% ഓഫ് പവർ ഇൻപുട്ട് ഇസ് 100. സോ 5 വാട്ട്. അപ്പോൾ പവർ ഔട്ട്പുട്ട്, അതിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാ? 5 വാട്ടാണ് കേട്ടോ. പവർ ഔട്ട്പുട്ട് 5 വാട്ടേ ഉള്ളൂ. ഇനി ഈ ഡിസ്റ്റൻസ് R ഇസ് ഈക്വൽ ടു 5 മീറ്റർ. 5 മീറ്റർ ദൂരത്തിൽ എത്ര ഇന്റൻസിറ്റി ഉണ്ട്? Intensity equal to intensity at 5 meter is equal to power per area ആണ്. അപ്പോൾ ഇവിടുത്തെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് പവർ ഡിവൈഡഡ് ബൈ ഏരിയ. ആ ഏരിയ ഏതാ? പവർ പെർ യൂണിറ്റ് ഏരിയ 4πr² ആണ് അല്ലേ? P0/4πr². പവർ പെർ യൂണിറ്റ് ഏരിയ മതിയല്ലോ. P05 ഡിവൈഡഡ് ബൈ 4πr² എത്ര? 25. 5ഉം 25ഉം ക്യാൻസൽ ആവും. 5 വരും. സോ 1/20π. 1/20π അല്ലേ ആണ് ഇന്റൻസിറ്റി. 1/20π വാട്ട് പെർ മീറ്റർ സ്ക്വയർ. പക്ഷെ ഒരു അപകടമുണ്ട്. സി അല്ല ആൻസർ, എ ആണ്. കാരണം എന്താ അറിയാമോ? ഇന്റൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് കോമ്പോണന്റ്. ഈ ഇന്റൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആ ലൈറ്റ് ഇലക്ട്രിക് ഫീൽഡ് മാത്രമല്ലല്ലോ. ദാറ്റ് കണ്ടെയ്ൻസ് ഇലക്ട്രിക് ഫീൽഡ് ആസ് വെൽ ആസ് മാഗ്നറ്റിക് ഫീൽഡ്. Electric and magnetic fields have average energy density same. Average energy density, intensity relation എന്താണ്? Intensity is equal to average energy density into velocity. Average energy density equal ആണ്. അപ്പോൾ intensity equally shared ആണ്. Intensity മനസ്സിലായില്ലേ? Intensity I is equal to average energy density multiplied by velocity ആണ്. C constant ആണ്. എനർജി ഡെൻസിറ്റി ഇലക്ട്രിക്കിനും മാഗ്നറ്റിക്കിലും ഈക്വലായി ഷെയർ ചെയ്തു. അപ്പോൾ ഇന്റൻസിറ്റി ഈക്വൽ ഷെയറിംഗ് ആണ്. അപ്പോൾ 1/20π എന്ന് പറയുന്നത് ടോട്ടലാണ്. അതിൻ്റെ പകുതി ആയിരിക്കും ഇലക്ട്രിക്കിന്, പകുതി മാഗ്നറ്റിക്കിനുമാണ്. അതുകൊണ്ട് 1/20യുടെ പകുതി 1/40π ആയിരിക്കും കറക്റ്റ് ആൻസർ. ടോട്ടലാണ് ചോദിച്ചതെങ്കിൽ 1/20π. അപ്പോൾ ശ്രദ്ധിക്കണം അത്. അടുത്ത ക്വസ്റ്റ്യൻ 29. എ ബീം ഓഫ് ലൈറ്റ് ട്രാവലിംഗ് അലോങ് x-axis ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദി ഇലക്ട്രിക് ഫീൽഡ്. Beam of light traveling along x-axis described by electric field given. Ratio of electric force to magnetic force on a charge q moving along y-axis with a speed of 3 × 10⁻⁷ meter per second will be. അപ്പോൾ ratio of electric force to magnetic force on a charge q. Electric force എന്താണ്? Charge q moving along y-axis. ഇലക്ട്രിക് ഫീൽഡ് വൈ ആക്സിസിലാണ്, ചാർജ് വൈ ആക്സിസിൽ തന്നെ മൂവ് ചെയ്യുന്നു. ചാർജ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ അത് ആക്സലറേറ്റ് ചെയ്യപ്പെടും. ഇലക്ട്രിക് ഫോഴ്സ് QE ആണ്. QE ഇലക്ട്രിക് ഫോഴ്സ് ടു റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ടു മാഗ്നറ്റിക് ഫോഴ്സ്. മാക്സിമം ഇലക്ട്രിക് ഫോഴ്സ് ആണെങ്കിൽ QE0 എന്ന് എഴുതാം. മാക്സിമം ഇലക്ട്രിക് ഫോഴ്സ് ഞാൻ ചൂസ് ചെയ്യണം. QE0 ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? പ്രൊപ്പഗേഷൻ എക്സിലാണ്. പ്രൊപ്പഗേഷൻ എക്സിലാണ്, ഇലക്ട്രിക് ഫീൽഡ് വൈയിലാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും? I ക്രോസ് J = K. ഇതാണ് ഫോർമാറ്റ്. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് വൈയിലാണ്. ഇലക്ട്രിക് ഫീൽഡ് വൈയിലാണ്, വേവ് എക്സിലാണ്, പ്രൊപ്പഗേഷൻ എക്സിലാണ്, പ്രൊപ്പഗേഷൻ I ആണ്. ഇനി ഇലക്ട്രിക് ഫീൽഡോ വൈയിലാണ്. അപ്പോൾ J ക്രോസ്
പോസിറ്റീവ് വൈ ആണ്, പോസിറ്റീവ് എക്സ് ആണ്, ശരിയല്ലേ? അപ്പോൾ ജെ ക്രോസ് എന്താണ്? ജെ ക്രോസ് കെ ആണ് ഐ. ജെ ക്രോസ് കെ, ഓക്കെ, ജെ ക്രോസ് കെ ഈക്വൽസ് ഐ ആണല്ലോ. അപ്പോൾ Z ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് പോസിറ്റീവ് Z ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് പോസിറ്റീവ് Z ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് പോസിറ്റീവ് Z ഡയറക്ഷൻ. ഫ്ലമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. ഫോർ ഫിംഗർ പോസിറ്റീവ് Z ഡയറക്ഷൻ, മിഡിൽ ഫിംഗർ വെലോസിറ്റി പോസിറ്റീവ് എക്സ്, ദെൻ ഫോഴ്സ് ഓൺ എ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടായിരിക്കും, നെഗറ്റീവ് വൈ ആക്സിസിലായിരിക്കും. ഫോഴ്സ് ഓൺ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് വൈ ആക്സിസ്. ആ ഫോഴ്സ് മാക്സിമം ആയിരിക്കും, അത് ലോറൻസ് ഫോഴ്സ് ആണ്. ക്യു വി ബി സീറോ ആണ്, ക്യു വി ബി സീറോ. ഓക്കെ, ദാറ്റ് ഈസ് ക്യൂ ഗെറ്റ്സ് ക്യാൻസൽ. സോ ഫോഴ്സുകളുടെ റേഷ്യോ E0 ബൈ വി ബി സീറോ ആണ്. പക്ഷെ E0 ബൈ വി സീറോ സി ആണ്. E0 ബൈ ബി സീറോ ഈക്വൽ ടു സി ആണ്. സോ സി ബൈ വി മാത്രം ചെയ്താൽ മതി. നല്ല ചോദ്യം. സി 3 into 10 power 8, v 3 into 10 power 7, that is 3 cancels 10. So 10 is to 1 is the right answer. Option C ആണ് correct. C is correct. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, displacement current 4.425 micro ampere developed in space between plates of parallel plate capacitor when voltage is changing at a rate of 10 raised to 6 volt per second. Area of each plates of capacitor is 40 centimeter square. Distance between each plates of capacitor is x into 10 power minus 3. Then value of x is. Formula for displacement current. ID is equal to C dV by dt. NCERT back side first exercise ഫോർമുലയാണ്, അവിടെ ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. എപ്സിലോൺ 0 A by D dV by dt. നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് പ്ലേറ്റ്സ് ആണ്. അപ്പോൾ D is equal to എപ്സിലോൺ 0 8.85 10 power minus 12. Area how much? Area of each plate 40 centimeter square. 40 10 power minus 4 അല്ലേ, divided by D equals ID 4.425 4.425 into 10 power minus 6. അപ്പോൾ D equal to epsilon 0 A by ID. ഇനി into dV by dt. ആ dV by dt 10 to the power 6 ആണ്. ഓക്കെ, അപ്പോൾ ഈ -6ഉം ഈ +6ഉം കൂടി അവിടെ ഒരു 12 ആവും. ആ 12ഉം -12ഉം ക്യാൻസൽ ആവും. അത് മൊത്തം പോയി, അതിൻ്റെ ശല്യം തീർന്നു. 8.8 4.4, ഇവിടെ ഒരു 2 വരുന്നുണ്ട്. 2 into 40 80 into 10 power minus 4 ആണ്. 80 into 10 power minus 4, and that is equal to x into 10 power minus 3. So x is equal to 80 into 10 power minus 4 plus 3, that is 8. So correct answer is x equal to 8. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ, ഇപ്പോൾ ഫിസിക്സിൻ്റെ ഡിസ്കഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങിയിരുന്നു. സമയം തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ടോപ്പിക്സ്, റയോപ്റ്റിക്സ് പോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ വന്നതുകൊണ്ട്, എന്നാലും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നന്നായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫിസിക്സിൻ്റെ ഡിസ്കഷൻ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മാത്സിൻ്റെ ഡിസ്കഷൻ തുടങ്ങാൻ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം മാത്സിൻ്റെ ഡിസ്കഷൻ അതിൻ്റെ സമയത്ത് തന്നെ തുടങ്ങുന്നതാണ്. ഓക്കെ, താങ്ക് യു.
Hello children. Ready അല്ലേ തുടങ്ങാം? ഇതൊന്ന് ഇവിടെ ചാനൽ ചാറ്റ് ബോക്സ് ചാറ്റ് ഒന്ന് കാണാൻ പറ്റും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡിനേറ്റ് ജോമെട്രി, സ്ട്രേറ്റ് ലൈൻസ്, കോണിക്സ്. ഇതിന്ന് ചുരുങ്ങിയതൊരു 3-4 ചോദ്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഒരുവിധ ഐഡിയാസ് കിട്ടും. പിന്നെ അതൊന്ന് നിങ്ങളൊന്ന് ഉറപ്പിക്കണം. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Let P be the point 3, 7 and PQ be 2 points on the line x plus y is equal to 5 such that PQR is an equilateral triangle. Then the area of triangle PQR എന്നാണ്. അപ്പം x plus y is equal to 5 ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഈ ലൈൻ x plus y is equal to 5 ആണ്. x plus y is equal to 5 അല്ലെങ്കിൽ x plus y minus 5 equals 0. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ട്രയാങ്കിൾ, അതായത് ദിസ് ഇസ് ദ പോയിന്റ് R. ഈ പോയിന്റ് 3, 7 ആണ്. ചോദിച്ചത് വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ? ഈ ട്രയാങ്കിൾ ഇസ് ദെയർ. ഇതിൽ 2 പോയിന്റ് പിയും ക്യൂവും ഈ ലൈനിൻ്റെ മുകളിലാണ്. P and Q lie on this line and R is some point like this. And if this triangle is equilateral, what is the area of that equilateral triangle? ചോദ്യം. What is the area of an equilateral triangle formula? Delta equals √3/4 into a square. But the problem is done if you know the value of a. Side length അറിഞ്ഞാൽ പണി കഴിയും. അപ്പോൾ ഈ ലെങ്ത്, ഈ സൈഡ് എ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് നമുക്കിങ്ങനെ വരച്ചാൽ അത് ആൾട്ടിറ്റ്യൂഡാണ്. ഈ ആൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? √3/2 a ആയിരിക്കും. ഓഫ് കോഴ്സ് ഈ ലെങ്ത് a/2 ആയിരിക്കും. ഈ ലെങ്ത് √3/2 a ആയിരിക്കും. അത് സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. യു ക്യാൻ യൂസ് കൊസൈൻ ഫോർമുല. കൊസൈൻ കോസ് തീറ്റ ഈസ് ഇക്വൽ ടു ചെയ്താൽ മതി. അപ്പോൾ ദിസ് ഇസ് √3/2 a. അപ്പോൾ √3/2 a ആണ് 3, 7 ഇതിലേക്കുള്ള ദൂരം. ഒരു പോയിന്റ് നിന്ന് ലൈനിലേക്കുള്ള ദൂരത്തിന്റെ ഫോർമുല, ഇറ്റ് ഇസ് മോഡുലസ് ഓഫ് AX1 പ്ലസ് BY1 പ്ലസ് C ബൈ √A² പ്ലസ് B² ആണ്. ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് x1, y1 ടു ദ ലൈൻ. ഒരു പോയിന്റ് നിന്ന് AX പ്ലസ് BY പ്ലസ് C ഈക്വൽ 0 എന്നുള്ള ലൈനിലേക്കുള്ള ദൂരം എന്താണ്? AX1 പ്ലസ് BY1 പ്ലസ് C ബൈ √A² പ്ലസ് B² ആണ്. ഒറിജിൻ എന്നുള്ള ദൂരം C ബൈ √A² പ്ലസ് B² ആണ്. അപ്പോൾ ഇവിടെ 3, 7 എന്നുള്ള പോയിന്റ് നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം നോക്കാം. ഇറ്റ് ഇസ് 3 മൈനസ്, ദിസ് ഇസ് എ ലൈൻ x പ്ലസ് y മൈനസ് 5 ഈക്വൽ 0. അപ്പോൾ 3 മൈനസ് 7 മൈനസ് 5 ഡിവൈഡഡ് ബൈ √A² പ്ലസ് B². ഇറ്റ് ഇസ് √2 മോഡുലസ്. അതാണ് ദൂരം. അതായിരിക്കണം എന്ത്? √3/2 a. ഇതിന്ന് എയുടെ വാല്യൂ കാണാം. ആ എ ഇവിടെ പ്ലഗ് ചെയ്ത ആൻസർ ആയി. വാട്ട്സ് ദ വാല്യൂ ഓഫ് എ ഫ്രം ദിസ്? ദിസ് ഇസ് 7, 12 അല്ലേ? ദിസ് ഇസ് -4 -9 അല്ലേ വരിക? 3 പ്ലസ് 7 അല്ലേ? 3 പ്ലസ് 7 -5. ഇറ്റ് ഇസ് 5/√2. It is 5/√2 is equal to √3/2 a. But this √2 and this √2 will get cancelled. But a will be 5√2/√3. Therefore, area will be √3/4 into a യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം മക്കളെ? 5 into √2/√3 square. ഇത് സിംപ്ലിഫൈ ചെയ്യാം. That is 25 into 2/2 ഉണ്ടാവും. ഇവിടെ 25/2√3 വരും അല്ലേ? ശരിയല്ലേ? അല്ലേ? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതല്ലേ കിട്ടാം? ദിസ് ഇസ് √3 into 25 into 2 divided by 4 into 3. 2 will go here 2 times. 3√3 times. So answer will be 25 divided by 2√3. This is answer. 25/2√3. D is the answer. Equilateral triangle. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചോദിക്കാം? What is the value of A ചോദിക്കാം. What is the side length of the triangle ചോദിക്കാം. Then what is the area of the triangle ചോദിക്കാം.
പിന്നെ വേറൊരു കാര്യം ചോദിക്കാം, എന്താണ് വാട്ട് ഈസ് എ പോയിന്റ് ക്യൂ ആൻഡ് വാട്ട് ഈസ് പോയിന്റ് പി ചോദിക്കാം. അത് കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. എന്താ ചെയ്യേണ്ടത്, ഈ ക്യൂ എന്നുള്ള പോയിന്റ് എങ്ങനെയാണ് കാണാം, ഈ ലെങ്ത് എ കാണുക, എ കണ്ടിട്ട് ഈ ദൂരം ഈ പോയിന്റ് കാണുക, ഈ പോയിന്റ് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ 37 എന്നുള്ള പോയിന്റ് ഈ പോയിന്റ് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കിട്ടും. ഈ പോയിന്റിൽ നിന്ന് A/2 ദൂരം ഇങ്ങോട്ട് നീക്കിയാൽ പിയും ക്യൂവും കിട്ടും. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചോദ്യം ചോദിക്കാം, യു ക്യാൻ ഫൈൻഡ് എ കാണാൻ പറ്റും, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കാണാൻ പറ്റും, പിയും ക്യൂവും ദ വെർട്ടിസസ് പി ആൻഡ് ക്യൂ കൻ ഓൾസോ ബി ഫൗണ്ട് ഔട്ട്. എങ്ങനെയാണ്, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് കാണാം, ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആണ്, ഇവിടെ നിന്ന് നീക്കാനുള്ള പരിപാടി എന്താ, ഇത് ഉപയോഗിച്ചാൽ മതി. എന്താണ്, x minus x1 by cos theta equals y minus y1 by sin theta equals r. Translation of a point along a line. അടുത്ത ചോദ്യം, two sides of a parallelogram are along the lines 4x plus 5y equals 0 and 7x plus 2y equals 0. ഒരു പാരലഗ്രാമിന്റെ സൈഡ്സ് വന്നിട്ടുണ്ട്, രണ്ട് സൈഡ്സ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് സൈഡ് ഇത് രണ്ടിലും ഒറിജിൻ പോവും. അപ്പോൾ ഒറിജിൻ ഇസ് എ കോമൺ ഇന്റർസെക്ഷൻ. അപ്പം അതുകൊണ്ട് അതാണ് ഒരു വേർട്ടെക്സ് ഓഫ് ദ പാരലഗ്രാം. കാരണം എന്താ, ഇതിലും കോൺസ്റ്റന്റ് ടേം ഇല്ല. ദിസ് ഇസ് ഓഫ് ദ ഫോം y equals mx, ദിസ് ഇസ് ഓൾസോ ഓഫ് ദ ഫോം y equals mx. അപ്പോൾ ദീസ് ടു ലൈൻസ് ഇത് കൂടി പാസ് ചെയ്യും, ഒറിജിനിൽ കൂടി പാസ് ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് ഒറിജിനാണ്. പിന്നെ എന്താ തന്നിട്ടുള്ളത്, പിന്നെ ഈ ഡയഗൺ, ദിസ് ഇസ് അനദർ ഡയഗൺ, ദിസ് ഇസ് അനദർ ഡയഗൺ. ഈ ഡയഗണലിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ഇക്വേഷൻ, ഇറ്റ് ഇസ് 11x plus 7y is equal to 9. 11x plus 7y is equal to 9 ആണ് മറ്റേ ലൈൻ. അപ്പം ഈ പോയിന്റ് കാണാം. എന്താ വെച്ചാൽ ഈ വര ഈ ഡയഗണലെല്ലാം നമുക്കറിയാം. എന്താ കാരണം, ഈ ഡയഗണലെല്ലാം നമുക്കറിയാം. കാരണം എന്താ, ഈ ഡയഗണൽ എന്തായാലും ഒറിജിൻ കണ്ടെയ്ൻ ചെയ്യും. ഒറിജിൻ കണ്ടെയ്ൻ ചെയ്യുന്ന ലൈനിൽ ഒരിക്കലും കോൺസ്റ്റന്റ് ടേം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അത് ഈ ഡയഗണലാണ് 11x plus 7y ഉള്ളത്. അപ്പോൾ എന്താ ചെയ്യുക, ഈ പോയിന്റ് കാണുക, ഈ പോയിന്റ് കാണുക. അപ്പോൾ അതിന് മിഡ് പോയിന്റ് കിട്ടും. ഈ മിഡ് പോയിന്റ് കിട്ടിയാൽ ഈ ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ലൈനിൻ്റെ ഇക്വേഷൻ, ആ ലൈനിൻ്റെ മുകളിൽ കിടക്കുന്ന പോയിന്റ് ഏതാണെന്ന ചോദ്യം. അപ്പം യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ അതർ ഡയഗണൽ. അപ്പോൾ അതർ ഡയഗണൽ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഓക്കെ, അതർ ഡയഗണൽ കാണണമെങ്കിൽ ഈ ലൈനിൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ ഈ പോയിന്റ് കാണണം. ഈ പോയിന്റ് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ പോയിന്റും കാണണം. ഈ പോയിന്റ് കാണണമെങ്കിൽ ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുക, ഈ പോയിന്റ് കാണണമെങ്കിൽ ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുക, ഇതും കൂടി സോൾവ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കൂ, 11x 4x plus 5y is equal to 0. നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലേ, ദിസ് ഇസ് ഈ രണ്ട് ലൈൻസും കൂടി സോൾവ് ചെയ്യാം. ഇറ്റ് ഇസ് 11x plus 7y minus 9 equals 0. The other line is 4x plus 5y is equal to 0. ഇതെങ്ങനെയാണ് മക്കളെ സോൾവ് ചെയ്യാം? I think it is better to use Cramer's rule. x by ഈ എക്സിൻ്റെ ക്വസ്റ്റ്യൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക, ഡിറ്റർമിനൻറ്റ് 7 minus 9 5 0 is equal to minus y divided by y യുടെ ഭാഗം മാറ്റിയാൽ it is 11 4 minus 9 0 is equal to 1 divided by ഈ കോൺസ്റ്റന്റ് മാറ്റിയാൽ കോഎഫിഷ്യന്റ് എക്സും വൈയിലും മാത്രമുള്ള കോഎഫിഷ്യൻസ് എടുക്കുക. ഇറ്റ് ഇസ് 11 7 4 5. ഇതാണ് ബെസ്റ്റ് വേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വേ എടുക്കണം, അതാണ് നല്ലതെന്ന് എൻ്റെ ഒരു തോന്നൽ. അപ്പം വാട്ട് യു ഗെറ്റ് ഇസ് ദിസ്. അപ്പോൾ ഈ പോയിന്റ് കിട്ടും. ഈ പോയിന്റ് എങ്ങനെയാണ് കാണാം, ഇതിൽ എക്സിൻ്റെ കോർഡിനേറ്റ് ദിസ് ബൈ ദിസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ, ഇതിൻ്റെ വാല്യൂ 55 minus 28 ആണ്. 55 minus 28 ഇത് 27 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ 27 ആണ്. ഇവിടെയും 27 ആണ്, ഇവിടെയും 27 ആണ്. കാരണം ഇതിൻ്റെ വാല്യൂ 27 ആണ്, റൈറ്റ്. ഇനി ഇതിൻ്റെ വാല്യൂ എന്താ, 45 ആണ്, പ്ലസ് 45 അല്ലേ, ദിസ് ഇസ് 45. ഇതെന്തായിരിക്കും, മൈനസ് 36 ആണ്. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് കിട്ടി. ഏതാ പോയിന്റ്, 45 by 27 മീൻസ് വാട്ട്, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5/3 ഒരു പോയിന്റ് ആണ്. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം മൈനസ് 4/3. അപ്പോൾ ദിസ് ഇസ് ദിസ് പോയിന്റ്. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് അത്. അതുപോലെ ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യാം. ഇതെങ്ങനെ സോൾവ് ചെയ്യാം, ഇറ്റ് ഇസ് 11x പ്ലസ് it is 11x plus 7y is minus 9 equals 0. ഈ ലൈൻ ഇക്വേഷൻ 7x plus 2y equal to 0. സോൾവ് ചെയ്യാം ഇതേപോലെ തന്നെ. But it is x by 7 minus 9 2 0.
is equal to minus y divided by determinant 11, 7 minus 9, 0 is equal to 1 divided by determinant 11, 7, 7, 2. 11, 7, 7, 2. Right? 7x plus 2y. Right. But this value, it is 22 minus 49. What is 22 minus 49? 22, 49. 7, again 27, right? 22 minus 27. അപ്പം ഇതിൻ്റെ വാല്യൂ -27 ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇതിൻ്റെ ഡിനോമിനേറ്റർ -27 ആണ്. ഇവിടെ അത് -27 ആണ്. Now what is x coordinate? This by this ആണ്. ഇതെന്താ വരിക? +18. But this 18 by -27. ഇതിൻ്റെ വാല്യൂ 9 7 63. 63 minus 63. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? 18 by 27 is 9 minus 2 by 3. ഇത് 63 by 27 ആകുമ്പം 7 by 3 അല്ലേ? അപ്പോൾ ഈ രണ്ട് വേർട്ടസസ് കിട്ടി. യു ഗോട്ട് ദ വേർട്ടസസ് ആസ് വാട്ട് ആർ ദ വേർട്ടസസ്? ഈ വേർട്ടെക്സ് എന്താണ്? 5 by 3, -4 by 3 ആണ്. ഈ വേർട്ടെക്സ് എന്താണ്? -2 by 3, 7 by 3 ആണ്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കുമല്ലോ ഇതിൻ്റെ മറ്റേ ഡയഗണലിൻ്റെ പോയിന്റ്. അപ്പോൾ ഇത് മിഡ് പോയിന്റ് എന്തായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടുക. 5 by 3 -2 by 3 കൂടി കൂട്ടുക എന്ന് കിട്ടുക. അതായത് ഡയഗണൽസ് ഓൾവേസ് ബൈസെക്ട്സ്. ഇപ്പോൾ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുക. ഇപ്പോൾ 5 by 3 -2 by 3 എന്ന് നമ്മളെ 3 by 3 1 വരും. 7 by 3 4 by 3 3 by 3 1 വരും. അപ്പോൾ ദിസ് ഇസ് 0 0 1 1. അപ്പോൾ 0 0 1 1 കൂടി പാസ് ചെയ്യുന്ന വരയുടെ ഇക്വേഷൻ എന്താ? y is equal to x. അപ്പോൾ ഈ വരയുടെ പേര് y is equal to x ആണ്. അപ്പോൾ y is equal to x ആണ് അതർ ഡയഗണൽ. അതർ ഡയഗണൽ is y is equal to x. അപ്പോൾ അങ്ങനെ ചോദിക്കാം, വാട്ട് ഇസ് അതർ ഡയഗണൽ ചോദിക്കാം അല്ലേ? ചോദിച്ചത് എന്താ? ദ അതർ ഡയഗണൽ പാസസ് ത്രൂ ദ പോയിന്റ്. ഏതാണ്? 1 3 കൂടി പാസ് ചെയ്യില്ല, 2 1 കൂടി പാസ് ചെയ്യില്ല, 1 2 കൂടി പാസ് ചെയ്യില്ല, 2 2 കൂടി പാസ് ചെയ്യും. 2 2 ആവാം, 3 3 ആവാം, 4 4 ആവാം, എനിത്തിങ് ആവാം. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആയിരിക്കും. കാരണം 0 0 കൂടി പാസ് ചെയ്യുന്നില്ലല്ലോ. 0 0 ആണ് ഒരു വെർട്ടെക്സ്. മറ്റേ പോയിന്റ് ആ മിഡ് പോയിന്റ് ആ ഡയഗണലിന്റെ മിഡ് പോയിന്റ് 1 1 ആണ്. അപ്പോൾ ആ ലൈനിന്റെ ഇക്വേഷൻ y is equal to x ആണ്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി 2 2 3 3 ഓർ എനിത്തിങ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾ സമയമെടുക്കും. ട്രഡീഷണലി ചെയ്താൽ അത് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ദയവായിട്ട് ഇങ്ങനെ ചെയ്യാൻ പഠിക്കാം. വി കോൾ ഇറ്റ് ആസ് റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത് റൂൾ ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എന്താ ചെയ്യേണ്ടത്? എക്സ് ബൈ ചെയ്തിട്ട് എക്സിൻ്റെ കോർഡിനേറ്റ് മാറ്റിയിട്ട് ബാക്കിയുള്ള എഴുതാം. 7 - 10 ഇത് 0 കോൺസ്റ്റന്റ് ഉണ്ടാകും. 7 - 10 5 0. ഇനി -y ബൈ 11 - 10 4 0. പിന്നെ കോൺസ്റ്റന്റ് ടേം ആകുമ്പോൾ 1 ബൈ 11 7 4 5. ഓക്കെ, അതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, ഇമേജ് ഓഫ് എ പോയിന്റ് 35 ഓൺ ദ ലൈൻ ദിസ് ലൈസ് ഓൺ. ഇത് രണ്ട് ഫോർമുലാസ് ഉണ്ട്. എന്താണ്? ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. What is foot of perpendicular from a point to a line? അതിൻ്റെ ഫോർമുല ലൈൻ്റെ ഇക്വേഷൻ ax plus by plus c equals 0 എന്ന് ചോദിക്കാം. പോയിന്റ് x1 y1 എന്ന് ചോദിക്കാം. അപ്പോൾ what is the foot of the perpendicular formula? It is x minus x1 divided by a is equal to y minus y1 by b is equal to minus of ax1 plus by1 plus c by a square plus b square. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കാണും. ദിസ് ഇസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇമേജ് ഓഫ് ദ പോയിന്റ്. ഇമേജ് കാണുന്നത് എന്താ വെച്ചാൽ ഇതേ ഫോർമുലയാണ്. എക്സ് മൈനസ് x1 ബൈ എ ഇസ് ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ax1 ബൈ b1 പറയുന്നതിന് പകരം മൈനസ് ട്വൈസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഫുട്ട് കാണുമ്പോൾ ഇവിടെ ഒരു 2 വേണം. ഇമേജ് അതാണ് ഫുട്ട്. നോക്കൂ, ഇതാണ് ഫുട്ട്, ഇതാണ് ഇമേജ്. അപ്പോൾ ഇവിടെ ചോദ്യം ഇമേജ് ആണ്. ഇമേജ് ഓഫ് ദ പോയിന്റ് 35 ഓൺ ദ ലൈൻ. അപ്പോൾ ഇമേജ് കാണാൻ എന്താ വഴി? ഇതാണ് x1 y1. അപ്പോൾ x മൈനസ് 3 ഡിവൈഡഡ് ബൈ ഇമേജ് കാണാൻ എങ്ങനെയാ? x മൈനസ് 3 ഡിവൈഡഡ് ബൈ എ. ഈ ലൈൻ്റെ ഇക്വേഷൻ ആണ് x മൈനസ് y minus 1 equals 0. Here a is 1, b is minus 1, c is minus 1. അപ്പോൾ x minus 3 by a is equal to y minus y1 by b
is equal to minus 2 of image ആണ് കണ്ടത് twice of ax1 that is 3 minus 5 minus 1 by a square plus b square. Right? അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണ്. The value of this is 1 അല്ലേ? നോക്കൂ 5 3 3 6 3 5 അല്ലേ? 3 plus 5 അല്ലേ? Minus 5. Okay. 3 minus 5 plus 1 ആണ്. Sorry, plus 1. അപ്പോൾ 3 plus 1 4. 4 minus 1 is minus 1. Minus 1 2 വെട്ടിപ്പോവും. Answer is 1. അപ്പോൾ what is the value? X minus 3 ആണ് 1. X minus 3 equals 1. And y minus 5 is equal to minus 1. But what is the value? X is equal to 4, y is equal to 4. But this is the image. 4, 4 ആണ് image. പുട്ടല്ല ചോദിച്ചത് ഇമേജ് ആണ് ചോദിച്ചത്. 4, 4 is the image. അപ്പോൾ 4, 4 ഇമേജ് ആണെങ്കിൽ 4, 4 lies on. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കുക. 4, 4 കൊടുത്താൽ ഇവിടെ 0 വരും. ഇവിടെ 4 ആകുമ്പോൾ 4 plus 2 6. 36 വരും. അപ്പോൾ ഇത് തെറ്റാണ്. പിന്നെ ഇവിടെ 4 കൊടുത്താൽ 2 വരും. ഇവിടെ 4 കൊടുത്താൽ 2 വരും. 2 ആകുമ്പോൾ 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 4 plus 4 8 വരുന്നത്. അപ്പോൾ തെറ്റാണ്. ഇവിടെ 4 കൊടുത്താൽ ഇല്ലാതെയാവും. ഇവിടെ 4 കൊടുത്താൽ ഇല്ലാതെയാവും. അപ്പോൾ ഇത് തെറ്റാണ്. ഇവിടെ 4 കൊടുത്താൽ ഇല്ലാതെയാവും. ഇവിടെ 4 കൊടുത്താൽ 2 ആവും. 2 സ്ക്വയർ 4 ആണ്. ഇത് ശരിയാണ്. അപ്പോൾ ഡി ഈസ് ആൻസർ. ദിസ് സർക്കിൾ, ആ സർക്കിളിന് മുകളിൽ ആ പോയിന്റ് ഉണ്ട്. 4, 4 എന്നുള്ള പോയിന്റ് ഉണ്ട്. y equals sin x. ക്വസ്റ്റ്യൻ എന്താണ്? y equals sin x into sin x plus 2 minus sin square x plus 2 represent a straight line lying in ഏത് ക്വാഡ്രന്റിലാണ്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത്, ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് ഫോർത്ത്, സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് ക്വാഡ്രന്റ് ഓൺലി. അപ്പോൾ അതെന്ന് വെച്ചാൽ അത് സിംപ്ലിഫൈ ആണ്. എനിക്ക് വേണ്ടത് ട്രിഗണോമെട്രി ആണ്. നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഇല്ലേ മക്കളെ? കോസ് എ മൈനസ് ബി ഇൻറ്റു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്താ? ഇസ് ഈക്വൽ ടു 2 sin a sin b ആണ്. cos a minus b minus cos a plus b is 2 sin a sin b ആണ്. അതുപോലെ 2 sin square തീറ്റ പറഞ്ഞാൽ 1 minus cos 2 തീറ്റ ആണ്. ഈ രണ്ട് ഐഡിയാസ് ഇവിടെ ഉപയോഗിച്ചാൽ എന്താ കിട്ടുക? y equals 1/2 into 2 sin a sin b വരും. അപ്പോൾ ഇത് a ആയിട്ട് എടുത്തോളൂ. You can take this as a and this as b. But this is 2 sin a sin b. But 2 sin a sin b. 2 sin a sin b is cos a minus b. Half into 2 sin a sin b. But cos a minus b. A minus b. X minus x plus 2. Minus 2. Cos of minus 2 is 2. 1 cos 2 minus cos a plus b. X plus x plus 2. X plus x plus 2 is 2x plus 2. 2x plus 2 is 2 into x plus 1. Minus. This is half into 2 sin square theta. It is half into 2 sin square theta. 2 sin square x plus 1. Ready? Now this can be written as y equals half cos 2 minus half cos 2 into x plus 1 minus half of, what is 2 sin square theta? 2 sin square theta is 1 minus cos 2 theta. അപ്പോൾ 2 sin square theta ക്ക് പകരം എന്ത് എഴുതുക? 1 minus cos 2 theta. 2x plus 1. അപ്പോൾ ഇത് ക്യാൻസൽ ആവില്ലേ മക്കളെ? ഇതാ ഈ രണ്ട് സാധനങ്ങൾ ക്യാൻസൽ ആവില്ലേ? മൈനസ് ഹാഫ് ഇൻറ്റു മൈനസ് വരുമ്പോൾ പ്ലസ് വരില്ലേ? ക്യാൻസൽ ആവും. അപ്പോൾ വാട്ട് യു ഗെറ്റ്? y equals half into cos 2 minus half. It is half into minus half into 1 minus cos 2 എഴുതാം. This is minus half into 2 sin square 1 എഴുതാം. 1 minus cos theta is 2 sin square theta. But 2 the 1 now. But 2 cancel ആകുമ്പം you get y equals minus sin square 1. So y equals, നിങ്ങൾക്കറിയാലോ sin 1 is a constant, sin square 1 is also a constant. So y equals a constant എന്ന് പറഞ്ഞാൽ എന്താ? It's a straight line parallel to x-axis. അപ്പോൾ y equals minus അല്ലേ? അപ്പോൾ ഇത് x-axis y axis കൊടുത്താൽ ആ ലൈൻ എന്തായിരിക്കും ഉണ്ടാവുക? It will be a straight line like this, parallel to x-axis, below x-axis അല്ലേ? അപ്പോൾ it is below x-axis ആയിരിക്കും. Minus sin square 1 അല്ലേ? അപ്പോൾ this is y equals minus sin square 1. അപ്പോൾ below x-axis ആണ്. അപ്പോൾ it lies
എന്താണ് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് തെറ്റാണ്. ഇറ്റ് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് ആസ് വെൽ ആസ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്. തേർഡിലും ഫോർത്തിലും ആണ് കിടക്കുക. ബി ഈസ് ആൻസർ. തേർഡിലും ഫോർത്തിലും ആണ് കിടക്കുക അല്ലേ? ബിക്കോസ് ഇറ്റ് ഇസ് മൈനസ് സൈൻ സ്ക്വയർ. സിമ്പിൾ ആണ്. ഇറ്റ് ഇസ് മോർ അബൌട്ട് ട്രിഗണോമെട്രി ദാൻ കോർഡിനേറ്റ് ജോമെട്രി അല്ലേ? ട്രിഗണോമെട്രിയുടെ കൺസെപ്റ്റ്സ് ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ചോദ്യം നോക്കാം. എ റേ ഓഫ് ലൈറ്റ്, ഒരു റേ ഇങ്ങനെ വരികയാണ്, ഈസ് ഇൻസിഡൻറ്റ് ഓൺ ആൻഡ് മീറ്റ്സ് എ ലൈൻ. ഇവിടെ ലൈൻ ഉണ്ട്, ഞാൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് 1 0 0 1 എന്നുള്ള പോയിന്റിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യാണ്. ദെൻ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ റേ ഓഫ് ഇൻസിഡൻസ്? നോക്കൂ, ഇത് തന്നിട്ടുണ്ട്. ഈ ഏത് സർഫസിലാണ് ഇൻസിഡൻ്റ് ആവുന്നത് തന്നിട്ടുണ്ട്. ഈ പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ? പോയിന്റ് തന്നില്ലേ? 0 1 എന്നുള്ള പോയിന്റ്. 0 1 എന്നുള്ള പോയിന്റാണ് അത് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇതാണ് ദ സർഫസ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ബീങ് ഇൻസിഡൻറ്റ്. പിന്നെയോ is incident along which meets another line, thus at a point 0 1 the ray is reflected from this point along the line. ഇതാണ് reflected ray. Y plus 2x minus is equal to 1. ഇതാണ് reflected ray. ചോദിച്ചത് ഇതാണ്, ഈ ലൈൻ്റെ ഇക്വേഷൻ ചോദിച്ചത്. വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു ദ റേ ഓഫ് ഇൻസിഡൻസ് അല്ലേ? വാട്ട് ഇസ് ദ ഇൻസിഡൻസ് ഓഫ് ദ റേ ഓഫ് ലൈറ്റ്? അപ്പം ഇൻസിഡൻറ്റ് റേയുടെ ഇക്വേഷനാണ് ചോദിച്ചത്. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. അതായത് നമുക്ക് ഈ ലൈൻ്റെ ഇക്വേഷൻ, ഇപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ് എം ആണ് ചോളൂ. ഈ ലൈൻ ഇത് കൂടി പാസ് ചെയ്യേണ്ടത് 0 1 കൂടി പാസ് ചെയ്യണ്ടേ? അപ്പോൾ ഇക്വേഷൻ ടു ദ ലൈൻ എന്താ? y minus y1 equals m into x minus x1. That means the problem is done if you know the value of m. m കിട്ടിയ പണി കഴിഞ്ഞു അല്ലേ? ഈ m കിട്ടിയ പണി കഴിഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ ഒരു ഫോർമുല ഉണ്ടാക്കണം. ദർ ഇസ് എ ഫോർമുല ലൈക്ക് ദിസ്. നിങ്ങൾക്ക് കേട്ടില്ലേ മക്കളെ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടാൻ തീറ്റ? ടാൻ തീറ്റയുടെ ഫോർമുല എന്താ? ടാൻ തീറ്റ ഈക്വൽസ് മോഡുലസ് ഓഫ് m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ടാൻ തീറ്റ ഈക്വൽസ് മോഡുലസ് ഓഫ് m1 മൈനസ് m2 ബൈ 1 പ്ലസ് m1 m2. ഇവിടെ m1 m2നേക്കാൾ ബിഗർ ആണെങ്കിൽ, m1 m2നേക്കാൾ ബിഗർ ആണെങ്കിൽ മോഡുലസ് എഴുതേണ്ട കാര്യമില്ല. എന്താ കാരണം? m1 m2നേക്കാൾ ബിഗർ ആണെങ്കിൽ മോഡുലസിൻ്റെ ഉള്ളത്തെ ആൾ പോസിറ്റീവ് ആയിരിക്കും. മോഡുലസിൻ്റെ ഉള്ളത്തെ ആൾ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് അത് തന്നെയായിരിക്കും. അപ്പോൾ ദ കേസ് വെൻ ഇഫ് ദ കേസ് വെൻ m1 is bigger than m2, what is the value of tan theta? Tan theta is equal to മോഡുലസ് ഇല്ലാതെ എഴുതാം. അപ്പോൾ എപ്പോഴാണ് ഈ മോഡുലസ് ഇല്ലാതെ എഴുതുന്ന അവസ്ഥ വരിക? m1 m2നേക്കാൾ ബിഗർ ആവുന്നു. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ ഒരു വരയുണ്ട് വെച്ചോളൂ, ഇങ്ങനെ ഒരു വരയുണ്ട്. ഇത് m1 ആണ്, ഇത് m2 ആണ് വെച്ചോളൂ. ഇതാണ് ആംഗിൾ എങ്കിൽ തീർച്ചയായിട്ടും m1 ആണ് m2നേക്കാൾ ബിഗർ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യമെങ്കിൽ m1 മൈനസ് m2 വിൽ ബി സ്ട്രിക്ട്ലി ബിഗർ ദാൻ 0. ഇൻ ദാറ്റ് കേസ് ദർ ഇസ് നോ നീഡ് ടു റൈറ്റ് ദ മോഡുലസ്. മോഡുലസ് എഴുതേണ്ട കാര്യമില്ല. സെറ്റ് ജനറലി ആയിട്ട് പറയുമ്പം ഈ ഏറോ ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്തെ ലൈൻ്റെ സ്ലോപ്പിൽ നിന്ന് ഏറോ തുടങ്ങുന്ന ലൈൻ്റെ സ്ലോപ്പ് സബ്ട്രാക്ട് ചെയ്താൽ എപ്പോഴും അത് പോസിറ്റീവ് ആയിരിക്കും. ആ സമയത്ത് മോഡുലസ് എഴുതേണ്ട കാര്യമില്ല. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഏറോ അവസാനിക്കുന്ന സ്ഥലത്തുള്ള ലൈൻ്റെ സ്ലോപ്പിൽ നിന്ന് ഏറോ തുടങ്ങുന്ന ലൈൻ്റെ സ്ലോപ്പിൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്താൽ, സ്ലോപ്പ് സബ്ട്രാക്ട് ചെയ്താൽ the value will be always positive. ആ സമയത്ത് എന്താ എഴുതേണ്ട കാര്യമില്ല? മോഡുലസ് എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ഏറോ അവസാനിക്കുന്ന സ്ഥലം മൈനസ് ഏറോ തുടങ്ങുന്ന സ്ഥലമാണെങ്കിൽ ദർ ഇസ് നോ നീഡ് ടു റൈറ്റ് ദ മോഡുലസ്. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കറിയാം എന്തായാലും ഈ ആംഗിളും സെയിം ആണെന്ന് നമുക്കറിയാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഒക്കെ പറഞ്ഞാൽ അറിയാം. അപ്പോൾ ഈ രണ്ട് ആംഗിൾ സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ആംഗിളും ഒരേ ഓറിയൻറ്റേഷൻ, ഡിഫോൾട്ട് ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഓറിയൻറ്റേഷൻ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കുക, ഇത് ഇങ്ങനെ എടുക്കുക. എന്തിനാണ് ഇങ്ങനെ ഓറിയൻറ്റേഷൻ എടുക്കുന്നത്? ഇവിടുത്തെ ടാൻ തെറ്റിയും സെയിം ആണ്. അവിടെ മോഡുലസ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ ഇതിൻ്റെ സ്ലോപ്പ് എന്താ? ഈ ലൈൻ്റെ സ്ലോപ്പ് എന്താ? -2 ആണ് അല്ലേ? മൈനസ് കോയിഫിഷ്യൻ ഓഫ് എക്സ് ബൈ കോയിഫിഷ്യൻ ഓഫ് വൈ ആണ്. ഈ ലൈൻ്റെ സ്ലോപ്പ് എന്താ? 7 ആണ്. മൈനസ് കോയിഫിഷ്യൻ ഓഫ് എക്സ് ബൈ കോയിഫിഷ്യൻ ഓഫ് വൈ 7 ആണ്. ഈ ലൈൻ്റെ സ്ലോപ്പും 7 ആണ്. ഈ ലൈൻ്റെ സ്ലോപ്പ് m. ഇനി നമുക്ക് എഴുതാം, ഇതിൽ ടാൻ തീറ്റ എന്താ മക്കളെ? ഏറോ അവസാനിക്കുന്ന സ്ഥലത്തെ സ്ലോപ്പ് മൈനസ് ഏറോ തുടങ്ങുന്ന സ്ഥലത്തെ സ്ലോപ്പ്.
divided by 1 plus ഏതോ രണ്ടിന് പ്രോഡക്റ്റ് -2 into 7. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇപ്പോഴത്തെ ടാൻജറ്റ് എന്താ? അവിടെ ഇത് ഏരോ അവസാനിക്കുന്ന സ്ഥലം മൈനസ് ഏരോ തുടങ്ങുന്ന സ്ഥലം. ഇറ്റ് ഈസ് 7 minus m divided by 1 plus 7m. അതിൽ നിന്ന് m ആണ്. You find the value of m. Substitute here, what you get? It is 7 minus m divided by 1 plus 7m in the value ആണ്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? -9 divided by എത്രയായിട്ട്? -14 -13 അല്ലേ? 30. രണ്ടും നെഗറ്റീവ് ആണ്, 13 എന്ത് മതി. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പം 91 minus 13m ആണ് 9 plus 63m. അപ്പം വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് m? 91 9 കുറച്ചാൽ 82 അല്ലേ? 82m is equal to ഇത് അങ്ങോട്ട് കൊണ്ടുപോയാൽ 13 അല്ലേ? 13 ആകുമ്പോൾ 78 അല്ലേ? 76m പ്ലസ് അല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ 76m, റൈറ്റ്? അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് m? യു ഗോട്ട് ദ വാല്യൂ ഓഫ് m ആസ് എമ്മിൻ്റെ വാല്യൂ എന്താ കിട്ടുക? m is equal to 82 by 76. It is 41 by 38. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, what is the equation? y minus 1 equals 41 by 38 into x. That's the equation. Simple അല്ലേ മക്കളെ? ആ m കാണലാണ് പിടുത്തം. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചോദിക്കാം? ഇത് തന്നിട്ട് ഇതെന്താ ചോദിക്കാം. പിന്നെ ഇതും തന്നിട്ട് വാട്ട് ഇസ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ചോദിക്കാം. അങ്ങനെ പലതും ചോദിക്കാം. അപ്പം വാട്ട് ഇസ് ദ ആൻസർ? 41x minus 38y plus 38 is equal to 0 അല്ലേ? C is answer. Option C is answer അല്ലേ? C is answer. 61 നോക്കാം. A line is drawn through the point 1, 2 to meet the coordinate axis at P and Q such that it forms a triangle. ഇതാണ് y ആക്സിസ്, ഇതാണ് x ആക്സിസ്. 1, 2 കൂടി ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. To meet the coordinate axis at P and Q. P, x-axis coordinate Q. If the area of the triangle OPQ is least, our area of the triangle OPQ least ആണെങ്കിൽ what is the value of m? അതാണ് ചോദ്യം. അപ്പം ഇതിൻ്റെ സ്ലോപ്പ് m ആണെന്ന് വിചാരിക്കാം. എന്തായാലും ഈ വര 1, 2 കൂടി പാസ് ചെയ്യുന്ന വര ഈ ട്രയാങ്കിൾ ഇങ്ങനെ വരണമെങ്കിൽ ഈ m എന്തായാലും നെഗറ്റീവ് ആവണ്ടേ? m ഈസ് നെഗറ്റീവ്. ഇതൊരു വളരെ പ്രധാനമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ്. ദ സ്ലോപ്പ് എം ഷുഡ് ബി നെഗറ്റീവ്. കണ്ടോ, ഇതിൽ എല്ലാ ആൻസറും നെഗറ്റീവാണ്. എം നെഗറ്റീവ് ആവണം. 1, 2 കൂടി പാസ് ചെയ്യുന്ന വരെ എന്തായാലും ഫസ്റ്റ് ക്വാർട്ടറിലാണ് ആ ട്രയാങ്കിൾ. അപ്പോൾ എന്തായാലും ആ ലൈൻ എക്സ് ആക്സ് ആയിട്ട് ആംഗിൾ ഒപ്റ്റ്യൂസ് ആണ്. ടാൻ ഓഫ് എൻ ഒപ്റ്റ്യൂസ് ആംഗിൾ എപ്പോഴും നെഗറ്റീവാണ്. അപ്പോൾ ആ എം എന്തായാലും നെഗറ്റീവ് ആവണം. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഐഡിയ. ഓക്കെ, ഇനി ഈ ലൈൻ്റെ ഇക്വേഷൻ എന്താ പറയുക മക്കളെ? y minus y1 equals m into x minus 1. ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ. ഈ ലൈൻ്റെ ഇക്വേഷൻ സ്ലോപ്പ് m ആണെങ്കിൽ. അപ്പോൾ ഈ പി എന്നുള്ള പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? എന്തായാലും ഇതിലെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. കാരണം എക്സ് ആക്സിന് മുകളിലാണല്ലോ പോയിന്റ്. അപ്പോൾ y 0 ആയ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? -2 by m y 0 ആണ്. അപ്പോൾ -2 by m is equal to x minus 1 or x equals -2 by m plus 1. ഇതാണ് x കോർഡിനേറ്റ്. Now what is the y coordinate? അല്ല, what is the point q? Qൻ്റെ x coordinate 0 ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം 0 കൊടുത്താൽ what is the value of y? ഇവിടെ 0 കൊടുത്താൽ -m plus 2 വരും. അപ്പോൾ 2 minus m. ശരിയല്ലേ? അപ്പോൾ അതാണ് ക്യൂവിൻ്റെ കോർഡിനേറ്റ്. അപ്പോൾ യു ഗോട്ട് ദ കോർഡിനേറ്റ് ഓഫ് പി ആൻഡ് ക്യൂ ഇൻ ടേംസ് ഓഫ് എം. ഇനി എന്താ ഏരിയ കാണാം. വാട്ട് ഇസ് ഏരിയ? ഡെൽറ്റ ഓഫ് ദ ട്രയാങ്കിൾ ഇസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. ബേസ് ഇതാണ്. എന്താണ്? -2 by m plus 1 into altitude. Altitude എത്രയാണ്? 2 minus m. എൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് വാല്യൂ ആണ് എടുക്കേണ്ടത്. എന്തൊക്കെയാവട്ടെ. അപ്പം നമുക്കതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? ഇറ്റ് ഇസ് ഹാഫ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? -4 by m plus 2 minus m. ശരിയല്ലേ? അപ്പോൾ ഇറ്റ് ഇസ് ഇവിടെ 4 ഉണ്ട്. ഹാഫ് ആകുമ്പോൾ ഇവിടെ 2 വരും. പിന്നെ പ്ലസ് ഹാഫ് ഇൻറ്റു
എന്താ വരിക? -4/m - m. ഞാൻ ഇങ്ങനെ എഴുതാൻ കാരണമുണ്ട്. മൈനസ് പുറത്തെടുക്കാതെ ചെയ്യാം, അങ്ങനെ എഴുതാം. ഇതിൻ്റെ മിനിമം വാല്യൂ ആണ് ചോദിച്ചത്. ഒരു കാര്യം ഓർക്കേണ്ടത്, -m എന്ന് പറയുന്നത് നെഗറ്റീവാണ്. m എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ m നെഗറ്റീവ് ആയതുകൊണ്ട് -m വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. -m പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ am ഗ്രേറ്റർ ദാൻ gm പഠിച്ചിട്ടുണ്ട്. am ഗ്രേറ്റർ ദാൻ gm വർക്ക്സ് ഓൺലി ഫോർ പോസിറ്റീവ് ക്വാണ്ടിറ്റീസ്. അപ്പം am ഇസ് ഗ്രേറ്റർ ദാൻ gm, am ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു gm. എപ്പോഴാണ് am ഉം gm ഉം ഈക്വൽ ആവുക? അതായത് n പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ am എപ്പോഴും gmനേക്കാൾ വലുതോ ഈക്വൽ ആവും. എപ്പോഴാണ് ഈക്വൽ ആവുക? ഇഫ് ഓൾ ദ നമ്പേഴ്സ് ആർ ഈക്വൽ. അപ്പോൾ ഇവിടെ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് എടുക്കാം. -4/m ഒരു പോസിറ്റീവ് നമ്പറാണ്, -m ഒരു പോസിറ്റീവ് നമ്പറാണ്. ശ്രദ്ധിക്കുക, m നെഗറ്റീവ് ആയതുകൊണ്ട് -m -4/m പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആവറേജ്, അതിൻ്റെ മീൻ എന്താ? /2 ആണ്. ഇറ്റ് വിൽ ബി ഓൾവേസ് ബിഗർ ദാൻ ഓർ ഈക്വൽ ടു gm. വാട്ട് ഇസ് gm? സ്ക്വയർ റൂട്ട് ഓഫ് -4/m ഇൻറ്റു -m. ഇതിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ 2 ആണ്. അപ്പോൾ വാട്ട് ഇസ് ദ മിനിമം വാല്യൂ ഓഫ് ദിസ്? ഇറ്റ് ഇസ് -4/m - m ന്റെ മിനിമം വാല്യൂ എന്താ? 4 ആണ്. അപ്പോൾ വാട്ട് ഇസ് ഡെൽറ്റ മിൻ? Therefore delta min is equal to 2 plus half into 4, or it is 4. അപ്പം ആ ഡെൽറ്റ, ആ ഏരിയ, ട്രയാങ്കിളിൻ്റെ ഏരിയ, മിനിമം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇസ് 4 സ്ക്വയർ യൂണിറ്റ്സ്. ഇനി ഇത് എപ്പോഴാണ് 4 ആവുക? ഇത് ഈക്വൽ ആവുക. am is equal to gm. Equality holds good if individual numbers are same. അതായത് equal to happens when -4/m ഉം -m ഈക്വൽ ആകുമ്പോൾ, രണ്ടും ഈക്വൽ ആകുമ്പോൾ, എന്ന് വെച്ചാൽ 4m² ആകുമ്പോൾ, ഓർ m² 4 ആകുമ്പം, അല്ലെങ്കിൽ m ±2 ആകുമ്പോൾ. അപ്പോൾ m നെഗറ്റീവ് ആയതുകൊണ്ട് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് m? m ഷുഡ് ബി -2. m നെഗറ്റീവ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് m ഷുഡ് ബി ദ വാല്യൂ ഓഫ് m ഷുഡ് ബി -2. അപ്പോൾ m -2 ആകുമ്പോഴാണ് ഇത് മിനിമം ആവുക. അപ്പോൾ ഇതിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കാം. എന്താ? What is the minimum value of the area of the triangle? What is area of the triangle? Minimum delta min എന്താണ്? 4 ആണ്. Delta min 4, delta minimum ആവുമ്പോൾ what is the slope? -2. What is the equation to that straight line passing through 2, 3? What is the equation to a straight line passing through 1, 2? It is അതെന്തായിരിക്കും? y - y1 is equal to -2 into x - 1. ഇതൊക്കെ ചോദിക്കാം. It is 2x plus y, അവിടെ +2 ഉണ്ടാവും. അപ്പോൾ -4 = 0. That's equation. അപ്പോൾ 3 ചോദ്യം ചോദിക്കാം. What is the minimum area of the triangle? If area is minimum, what is the slope of that line? And if in that case, if delta is minimum, or if the area is minimum, what is the equation of that straight line? Equation of straight line is 2x plus y minus 4 = 0. Okay. ഇത് വളരെ സ്ട്രെങ്ത് ഉള്ളൊരു ചോദ്യമാണ്, പഠിക്കണം കേട്ടോ. വളരെ സ്ട്രെങ്ത് ഉള്ള ചോദ്യമാണ്. പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ബി ദ വേർട്ടീസ് ഓഫ് എ ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ 2 വേർട്ടീസസ് തന്നിട്ടുണ്ട്. ഇത് സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ മൂവ്സ്. സെൻട്രോയിഡ് പറഞ്ഞാൽ എന്താ? x1 y1 x2 y2 x3 y3. What is the centroid? It is the point of intersection of the medians. And what is the formula for centroid? It is x1 plus x2 plus x3 by 3, y1 plus y2 plus y3 by 3. ചോദിച്ചത് എന്താ? If the centroid of the triangle moves on this line, what is the locus of the vertex C? അപ്പോൾ C എന്നുള്ള പോയിന്റിന്റെ വേർട്ടെക്സിന്റെ ലോക്കസ് എന്താണെന്ന് ചോദ്യം. അപ്പം ലോക്കസ് കാണാൻ എപ്പോഴും എന്താ ചെയ്യേണ്ടത് മക്കളെ? ഏത് പോയിന്റിന്റെ ലോക്കസ് ആണോ കാണേണ്ടത് ആ പോയിന്റ് എന്തായിട്ട് എടുക്കുക? x1 y1 ആയിട്ട് എടുക്കുക. ഇനി എന്ത് ചെയ്യാം? ആ x1 ഉം y1 ഉം തന്ന കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ടോ x1 പകരം x എഴുതുക, y1 പകരം y എഴുതുക. അപ്പം x1 y1 ആയിട്ട് വിചാരിക്കുക. അപ്പോൾ x1 y1 ആയിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ സെൻട്രോയിഡ്? x1 plus 2 plus -2 by 3. It is x1 by 3. അല്ലേ? Centroid of the triangle is average of x coordinate, average of y coordinate. അപ്പം x1 plus 2 minus 2 by 3. പിന്നെയോ what is the y coordinate? y1 minus 3 plus 1. It is y1 minus 2 by 3.
ഇതാണ് സെൻട്രോയിഡ്. ഈ പോയിന്റ് എവിടെ കിടക്കുന്നുണ്ട്? ഈ ലൈനിൽ കിടക്കുന്നുണ്ട്. സെൻട്രോയിഡ് ഒരു ലൈൻ തന്നിട്ടുണ്ട്, ആ ലൈനിലാണ് സെൻട്രോയിഡ് ഉള്ളത്. ആ സെൻട്രോയിഡിൽ കൂടി ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ദിസ് പോയിന്റ് ലൈസ് ഓൺ ദിസ് ലൈൻ. അപ്പം എന്ത് കിട്ടും? ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ദറ്റ് ലൈൻ അല്ലേ? അപ്പോൾ എക്സിന് പകരം x1/3 കൊടുക്കാം, വൈക്ക് പകരം എന്ത് കൊടുക്കാം? y1 - 2 ഡിവൈഡഡ് ബൈ 3 കൊടുക്കാം. എന്നിട്ട് അതാണ് കണ്ടീഷൻ. കണക്ടിങ് x1 and y1. ഇവിടെ x1 പകരം x എഴുതുക, y1 പകരം y എഴുതുക. സിമ്പിൾ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വാട്ട്സ് യുവർ ആൻസർ? 2x1 പ്ലസ് 3y1 minus 6 is equal to 3. x1 പകരം x എഴുതുക, y1 പകരം y എഴുതുക. What is that? 2x plus 3y minus 9 is equal to 0. That's the equation. അതാണ് അതിൻ്റെ ലോക്കസ്. 2x plus 3y is equal to 9. C is the answer. Okay. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. A line segment AB of length lambda moves such that the points A and B remain on the periphery of a circle. എന്താ പെരിഫറി പറഞ്ഞാൽ? പെരിഫറി പറഞ്ഞാൽ സർക്കംഫറൻസ്. സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ് പെരിഫറി. ഇങ്ങനെ പെരിഫറി. അപ്പം ഈ ലൈൻ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ പോവാണ്. ഇത് സെൻറ്റർ എന്തോ ആവട്ടെ, ഇത് ഈ ലെങ്ത് ലാംഡയാണ്, സർക്കിളിൻ്റെ റേഡിയസും ലാംഡയാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്തായിരിക്കും? ഈക്വലാറ്ററൽ ആയിരിക്കും. അപ്പം ദർ ഇസ് എ പോയിന്റ് പി. ഇത് ട്രയാങ്കിൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ കോഡ് ഇങ്ങനെ പോകുമ്പോൾ ട്രയാങ്കിൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഈ പോയിന്റ്, അതായത് ഈ പോയിന്റ് പി ഇസ് എ പോയിന്റ് വിച്ച് ഡിവൈഡ് ദാറ്റ് ലൈൻ സെഗ്മെന്റ്. ഇത് പോയിന്റ് എ ബി അല്ലേ? ദിസ് ഇസ് എ ബി. ആൻഡ് പി ഇസ് എ പോയിന്റ് ദാറ്റ് ഡിവൈഡ്സ് ദാറ്റ് ലൈൻ സെഗ്മെന്റ് ഇന്റേർണലി ഇൻ ദ റേഷ്യോ 2:3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ ലോക്കസും എന്തായിരിക്കും? ഈ പോയിന്റിന്റെ ലോക്കസ് എന്തായിരിക്കും? ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ദിസ് ഇസ് ദ ലോക്കസ് അല്ലേ? അപ്പോൾ അതൊരു സർക്കിൾ ആയിരിക്കും. ആ സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും? ആണെങ്കിൽ ഒ പി ആയിരിക്കും ആ സർക്കിളിന്റെ റേഡിയസ്. റൈറ്റ്? ഒ പി ആയിരിക്കും ആ സർക്കിളിന്റെ റേഡിയസ്. അപ്പോൾ അവർ എയിം ഇസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഒ പി. ഒ പി കാണലാണ് നമ്മൾ ആഗ്രഹം. യു ആർ ഗോയിങ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഒ പി. ഓക്കെ, ഒ പി കാണാൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ പോയിന്റ് പി ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്. ഞാൻ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യും. ഈ ലൈൻ, ഈ ട്രയാങ്കിള് ഈക്വലാറ്ററൽ ആണ്. കാരണം എന്താ? ഇത് ലാംഡയാണ്, ഇത് ലാംഡയാണ്, ഇത് ലാംഡയാണ്. ഇതിപ്പം ഒ എ പി, ഇത് ക്യൂ ആയിക്കോട്ടെ. സപ്പോസ് ദിസ് പോയിന്റ് ഇസ് ക്യൂ. അപ്പം ഒ പിയുടെ ലെങ്ത് ആണ് ചോദിച്ചത് അല്ലേ? റേഡിയസ്. ആ സർക്കിളിൻ്റെ റേഡിയസ് എന്താ ചോദിച്ചാൽ ഒ പിയുടെ ലെങ്ത് ആണ്. ആ സർക്കിളിൻ്റെ റേഡിയസ്, അത് ലോക്കസ് സർക്കിൾ ആയിരിക്കും. അപ്പോൾ ഒ പി ആയിരിക്കും ആ സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ അവർ എയിം ഇസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഒ പി. ഒ പി കിട്ടിയാൽ മതി. ഒ പി കാണാൻ എന്താ വഴി? നോക്കൂ, ഒ പി ക്യൂ. ഇതിൽ ഒ ക്യൂ നിങ്ങൾക്കറിയാം. ഒ ക്യൂ എന്താ? √3/2 ലാംഡ അല്ലേ? ഒ ക്യൂവിൻ്റെ വാല്യൂ അതാണ്. ഒ ക്യൂ √3/2 ലാംഡ. കാരണം ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഒരു വശം ലാംഡ ആണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? ഇത് ഓൾട്ടിറ്റ്യൂഡ് ആയിരിക്കും. ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? √3/2 ലാംഡയാണ്. ഇനി ക്യൂ ബി പി എ ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട് ഇസ് എ ക്യൂ? എ ക്യൂ പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ്. ഇറ്റ് ഇസ് λ/2 ആണ്. ഇനി എ പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട് ഇസ് എ പി? എ പി ഇസ് എ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് എ ബി ഇന്റേർണലി ഇൻ ദ റേഷ്യോ 2:3 ആണ്. അപ്പോൾ 2:3 ആണ്. ഇറ്റ് ഇസ് 2/5 ലാംഡ ആയിരിക്കും എ പി. പി ബി പറയുന്നത് 3/5 ലാംഡ ആയിരിക്കും. അപ്പം വാട്ട് വിൽ ബി പി ക്യൂ? പി ക്യൂ വിൽ ബി എ ക്യൂ മൈനസ് പി ക്യൂ അല്ല, എ ക്യൂ മൈനസ് എ പി. Now what is AQ? AQ ന്ന് AP subtract that PQ. Now what is AQ? AQ is λ/2 minus AP is 2/5 lambda. അല്ലേ? അന്ന് PQ ന്റെ വാല്യൂ കാണാം. PQ ന്റെ വാല്യൂ ഉണ്ട്. പൈത്തോറസ് കിട്ടിയില്ലേ? പൈത്തോറസിന്റെ രണ്ട് സൈഡ് കിട്ടിയ മറ്റേ വശം വേണം. അപ്പോൾ എന്താ കിട്ടുക? 5 lambda plus 4 lambda is λ/10. ഇതാണ് PQ. അപ്പോൾ PQ λ/10. അപ്പോൾ ഇത് λ/10 ആണ്. ഈ ലെങ്ത് λ/10 ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എടുക്കാം. ഒ പി ക്യൂ എന്നുള്ള ട്രയാങ്കിൾ എടുത്താൽ യൂസ് പൈത്തഗോറസ് ഇൻ ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. വാട്ട് ഇസ് ഒ പി സ്ക്വയർ ഈക്വൽസ്? ഒ പി സ്ക്വയർ ഈക്വൽസ് ഒ ക്യൂ സ്ക്വയർ പ്ലസ് പി ക്യൂ സ്ക്വയർ. പോരെ? ഒ ക്യൂ സ്ക്വയർ എന്താ? √3/2 സ്ക്വയർ. ഇറ്റ് ഇസ് 3/4 ലാംഡ സ്ക്വയർ.
What is PQ square? E length ആണ്. Lambda square by 100. 100 LC എടുക്കുക. ലാംഡ സ്ക്വയർ പുറത്തേക്ക് എടുത്തോളൂ. 100 LC എടുത്താൽ ഇവിടെ 25 ഉണ്ടാവും. 75, 76 വരെ. ദിസ് ഇസ് OP. OP സ്ക്വയർ. അപ്പോൾ വാട്ട് ഇസ് OP? OP ഈക്വൽസ് 76 ബൈ 10 റൂട്ട് 76 ബൈ 10 അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അല്ലേ? ക്യാൻ ബി സിംപ്ലിഫൈഡ്. ഇറ്റ് ഇസ് റൂട്ട് ഓഫ് 76 ബൈ 100 ഇൻറ്റു ലാംഡ അല്ലേ? 76 ബൈ 100 നമുക്ക് സിംപ്ലിഫൈ ചെയ്തൂടെ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 വരും അല്ലേ? അപ്പോൾ ഇറ്റ് ഇസ് റൂട്ട് ഓഫ് 4 ആകുമ്പം 1 36 19 ബൈ 25 ലാംഡ. ആൻസർ വിൽ ബി root of 19 by 5 lambda. So that is the radius. Root of 19 by 5 lambda is 23 ചോദിച്ചാണ്. നല്ല ചോദ്യമാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് ഇത് ഒറിജിൻ ആണെങ്കിൽ if O is the origin, what is the locus ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആൻസർ? ലോക്കസ് എന്തായിരിക്കും? x minus 0 square plus y minus 0 square equals 19 by 25 lambda square അല്ലേ? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ലാംഡ തന്നാൽ ആ സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാൻ പറ്റും. ലാംഡ തന്നാൽ അല്ലേ? അപ്പോൾ അതൊക്കെ മോഡിഫൈ ആയിട്ട് പല രീതിയിലും ചോദിക്കാൻ പറ്റും. ഇനി locus of the midpoints of the chords of the circle C1 which subtends an angle theta I at the center of the circle C1 is the radius Ri. അപ്പം കുറേ കോഡ്സ് ഉണ്ട്. 3 തരം കോഡ്സ് ഉണ്ട്. θ1 സബ്റ്റൻഡ് ചെയ്യുന്ന കോഡിൻ്റെ മിഡ് പോയിന്റിൻ്റെ ലോക്കസ് ആണ് സർക്കിൾ വിത്ത് റേഡിയസ് R1. θ2 സബ്റ്റൻഡ് ചെയ്യുന്ന കോഡിൻ്റെ മിഡ് പോയിന്റിൻ്റെ ലോക്കസ് സർക്കിൾ ആണ്, അതിൻ്റെ റേഡിയസ് ആണ് R2. θ3 സബ്റ്റൻഡ് ചെയ്യുന്ന കോഡിൻ്റെ മിഡ് പോയിന്റിൻ്റെ ലോക്കസ് സർക്കിൾ ആണ്, അതിൻ്റെ റേഡിയസ് ആണ് R3. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. എന്താണ് R1? θ1 എന്ന് പറഞ്ഞാൽ എന്താ? ലാംഡ π/3 ആണ്. അപ്പോൾ ഇതാണ് കോഡ് വെച്ചോളൂ. ദിസ് ഇസ് 1 കോഡ്. ഇത് സെൻട്രൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളാണ് എന്ത്? π/3. ദിസ് ഇസ് π/3. π/3 ആണെങ്കിൽ ഇവിടെ ഒരു വെർട്ടിക്കൽ വര വരച്ചാൽ ഈ ആംഗിൾ എന്തായിരിക്കും? π/6. അപ്പോൾ ഇത് മിഡ് പോയിന്റ് ആയിരിക്കില്ലേ മക്കളെ? ഈ പോയിന്റ് മിഡ് പോയിന്റ് ആയിരിക്കില്ലേ? കാരണം എന്താ? ഇത് ട്രയാങ്കിൾ ആകുമ്പോൾ അത് ഐസോസലസ് ട്രയാങ്കിൾ ആണ്. അപ്പം ഇതായിരിക്കും ഈ ലെങ്ത് ആണ് R1. ഈ ലെങ്ത് ആണ് R1. അതായത് θ1 എന്ന് പറയുന്നത് π/3 ആണെങ്കിൽ ഈ ലെങ്ത് R1 ആണ്. R1 ആണ് ആ സർക്കിൾ ഉണ്ടാവുക. ഇതിൻ്റെ മിഡ് പോയിന്റ് ലോക്കസ് R1 ഇങ്ങനെ ഉണ്ടാവാം, സർക്കിൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ അങ്ങനെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ മുഴുവൻ വരയ്ക്കുന്നില്ല. അപ്പം ഇത് π/6 ആണെങ്കിൽ π/3 ആണെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിന്റ് എടുത്താൽ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ദിസ് ഇസ് എ മിഡ് പോയിന്റ്. അപ്പോൾ ഈ മിഡ് പോയിന്റ് ലോക്കസ് എന്തായിരിക്കും ഉണ്ടാവുക? ഈ ആംഗിള്, ഈ മിഡ് പോയിന്റ് ലോക്കസ് ഈ സർക്കിൾ ആയിരിക്കും. അപ്പോൾ ഇത് R1 ആയിരിക്കും. ഇത് π/6 ആണ്. അപ്പം ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്താ? ഈ സർക്കിളിൻ്റെ സെൻറ്റർ നിങ്ങൾക്കറിയാലോ, x - h the whole square plus y - k the whole square is equal to r square ആണെങ്കിൽ it's a circle centered at hk and radius r. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്റർ 4, 5 ആണ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് സെൻറ്റർ 4, 5 ആണ്. റേഡിയസ് എത്രയാ? റേഡിയസ് 2 ആണ്. ഇത് 2 ആണ്. അപ്പോൾ വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ 2 π/6 ആൻഡ് R1? ഈ ട്രയാങ്കിളിലെ കോസ് തീറ്റ എന്താ? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു adjacent side by hypotenuse, or R1 equals 2 cos π/6, or R1 equals 2 into √3/2. It is R1 equals √3. So you got the value of R1 as √3, right? But similarly, what is R2? R2 ആണ് എന്താ സംഭവിക്കുക? സെയിം ലോജിക് ആണ്. എന്താ സെയിം ലോജിക്? ഈ ആംഗിള് R2 ആണെങ്കിൽ എന്താണ്? R2 തന്നിട്ടില്ല അല്ലേ? R2 ആണെങ്കിൽ θ2 ആണ്. R2 തന്നിട്ടില്ല. R2 ആണെങ്കിൽ θ2 ആണ്. θ2 ആണ് ചോദിച്ചത്. R3 ആണെങ്കിൽ എന്താ? θ3 ആണ്. 2π/3 ആണ്. അപ്പോൾ ഇത് 2π/3 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഈ ഫുൾ ആംഗിൾ 2π/3 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? π/3 ആയിരിക്കും. അപ്പം ഇതിന് മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? R3 ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് R3 ഈക്വൽസ്? കോസ് π/3 ആണ് R3 ഡിവൈഡഡ് ബൈ 2.
അല്ലേ? വാട്ട് ഇസ് R3? R3 is equal to 2 cos pi by 3. What is R3 equals? 2 into cos pi by 3 is cos 1 by 2. Cos 2 into cos 1 by 2 is 1. അപ്പോൾ R3 equals 1. ഇനി അടുത്ത എന്താ? θ3 ആണെങ്കിൽ നോക്കൂ, θ2 ആണെങ്കിൽ റേഡിയസ് R2 ആയിരിക്കും. θ2 ആണെങ്കിൽ റേഡിയസ് R2 ആയിരിക്കും അല്ലേ? θ2 ആണെങ്കിൽ റേഡിയസ് R2 ആയിരിക്കും. അപ്പോൾ θ2 എന്ന് പറയുമ്പോൾ എന്താ? ഇതാണ് θ2. ദിസ് ഇസ് θ2. ഇതാണ് θ2. അല്ല സോറി, ഇതാണ് θ2. ദിസ് ഇസ് θ2. ഈ ഫുൾ ആംഗിൾ θ2 ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും മക്കളെ? ഈ ആംഗിൾ θ2 by 2 ആയിരിക്കും. അപ്പോൾ ഇതാണ് R2. വാട്ട് ഇസ് ദ റിലേഷൻ? ഇത് 2 തന്നെയാണ്. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ θ2 by 2 ആൻഡ് R2? എന്താണ്? R2 cos θ2 എന്താണ്? cos θ2 by 2 is equal to adjacent side R2 by hypotenuse, R2 by 2. Therefore, what is R2? Therefore, R2 equals 2 cos θ2 by 2. Right? θ2 by 2. അപ്പോൾ വാട്ട് ഈസ് R2? നമുക്ക് തന്നിട്ടുണ്ട് ഈ R1ഉം R2ഉം R3യും തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. എന്താ റിലേഷൻ? R1 സ്ക്വയർ ഈക്വൽസ് R2 സ്ക്വയർ പ്ലസ് R3 സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ R1 സ്ക്വയർ തന്നിട്ടുണ്ട്. R1 സ്ക്വയർ ഈക്വൽസ് R2 സ്ക്വയർ പ്ലസ് R3 സ്ക്വയർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് R1 സ്ക്വയർ? R1 സ്ക്വയർ ഇസ് 3. R2 സ്ക്വയർ ഇസ് തന്നിട്ടില്ല, അത് കാണണം. R2 സ്ക്വയർ ഇസ് പ്ലസ് R3 സ്ക്വയർ എത്രയാ? 1. അപ്പോൾ വാട്ട് ഈസ് R2 സ്ക്വയർ ഈക്വൽസ്? Therefore, R2 square equals 2 or R2 equals 2. R2 equals root 2. R2 ന്റെ വാല്യൂ root 2 ആണ്. അപ്പോൾ ഇവിടെ root 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. But this is root 2 equals 2 cos θ2 by 2. Therefore, cos θ2 by 2 is equal to 1 by root 2. അപ്പോൾ θ2 by 2 എന്താ? ഏത് ആംഗിളിനാണ് cos θ 1 by root 2 ആവുക? pi by 4 അല്ലേ? θ2 by 2 is pi by 4. So what is θ2? θ2 equals pi by 2. Pi by 2 is answer. A is answer. A answer. θ2 equals pi by 2. നല്ല ചോദ്യമാണിത്. കഴിഞ്ഞ പ്രാവർത്തനത്തിൽ അതേ കണ്ടീഷൻ തന്നെയാണ്. കാരണം മിഡ് പോയിന്റിന്റെ ലോക്കസ് ആണ്. മറ്റേതെന്തായിരുന്നു? കഴിഞ്ഞ പ്രാവർത്തനത്തിൽ 2:3 ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ ലോക്കസ്, അതും സർക്കിളാണ്. മിഡ് പോയിന്റ് ലോക്കസ് വൃത്തിയുള്ള സർക്കിൾ ആയിരിക്കും മാത്രം, കോൺസെൻട്രിക് ആയിരിക്കും. മറ്റേത് കോൺസെൻട്രിക് ആയിരിക്കും. അടുത്തത്, if the circle x square plus y square minus 2gx plus 6y minus 19c equals 0, gc belongs to or passes to the point 6,1 and its center lies on the line x minus 2cy is equal to 8. And what is the length of intercept made by the circle on x-axis? ഇതാണ് നോക്കൂ, ഇത് x-axis ആണെങ്കിൽ ഈ ലെങ്ത്തിന് പറയുന്നത്, അതായത് ഇപ്പോൾ ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ ഈ എ ബിയുടെ ലെങ്ത്തിനെയാണ് പറയുക ലെങ്ത് ഓഫ് ഇൻ്റർസെപ്റ്റ്. എ ബിയുടെ ലെങ്ത്തിനെയാണ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുക. അപ്പം ഇവിടെ ഇക്വേഷൻ ടു ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0 ആണെങ്കിൽ, നോക്കൂ ഇവിടെ പ്ലസ് സി അല്ല, അത് ശ്രദ്ധിക്കണം. പ്ലസ് സി ഈക്വൽ 0 ആണെങ്കിൽ ഈ ലെങ്ത് എ ബിയുടെ വാല്യൂ 2 into root of g square minus c ആണ്. This is x intercept. അപ്പോൾ ഇതിൽ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. What is y intercept? Y intercept is 2 into root of f square minus c. അപ്പോൾ ഈ രണ്ട് ഫോർമുലാസ് പഠിച്ചുകൂടെ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ 0 ആണെങ്കിൽ സെൻറ്റർ മൈനസ് g മൈനസ് എഫ് ആണ്, റേഡിയസ് റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് c ആണ്. അത് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻ്റർസെപ്റ്റ് റൂട്ട് ഓഫ് 2 into root of g square minus c ആണ്. y ഇൻ്റർസെപ്റ്റ് 2 into root of f square minus c ആണ്. അപ്പോൾ ഇവിടെ ഈ ജിയും സിയും സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാം വൃത്തിയിൽ. അതിൽ രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. പാസസ് ടു ദ പോയിന്റ് 6,1 തന്നിട്ടുണ്ട്. 6,1 കൂടി പാസ് ചെയ്താൽ 6,1 വിൽ കണ്ടെയ്ൻ ദറ്റ് പോയിന്റ് അല്ലേ? ദിസ് സർക്കിൾ കണ്ടെയ്ൻസ് ദ പോയിന്റ് 6,1 ആൻഡ് ദ സെൻറ്റർ ലൈസ് ഓൺ ദിസ് ലൈൻ.
ഇതിൽ സെൻറ്റർ എന്താ? ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്താ? -g. അപ്പം g ആണ്. -g -f ആണ്. ഇത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ നെഗറ്റീവ്, വൈയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ നെഗറ്റീവ്, അതാണ് സെൻറ്റർ. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -2g, അതിൻ്റെ പകുതി g, അതിൻ്റെ നെഗറ്റീവ് -g, അതിൻ്റെ നെഗറ്റീവ് g. ഇതെന്താ? വൈയുടെ കോഎഫിഷ്യൻറ്റ് 6, അതിൻ്റെ പകുതി 3, അതിൻ്റെ നെഗറ്റീവ് -3. ഇതാണ് സെൻറ്റർ. അപ്പോൾ അത് ഇതിലുണ്ട്, ഈ ലൈനിലുണ്ട്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. g -3 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെൻറ്റർ ലൈസ് ഓൺ ദാറ്റ് ലൈൻ എന്ന് പറയില്ലേ? അപ്പോൾ ആ പോയിന്റ് ലൈനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? g -6cയുടെ വാല്യൂ അല്ല g + 6cയുടെ വാല്യൂ 8 ആണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. യു ഗെറ്റ് വൺ ഇക്വേഷൻ. g -6c = 8 അല്ലേ? ഇനി എന്താണ്? ഈ സർക്കിളിൽ ഏത് പോയിന്റ് ഉണ്ട്? 6-1 എന്നുള്ള പോയിന്റ് ഉണ്ട്. അപ്പോൾ 6-1 എന്നുള്ള പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്ത് കിട്ടും? 36 + 1 -6-1 അല്ലേ? 12g പിന്നെ 1 അല്ലേ? +6 -19c യുടെ വാല്യൂ 0 ആണ്. ഇത് 6-1 എന്നുള്ള പോയിന്റ് ആ കേർവിൽ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടും. എന്തൊക്കെയാ? g + 6c = 0 = 8, ഒരു ഇക്വേഷൻ നമ്പർ 1. പിന്നെ ഇത് സിംപ്ലിഫൈ ചെയ്താൽ -12g -19c = അവിടെ മൈനസ് വരുമ്പോൾ എല്ലാം പ്ലസ് ആവില്ലേ? 36 6 42 1 43 അല്ലേ? ശരിയല്ലേ ഇത്? അപ്പോൾ ഞാൻ ഇവിടെ ഇതിനെ 12 കൊണ്ട് കുടിച്ചോളൂ, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യാം അല്ലേ? ഫസ്റ്റ് ഇക്വേഷനിൽ 12 കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇത് 72 ആണ്. 72 19 സബ്ട്രാക്ട് ചെയ്താൽ 72 19 സബ്ട്രാക്ട് ചെയ്താൽ 53 വരും. 53c വരും. ഇത് 96 ആണ്. 96 43 സബ്ട്രാക്ട് ചെയ്താലും 53 വരും. അപ്പോൾ യു ഗെറ്റ് ദ വാല്യൂ ഓഫ് c ആസ് 1. If c is 1, gയുടെ വാല്യൂ 2 വരും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ്, രണ്ട് അൺനോൺസ് ഉണ്ട്. യു ക്യാൻ സോൾവ് ഫോർ g and c. അപ്പോൾ അത് അതിൽ പ്ലഗ് ചെയ്താൽ ഇക്വേഷൻ എന്താവും? x² + y² -4x, ജിക്ക് പകരം 2 കൊടുക്കാം, +6y -19 = 0. ഇതാണ് ഇക്വേഷൻ. അതാണ് ഈ ഇക്വേഷൻ. വാട്ട് ഇസ് x ഇന്റർസെപ്റ്റ്? ഇപ്പോൾ x ഇന്റർസെപ്റ്റ് എന്താ ചോദിക്കാം, y ഇന്റർസെപ്റ്റ് എന്താ ചോദിക്കാം കേട്ടോ. വാട്ട് ഇസ് x ഇന്റർസെപ്റ്റ്? x ഇന്റർസെപ്റ്റ് = എന്താണ്? 2 × g² - c. g² എന്താ? ഇത് 2g ആണ്. 2g ആണ് -4. അപ്പോൾ g is -2. സ്ക്വയർ ചെയ്താൽ 4. 4 - c. അപ്പോൾ +19. ആൻസർ ഇസ് 2√23. 2√23. D is answer. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഒന്നും കൂടി ചെയ്ത് നോക്കുക. വാട്ട് ഇസ് y ഇന്റർസെപ്റ്റ് നോക്കുക. എന്താ y ഇന്റർസെപ്റ്റിന്റെ ഫോർമുല? 2 × f² - എന്തായിരിക്കും? f² എന്താ അവിടെ? 3 ആണ്. അപ്പോൾ 3² + that. അപ്പോൾ 19 + 3 വരും. അപ്പോൾ 22 വരും അല്ലേ? 2√22 വരും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എ സർക്കിൾ ടച്ചസ് y ആക്സിസ്. നോക്കൂ, ഒരു സർക്കിള് x ആക്സിസിനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എപ്പോഴാണ് ഒരു സർക്കിൾ x ആക്സിനെ ടച്ച് ചെയ്യുക? സർക്കിൾ ടച്ചസ് x ആക്സിസ് if എപ്പോഴാണ് ഒരു സർക്കിൾ x ആക്സിനെ ടച്ച് ചെയ്യുക? ഇതാണ് x ആക്സിസ്. ഇത് x ആക്സിനെ ഇങ്ങനെ ടച്ച് ചെയ്യണമെങ്കിൽ എന്താണ്? ഇതിപ്പോൾ HK ആണെങ്കിൽ ഇത് mod k ആവും. അതായത് mod k ഷുഡ് ബി ദ റേഡിയസ്. HKയുടെ mod k ആയിരിക്കും റേഡിയസ്. If the circle touches x-axis, the modulus of the ordinate of the center will be the radius. ഒരു സർക്കിൾ എപ്പോഴും y-axis ടച്ച് ചെയ്യാം. ഇതിപ്പോൾ HK ആണെങ്കിൽ what is the radius? It will be mod h. അപ്പം modulus of the abscissa of the center will be the radius if the circle touches y-axis. അത് രണ്ടും ഓർക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഇതാണ് ലൈൻ. y = x + y = 0. y = -x. Passing through the origin, making an angle 135 degrees with x axis. അപ്പോൾ ഒരു സർക്കിൾ ഉണ്ട്.
ഇതിനെയും തൊടുന്നുണ്ട്, വൈ ആക്സിസും തൊടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിൻ്റെ മിഡ് പോയിന്റിൻ്റെ ലോക്കസ് എന്താണെന്ന് വെച്ചാൽ, മിഡ് പോയിന്റ് അല്ല, സെൻറ്ററിൻ്റെ ലോക്കസ് എന്താ? വാട്ട് ഇസ് ദ ലോക്കസ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദാറ്റ് സർക്കിൾ? കാരണം ഇങ്ങനെ എത്ര സർക്കിൾസ് ഉണ്ടാവും? ഇഷ്ടംപോലെ സർക്കിൾസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വരയ്ക്കാം, ഇഷ്ടംപോലെ സർക്കിൾസ് ഉണ്ടാവും. അപ്പോൾ അതിന് മിഡ് പോയിന്റിൻ്റെ ലോക്കസ് ഉണ്ടാവും. അപ്പോൾ വാട്ട് ഇസ് ദ ലോക്കസ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് ഓൾ, ലോക്കസ് ഓഫ് സെൻറ്റേഴ്സ് ഓഫ് ഓൾ സച്ച് സർക്കിൾസ് ടച്ചിങ് വൈ ആക്സിസ് ആസ് വെൽ ആസ് y is equal to -6. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യുക? ടേക്ക് ദ പോയിന്റ് വെർ യു വാണ്ട് ടു ഫൈൻഡ് ദ ലോക്കസ് ആസ് x1 y1. ഇത് x1 y1 ആണ്. എന്താ? ഈ ലെങ്ത്തും x1 y1 നമ്മൾ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ലെങ്ത്തും സെയിം ആയിരിക്കും. ഈ ലെങ്ത് എന്തായിരിക്കും? റേഡിയസ്. അപ്പോൾ ഇറ്റ് ഇസ് മോഡ് x1 അല്ലേ? y ആക്സിസ് തൊടുന്നില്ലേ? അപ്പോൾ മോഡ് x1 ആണ് റേഡിയസ്. വാട്ട് വിൽ ബി ദിസ് ലെങ്ത്? This length is the distance from x1 y1 to this line. What is the distance from a point to a line? ax1 plus by1 plus c by under root a square plus b square. അപ്പോൾ ഈ ലെങ്ത് ഇതിപ്പോൾ o ആണ്, ഇതിപ്പോൾ a ആണ്, ഇത് b ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? OA will be equal to OB. Now what is OA? OA is mod x1. And what is mod B? Mod OB is this length, distance from x1 y1 to that line. Distance from a point to a line is modulus of ax1 plus by1 plus c by under root a square plus b square. അപ്പോൾ x1 y1 എന്നുള്ള പോയിന്റ് ഇങ്ങോട്ടേക്ക് ദൂരമാണ്. ഇറ്റ് ഇസ് x1 plus y1 divided by √2 the whole square. √2, that's all. അത് സ്ക്വയർ ചെയ്യുക, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്യുക. അപ്പം എന്ത് കിട്ടും? x square equals x plus y by 2 the whole square. x1 പകരം x എഴുതിക്കോളൂ, y1 പകരം y എഴുതിക്കോളൂ. കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. സിംപ്ലിഫൈ ദ ആൻസർ ആയി. അപ്പോൾ എത്ര ആൻസർ കിട്ടാം? 4x1 square. 4x square equals x square plus √2 square ആണ്. √2 square ആണ്. This is √2 square ആണ്. അപ്പോൾ 2a വരും. അപ്പോൾ 2x square is equal to x plus y the whole square. x square plus y square plus 2xy. What is the answer? X square minus y square equal to 2xy. അല്ലേ? Square minus y square equals 2xy. But this is answer. Option D is answer. Question number 67. If a circle C passing to the point 4, 0 touches the circle this externally at the point 1, -1, then the radius of the circle C is. അതായത് ഒരു സർക്കിൾ ഉണ്ട്, ഇതാണ് സർക്കിൾ. ഈ സർക്കിള് തന്നിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ ഇക്വേഷനാണ് സർക്കിൾ C passing to the point 4, 0. ഇതാണ് സർക്കിൾ C. It passes through the point 4, 0 and touches externally this circle. This circle equation is x square plus y square plus 4x minus 6y minus 12 equals 0. By the center in the it touches at the point 1, -1. This point is 1, -1. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചോദ്യം എന്താ? ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്താണെന്ന ചോദ്യം. ശരിക്കും പറഞ്ഞാൽ സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാൻ പറ്റും. അവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. കൺസെപ്റ്റ് എന്താ വെച്ചാൽ, വാട്ട് ഇസ് ദ ഇക്വേഷൻ? സപ്പോസ് യു ഹാവ് എ ലൈൻ ടച്ചിങ് എ സർക്കിൾ അറ്റ് ദ പോയിന്റ് x1, y1. Suppose the point is given and the line is given. Suppose the equation to a line is L equals 0. ആ ലൈനിൻ്റെ ഇക്വേഷൻ L equals 0 ആണ്. ആ ലൈൻ സർക്കിളിന് തൊടുന്ന പോയിന്റ് x1 ആണ്. ഇങ്ങനെ എത്ര സർക്കിൾസ് വരയ്ക്കാൻ പറ്റും? ഇഷ്ടം പോലെ സർക്കിൾ അല്ലേ? ഇങ്ങനെ സർക്കിൾ വരയ്ക്കാൻ പറ്റും, ഇങ്ങനെ സർക്കിൾ വരയ്ക്കാൻ പറ്റും, ഇങ്ങനെ സർക്കിൾ വരയ്ക്കാൻ പറ്റും, ഇങ്ങനെ സർക്കിൾ, ഇങ്ങനെ വരയ്ക്കാൻ ഇഷ്ടംപോലെ സർക്കിൾ വരയ്ക്കാൻ പറ്റും. യു ക്യാൻ ഹാവ് എ ഫാമിലി ഓഫ് സർക്കിൾസ്. ശരിക്കും അത് സിലബസിലില്ല, ഫാമിലി ഓഫ് സർക്കിൾസിൽ സിലബസിലില്ല. പക്ഷെ എന്നാലും ഇത് പഠിച്ചോളൂ, ഈ ഫോർമുല പഠിച്ചോളൂ. ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ അറിയോ? ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ ഇറ്റ് ഇസ് x minus x1. ഇവിടെ എന്താണ്? പോയിന്റ് തന്നിട്ടുണ്ട്, ലൈൻ തന്നിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചത്. ആ സർക്കിൾ യുണീക്ക് അല്ല, ആ സർക്കിൾ കുറേ എണ്ണം ഉണ്ടാവും. ആ സർക്കിളിൻ്റെ ഇക്വേഷനാണ് x minus x1 സ്ക്വയർ പ്ലസ് y minus y1 സ്ക്വയർ പ്ലസ് ലാംഡ ഇൻറ്റു L ഈക്വൽ 0.
ഇതിൽ എൽ അറിയാം, x1 y1 അറിയാം. അപ്പോൾ ലാംഡ ഇങ്ങനെ മാറുമ്പം ഇറ്റ് റിപ്രസെൻറ്റ് ഡിഫറെൻറ്റ് സർക്കിൾസ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യാം. അതിവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താ, ഈ സർക്കിളിൻ്റെ ഇക്വേഷനാണ് കണ്ടത്. അപ്പോൾ ഈ പോയിന്റ് 1, -1 ആണ്. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ കാണാം, ഈ ടാൻജൻ്റ് ഇക്വേഷൻ കാണാം. ടാൻജൻ്റ് ഇക്വേഷൻ കാണാൻ അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താ ലൈനിൻ്റെ ഇക്വേഷൻ? സ്ലോപ്പ് m ആണെങ്കിൽ y - y1 ഈക്വൽസ് m into x - x1. അപ്പോൾ ഇഫ് യു നോ ദ വാല്യൂ ഓഫ് m, ദ പ്രോബ്ലം ഇസ് ഡൺ. m കിട്ടിയാൽ പണി കഴിഞ്ഞു. m കാണാൻ എന്താ വഴി? സ്ലോപ്പ് m is the slope of this line. Slope of the line is the tangent to the curve at that point. അല്ലേ? അപ്പോൾ ഈ കർവിൻ്റെ 1 - 1 എന്നുള്ള പോയിന്റിലുള്ള ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ടാൻജൻറ്റ് സ്ലോപ്പ് കാണാം? ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് കാണാം. അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x plus 2y dash plus 4 minus 6y dash equal to 0 വരും. അപ്പോൾ y dash എന്തായിരിക്കും? y dash into 2y minus 6 is equal to minus 2x minus 4, right? Or y dash is equal to minus x minus 2 divided by y minus 3. ശരിയല്ലേ? Therefore, what is y dash at that point? Y dash at that point is m. എക്സിന് പകരം 1 കൊടുക്കുക, വൈക്ക് പകരം -1 കൊടുക്കുക. അപ്പോൾ എക്സിന് പകരം 1 കൊടുത്താൽ -3 വരും, വൈക്ക് പകരം -1 കൊടുത്താൽ -4 വരും. അപ്പോൾ സ്ലോപ്പ് 3/4 ആണ്. ഈ എമ്മിന് പകരം 3/4 കൊടുക്കുക. അപ്പോൾ y + 1 ഈക്വൽസ് 3/4 into x - 1 വരും അല്ലേ? അപ്പോൾ ആ വരയുടെ ഇക്വേഷൻ കിട്ടും അല്ലേ? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇറ്റ് ഇസ് 3x - 4y, ഇവിടെ +4 വരും, അവിടെ 3 വരും, 7 = 0. ഇത് ശരിയാണോ നോക്കാൻ ഈ പോയിന്റ് ഇതിലുണ്ടോ നോക്കിയാൽ മതി. 1 ഇതിൽ കൊടുക്കുക, 3 + 4 7, അപ്പോൾ -7 ആണല്ലോ. ഇവിടെ 4, ഇവിടെ -3, അപ്പോൾ -7 ആണ്. 3/4 അല്ലേ? y + 1 4y 3x - 4y + 4, അപ്പോൾ -7 ആണ്. ഇവിടെ -7 ആണ്. ഞാൻ ചെക്ക് ചെയ്തത് എന്താ അറിയോ? 1 - 1 കൊടുക്കുക. അപ്പോൾ 3 + 4 7 അല്ലേ? 7 - 7 0. ശരിയല്ലേ? അപ്പോൾ ദാറ്റ്സ് എ ലൈൻ. അപ്പോൾ എന്തായിരിക്കും ആ സർക്കിൾ ഇക്വേഷൻ? അപ്പോൾ സർക്കിൾ ഇക്വേഷൻ വിൽ ബി, ഈ സർക്കിൾ ഇക്വേഷൻ എന്തായിരിക്കും? അപ്പം ഇറ്റ് ഈസ് x minus 1 square plus y plus 1 square plus lambda times 3x minus 4y minus 7 equals 0. ഇങ്ങനെ ഒരുപാട് സർക്കിൾസ് ഉണ്ടാവും. പക്ഷെ ആ സർക്കിൾ ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ എപ്പം ഫോഴ്സിൽ കൂടി പാസ് ചെയ്യുന്നു എന്ന് വരുമ്പോൾ. അപ്പോൾ ഫോഴ്സിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഒരു യുണീക്ക് വാല്യൂ ഓഫ് ലാംഡ ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ സർക്കിളിൽ 4 0 ഉള്ളതുകൊണ്ട് അതിന് ലാംഡയുടെ വാല്യൂ കാണും. ഈ 4 0 ലൈസ് ഓൺ ഇറ്റ്. അപ്പോൾ 4, 0 ലൈസ് ഓൺ ദിസ് സർക്കിൾ. അപ്പോൾ എന്ത് വരും? 4 കൊടുത്താൽ എന്താ കിട്ടുക? 4 - 1 3 9 plus 1 plus lambda into 4 കൊടുത്താൽ എന്താ കിട്ടുക? 12 minus 7 equal to 0 അല്ലേ? അപ്പോൾ 10 plus 5 lambda 0 ആണ്. അപ്പോൾ ലാംഡയുടെ വാല്യൂ എന്താ? -2. ഈ ലാംഡ അതിൽ പ്ലഗ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ കിട്ടിയില്ലേ? വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് ദാറ്റ് സർക്കിൾ? ദിസ് ഇക്വേഷൻ ടു എ സർക്കിൾ ഇസ് x minus 1 square plus y plus 1 square minus 2 into 3x plus minus 4y minus 7 equals. കുറച്ച് ലെങ്തിയാണ് ചോദ്യം, എന്നാൽ ഇറ്റ്സ് വർത്ത് ഡൂയിങ് കേട്ടോ. കുറച്ച് ലെങ്തിയാണ്, എന്നാലും അത് വർത്ത് ഡൂയിങ് ആണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇറ്റ് ഇസ് x square plus y square minus, ഇവിടെ -2x ഉണ്ടാവും, ഇവിടെ -6x ഉണ്ടാവും, -8x, ഇവിടെ +2y ഉണ്ടാവും, ഇവിടെ +6y ഉണ്ടാവും, +8y, ഇവിടെ 1 + 1 2 ഉണ്ടാവും, അവിടെ 14 ഉണ്ടാവും, 16
ഈക്വൽസ് 0. ഇതാണ് ഇക്വേഷൻ ടു ദാറ്റ് സർക്കിൾ. ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. അതിൻ്റെ റേഡിയസാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ എന്താ ചോദിച്ചാൽ ഒരു സെൻറ്റർ എന്തൊക്കെ ചോദിക്കാമല്ലോ, സെൻറ്റർ ചോദിക്കാം, റേഡിയസ് ചോദിക്കാം, ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇതിൽ സെൻറ്റർ എന്താ, സെൻറ്റർ ഇസ് 4, -4 ആണ് സെൻറ്റർ. ആൻഡ് വാട്ട് ഇസ് ദ റേഡിയസ്? ഇറ്റ് ഇസ് റൂട്ട് ഓഫ് 16 + 16 - 16 അല്ലേ? റേഡിയസ് ഇസ് 4 is answer. 4 is answer. ഇത് നല്ല ചോദ്യമാണ്. എങ്ങനെ ചോദിക്കാറിയത്? ഈ ഇതേ കഥ പറഞ്ഞിട്ട് if alpha beta is the center of that circle and gamma is the radius, what is mod alpha plus mod beta plus mod gamma? എങ്ങനെ ചോദിക്കാം? What is alpha square plus beta square plus gamma square? ചോദിക്കാം. Integer type ആയിട്ട് അല്ലേ? അപ്പോൾ alpha beta is the center, means center is 4 - 4. And gamma is the radius, means what is gamma? Gamma is also 4. What is mod alpha plus mod beta plus mod gamma? 4 + 4 + 4 12. Alpha plus beta plus gamma എന്താ ചോദിക്കാം? It will be 4. Alpha square plus beta square plus gamma square എന്താ ചോദിക്കാം? അല്ലേ? 16 അല്ലേ? റൈറ്റ്. 16 അല്ലേ? ശരിയാണ്. 16. ഓക്കെ, താങ്ക് യു. നല്ല ചോദ്യമാണ് കേട്ടോ. അപ്പോൾ എത്ര വേണമെങ്കിലും ആ ചോദ്യം മോഡിഫൈ ചെയ്യാം. 2019 ചോദിച്ചതല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെയും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി 68. y plus 3x = 0 is the equation of a chord of the circle. Then the equation of the circle with its chord as diameter. ഇവിടെ നിങ്ങളൊരു കാര്യം പഠിക്കണം. ഒരു സർക്കിൾ എടുത്തോളൂ. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഈ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ് x1, y1, x2, y2 ആണ് ചോദിക്കും. If x1, y1, x2, y2 are the extremities of the diameters of a circle, what is the equation to that circle? The equation to that circle is given by x minus x1 into x minus x2 plus y minus y1 into y minus y2 equal to 0. That's the equation. Equation to the circle holds extremities of diameters given x minus x1 into x minus x2 plus y minus y1 into y minus y2 equals 0. That's the equation to the circle. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ സർക്കിള് എന്തായാലും ഒറിജിൻ കൂടി പാസ് ചെയ്യുന്നത്. കാരണം x 0 കൊടുത്താൽ y 0 അല്ലേ? ഇതിൻ്റെ എന്താ പറയുക, ഇറ്റ് പാസസ് ടു ദ ഒറിജിൻ. മാത്രമല്ല ഇറ്റ് സെൻറ്റർ ഇസ് ഓൺ x ആക്സിസ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ എവിടെയാ? -15, 0 ആണ് സെൻറ്റർ. റേഡിയസ് ഇസ് ഓൾസോ ഈ പോയിന്റ് 15, 0 ആണ്. 15, 0 is the center. Radius is also 15. അപ്പോൾ that's a circle. അപ്പോൾ എന്തായാലും ഇതും അതെ ഒറിജിൻ കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പോയിന്റ് ഇത് ഒറിജിനാണ്. നമ്മളോട് ചോദിച്ചത് എന്താ? വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു ദിസ് സർക്കിൾ ചോദിച്ചത്. ഇക്വേഷൻ ടു ദിസ് സർക്കിൾ, ഈ സർക്കിൾ എന്താണെന്ന ചോദ്യം. ഇക്വേഷൻ ടു ദിസ് സർക്കിൾ നമ്മോട് ചോദിച്ചത് ഈ സർക്കിളാണ്. ഈ സർക്കിളാണ്. ഈ സർക്കിളിലെ ഇക്വേഷൻ ചോദിച്ചാൽ കേട്ടോ. whose diameter is this. ഈ സർക്കിളിലെ ഇക്വേഷൻ ചോദിച്ചാൽ ഇക്വേഷൻ സർക്കിൾ വിത്ത് എക്സ്ട്രീമിറ്റി ഓഫ് ഡയമീറ്റർ ദിസ് ഗിവൺ. അപ്പോൾ ഈ പോയിന്റ് 0, 0 ആണ്. ഈ പോയിന്റ് കിട്ടിയാൽ പണി കഴിഞ്ഞില്ലേ? ഇഫ് യു നോ ദിസ് പോയിന്റ് ദ പ്രോബ്ലം ഇസ് ഡൺ. ഇഫ് യു നോ ദിസ് പോയിന്റ് ദ പ്രോബ്ലം ഇസ് ഡൺ. അപ്പോൾ എന്താ, ഈ പോയിന്റ് ഈ ലൈനും ഈ സർക്കിളിനും കൂടി പോയിന്റ് സെക്ഷൻ അല്ലേ? അപ്പോൾ സോൾവ് ചെയ്താൽ പോരെ. അപ്പോൾ എന്താ, ഇവിടെ ഈ ലൈൻ്റെ ഇക്വേഷൻ എന്താ? y is equal to -3x ആണ്. അപ്പോൾ y equal to -3x ഇതിൽ സോൾവ് ചെയ്യും. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? x² പ്ലസ് y² പകരം -3x ഹോൾ സ്ക്വയർ എഴുതാം. -30x equals 0. This simplify that 9x² ആണ്, 10x² വരും. അപ്പോൾ 10x² -30x 0 ആണ്. അപ്പോൾ 10x can be taken outside. അപ്പോൾ 10x into x minus 3 equal to 0. അപ്പോൾ രണ്ട് പോയിന്റ്സ് കിട്ടും, 0, 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആവാം, എക്സിൻ്റെ വാല്യൂ 3 ആവാം. കഴിഞ്ഞില്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആവുന്നതാണ് ഈ പോയിന്റ്. അപ്പോൾ ഇതിലെ പോയിന്റ് എന്താ? ഇത് ഒരു പോയിന്റ് 3 ആണ്, എക്സ് കോർഡിനേറ്റ് 3 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 3 ആണെങ്കിൽ വൈ കോർഡിനേറ്റ് എന്താ? -9 ആണ്. അപ്പോൾ ഇത് x1, y1, x2, y2 ആണെങ്കിൽ വാട്ട്സ് ഇക്വേഷൻ ദാറ്റ് സർക്കിൾ?
x minus x1 into x minus x2 plus y minus y1 into y minus y2 equals 0. അല്ലേ? അപ്പോൾ what is the equation? It is x minus 0 into x minus 3 plus y minus 0 into y plus 9 is equal to 0. That's the equation. X minus 0 into x minus 3 plus y minus 0 into y plus 9 equals 0. Simplify when it is x square plus y square minus 3x plus 9y is equal to 0. That's the equation. X square plus y square minus 3x plus 9y is equal to 0. B is answer. അപ്പോൾ ആ ഫോമിൽ അറിഞ്ഞാൽ മതി, സിമ്പിളാണ്, സോൾവ് ചെയ്ത്. ഇനി the circle intersects the line at two distinct points. ഇത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു സർക്കിള്, നമുക്കൊരു സർക്കിളും ലൈൻ തന്നാൽ ഇങ്ങനെ ആവാം, ഇങ്ങനെ ആവാം, ഇങ്ങനെ ആവാം. എപ്പോഴാണ് ഇത് സംഭവിക്കുക? സെൻറ്ററിൽ നിന്ന് ലൈനിലേക്കുള്ള ദൂരം റേഡിയസിനേക്കാൾ ബിഗർ ആണെങ്കിൽ. എപ്പോഴാണ് ഇത് സംഭവിക്കുക? ഇത് സംഭവിക്കുകയാണെങ്കിൽ ടാൻജന്റ് പറയാം. ഇതെപ്പോഴാണ് സംഭവിക്കുക? ഈക്വൽ ആയാൽ, സെൻറ്ററിൽ നിന്ന് ലൈനിലേക്കുള്ള ദൂരം ഈക്വൽ ടു റേഡിയസ് ആയാൽ ടാൻജന്റ് ആവും. ഇങ്ങനെയാണെങ്കിൽ ഇന്റർസെക്റ്റ് ചെയ്യും. സെൻറ്ററിൽ നിന്ന് ലൈനിലേക്കുള്ള ദൂരം റേഡിയസിനേക്കാൾ കുറവായാൽ, if the distance from the center to the line is less than the radius, it will cut. ആ ലൈനിനെ കട്ട് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് ഇവിടെയാണ് പോയിന്റ്, ഇത് കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ദൂരം എന്തായാലും റേഡിയസിനേക്കാൾ കുറവാണ്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾക്ക് അറിയാം, ഈ പോയിന്റിന്റെ സെന്റർ എന്താ? ഈ സർക്കിളിന്റെ സെന്റർ എന്താ? -4x -8y -5 ആണ്. അപ്പോൾ വാട്ട് ഇസ് ഇക്വേഷൻ? ഇത് സിംപ്ലിഫൈ ആവും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ -4x -8y -5 ഈക്വൽ 0 ആണ്. അപ്പോൾ അതിലെ സെന്റർ എന്താ? 2,4 ആണ്. അതാണ് സെന്റർ. റേഡിയസ് എന്താ? ദിസ് ഇസ് ദ റേഡിയസ്. വാട്ട് ഇസ് ദ റേഡിയസ്? റേഡിയസ് വേണ്ട തോന്നുന്നു. റേഡിയസ് വേണം. വാട്ട് ഇസ് ദ റേഡിയസ്? Radius is equal to root of g square plus f square minus c. Radius is root of g square plus f square minus c. It is g square root of 4 plus 16 plus 5. Root of 4 plus 16 minus 5. g square plus f square minus c. Minus c ആവുമ്പോൾ പ്ലസ് 5 അല്ലേ വരിക? 9 25 അല്ലേ വരിക? 9ഉം അതെ 25 വരിക. 25 ആകുമ്പോൾ 5. അപ്പോൾ ഇത് 5 ആണ്. റേഡിയസ് ഇസ് 5. അപ്പോൾ ആക്ച്വലി എന്താ? കട്ട് ചെയ്യണം. കട്ട് ചെയ്യണമെങ്കിൽ എന്താണ്? ദൂരം എന്തായാലും റേഡിയസിനേക്കാൾ കുറവാണ്. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ അറിയാം. എന്താ ലൈൻ്റെ ഇക്വേഷൻ? 3x minus 4y minus m equals 0 ആണ്. അപ്പോൾ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദിസ് ലൈൻ? Distance from this point to this line should be less than 5. What is the distance from a point to a line? Modulus of ax1 plus by1 plus c by under root a square plus b square. But distance of the point, distance should be always less than the radius. Radius is 5. Distance in the formula in the ax1 plus by1 plus c by under root a square plus b square. Now 3, 4, 2, 4 the point illi kodukka. So 3 into 2 minus 4 into 4 minus m divided by under root a square plus b square. 3 square plus 4 square. So simplify, that's all. 3 square plus 4 square 25 ആണ്. root 25 5 ആണ്. 5 അങ്ങോട്ട് കൊണ്ടുപോയാൽ 25 ആവും അല്ലേ? 25 ആവും. ഇവിടെ ലെസ് ദാൻ വരും. ഇവിടെ 3 to 6 6 minus 16 ആകുമ്പോൾ 10 വരും. 10 plus m വരും. പോസിറ്റീവ് വാല്യൂ അല്ലേ? നിങ്ങൾക്കറിയാം ലെസ് ദാൻ ആണ്. നിങ്ങൾക്കറിയാലോ മോഡുലസ് എക്സ് ലെസ് ദാൻ കെ ആണെങ്കിൽ എന്താ വരും മക്കളെ? Less than 25. You know modulus of x. Modulus of x less than k means what? Modulus of x less than k means what? X is lying between minus k and plus k. X is lying between minus k and plus k. Minus k and plus k in the ഇടയിൽ കിടക്കും. അപ്പോൾ ഇവിടെ 10 plus m ഇതിനിടയിൽ കിടക്കണം. 25 minus 25 ഇടയിൽ കിടക്കണം. 10 plus m should lie between minus 25 and plus 25. Right? Clearly, മക്കളെ? Right? Ready അല്ലേ? 10 plus m എന്തിനിടെ കിടക്കണം? minus 25 plus 25 ഇടയിൽ കിടക്കണം. അപ്പോൾ what is m? m എവിടെ കിടക്കണം? 10 കൊണ്ട് ഒന്നായിട്ട് സബ്ട്രാക്ട് ചെയ്തോളൂ. 15 minus 35 ഇടയിൽ കിടക്കണം. m should lie between minus 35 and 15. B is answer.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ വേണമെങ്കിൽ ടാൻജന്റ് ആവാം അല്ലെങ്കിൽ തൊടാതിരിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയും ചോദിച്ചു വയ്ക്കാം, ഇങ്ങനെ ചോദിച്ചു വയ്ക്കാം, ഇങ്ങനെ ചോദിച്ചു വയ്ക്കാം. ഇവിടെ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഇൻ്റർസെക്റ്റ് ചെയ്യാനുള്ള കണ്ടീഷനാണ്. ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പം എം ഇവിടെ കിടക്കണം. ഓക്കെ, അടുത്തത് എന്താണ്? വൺ ഓഫ് ദ ഡയമീറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ ഈസ് എ കോർഡ്. 2004 ചോദിച്ചാണ് JEE അഡ്വാൻസ്. കഴിഞ്ഞ 2024 ആദ്യത്തെ സെഷനിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. One of the diameters of the circle is a chord to a circle with center at this, center 2, 1. Then the radius of the circle is this. Watch. അപ്പോൾ ചോദ്യം ഇതാണ്, ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ് x² + y² - 2x - 6y + 6 = 0. ഇത് കോഡാണ്, സെൻറ്റർ കൂടി പാസ് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്റർ എന്താ മക്കളെ? ഇതിൻ്റെ സെൻറ്റർ 1,3 ആണ്. ഇതിന്റെ റേഡിയസ് എന്താ? 1. What is the radius of this circle? Radius is root of g² + f² - c. g² + f² - c. It is root of g² is 1 + f² is 9 - c is 6. എത്ര വരിക? 9 6 പോയ 3 3 1 4 4ന്റെ റൂട്ട് 2. റേഡിയസ് ഇസ് 2. അപ്പോൾ ഇത് 2 ആണ്. ഈ ലെങ്ത് 2 ആണ്. ഇതും 2 ആണ്. ഇതും 2 ആണ്. നമ്മളോട് ചോദിച്ചത് എന്താ? Our question is, you are interested in finding the value of ഇങ്ങനെ ഒരു സർക്കിൾ കാണണം. You have to find this circle. ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് ചോദിച്ചത്. വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു ദ സർക്കിൾ whose center is at, ഇവിടെ സെന്റർ എന്താ? അതിന് സെന്റർ എന്താ? സെന്റർ is at 2, 1. ഈ 2, 1 എന്നുള്ള എന്തായാലും ആ സർക്കിളിന്റെ പുറത്താണ്. ഈ 2, 1 ഇതിൽ കൊടുത്തു നോക്കൂ. 2, 1 എന്നുള്ള പോയിന്റ് ഇതിൽ കൊടുത്തു നോക്കൂ. 4 + 1 - 4 - 6 + 6 പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആയിട്ട് എന്തായാലും പുറത്താണ്. അപ്പൊ 2, 1 എന്നുള്ള പോയിന്റ് ഈ സർക്കിളിന്റെ മുകളിൽ പുറത്താണ്. യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫൈൻഡിങ് ദ റേഡിയസ് ഓഫ് ദ ബ്ലൂ സർക്കിൾ. ആ ബ്ലൂ സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്കറിയാലോ ഈ ദൂരം നമുക്കറിയാം. ഇതായിരിക്കില്ലേ അതിൻ്റെ റേഡിയസ്? ഈ ലെങ്ത് ആയിരിക്കും അതിൻ്റെ റേഡിയസ്. ഈ ലെങ്ത് ആയിരിക്കും ആ ബ്ലൂ സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ ഈ ട്രയാങ്കിൾ പൈത്തഗോറസ് ഉപയോഗിച്ചാൽ മതി അല്ലേ? ഈ ലെങ്ത് 2 ആണ്. ഇതാണ് 6. വാട്ട് ഇസ് ദിസ് ലെങ്ത്? ഡിസ്റ്റൻസ് ഫ്രം 2, 1 ടു ദിസ് ലൈൻ. ഈ ലൈൻ്റെ ഇക്വേഷൻ അറിയാം. ഈ ലൈൻ്റെ ഇക്വേഷൻ എന്താ തന്നിട്ടുണ്ട്? എന്താ ലൈൻ്റെ ഇക്വേഷൻ? One of the diameters is a chord. ഇക്വേഷൻ വേണ്ടല്ലോ. 1, 3 എന്നുള്ള ദൂരം പോരെ? 1, 3 എന്നുള്ള പോയിന്റിൽ നിന്ന് 2, 1 ദൂരം മതി. അപ്പോൾ വാട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 1, 3 and 2, 1? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്താ? x2 - x1² + y2 - y1² അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിപ്പോൾ A ആയിക്കോട്ടെ, ഇത് B ആയിക്കോട്ടെ, ഇത് C ആയിക്കോട്ടെ. അപ്പോൾ AC² = AB² + BC². അപ്പോൾ AC² ആണ് R². R² = AB². AB² എന്താ? 2 - 1², that is 1, plus 1 - 2², that is 4, plus BC². BC² എത്ര? 2², that is 4. So what is R²? 4 4 8 1 9 അല്ലേ? R² = 9 or R = 3. 3 is answer. This is a very good question കേട്ടോ. വേണമെങ്കിൽ ആ സർക്കിളിൻ്റെ ഇക്വേഷൻ ചോദിക്കാം, ആ സർക്കിളിൻ്റെ റേഡിയസ് ചോദിക്കാം, പിന്നെ ആ സർക്കിൾ ഓർത്തോഗോണലാണോ ചോദിക്കാം. എപ്പോഴാണ് 2 സർക്കിൾസ് ഓർത്തോഗോണലാവുക? AB എന്താ പറയുക? 2G1 G2 + 2F1 F2 = C1 + C2. അത് ഓർത്താൽ നല്ലതാണ്. ഓർത്തോഗോണാലിറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് AB² ഷുഡ് ബി ഈക്വൽ ടു R1² + R2² ആയാലും ഓർത്തോഗോണലാവും. ഇത് ഓർത്തോഗോണലാവണമെന്നില്ല. ഓക്കെ, ഇനി നമുക്ക് പാരബോള കോണിക്സിലേക്ക് പോകാം. എന്താണ്? ബേസിക് ഡെഫിനിഷൻസ് ആണ്. ബേസിക് ഡെഫിനിഷനിലെ കോണിക്കിലെ പ്രത്യേകത, ഏത് കോണിക്കിൻ്റെയും പ്രത്യേകത എന്താണ്? ഒരു കോണിക് ഉണ്ടെങ്കിൽ ഇതാണ് ഫോക്കസ്, ഇതാണ് വേർട്ടെക്സ്. ഈ ദൂരത്തിൻ്റെ 2 ഇരട്ടിയായിരിക്കും ഈ ദൂരം. ഇത് A ആണെങ്കിൽ ഇത് 2A ആയിരിക്കും, ഇതും 2A ആയിരിക്കും. അപ്പോൾ ഈ ലെങ്ത്തിൻ്റെ ഡബിൾ ആണ്. ഈ ലെങ്ത്തിന് പറയാം ലാറ്റസ് റെക്റ്റം. ഈ ദൂരം തന്നെയാണ് ഇങ്ങോട്ട്, ഈ A തന്നെയാണ് എടുക്കുക. ഇതാണ് ഡയറക്ട്രിക്സ്. അപ്പോൾ 2-3 കൺസെപ്റ്റ്സ് ഉണ്ട്. എന്താ? We call this as vertex, we call this as focus.
Distance from the vertex to the focus will be equal to distance from the vertex to directrix. We call this as directrix. Distance between the vertex and directrix. ഇതിൻ്റെ ഈ ഫോക്കസിൻ്റെയും വേർട്ടെക്സിൻ്റെയും ദൂരത്തിൻ്റെ 4 ഇരട്ടിയായിരിക്കും ലാറ്റർ സെക്ടം. ഫോക്കസിൻ്റെയും വേർട്ടെക്സിൻ്റെയും ഡയറക്ട്രിക്സിൻ്റെയും ദൂരത്തിൻ്റെ 4 ഇരട്ടിയായിരിക്കും ലാറ്റർ സെക്ടം. ഫോക്കസും ലാറ്റർ സെക്ടം തമ്മിലുള്ള ദൂരത്തിൻ്റെ 2 ഇരട്ടിയായിരിക്കും ലാറ്റർ സെക്ടം. അതൊക്കെ കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ അതാണ് ഈ ചോദ്യം. If the length of lateral sectum of the parabola whose focus is A, the standard parabola അല്ല, focus is A, and the tangent at its vertex is x plus y is equal to A. ഈ ലെങ്ത് ഈ ലൈനാണ് x plus y is equal to A ആണ്, അല്ലെങ്കിൽ x plus y minus A equals 0 ആണ്. അങ്ങനെ and the lateral sectum is 16. What is mod A എന്നാ ചോദ്യം. അപ്പം നോക്കൂ, ഈ ലെങ്ത് കാണാം, ഈ ലെങ്ത്തിൻ്റെ 4 ഇരട്ടിയാണ് ലാറ്റർ സെക്ടം. ഈ ഫോക്കസ് നിന്ന് ടാൻജന്റ് ഇത് വെർട്ടെക്സ്, ടാൻജന്റ് അറ്റ് വെർട്ടെക്സിന്റെ ലൈനാണ്. അപ്പോൾ ഈ ഫോക്കസ് നിന്ന് ഈ ലൈനിലേക്കുള്ള ദൂരം തന്നെയായിരിക്കും ഫോക്കസ് നിന്ന് വേർട്ടെക്സിലേക്കുള്ള ദൂരം. അപ്പം ഫോക്കസ് നിന്ന് വേർട്ടെക്സിലേക്കുള്ള ദൂരത്തിന്റെ 4 ഇരട്ടിയാണ് ലാറ്റർ സെക്ടർ ഉണ്ടാവുക. അപ്പോൾ എ എന്നുള്ള പോയിന്റ് നിങ്ങളുടെ ദൂരം എത്രയാണ്? ഇറ്റ് ഇസ് അഗെയിൻ ഫോർമുല എന്താ? ax1 plus by1 plus c by under root a square plus b square. അപ്പോൾ എ എന്നുള്ള പോയിന്റ് നിങ്ങളുടെ ദൂരം എത്രയാണ്? a plus a minus a ഡിവൈഡഡ് ബൈ √2 മോഡുലസ്. അതിൻ്റെ 4 ഇരട്ടിയായിരിക്കും എന്ത്? ലാറ്റർ സെക്ടർ. ദാറ്റ്സ് ഓൾ അല്ലേ? ഡിസ്റ്റൻസ് ഫ്രം ദ ഫോക്കസ് ടു ദ വേർട്ടെക്സിൻ്റെ 4 ടൈംസ് ആയിരിക്കും ലാറ്റർ സെക്ടർ ഉണ്ടാവുക. അപ്പോൾ ദിസ് a and a will go off. This 4 will go here 4 times. For a, mod a will be 4√2. 4√2 is answer. No, yes, 4√2 is answer. അതേ ഷിഫ്റ്റ് ചോദിച്ച അതേ സെഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. കണ്ടോ? അതേപോലത്തെ ചോദ്യം അല്ലേ? നോക്കൂ. The vertex of the parabola is 2, -1. Equation of the directrix is this. What is the length of ലാറ്റർ സെക്ടം? നോക്കൂ, വേർട്ടെക്സിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരത്തിന്റെ 4 ഇരട്ടിയായിരിക്കും ലാറ്റർ സെക്ടം അല്ലേ? വേർട്ടെക്സിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരത്തിന്റെ 4 ടൈംസ് ആയിരിക്കും ലാറ്റർ സെക്ടർ ലെങ്ത്. അപ്പോൾ ഈ ദൂരം കാണാം, അതിൻ്റെ 4 ഇരട്ടി. എന്താ ഈ ദൂരം? ഇറ്റ് ഈസ് മോഡുലസ് ഓഫ് 4 ഇൻറ്റു എന്താ ഫോർമുല? ax1 plus by1 plus c by under root a square plus b square. അപ്പം 2 - 1 ഇടയ്ക്കുള്ള ദൂരം കാണാം. ഇറ്റ് ഇസ് 4 × 2 - 3 × -1 -21 ഡിവൈഡഡ് ബൈ root of a square plus b square. ഇതാണ് ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് ഡയറക്ട്രിക്സ്. അതിൻ്റെ 4 ഇരട്ടി ഇതായിരിക്കും ലാറ്റർ സെക്ടർ ലെങ്ത്. ഓക്കെ. അപ്പോൾ ഇതേ ചോദ്യം തന്നെ വേർട്ടെക്സ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്താ? ഫോക്കസും വേർട്ടെക്സും തന്നു. ഇവിടെ എന്താ വന്ന്? വേർട്ടെക്സും ഡയറക്ട്രിക്സും തന്നു. വേണമെങ്കിൽ ഇങ്ങനെ തരാം, ഫോക്കസും ഡയറക്ട്രിക്സും തരാം. ഫോക്കസും ഡയറക്ട്രിക്സും നിന്നാൽ ദൂരത്തിൻ്റെ ഇരട്ടിയായിരിക്കും ലാറ്റർ സെക്ടർ. റൈറ്റ്? അപ്പോൾ ദിസ് ഇസ് ആൻസർ. അപ്പോൾ ഇത് എത്ര ആൻസർ വരിക? 4 2 is 8. ഇവിടെ 3, 8 + 3 11, 11 ആകുമ്പോൾ 10, 2, 4 × 2 8. 8 is ആൻസർ അല്ലേ? അടുത്തത്, locus of the midpoint of the line segment joining the focus of the parabola to the moving point of the parabola is another parabola whose directrix is. അതായത് you are interested in taking the locus of a point. ലോക്കസ് ഓഫ് എ പോയിന്റ്. ഈ പോയിന്റ് ലോക്കസ് ആണ് കാണുന്നത്. എങ്ങനെ പോയിന്റ്? പാരബോള സ്റ്റാൻഡേർഡ് ആണ്. നോക്കൂ, y² = 4ax ആണ്. പാരബോള ഈസ് സ്റ്റാൻഡേർഡ്. y² = 4ax ആണ് പാരബോള. a0 ആണ് ഫോക്കസ്. ഇതൊരു മൂവിങ് പോയിന്റ് ആണ്. അപ്പോൾ മൂവിങ് പോയിന്റ് ആയിട്ട് ഇത് ജനറൽ പോയിന്റ് ആയിട്ട് എടുത്തോളൂ. വി ക്യാൻ ടേക്ക് ദിസ് പോയിന്റ് ആസ് 8t² 280. Any point, any general point on the parabola y² = 4ax is 8t² 280. Okay. അപ്പോൾ ഇത് x1 y1 ആയിട്ട് എടുക്കാം. യു ടേക്ക് ദിസ് പോയിന്റ് as x1 y1. ഇതിൻ്റെ ലോക്കസ് അല്ലേ കാണേണ്ടത്? ഏത് പോയിന്റിന്റെ ലോക്കസ് ആണോ കാണേണ്ടത് ആ പോയിന്റ് x1 y1 ആയിട്ട് എടുക്കണം. യു ടേക്ക് ദാറ്റ് പോയിന്റ് as x1 y1. അപ്പോൾ ഈ x1 y1 തമ്മിൽ ബന്ധിപ്പിക്കുക എങ്ങനെയാണ്? ഹൗ ടു ഫൈൻഡ് ദ ലോക്കസ്? ഈ രണ്ട് പോയിന്റിന്റെ മിഡ് പോയിന്റ് ആണ് x1 y1. അപ്പോൾ എന്ത് ചെയ്യണം? x1 will be at² പ്ലസ് a/2 ആണ് അല്ലേ? അതുപോലെ y1 എന്തായിരിക്കും? 280 + 0/2 ആണ്. അതിന് t കളഞ്ഞാൽ ലോക്കസ് കിട്ടില്ലേ? യു എലിമിനേറ്റ് t, യു ഫൈൻഡ് ദ ലോക്കസ്. ബോഡി ഗെറ്റ് സിംപ്ലിഫൈ എന്താ കിട്ടുക? ഈ 2 വെട്ടിപ്പോവും.
അപ്പോൾ ടിയുടെ വാല്യൂ എന്താ ഇവിടെ കിട്ടുക? y1/a. ഈ ടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2x1 is equal to a into ടിക്ക് പകരം y1² എഴുതാം പ്ലസ് എ. ഈ എയും ഈ എയും വെട്ടിപ്പോകും. എ കൊണ്ട് ഒന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2ax1 is equal to y1² plus a². What is the locus? Therefore, locus is instead of x1 you put x, instead of y1 you put y. അത്രയേ ഉള്ളൂ. അപ്പോൾ what do you get? y² equals 2ax minus a². ശരിയല്ലേ? അപ്പോൾ y² equals 2a into x, 2a പുറത്തെടുക്കുക, x minus a/2 വരും. ശരിയല്ലേ? അപ്പം അതാണ് പാരബോള. നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാരബോള ലോക്കസ് ഇസ് ദിസ് y² equals 2a into x minus a/2. അതാണ് അതിൻ്റെ ലോക്കസ്. അതായത് ഈ പോയിന്റ് ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പം ഇതിങ്ങനെ ഒരു പാരബോള കിട്ടും, കോൺസെൻട്രിക് പാരബോള അല്ലേ? അപ്പോൾ ഈ പാരബോളയുടെ ലക്ഷണം എന്തൊക്കെയാ പാരബോളയുടെ ലക്ഷണം? അതേപോലത്തെ പാരബോള തന്നെയായിരിക്കും, പക്ഷേ വേർട്ടെക്സ് എന്തായിരിക്കും ഇതിൻ്റെ? വേർട്ടെക്സ് വിൽ ബി a/2, 0 അല്ലേ? y മൈനസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സാധനം എന്താണ്? y മൈനസ് k ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4a into x minus h ആണെങ്കിൽ hk ആണ് അതിൻ്റെ വേർട്ടെക്സ്, 4a ആണ് അതിൻ്റെ ലാറ്റർ സെറ്റ് അല്ലേ? പാരബോള വിൽ ബി ലൈക്ക് ദിസ്. പാരബോള hk ആയിരിക്കും, ഇവിടെ ഈ പോയിന്റ് hk ആയിരിക്കും, 4a ആയിരിക്കും അതിൻ്റെ ഡയറക്ട്രിക്സ്. ഓക്കെ, അല്ല ലാറ്റർ സെറ്റ്. അപ്പോൾ ഈ പാരബോളയുടെ പ്രത്യേകത എന്തായിരിക്കും? 2a ആയിരിക്കും അതിൻ്റെ ലാറ്റർ സെറ്റ്, പകുതിയായിട്ട് കുറയും. 2a ആയിരിക്കും ലാറ്റർ സെറ്റ്. അപ്പം ഇതാണ് a/2 0 ആണ്. അപ്പോൾ ഇവിടുന്ന് ലേശം ദൂരം ഇങ്ങോട്ട്, ഇതാണ് അതിൻ്റെ ഫോക്കസ് ഉണ്ടാവുക. ഇവിടുന്ന് ലേശം ദൂരം അതേ ദൂരം ഇങ്ങോട്ട് എടുത്താൽ അതായിരിക്കും അതിൻ്റെ ഡയറക്ട്രിക്സ് ഉണ്ടാവുക. ഇസ് ദാറ്റ് ക്ലിയർ? റൈറ്റ്. അപ്പോൾ ഈ ദൂരം എന്തായിരിക്കും? ഈ ദൂരം, ഇത് ഫോക്കസ് ആണെങ്കിൽ ഈ ദൂരം എന്തായിരിക്കും? വേർട്ടെക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം ലാറ്റർ സെറ്റത്തിൻ്റെ 4/1. ലാറ്റർ സെറ്റം 2a ആണ്. അപ്പം 2aയുടെ 4/1 പറഞ്ഞാൽ 1/4. 2a/4 എത്രയാ? a/2. അപ്പോൾ ഈ ലെങ്ത് a/2 ആയിരിക്കും. അതുപോലെ ഈ ലെങ്ത് a/2 ആയിരിക്കും. അപ്പോൾ ഈ വേർട്ടെക്സ് a/2 0 ആണ്. അപ്പോൾ അത് a/2 ആകുമ്പോൾ ഇത് സ്റ്റാൻഡേർഡ് പാരബോള ഫേസ്ഡ് റൈറ്റ് സൈഡ്. a പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചോളൂ. a പോസിറ്റീവ് തന്നിട്ടില്ല, ട്രീറ്റ് ഇറ്റ് ആസ് പോസിറ്റീവ്. അപ്പോൾ a/2 ആണെങ്കിൽ വലത്തോട്ട് a/2 യൂണിറ്റ് അങ്ങോട്ട് നീക്കിയാൽ ഈ പോയിന്റ് എന്തായിരിക്കും? a, 0 ആയിരിക്കും. അതായിരിക്കും ഫോക്കസ്. അപ്പോൾ ഫോക്കസ് വിൽ ബി a, 0. അപ്പോൾ ഈ പാരബോളയുടെ ലാറ്റസ്റ്റ് വേർട്ടെക്സ് ഇസ് a/2 0, ഫോക്കസ് ഇസ് a 0. വാട്ട് ഇസ് എ ലാറ്റർ സെറ്റം? 2a. ഡയറക്ട്രിക്സ് എന്തായിരിക്കും? a/2 ഇങ്ങോട്ട് നീക്കുക. a/2 ഇങ്ങോട്ട് നീക്കിയാൽ ഈ പോയിന്റ് എന്താ? a/2 കുറച്ചാൽ 0 0 ആയിരിക്കും. 0 0 ആണെങ്കിൽ ഈ വരയുടെ പേരെന്താ? y ആക്സിസ് ഓർ x = 0. അപ്പോൾ x = 0 ആയിരിക്കും അതിൻ്റെ ഡയറക്ട്രിക്സ്. അപ്പോൾ ഇത് എന്തൊക്കെ ചോദിച്ചു നോക്കാം? ഈ പരിപാടിയുടെ ലോക്കസ്, അതായത് ലോക്കസ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് ദ line segment joining focus to any point on the parabola y² = 4x is another parabola called y² = 2a into x minus a/2, where 2a is the latter septum, a/2 0 is the focus, is a vertex, a0 is the focus, and y-axis x = 0 is the directrix. x = 0 ആണ് directrix അല്ലേ? ഇനി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇതും അത് നല്ല ചോദ്യമാണ്. ഇഫ് പി ഈസ് എ പോയിന്റ് ഓൺ എ പാരബോള y² = x + 2, ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യണം അപ്ലിക്കേഷൻസ് ആൻഡ് ഡെറിവേറ്റീവിൽ. ഇത് എന്തായാലും ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എല്ലാ കൊല്ലം ചോദിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്തായാലും ഏത് രീതിയിലും കാൽക്കുലസ് ആണ്, മിക്കവാറും നമുക്ക് കാൽക്കുലസ് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, സിമ്പിളാണ്. പി ഈസ് എ പോയിന്റ് ഓൺ എ പാരബോള y = x² + 4. നമുക്ക് x² + 4ന്റെ ഗ്രാഫ് വരച്ചു ഞാൻ. ഇതാണ് y = x². ഇതാണ് y = x². x² + 4 എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. 4 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് ചെയ്യാം, 4 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി y = 4x - 1 വെച്ചു. 4 = 4x - 1, ഇത് y ഇൻ്റർസെപ്റ്റ് എന്താ? y ഇൻ്റർസെപ്റ്റ് -1 ആണ്. ഇതിൻ്റെ സ്ലോപ്പ് 4 ആണ്. y = 4x - 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് എത്രയാണ്? 4 ആണ്. അപ്പം ഷോർട്ടസ്റ്റ്
which is the point on the parabola which is nearest to that line എന്നാ ചോദ്യം. അപ്പം നിയറസ്റ്റ് ടു ദ ലൈൻ ആണെങ്കിൽ എന്താണ്, ഇതാണ് നിയറസ്റ്റ് ടു ദ ലൈൻ, ദ പോയിന്റ് ഓൺ ദ ലൈൻ. അപ്പോൾ ആ പോയിന്റ് പ്രത്യേകം എന്താണ്, ആ പോയിന്റിൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റ് ഇതിനോട് പാരലാണ് അല്ലേ. The point on the parabola at which if you draw a tangent, that tangent should be parallel to our line y equals 4x minus 1 അല്ലേ. അപ്പം ഈ ലൈൻ്റെ സ്ലോപ്പ് 4 ആണെങ്കിൽ ഈ ലൈൻ്റെ സ്ലോപ്പും 4 ആണ്, ബിക്കോസ് പാരലൽ ലൈൻസ് ഹാവ് ഈക്വൽ സ്ലോപ്സ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് 1 ആണ്. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് തോന്നിയൊരു പോയിന്റ് എടുത്തോളൂ, x1 y1 എന്നുള്ള പോയിന്റ് എടുത്തോളൂ. യു ടേക്ക് ദിസ് പോയിന്റ് as x1 y1. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ് 4 ആവണ്ടേ. ഈ ലൈൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ്, ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് പോയിന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y dash, the y dash the value 2x അല്ലേ. What is y dash at that point, x1 y1? The 2x1 ആയിരിക്കും, അതല്ലേ സ്ലോപ്പ്, അത് 4 ആവണ്ടേ. ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് ഇസ് എ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. അപ്പം ഈ ലൈൻ്റെ സ്ലോപ്പും ഈ ലൈൻ്റെ സ്ലോപ്പും സെയിം ആവണം. ഈ ലൈൻ്റെ സ്ലോപ്പ് എന്താ 4 ആണ്, അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പും 4 ആണ്. അപ്പോൾ ഈ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻ്റെ സ്ലോപ്പ് 4 ആണ്. അപ്പോൾ ഈ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റ് സ്ലോപ്പ് എങ്ങനെയാണ്, ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ y square equals x square, y equals x square plus 4 ഡെറിവേറ്റീവ് ആണ്. y dash equals 2x at x1 y1, it is 2x1. അപ്പോൾ 2x1 is equal to 4. അപ്പോൾ x1 വാല്യൂ എന്താ 2 ആണ്. അപ്പോൾ x1 വാല്യൂ 2 ആണെങ്കിൽ x കോർഡിനേറ്റ് 2 ആണ്. x കോർഡിനേറ്റ് 2 ആണെങ്കിൽ ഇതിൽ കൊടുക്കുക 2 2 4, 4 plus 4 8 ആണ്. അപ്പോൾ 2 8 ആണ് പോയിന്റ്. ശരി, ഇത്രയേ 2 8 ആണ് പോയിന്റ്. 2 8 ആ പോയിന്റ്. അപ്പോൾ ഇതിൽ 3 ചോദ്യം ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ, ഈ കൺസെപ്റ്റിൽ 3 ചോദ്യം ചോദിക്കാം. ഇവിടെ എന്താ ചോദ്യം, the point on the parabola which is nearest to the line ആണ്. ഇതിപ്പോൾ ചോദ്യം ചോദിക്കാം, the point on the straight line, the point on, അടുത്ത ചോദ്യം ഇങ്ങനെ ചോദിക്കാം, the point on y equals 4x minus 1 which is nearest to y equals x square plus 4 ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യുക, ഇവിടെ എന്തായിരുന്നു ചോദ്യം, ദ പോയിന്റ് ഓൺ ദ പാരബോള വിച്ച് ഇസ് നിയറസ്റ്റ് ടു ദ ലൈൻ. വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം, ദ പോയിന്റ് ഓൺ ദ സ്ട്രേറ്റ് ലൈൻ y equals 4x minus 1 which is nearest to the parabola. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇത് കണ്ടിട്ട് ഈ 2 8ൻ്റെ ഇവിടെ ഫുട്ട് ഓഫ് ദ പർപ്പൻഡിക്കുലർ അല്ലേ, യു നീഡ് ഫൈൻഡ് ഓൺലി ദ ഫുട്ട് ഓഫ് ദ പർപ്പൻഡിക്കുലർ ഡ്രോൺ ഫ്രം 2 8 ടു ദാറ്റ് ലൈൻ. ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ. അപ്പോൾ 2 8 എന്നുള്ള പോയിന്റിൽ നിന്ന് ഫുട്ട് ഓഫ് ദ പർപ്പൻഡിക്കുലർ കണ്ടാൽ മതി. എങ്ങനെയാണ് ഫുട്ട് ഓഫ് ദ പർപ്പൻഡിക്കുലർ കാണുക, x minus x1 by a is equal to y minus y1 by b equals ax1 plus by by plus c by under root, അല്ല റൂട്ടില്ല, a square plus b square. ഫുട്ട് കാണാൻ എളുപ്പമല്ലേ. അപ്പോൾ അത് ഫുട്ട് കാണാം, അപ്പോൾ ആ പോയിന്റ് കിട്ടും, ഈ പോയിന്റ് കിട്ടും. അപ്പോൾ ഈ പോയിന്റ് അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചോദ്യം എന്താ, വാട്ട് ദ നിയറസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരബോള ആൻഡ് ദ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ എന്തായത് ഏതെങ്കിലും ഒരു പോയിന്റ് കാണാം. അപ്പോൾ ഈ പോയിന്റ് ആണെങ്കിൽ ഏറ്റവും നല്ല എന്താ, ഈ പോയിന്റിൽ നിന്ന് നടുക്കുള്ള ദൂരം കാണാം. എങ്ങനെയാണ്, പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ദൂരം എങ്ങനെയാണ്, ax1 plus by1 plus c by under root a square plus b square. അപ്പോൾ 3 ചോദ്യം ചോദിക്കാം, ദ പോയിന്റ് ഓൺ ദ പാരബോള വിച്ച് ഇസ് നിയറസ്റ്റ് ടു എ ലൈൻ, ദ പോയിന്റ് ഓൺ ദ ലൈൻ വിച്ച് ഇസ് നിയറസ്റ്റ് ടു എ പാരബോള, പിന്നെ ദ ഡിസ്റ്റൻസ്, ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരബോള ആൻഡ് ദ ലൈൻ. ഓക്കെ, അടുത്തത്, if one end of the focal chord of the parabola y square equals 16x is at 1/4, then the length of its focal chord, ഇത് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ y square equals 4ax ഫോം ആണെങ്കിൽ ഈ ഇതിൻ്റെ ജനറൽ പോയിന്റ് നമ്മൾ 80 square 280 ആണ് പറയാം. അപ്പോൾ 80 square 2 y square equals 4ax ആണെങ്കിൽ, y square equals 4ax ആണ് പാരബോള എങ്കിൽ ഇത് ഫോക്കൽ കോർഡ് എന്താ, എനി കോർഡ് പാസിംഗ് ടു ദ ഫോക്കസ് പറഞ്ഞാൽ a0 ആണ്. അപ്പോൾ ഒരു ഫോക്കൽ കോർഡിൻ്റെ ഒരു എക്സ്ട്രിമിറ്റി 80 square 280 ആണെങ്കിൽ മറ്റേ എക്സ്ട്രിമിറ്റി എന്തായിരിക്കും അറിയോ, ഇറ്റ് ഈസ് a/t² minus 2a/t ആണ്. ഇത് ഓർക്കാം കേട്ടോ. ഒരു ഫോക്കൽ കോർഡിൻ്റെ ഒരു എക്സ്ട്രിമിറ്റി 80 square 280 ആണെങ്കിൽ മറ്റേ എക്സ്ട്രിമിറ്റി, ഫോക്കൽ കോർഡ് ഇസ് ദാറ്റ് കോർഡ് പാസിംഗ് ടു ദ ഫോക്കസ്. ഇഫ് വൺ എക്സ്ട്രിമിറ്റി ഇസ് 80 square 280, ദ അതർ എക്സ്ട്രിമിറ്റി ഇസ് a/t² 2a/t. വേറെ ഒത്ത് പറഞ്ഞാൽ ഒരു എക്സ്ട്രിമിറ്റി t ആണെങ്കിൽ മറ്റേ എക്സ്ട്രിമിറ്റി -1/t ആണ്. ഓക്കെ, അതേപോലെ വേറെ കാര്യം കൂടി ഉണ്ട്. ഒരു പാരബോള ഉണ്ട്, ഇതൊരു നോർമൽ കോഡ് വെച്ചോളൂ. നോർമൽ കോഡ് ആണെങ്കിൽ ഇത് t ആണെങ്കിൽ ഇത് -t -2/t ആണ്. അത് ഓർക്കുക, -t -2. ഈ വൺ എക്സ്ട്രിമിറ്റി ഓഫ് എ നോർമൽ കോഡ് is t, the other extremity is -t -2/t. ഇവിടെ അതല്ല, ഇവിടെ ഒരു കോഡ് ഫോക്കൽ കോഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പോയിന്റ് എന്താ, അപ്പോൾ ഇവിടുത്തെ പോയിന്റ്
അപ്പോൾ y സ്ക്വയർ ഈക്വൽസ് 4ax. അപ്പോൾ ഇവിടെ 4a പറയുന്നത് 16 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 4 ആണെങ്കിൽ ഈ പോയിന്റ് എന്താ? 4t സ്ക്വയർ 4t ആണ്. തന്നിട്ട് ഈ പോയിന്റ് 14 ആണ്. at സ്ക്വയർ 2at. 4a ആണ് 16. അപ്പോൾ എയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ at സ്ക്വയർ 2at ആണ്. അപ്പോൾ ഇവിടെ 80 ആണ് അല്ലേ? സോറി, ഇവിടെ 80 ആണ്. ഇവിടെ 8t അല്ലേ? 4t സ്ക്വയർ 8t. എയുടെ വാല്യൂ 4 ആണ്, 80 ആണ്. അപ്പോൾ 8t ആണ് 4. അപ്പോൾ 8t 4 ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് t? t ഈക്വൽ ടു 1/2. കണ്ടോ, ഇവിടെ 1/2 കൊടുത്താൽ 1 ആവും. ശരിയാ. അപ്പോൾ t 1/2 ആണ്. അപ്പോൾ t 1/2 ആണെങ്കിൽ ഇവിടെ ഇവിടെ എന്തായിരിക്കും? a/t സ്ക്വയർ 2a/t അല്ലേ? അപ്പോൾ ഈ പോയിന്റ് എന്താ? a എന്താ? 4 ആണ്. 4/1/t സ്ക്വയർ 1/4 കോമ മൈനസ് 2 ഇൻറ്റു a എന്താ? 4. a എന്താ? 4 അല്ലേ? 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 280 അല്ലേ? 4/t. t എന്താ? 1/2 ആണ്. അപ്പോൾ എന്താ ആൻസർ വരിക? The point will be 16, minus 16. അപ്പോൾ ഈ പോയിന്റ് 14 ആണ്, ഈ പോയിന്റ് 16, 16 ആണ്. വാട്ട് ഇസ് ദ ഫോക്കൽ കോർഡ്? PQ. ഇപ്പോൾ P ആണ്, ഇത് Q ആണെങ്കിൽ വാട്ട് ഇസ് PQ? അപ്പോൾ PQ is ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാൽ മതി. റൂട്ട് ഓഫ് എന്താണ്? 16 minus 1 സ്ക്വയർ പ്ലസ് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കുക. x2 minus x1 സ്ക്വയർ പ്ലസ് y2 minus y1 സ്ക്വയർ. ഇറ്റ് ഇസ് minus 16 minus 4 is minus 16 minus 4 സ്ക്വയർ. റൂട്ട് ഓഫ് എത്രയായിട്ട്? 225 അല്ലേ? 225 പ്ലസ് 400 625. ആൻഡ് 625 സ്ക്വയർ റൂട്ട് 25. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചോദ്യം ചോദിക്കാം? ഇതിൽ എന്തൊക്കെ മോഡിഫൈ ചെയ്യാം ക്വസ്റ്റ്യൻ? If one extremity of a focal chord is given, you can find the other extremity. Okay, if you know one extremity of a focal chord of a parabola, you can find the other extremity of the focal chord. പിന്നെ you can find the length of the focal chord. അതേപോലെ if you know one extremity of a normal chord, you can find the other extremity. Also, you can find the length of that normal chord. അടുത്തത്, the radius of the largest circle with center at 2, 0 inscribed in an ellipse x square plus 4y square equals 36 is r, then what is 12r square? ഇതാണ് ചോദ്യം. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണ്. 2023 ചോദിച്ചതാണ്. പക്ഷേ ഇത് നല്ല ചോദ്യമാണ്. അപ്പോൾ നമുക്ക് വിൽ ഡിസ്കസ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഞാനത് ചിത്രം വരച്ചതാണ്. നോക്കൂ, ഈ എലിപ്സ് 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ ബൈ 36 പ്ലസ് y square by 9 equals 1 അല്ലേ വരിക? അപ്പോൾ ഇത് 6 ആയിരിക്കും. ഇവിടെ നിന്ന് കിട്ടുന്ന ദൂരം 6 ആയിരിക്കും. ഇത് 3 ആയിരിക്കും. അപ്പോൾ 20 എന്നുള്ള പോയിന്റ്, ഇത് 20 ആണ്. അപ്പോൾ 20 എന്നുള്ള പോയിന്റിൽ ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. such that it just fits inside that ellipse. അപ്പോൾ what is the radius of the largest circle that can be fitted inside a circle with center at 20? അതാണ് ചോദ്യം. അപ്പോൾ ഈ ലെങ്ത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് ആകുമ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താ അറിയോ? ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് മൈനസ് 2 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഇക്വേഷനും ഈ ഇക്വേഷൻ കൂടി സോൾവ് ചെയ്യാം. രണ്ട് ഇക്വേഷൻ കൂടി സോൾവ് ചെയ്താൽ എക്സിൽ സോൾവ് ചെയ്യാം. വൈ എലിമിനേറ്റ് ചെയ്തിട്ട് എക്സിൽ സോൾവ് ചെയ്യാം. മേക്ക് ഇറ്റ് എ ക്വാഡ്രാറ്റിക് ഇൻ എക്സ്. അതായത് ഈ ഇക്വേഷനും ഇതും കൂടി എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഇസ് ഈക്വൽ ടു 36. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യാം ബൈ എലിമിനേറ്റിംഗ് y. സോൾവ് ബൈ എലിമിനേറ്റിംഗ് y. അപ്പോൾ ഇതിൽ ക്വാഡ്രാറ്റിക് ഇൻ എക്സ്. എക്സിൽ ക്വാഡ്രാറ്റിക് കിട്ടും. ആ എക്സിൽ ക്വാഡ്രാറ്റിക് കിട്ടിയാൽ ശ്രദ്ധിക്കണം, എക്സിൽ ക്വാഡ്രാറ്റിക് കിട്ടിയാൽ നോക്കൂ, ഈ പോയിന്റ് അല്ലേ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ ഇത് സിമെട്രിക് ആയതുകൊണ്ട് ഇത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിനോട് ഈ എലിപ്സ് സിമെട്രിക് ആണ്, അതുകൊണ്ട് സർക്കിൾ സിമെട്രിക് ആണ്. അപ്പോൾ സർക്കിൾ സിമെട്രിക് ആയതുകൊണ്ട് ഇവിടെ തൊടുന്ന എക്സ് കോർഡിനേറ്റിന്റെ ലെങ്തും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും സെയിം ആയിരിക്കില്ല. റിഫ്ലക്ഷൻ അല്ലേ ഇതുണ്ടാവുക. വൈ കോർഡിനേറ്റ് മാത്രം മാറും. ഇവിടെ വൈ കോർഡിനേറ്റ് 10 ആണെങ്കിൽ ഇവിടെ -10 ആയിരിക്കും. ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്താണോ അത് തന്നെ ആയിരിക്കും ഇതും ഉണ്ടാവുക.
അതായത് ഇത് സോൾവ് ചെയ്താൽ ഈ സർക്കിളും എലിപ്സും കൂടി സോൾവ് ചെയ്താൽ കിട്ടുന്ന എക്സിലെ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ അതിൽ എക്സിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. എക്സിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ പറഞ്ഞാൽ ക്വാഡ്രാറ്റിക്കിൻ്റെ റൂട്ട്സ് സെയിം ആയിരിക്കും. എക്സിലാക്കണേ നിർബന്ധമാണ്. അപ്പോൾ ആ ക്വാഡ്രാറ്റിക്കിൻ്റെ റൂട്ട്സ് സെയിം ആവും. റൂട്ട്സ് സെയിം ആയ എന്താ കണ്ടീഷൻ? ഒരു ക്വാഡ്രാറ്റിക്കിലെ റൂട്ട്സ് സെയിം ആയാൽ എന്താ കണ്ടീഷൻ? ഒരു ക്വാഡ്രാറ്റിക്കിലെ റൂട്ട്സ് സെയിം ആയാൽ എന്താ കണ്ടീഷൻ? ഒരു ക്വാഡ്രാറ്റിക്കിലെ റൂട്ട്സ് സെയിം ആയാൽ ഡിസ്ക്രിമിനന്റ് 0 ആവും. ബി സ്ക്വയർ മൈനസ് 4ac 0 ആവും. അതിൽ നിന്ന് ആറിൻ്റെ വാല്യൂ കിട്ടും. അത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ കാൽക്കുലേഷൻ കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ കൺസെപ്റ്റ് എന്താ? ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. യു എലിമിനേറ്റ് y, യു ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇൻ x, യു ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇൻ x. സിൻസ് രണ്ട് എക്സിൻ്റെ ആ ക്വാഡ്രാറ്റിക്കിലെ എക്സിന് രണ്ട് വാല്യൂ എടുക്കാൻ പറ്റില്ല. കാരണം ഈ വാല്യൂം സെയിം ആയിരിക്കും. അപ്പോൾ ആ രണ്ട് റൂട്ടും സെയിം ആവുന്ന അവസ്ഥയിലാണ് അത് ടച്ച് ചെയ്യുക. ഫോർ ദാറ്റ്, ഇൻ ദാറ്റ് കേസ് R will be the maximum. R will be the greatest circle that can be inscribed. അല്ലേ? അതിൽ ഡിസ്ക്രിമിനൻ്റ് 0ലേക്ക് ഗെറ്റ് ചെയ്യുക. എന്നിട്ട് ആറിൻ്റെ വാല്യൂ കാണുക. അത് കുറച്ച് കാൽക്കുലേഷൻ കൂടുതലാണ്. നമുക്ക് ചെയ്ത് നോക്കാം. എന്താ സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്താ? y ആണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു കുറച്ച് കാൽക്കുലേഷൻ കൂടുതലുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. വൈക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ആർ സ്ക്വയർ മൈനസ്, അല്ലേ, വൈ സ്ക്വയറിന് പകരം ആർ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 36. ശരിയല്ലേ? 36. അപ്പം അത് സോൾവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുക നോക്കാം. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് മൈനസ് 4 is equal to 36. You make it a quadratic in x square. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ടാവും, മൈനസ് 4x സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ മൈനസ് 3x സ്ക്വയർ. എക്സ് ടേം എടുക്കുമ്പം ഇതും കൂടി കൂടുമ്പോൾ എക്സ് ടേം ഉണ്ടാവും. പ്ലസ് 4 16x ഉണ്ടാവും. 16x അല്ലേ ഉണ്ടാവുക? 4 16x ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളത് കോൺസ്റ്റന്റ് ടേം ആക്കി. ഇവിടെ 4r സ്ക്വയർ ഉണ്ട്, പിന്നെ മൈനസ് 16 ഉണ്ട്, പിന്നെ മൈനസ് 36 ഉണ്ട്. ഈസ് ഈക്വൽ ടു 0. ഇത് ശരിയല്ലേ നോക്കണേ പ്ലീസ്. എക്സ് സ്ക്വയർ 4r സ്ക്വയർ മൈനസ് 4x സ്ക്വയറും എക്സ് സ്ക്വയർ ആകുമ്പോൾ മൈനസ് 3x സ്ക്വയർ വന്നു. ഇവിടെ പ്ലസ് 4x ഉണ്ട്, പ്ലസ് 16x ഉണ്ട്, പിന്നെ എന്താണ് 4 16 മൈനസ് 16 ഉണ്ട്, 4r സ്ക്വയർ ഉണ്ട്, പിന്നെ മൈനസ് 36 ഉണ്ട്, 0. ഓക്കെ. അപ്പോൾ അതൊന്ന് വൃത്തിയിൽ എഴുതാൻ വേണമെങ്കിൽ എന്താണ് 3x സ്ക്വയർ പ്ലസ് 16x, ഇത് 36 16 എത്രയാ? 52 അല്ലേ? 52 പ്ലസ് 52 മൈനസ് 4r സ്ക്വയർ ഈക്വൽ 0 വരും. ശരിയല്ലേ? അതിലെ ഡിസ്ക്രിമിനൻ്റ് 0 ആവണം. രണ്ട് വാല്യൂസ് ഉണ്ടാവാൻ പാടില്ല. ബട്ട് ഡിസ്ക്രിമിനൻ്റ് ഷുഡ് ബി 0. രണ്ട് വാല്യൂസ് ഉണ്ടാവാൻ പാടില്ല. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന് മുകളിലാണ് പിടുത്തം. ശ്രദ്ധിക്കണേ, ഡിസ്ക്രിമിനൻ്റ് 0 ആണ്. അതിലെ ഡിസ്ക്രിമിനൻ്റ് എന്താ? ബി സ്ക്വയർ മൈനസ് 4ac 16 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി. സി എന്താ? 52 മൈനസ് 4r സ്ക്വയർ. ഇത് 0 ആവണം. റൈറ്റ്? അപ്പം അത് സിംപ്ലിഫൈ ചെയ്താൽ പോരെ. 4 3 12 ആയി. 16 സ്ക്വയർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇത് ഈക്വൽ ആവണം അല്ലേ? അവിടെ ഈക്വൽ ആക്കി കൂടെ? ഞാൻ അവിടെ ഈക്വൽ ആക്കി. അപ്പോൾ ഇവിടെ 16 എന്ന് പറഞ്ഞാൽ 16 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 16 ആണ്. നമുക്ക് 16 ഇൻറ്റു 16 എഴുതാം. അപ്പോൾ ഈ 4 ഇവിടെ 4 ടൈംസ് പോകും. അപ്പോൾ അവിടെ 64 വരും അല്ലേ? 3 ഒന്നും പോവില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇത് 64 ഇസ് ഈക്വൽ ടു എന്താ കേട്ടോ? 3 2 6 5 3 15 മൈനസ് 4 3 12 r സ്ക്വയർ. റെഡി അല്ലേ മക്കളെ? അപ്പോൾ 12r സ്ക്വയറിൻ്റെ വാല്യൂ ചോദിച്ചത് അല്ലേ? 12r സ്ക്വയർ ഇസ് ഈക്വൽ ടു
156 64 കുറയ്ക്കുക. എത്രയായിട്ടാ 2 9 അല്ലേ 92. അപ്പോൾ ആൻസർ ഇസ് 92. ഇതൊരു നല്ല ചോദ്യമാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിൽ കൺസെപ്റ്റ് എത്രയേ ഉള്ളൂ, സോൾവ് ചെയ്യുക, മേക്ക് ഇറ്റ് എ ക്വാഡ്രാറ്റിക് ഇൻ എക്സ് ആൻഡ് സോൾവ് ഫോർ എക്സ് ആൻഡ് ഇക്വേറ്റ് ഡിസ്ക്രിമിനന്റ് ഓഫ് ദാറ്റ് ഇസ് 0. എക്സ് വാല്യൂ സെയിം ആവണം, കാരണം ഇത് രണ്ട് സിമെട്രിക് ആയതുകൊണ്ട് ഇതും സെയിം ആവും. ദാറ്റ്സ് ഓൾ. ഇതിപ്പം വെർട്ടിക്കൽ ആണെങ്കിൽ വൈ കോർഡിനേറ്റ് സെയിം ആവണം. അങ്ങനെയാകുമ്പോൾ വൈ ആയിരുന്നു ചെയ്യേണ്ടത്. അങ്ങനെയാവാം. വെർട്ടിക്കൽ ആവുമ്പോൾ എപ്പോഴാണ് എലിപ്സ് എപ്പോഴാണ് വെർട്ടിക്കൽ ആവുക, ഇത് 9 ഇവിടെയും 36 അവിടെയാണെങ്കിൽ വെർട്ടിക്കലായി. വെർട്ടിക്കൽ ആകുമ്പോൾ വൈ ആണ്, വൈ കോർഡിനേറ്റ് ആണ് ഇക്കലാവും. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. ചിലപ്പം അത് വൈയിൽ ചോദ്യം ചോദിക്കാം. ഇതിപ്പോൾ എക്സിലാണ്, വൈയിലാകുമ്പോൾ വെർട്ടിക്കൽ ഇങ്ങനത്തെ എലിപ്സ് ആയിരിക്കും, ഇങ്ങനെ എലിപ്സ് ആയിരിക്കും. അപ്പോൾ വൈ ആണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ സമയത്തും ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്ന വൈ ആണ്, അവിടെ എലിമിനേറ്റ് ചെയ്യുന്ന എക്സ് ആണ്. വൈ എലിമിനേറ്റ് ചെയ്തിട്ട് എക്സിൽ ക്വാഡ്രാറ്റിക് ആക്കണം, അല്ലെങ്കിൽ ഡിസ്ക്രിമിനന്റ് 0 ആവണം. വെർട്ടിക്കൽ ആണെങ്കിൽ എക്സ് എലിമിനേറ്റ് ചെയ്തിട്ട് വൈയിൽ ക്വാഡ്രാറ്റിക് ആവണം, ഡിസ്ക്രിമിനന്റ് ഓഫ് വൈ, ഡിസ്ക്രിമിനന്റ് ഓഫ് ദാറ്റ് 0 ആവണം. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, if the ellipse meets a line this on x-axis and line this on y-axis, the eccentricity of this ellipse ഇത്രയേ ഉള്ളൂ. ഇതൊരു എലിപ്സ് ഉണ്ട്, meets a line this on x-axis. അപ്പോൾ x-axis മീറ്റ് ചെയ്യുന്ന, ഇതിൽ x-axis മീറ്റ് ചെയ്യുന്ന പോയിന്റ് 70 അല്ലേ, ഈ വര x-axis മീറ്റ് ചെയ്യുന്ന 70 അല്ലേ, ഈ സർക്കിൾ ലൈനും എലിപ്സും അതെ x-axis മീറ്റ് ചെയ്യുന്നത് 70 ആണ്. അപ്പോൾ ഇത് 7 ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. പിന്നെ ഈ ലൈൻ y-axis മീറ്റ് ചെയ്യുന്ന എവിടെയാ, ഈ ലൈൻ y-axis മീറ്റ് ചെയ്യുന്ന എത്രയാ, -2√6 അല്ലേ, 2√6 അല്ലേ. അപ്പോൾ ഇത് 2√6 ആണ്. അപ്പം എ പറയണത് എന്താ, 7 ആണ്, ബി പറയണത് എന്താ, 2√6 ആണ്. അത്രയേ ഉള്ളൂ. അതായത് ഈ ലൈൻ x-axis കട്ട് ചെയ്യുന്നത് 70 അപ്പോൾ ഇത് 70 കൂടി പാസ് ചെയ്യില്ല. അപ്പോൾ ഇതിന് മേജർ ആക്സിസ് 7 ആണ്. ഈ ലൈൻ y-axis കട്ട് ചെയ്യുന്നത് 0 - 2√6 ആണ്. അവിടെയാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഇത് 2√6, അപ്പോൾ ഇത് 2√6 ആണ്. ഓക്കെ, നമുക്ക് ആ ലെങ്ത് മാത്രം മതി. അപ്പോൾ എയുടെ വാല്യൂ 7ഉം ബിയുടെ വാല്യൂ 2√6. എന്തായാലും എ ആണ് ബിനേക്കാൾ വലുതാണ് ഇവിടെ. അപ്പോൾ എന്തായാലും ഹൊറിസോണ്ടൽ എലിപ്സ് ആണ്. ഹൊറിസോണ്ടൽ എലിപ്സ് ആണ്. ഇയുടെ വാല്യൂ എന്താ, ഇ √a² - b²/a. ഇ ആണ് ചോദിച്ചത്. a² - b² is √49 - എത്രയാ, അത് സ്ക്വയർ എത്രയാ, 6 × 4 24 divided by a. a is 7. അത്രയേ ഉള്ളൂ. എത്രയാ, 49 - 24 എത്രയാ, 25 ആണ്. 25ന്റെ സ്ക്വയർ റൂട്ട് 5. അപ്പോൾ e = 5/7. ആൻസർ ഇസ് 5/7. സൗണ്ട് ഇല്ലേ? റൈറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 78. S and S' are foci. S and S' be the foci of an ellipse and B be any one of the extremities of its minor axis. If delta S' BS is a right angle triangle with right angle at B, ഇതാണ് B, എക്സ്ട്രിമിറ്റി ഓഫ് ദ മൈനർ ആക്സിസ്. ഇത് മൈനർ ആക്സിസ് ആണ്. അപ്പോൾ ഇതാണ് B എന്നുള്ള പോയിന്റ്. എസ് ആൻഡ് S' ഫോഴ്സ് ആയി. ഇത് S' ആണ്, ഇത് S ആണ്. അപ്പോൾ ആ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് ആണ്. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് ആണ്. അതിൻ്റെ ഏരിയ തന്നത് 8 യൂണിറ്റ്സ് ആണ്. അപ്പോൾ SS' ഈ ലെങ്ത് നിങ്ങൾക്ക് അറിയാം 2C ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഈ ലെങ്ത് നോക്കൂ, ഇതാ ഇങ്ങനെ ആയാലും ഇതൊക്കെ 2A ആണ്. SP + S' P = 2A. അത് പ്രോപ്പർട്ടി ഓഫ് എലിപ്സ് ആണ് അല്ലേ, പ്രോപ്പർട്ടി ഓഫ് ദ എലിപ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് എലിപ്സ്. എലിപ്സ് ഇങ്ങനെയാണ്. ഇതാണ് മൈനർ ആക്സിസ്. അപ്പം നോക്കൂ, ഈ ലെങ്ത് എലിപ്സിൽ എന്താ വെച്ചാൽ സം ഓഫ് ഡിസ്റ്റൻസസ് ഫ്രം ദ ഫോസൈ ടു എനി പോയിന്റ് എപ്പോഴും 2A ആണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പം ഈ ലെങ്ത്, ഈ ട്രയാങ്കിൾ 90 ഡിഗ്രി എന്നറിയാം. അപ്പം ഇത് സിമെട്രിക് ആയതുകൊണ്ട് ഇത് എയും കൂട്ടിയ 2A ആണല്ലോ. ഇത് മൈനർ ആക്സ് ആയതുകൊണ്ട് ഇത് എയും ഇത് എയും ആയിരിക്കും, ഉറപ്പാണ്. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് √2A ആയിരിക്കും. പൈത്തഗോറസ് തിയറം √2A ആയിരിക്കും. ഇത് സിമെട്രിക് ആയതുകൊണ്ട് കേട്ടോ. ഇത് y ആക്സിസ് ആണ്. ഈ പോയിന്റ് y ആക്സിസ് ആണ്. ഇത് y ആക്സിസ് ആണ്.
അപ്പോൾ അതുകൊണ്ട് അത് സിമെട്രിക് ആണ്. അതുകൊണ്ട് ഇതും എ ആയിരിക്കും, അതും എ ആയിരിക്കും. സോ ദാറ്റ് എ പ്ലസ് എ ഇസ് 2a. ഇത് √2a ആണ്. അപ്പോൾ √2a നിങ്ങൾക്കറിയാലോ, ഈ ദൂരം, ഇത് ഈ ഫുൾ ദൂരം 2c ആണ്. അപ്പോൾ 2c പറഞ്ഞാൽ √2a ആണ്. 2c പറഞ്ഞാൽ √2a ആണ്. അപ്പോൾ തീർച്ചയായിട്ടും c പറഞ്ഞാൽ എന്താ? c പറഞ്ഞാൽ AE ആണ്. അപ്പോൾ 2AE ഈക്വൽസ് √2a. അപ്പോൾ 2 കളഞ്ഞാൽ a കളഞ്ഞാൽ ഇയുടെ വാല്യൂ എന്താ? ഇയുടെ വാല്യൂ √2/2 ആണ്, 1/√2 ആണ്. അപ്പോൾ അതൊരു കണ്ടുപിടുത്തമാണ്. അതായത് ആ ട്രയാങ്കിൾ ഫോക്കസും ഫോസൈയും 1 end of the മൈനർ ആക്സിസ് ഉണ്ടാക്കുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ആയാൽ അത് ഇയുടെ വാല്യൂ 1/√2 ആണ്. അത് നമുക്കറിയാം, ഇയുടെ വാല്യൂ 1/√2 ആണ്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ആ ട്രയാങ്കിളിൻ്റെ ഏരിയ 8 square units ആണ്. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഹാഫ് a square, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇത് ആണ്, ഇത് ആണ്. അപ്പോൾ ഹാഫ് a square 8 ആണ് അല്ലേ? ഹാഫ് a square 8 ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ബേസ് ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണിത്. അപ്പോൾ ഇത് a ആണ്, ഇത് a ആണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് ഹാഫ് ഇൻറ്റു a ഹാഫ് a square 8 ആണ്. അപ്പോൾ എയുടെ വാല്യൂ എന്താ? a square 16 ആണ്. എയുടെ വാല്യൂ 4 ആണ്. എന്താ ചോദ്യം? ദ ലെങ്ത് ഓഫ് ദ ലാറ്റർ സെക്ടം. വാട്ട് ഇസ് ലെങ്ത് ഓഫ് ലാറ്റർ സെക്ടം? ലാറ്റർ സെക്ടറിന്റെ ലെങ്ത് എന്താ? ലാറ്റർ സെക്ടം ഇസ് 2b²/a. അപ്പോൾ ബി കണ്ടാൽ മതി. എയുടെ വാല്യൂ 4 ആണ്, b² കാണും. എന്താ ബിയും എയും തമ്മിൽ ബന്ധം? നിങ്ങൾക്കറിയാം, b² a² മൈനസ് b² എന്ന് പറയുന്നത് c² ആണ്. a² e² ആണ്. a² മൈനസ് b² പറഞ്ഞാൽ c² ആണ്. ആൻഡ് c is equal to AE. ആൻഡ് a² അറിയാം നമുക്ക്. a² എത്രയാ? 16. 4 16 ആണ്. മൈനസ് b² ഈക്വൽസ് a² എന്താ? 16 ഇൻറ്റു e² എന്താ? 1/2 ആണ് അല്ലേ? ഇയുടെ വാല്യൂ 1/√2 ആണ്. p² is 1/2 ആണ്, 8 ആണ്. അപ്പോൾ വാട്ട് ഇസ് b²? അപ്പോൾ b² ഈക്വൽസ് 16 മൈനസ് 8 8. അപ്പോൾ b²ൻ്റെ വാല്യൂ 8 ആണ്. അപ്പോൾ വാട്ട് ഇസ് ലാറ്റർ സെക്ടം? ഇറ്റ് ഇസ് 2 ഇൻറ്റു 8/4. അതാണ് ഉത്തരം. എത്രയായിട്ട്? 4 അല്ലേ ആൻസർ? യെസ്, 4 ഇസ് ആൻസർ. 4 2s 8 16 4 8 ഇസ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അതിൽ 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? എന്താണ്? SP plus S'(P) is 2a. Sum of distances of the foci to any point on the ellipse is always a constant, will be equal to the length of major axis. Number 1. Number 2, ഇത് സിമെട്രിക് ആയാൽ ഇത് a ആവും, ഇത് a ആവും. അപ്പം എന്താണ്? ആ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് ആയാൽ a will be 1/√2. വേണമെങ്കിൽ ആ ചോദ്യം ആ ട്രയാങ്കിൾ ഈക്വലാറ്ററൽ ആയാൽ എന്താവും? ഇത് a ആവും, ഇത് a ആവും, ഇത് a ആവും. അപ്പോൾ ഇയുടെ വാല്യൂ 1/2 ആവും. അതും ഒരു ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ ഹാഫ് a² എക്സെട്രാ യൂണിറ്റ്. അടുത്ത ചോദ്യം. If the length of lateral sectum of an ellipse is 4 units and the distance between the focus and its nearest vertex to the major axis is 3/2 units, what is the eccentricity? നോക്കൂ, ലാറ്റർ സെക്ടം തന്നിട്ടുണ്ട്. ദ 2b²/a തന്നിട്ടുണ്ട്. 2b²/a is equal to 4 തന്നിട്ടുണ്ട്. And the distance between the focus at the nearest vertex, ഇതാണ് ഫോക്കസ്, ഇതാണ് നിയറസ്റ്റ് വെർട്ടെക്സ്. അപ്പോൾ ഫോക്കസ് ഇത് 0 0 ആണ്. എപ്പോഴും നമ്മൾ 0 0 ആണ് സെൻറ്റർ ആയിട്ട് എടുക്കുക. ഫോക്കസ് സി ആണ്, AE 0 ആൻഡ് വെർട്ടെക്സ് ഇസ് A0. അപ്പോൾ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദ നിയറസ്റ്റ് വെർട്ടെക്സ്? ഇറ്റ് ഇസ് A minus AE. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർട്ടെക്സ് ഫോക്കസ് ആൻഡ് ദ നിയറസ്റ്റ് വെർട്ടെക്സ് ഇസ് A minus AE ആണ് അല്ലേ? A minus AE. എന്നാലും AEനേക്കാൾ വലുതായിരിക്കും. എലിപ്സ് ആണെങ്കിൽ E പറയണം ഒന്നിനേക്കാൾ കുറവായതുകൊണ്ട് A will be strictly bigger than AE. അപ്പോൾ A minus AE നോട്ടീസ് ആവശ്യമില്ല. അപ്പോൾ A minus AE തന്നിട്ട് 3/2 ആണ്. എക്സെൻട്രിസിറ്റി എന്താണെന്ന ചോദ്യം. A minus AE 3/2 ആണ്. വാട്ട് ഇസ് എക്സെൻട്രിസിറ്റി? അപ്പോൾ 2 കാര്യങ്ങളെ തന്നിട്ടുള്ളൂ. ലാറ്റർ സെക്ടത്തിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. A minus AE 3/2 തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ എക്സെൻട്രിസിറ്റിയെ ചോദിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കിട്ടുക? ദിസ് 2 can be cancelled 2. അപ്പോൾ എന്ത് കിട്ടും? b² ഈക്വൽസ് 2a എന്ന് വരും. b² ഈക്വൽസ് 2a. നമുക്കറിയാം b²ൻ്റെ വാല്യൂ എന്താ? b²ൻ്റെ വാല്യൂ a² ഇൻറ്റു 1 മൈനസ് e² ആണ്. അത് 2a ആണ്. അപ്പോൾ ഈ a² വെട്ടിക്കളഞ്ഞാൽ a ഇൻറ്റു 1 മൈനസ് e² 2 ആണ്.
അല്ലേ? എ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ 2 ആണ്. തന്നിട്ടുണ്ട് എ ഇൻറ്റു 1 മൈനസ് ഇ എന്താ 3/2 ആണ്. കിട്ടിയില്ലേ? എ ഇൻറ്റു 1 മൈനസ് ഇ 3/2 ആണ്. ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് എ ഇൻറ്റു 1 മൈനസ് ഇ ഇൻറ്റു 1 പ്ലസ് ഇ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ മക്കളെ? ഇത് 2 ആണ്. 1 മൈനസ് ഇ സ്ക്വയർ ക്യാൻ ബി റിട്ടൻ ആസ് 1 പ്ലസ് ഇ ഇൻറ്റു 1 മൈനസ് ഇ. അപ്പോൾ എ ഇൻറ്റു 1 മൈനസ് ഇ 3/2 ആണ്. അപ്പോൾ ഇതിന് പകരം 3/2 കൊടുക്കാം. അപ്പോൾ 3/2 ഇൻറ്റു 1 പ്ലസ് ഇ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ 1 പ്ലസ് ഇയുടെ വാല്യൂ എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു 4/3 അല്ലേ? ഓർ ഇ ഈക്വൽസ് 4/3 മൈനസ് 1 ഓർ ഇറ്റ് ഈസ് സിമ്പിളാണ് ചോദ്യം. ഇ ഈക്വൽസ് 1/3. 1/3 is the answer. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് കോർഡിനേറ്റ്സ് ഓഫ് 2 points A and B are √7,0 and minus √7,0 respectively, and P is any point on the conic, and what is PA plus PB? നോക്കൂ, ഈ എലിപ്സ് 144 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിൽ കിട്ടുക x²/16 പ്ലസ് y²/9 is equal to 1 ആണ്. ഇതിൻ്റെ ഫോസൈ എങ്ങനെയാണ് കാണുക? ഇത് ഹൊറിസോണ്ടൽ ആണ്. നോക്കൂ, 16 മൈനസ് 9 a സ്ക്വയർ. വാട്ട് ഇസ് ദ ഫോസൈ? a² മൈനസ് b സ്ക്വയർ പ്ലസ് ഓർ മൈനസ് c0 അല്ലേ? അപ്പോൾ 16 മൈനസ് 9 എന്താ? 7 ആണ്. √7 മൈനസ് √70 അത് തന്നിട്ടുണ്ട്. √70 മൈനസ് √70 ആണ് ഫോസൈ തന്നിട്ടുണ്ട്. അപ്പോൾ എ ഇതാണ് എ എന്നുള്ള പോയിന്റ്. അപ്പോൾ ഇത് ഫോസൈ ആണ്. എ എന്നുള്ള പോയിന്റ് മൈനസ് √70 പറയുന്നത് ഫോസൈ ആണ്. ഇത് √70 പറയുന്നത് അനദർ ഫോസൈ ആണ്. ഈ രണ്ട് പോയിന്റ്സ് ഫോസൈ ആണ്. പി ഇസ് എനി പോയിന്റ് ആണ്. ഇങ്ങനെ വേണേ ആവാം. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എപ്പോഴും എന്താ കിട്ടുക? വാട്ട് ഇസ് ദിസ് ഇസ് പി. AP plus PB, AP plus PB, AP plus PB always will be 2A. നമുക്കറിയാം AP plus PB is always equal to length of the major axis 2A. ഇവിടെ ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് എന്താ? ഇവിടെ a² 16 ആണ്. അപ്പോൾ എയുടെ വാല്യൂ എന്താ? 8 ആണ്. അല്ല 4 ആണ്. എയുടെ വാല്യൂ 4 ആണ്. a² 16 ആണ്. അപ്പോൾ എയുടെ വാല്യൂ a² 16 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ വാട്ട് ഇസ് AP പ്ലസ് PB? 2 into 4 is equal to 8. 8 ആണ് ആൻസർ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഒറ്റ കാര്യമുള്ളൂ. മൈനസ് √70 പ്ലസ് √70 ഫോസൈ ആണ്. അപ്പോൾ സം ഓഫ് ഡിസ്റ്റൻസസ് ഫ്രം എനി പോയിന്റ് ഇൻ ദ ഫിക്സഡ് പോയിന്റ് വിച്ച് ആർ ദ ഫോസൈ വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 2A. ഇത് ഹൈപ്പർബോള ആണെങ്കിൽ SP minus H'P equals 2A. Difference of distances from two fixed points to a general point on the hyperbola is always a constant, is equal to 2A. But remember, sum of distances is always 2A. Okay. 81. X0, Y0 be a point on the hyperbola which is nearest to the line. ഇത് അതെ കഴിഞ്ഞ കൊല്ലം ചോദിച്ചതാണ്. 2023 ചോദിച്ചതാണ്. നിയറസ്റ്റ് ടു ദ ലൈൻ. ഈ നിയറസ്റ്റ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ മക്കളെ. അതുകൊണ്ട് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നു. കണ്ടോ? x0, y0 ആണ്. അപ്പോൾ ഇതാണ് ലൈൻ. നമുക്ക് ലൈൻ തന്നിട്ടുണ്ട്. ഈ ലൈൻ്റെ ഇക്വേഷൻ ആണ് 3x plus 2y is equal to 1 ആണ് ലൈൻ. അപ്പോൾ ദ പോയിന്റ് x0, y0 ഇതാണ് പോയിന്റ് ഓൺ ദ ഹൈപ്പർബോള വിച്ച് ഇസ് നിയറസ്റ്റ്. നിയറസ്റ്റ് ആകുമ്പോഴുള്ള പ്രത്യേകത എന്താ? നമ്മളിപ്പോൾ കണ്ടതാണ്. x0, y0 ആണ് പോയിന്റ് എങ്കിൽ അവിടെ വരയ്ക്കുന്ന ടാൻജന്റ് ഇതിനോട് പാരലൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്താ? ഈ വരയുടെ സ്ലോപ്പും ഈ വരയുടെ സ്ലോപ്പും സെയിം ആവും. ഈ വരയുടെ സ്ലോപ്പ് എന്താ? മൈനസ് കോയിഫിഷ്യന്റ് ഓഫ് x ബൈ കോയിഫിഷ്യന്റ് ഓഫ് y അല്ലേ? മൈനസ് 3/2. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ് എന്താ? മൈനസ് 3/2. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പോയിന്റ് x0, y0 പകരം നമുക്ക് x1, y1 എടുക്കാം. വെറുതെ x0, y0 കൺഫ്യൂഷൻ ആവണ്ട. യു ടേക്ക് ഇറ്റ് ആസ് x1, y1. x1, y1 ആണെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിട്ടില്ല. x1, y1 അല്ലേ പഠിച്ചില്ല. അപ്പോൾ അങ്ങനെ പഠിച്ചോളൂ. എന്താ ചെയ്യേണ്ടത്? ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് ആണ് മൈനസ് 3/2 അല്ലേ? അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 3x² മൈനസ് 4y² ഇസ് ഈക്വൽ ടു 36 അല്ലേ? ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ? 6x മൈനസ് 8y ഡാഷ് ഈക്വൽ ടു 0. റൈറ്റ്? ഇനി y ഡാഷ് അറ്റ് ദാറ്റ് പോയിന്റ് കാണാം. വാട്ട് ഈസ് y ഡാഷ് ഈക്വൽസ്? y ഡാഷ് ഈക്വൽസ് 6x by 8y. അപ്പോൾ y ഡാഷ്, അപ്പോൾ ഇത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഇറ്റ് ഇസ് 3x by 4y. അപ്പോൾ വാട്ട് ഈസ് y ഡാഷ് അറ്റ് ദാറ്റ് പോയിന്റ്? y ഡാഷ് അറ്റ് ദാറ്റ് പോയിന്റ് x1, y1 is equal to 3x1
ഡിവൈഡഡ് ബൈ 4y. അത് തന്നിട്ടുണ്ട്. അതാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. അത് തന്നിട്ടുണ്ട് -3/2 ആണ്. -3/2 തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് x1 y1 കാണാൻ പറ്റുമോ നോക്കൂ. ഇതാ ഈ 3 വെട്ടിപ്പോവും. 3 വെട്ടിപ്പോവും. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇതാ ഇവിടെ 2 വെട്ടിപ്പോവും 2. അപ്പോൾ എന്ത് കിട്ടും? x1 എന്ന് പറഞ്ഞാൽ -2y1 ആണ്. x1 എന്ന് പറഞ്ഞാൽ -2y1 ആണ്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പാരബോളയുടെ മുകളിൽ ഹൈപ്പർബോളയുടെ മുകളിലെ പോയിന്റ് അല്ലേ, അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 3x². x1 പകരം y1 കൊടുക്കുക. y1 ചെയ്താലും മതി. ഒരു കാര്യം ചെയ്യാം, y1 ചെയ്യാം. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ -2y1, ഇവിടെ 2y1 കൊടുത്തോളൂ. 3 × -2y1, അപ്പോൾ 4y1². -4y1² is equal to 36. കാരണം x1 y1 is a point on that hyperbola. അപ്പോൾ അതൊന്ന് y1 കിട്ടില്ലേ മക്കളെ? എന്താണ്? 2 × 4y1² is equal to 36 ആണ്. ഇവിടെ 8 4 will go 4 9 36. അപ്പോൾ 9/2 അല്ലേ കിട്ടുക. അപ്പോൾ y1 ഈക്വൽസ് എന്താ കിട്ടുക? പ്ലസ് ഓർ മൈനസ് y1ൻ്റെ വാല്യൂ x1 ഈക്വൽസ് -2y1 ആണ്. ഓക്കെ, നിയറസ്റ്റ് ആണ്. അപ്പം y1² is 3/√2 ആണ് y1ൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതെന്താ വെച്ചാൽ 2y ഈക്വൽസ് -3x ഇങ്ങനെയാണ് കേട്ടോ വരാ. എന്ത് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. പ്ലസ് ഓർ മൈനസ് വരും, ശരിയാണ്, പ്ലസ് ഓർ മൈനസ് വരും. അപ്പം y0 - x0 ആണ് ചോദിച്ചത്. ഓക്കെ, റൈറ്റ്. അപ്പം ഡ്രോൺ ടു സ്കെയിൽ വരയ്ക്കണമെന്ന് ചോദിച്ചാൽ വേണോ നോക്കാം. അപ്പോൾ y1 ഇതാണെങ്കിൽ ഈ പോയിന്റ് എന്താ? ഈ പോയിന്റ് y1ൻ്റെ വാല്യൂ പ്ലസ് ആണ്. ഇത് പ്ലസ് ഓർ മൈനസ് വരാം. പ്ലസ് ഓർ മൈനസ് 3/2 വരാം. 2 പോയിന്റ് ഉണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം, പ്ലസ് എടുക്കാം. y1 is equal to 2 പോയിന്റ് ഉണ്ടാവും. y1 3/√2 ആണെങ്കിൽ x1 എന്താ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം y1 ഈക്വൽസ് 3/√2 ആണെങ്കിൽ x1 will be -6/√2 ആയിരിക്കും. ഓർ y1 -3/√2 ആണെങ്കിൽ x1 എന്തായിരിക്കും? 6/√2 ആയിരിക്കും. റൈറ്റ്. ഇതിൽ ഏത് പോയിന്റിനാണ് ദൂരം കൂടുതൽ നോക്കണം. നിയറസ്റ്റ് പോയിന്റ് ഏതാന്ന് നോക്കണം. 2 പോയിന്റ് ഉണ്ട്. കാരണം ഒരു ലൈനിൽ 2 ടാൻജന്റ് ഉണ്ടാവും. അപ്പോൾ 2 പോയിന്റ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നോക്കാൻ. അതായത് ഇത്ര ആലോചിച്ചാൽ മതി. ഈ പോയിന്റ് ഇതിൽ കൊടുത്താൽ എന്താ കിട്ടുക? ദൂരം എത്രയായിരിക്കും? വാട്ട്സ് ദ ഡിസ്റ്റൻസ് ഫ്രം ഇതാണ് P വെച്ചോളൂ, ഇതാണ് Q വെച്ചോളൂ. വാട്ട്സ് ദ ഡിസ്റ്റൻസ് ഫ്രം P ടു ദിസ് ലൈൻ? ഇറ്റ് ഈസ് 3 × -6/√2 പ്ലസ് 2 × 3/√2 -1 ഡിവൈഡഡ് ബൈ √9 + 4. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ -18/√2 പ്ലസ് 6/√2. അപ്പോൾ എത്ര കിട്ടുക? -18/√2 ആകുമ്പം -18/√2 പ്ലസ് 6/√2 ആകുമ്പം -12/√2 -1 ഡിവൈഡഡ് ബൈ √13. ഇവിടെ പ്ലസ് വരും. പ്ലസ് ഇതാണ് വരിക. ഒരു ദൂരം അതാണ്. മറ്റേ ദൂരം എന്താ? ഇതാണ് പോയിന്റ്. ഇതാണ് P എന്നുള്ളത്. ഡിസ്റ്റൻസ് ഫ്രം P. ഇതിപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം Q ആണെങ്കിലോ? ഡിസ്റ്റൻസ് ഫ്രം Q ആണെങ്കിൽ Q ആണ് എന്താ വരിക? മോഡുലസ് ഓഫ് 3 × ഈ പോയിന്റ് എടുക്കാം 6/√2. ഇറ്റ് ഈസ് 3 × 6/√2. അല്ലെങ്കിൽ ഡ്രോ ടു സ്കെയിൽ ചെയ്താലും മതി. പക്ഷെ നിങ്ങൾ ചെയ്തോളൂ. പ്ലസ് 2 × y പകരം -3/√2. ഇതാണ് കുറച്ചുകൂടി എളുപ്പം. -1 ഡിവൈഡഡ് ബൈ √13. അപ്പോൾ ഇത് സിംപ്ലിഫൈ ബൈ 18 - 6 ആകുമ്പം 12 മൈനസ്. അപ്പോൾ 12/√2 -1 വരാം. നോക്കൂ, ശ്രദ്ധിക്കും. ഇറ്റ് ഈസ് 12/√2 -1 ബൈ √13 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? Q അല്ലേ? ഇതല്ലേ ചെറുത്. ഇത് ഇതിനേക്കാൾ കുറഞ്ഞ 12√2 പ്ലസ് 1/√13 കുറച്ചുകൂടി വലുതാണ്. 12√3 -1/√13 കുറച്ച് ചെറുത്. അപ്പോൾ ഇതാണ് നമുക്ക് എടുക്കേണ്ടത്. ദിസ് ഇസ് ദ പോയിന്റ് യു ഹാവ് ടു ടേക്ക്. y0 അല്ലേ? നിയറസ്റ്റ് ലൈൻ 12√2. അപ്പോൾ ഇത് പ്ലസ് -18 ആകുമ്പോൾ 2 മൈനസ് ആകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ അവിടെ ആകുമ്പം
വൈയുടെ വാല്യൂ മൈനസ് എടുത്താൽ ഇത് പ്ലസ് ആവും. അപ്പോൾ അവിടെ ആകുമ്പം എക്സിൻ്റെ വാല്യൂ 6/√13 പിന്നെ -3/√13. അപ്പം 6 is 18 minus 6. 18 minus 6 12 വരും. -1 12/√2 -1. ഷോർട്ടസ്റ്റ് അതാണ് ദൂരം വരിക അല്ലേ, -6. ഓക്കെ. അപ്പോൾ ഏതാ പോയിന്റ് എടുക്കേണ്ടത് മക്കളെ? ഇതാണോ വലുത്? ഇത് വലുതാണ്, ഇത് ചെറുതാണ്. അപ്പോൾ ഇതാണ് ശരി. അപ്പോൾ ഈ പോയിന്റ് ആണ് എടുക്കേണ്ടത്. But this is our x0 y0. ഇതാണ് x0 y0. That's a very good idea കേട്ടോ. അതാണ് x0 y0. അപ്പോൾ x0 y0. അപ്പോൾ what is the answer? The answer will be എന്താ വരിക? √2 ഇതിനാണ് √2 into y0 minus x0. ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കും. It will be √2 into what is y0? ഇതാണ് y0. -3/√2 -3/√2 minus x0. x0 എത്രയാ? 6/√2. അപ്പോൾ √2 വെട്ടിപ്പോവും. ആൻസർ വിൽ ബി -9. ആൻസർ വിൽ ബി -9. ദിസ് ഇസ് ആൻസർ. ഇത് വളരെ കൺഫ്യൂസിങ് ആണ്. നമ്മൾ ഈ പോയിന്റും റാൻഡം ആയിട്ട് എടുത്തു എന്ന് വരും. ഈ പോയിന്റ് എടുത്താലും ഉത്തരം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു വളരെ എന്താ പറയുക, ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാപ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ശ്രദ്ധിക്കണം. ദൂരം ഹൈപ്പർബോള ആണെങ്കിലും എലിപ്സ് ആണെങ്കിലും നിയറസ്റ്റ് പോയിന്റ് എടുക്കുമ്പോൾ 2 ദൂരം ഉണ്ടാവും. അതിൽ ഒരു ദൂരം അതിൽ ഏറ്റവും ചെറിയ ദൂരം വേണം എടുക്കാൻ. ഓക്കെ, അതാണ് പോയിന്റ്. അപ്പോൾ ഇവിടെ ദ പോയിന്റ് ഓൺ ദ പാരബോള വിച്ച് ഇസ് നിയറസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് എടുക്കണം, ഈ പോയിന്റ് അല്ല കേട്ടോ. എൻ്റെ നിയറസ്റ്റ് ഡിസ്റ്റൻസ് വിൽ ബി അവിടുന്ന് ആ ലൈനിലേക്കുള്ള ദൂരം എടുക്കുക. അതാണ് നിയറസ്റ്റ് ഡിസ്റ്റൻസ്. ദിസ് ഇസ് നിയറസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ 2 ചോദ്യം ചോദിക്കാം. നിയറസ്റ്റ് ഡിസ്റ്റൻസ്, the point on the hyperbola which is nearest, the point on the line which is nearest. എന്നും ചോദിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എപ്പോഴാണ് പാരബോളയും ഹൈപ്പർബോളയും കോൺഫോക്കൽ ആവുക? എന്താ കോൺഫോക്കൽ എന്ന് പറഞ്ഞാൽ ഫോഴ്സായി ഷെയർ ചെയ്യുക. രണ്ടിനും ഒരേ ഫോഴ്സായി ആണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്നുവെച്ചാൽ രണ്ടിനും ഒരേ ഫോഴ്സായി ആണെങ്കിൽ എന്താ, +or- c,0 +or- c,0 സെയിം ആവാം. അതല്ലേ രണ്ട് ഫോഴ്സായി സെയിം ആവുന്ന. സ്മോൾ c denotes that of ellipse and capital C denotes that of hyperbola വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ വരിക? capital C square will be equal to small c square. What is small c square? It is, in the case of ellipse, it is a square minus b square. What is capital C square in the case of hyperbola? It is a square plus b square. So this is a condition for a parabola, a ellipse and a hyperbola has same foci. ഒരു എലിപ്സിനും ഒരു ഫോസൈക്കും ഒരേ ഫോസൈ ഉണ്ടാവണമെങ്കിൽ കണ്ടീഷൻ ആണ് a square minus b square is equal to a square plus b square. A square and b square denotes those of ellipse, and a square, capital A square, capital B square denotes those of hyperbola. Capital A പറഞ്ഞ സെമി മേജർ ആക്സിസ് ആണ്, capital B പറഞ്ഞ സെമി മൈനർ ആക്സിസ് ആണ് of those of hyperbola. Small a, small b, those of ellipse. അപ്പോൾ ഇതിൽ എന്താണ്, അങ്ങനെയാകുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താ പറയുക, ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ടാൻജൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ കൺഫോക്കൽ ആണെങ്കിൽ ഓർത്തോഗോണൽ കൂടി ആവും. അതുകൂടി ഓർക്കാം. ഓർത്തോഗോണൽ ആണെങ്കിൽ, ഓർത്തോഗോണൽ വേണ്ട, if tangents drawn at the point of intersection will be perpendicular. അപ്പോൾ ടാൻജൻസ് drawn at the point of intersection perpendicular ആണെങ്കിൽ ഓർത്തോഗോണൽ ആവും, ഓർത്തോഗോണൽ ആണെങ്കിൽ കോൺഫോക്കൽ ആവും. only for the case when parabola and hyperbola and an ellipse. ഓക്കെ, റൈറ്റ്. അപ്പോൾ വെർട്ടിക്കൽ ആണെങ്കിലും ഇതേ കണ്ടീഷൻ. അപ്പോൾ അതങ്ങോട്ട് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം, ജസ്റ്റ് ഫിറ്റ് ചെയ്താൽ മതി. എലിപ്സ് വൃത്തിയിലാണ്. അപ്പോൾ എലിപ്സ് എന്താ, x²/16 + y²/b² = 1 ആണ് എലിപ്സ്. ഹൈപ്പർബോള എങ്ങനെയാ, 25 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴേക്ക് എഴുതുക. അപ്പോൾ എന്താ പറയുക, x²/144/25. വൃത്തിയിൽ should be written in the standard form minus y²/81/25 is equal to 1. You have written the ellipse and the hyperbola in the standard form. അപ്പോൾ ഇതാണ് സ്മോൾ a. അപ്പോൾ what's the condition? a² minus b², that is 16 minus b². This is a² minus b² is equal to a² plus b². ഇതാണ് ക്യാപിറ്റൽ A², ഇതാണ് ക്യാപിറ്റൽ B².
It is 144 by 25 plus 81 by 25. What is the answer? Either 225 by 25 it is 9. It is 16 minus b square is 9, or b square is equal to 16 minus 9, or b square equals 7. ഇതൊരു നല്ല ചോദ്യത്തിൽ പെടുന്നതാണ്. പഴയ ചോദ്യമാണ്, എന്നാലും ഇത് റിപ്പീറ്റ് ചെയ്യാം, ഈ കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. എന്താണ്? ഓർത്തോഗോണൽ implies, both way implies confocal, or confocal both way implies orthogonal. Condition is work, the condition the a square minus b square is a square plus b square. It works only for the case when it's a hyperbola and a ellipse. The eccentricity of the hyperbola whose length of lateral septum is equal to 8. Length of lateral septum തന്നിട്ടുണ്ട്, 2b square by a തന്നിട്ടുണ്ട്, 8 ആണ്. 8 ആണ്. And the length of its conjugate axis. Conjugate axis is 2b ആണ്. Length of the conjugate axis is equal to half the distance between the foci. Distance between the foci എന്താ? 2AE ആണ്. അപ്പോൾ അതിൻ്റെ പകുതി AE ആണ്. AE foci. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ എക്സെൻട്രിസിറ്റി എന്ന് ചോദിച്ചാൽ എങ്ങനെ എക്സെൻട്രിസിറ്റി കാണാം? ഇവിടെ നമുക്ക് ബി സ്ക്വയർ ബൈ എ തന്നിട്ടുണ്ട്. ബി സ്ക്വയർ ബൈ എ 4 ആണ്. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറയുന്നത് 4a ആണ്. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ ആണ്. അത് 4a ആണ് അല്ലേ? ബി സ്ക്വയർ പറഞ്ഞാൽ 4a ആണ്. അപ്പം എ വെട്ടിപ്പോയാൽ എ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ പറഞ്ഞാൽ 4 ആണ്. ഇതൊന്നും കിട്ടില്ലല്ലോ, റൈറ്റ്. അപ്പോൾ ഇവിടെ ഇത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുക 4b സ്ക്വയർ ഇസിക്കൽ ടു എ സ്ക്വയർ ഇ സ്ക്വയർ വരും. അത് നീ കിട്ടില്ലേ? അപ്പോൾ ദർ ഇസ് നോ നീഡ് ഫോർ ഫൈൻഡിങ് ദിസ്. ഹൈപ്പർബോളയുടെ ആവശ്യമില്ല, ഇത് മാത്രം മതി. ഇറ്റ് ഇസ് 4 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു 1, അല്ല ഹൈപ്പർബോളയല്ലേ, ഹൈപ്പർബോളയാണ് തിരിച്ചാണ്. ഇത് ശ്രദ്ധിക്കണേ. For 4b square, it is given that 4b square equals a square. Length of conjugate axis പറഞ്ഞാൽ 2b ആണ്, is equal to half the distance between the foci. Half the distance between the foci means 2c ആണ് distance between the foci. അപ്പം c പറഞ്ഞാൽ a ആണ്. അപ്പോൾ 4b square equals a square. അപ്പോൾ 4 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ മൈനസ് 1 ആണ് എ സ്ക്വയർ. അത്രയേ ഉള്ളൂ. എ സ്ക്വയർ വെട്ടിപ്പോവും, ആണ് ഇ സ്ക്വയറിൻ്റെ വാല്യൂ ആണ്. ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് 4e square minus 4 is equal to e square, or 3e square is equal to 4, or e equals 2/√3. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ എന്നാലും പഠിച്ചോളൂ. ഇതൊക്കെ എക്സെൻസി കാണാനുള്ള കണ്ടീഷൻസാണ്. അപ്പം അങ്ങനെ എല്ലാ ചോദ്യങ്ങളും ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ നിങ്ങൾ എന്താ പറയുക, അതിൽ കൺഫോക്കൽ എന്തായാലും പഠിക്കണം, നിയറസ്റ്റ് ഡിസ്റ്റൻസ് എന്തായാലും പഠിക്കണം, പിന്നെ സർക്കിൾസിലെ കുറച്ച് കണ്ടീഷൻസ് പഠിക്കണം, ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ പഠിക്കണം, പിന്നെ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ പഠിക്കണം, ഇമേജ് പഠിക്കണം, പിന്നെ ഇക്വേഷൻ ടു സർക്കിൾ വിത്ത് എക്സ്ട്രിമിറ്റി ഓഫ് ഡയമീറ്റർ പഠിക്കണം, പിന്നെ ടാൻജൻ്റ്, എങ്ങനെ ടാൻജൻ്റ് കാണുക, ഇക്വേഷൻ എന്താ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് പഠിക്കണം. അങ്ങനെ പിന്നെ എന്താണ്, ഓഫ് കോഴ്സ് ഈ നിയറസ്റ്റ് ആ സർക്കിൾ എലിപ്സിൻ്റെ ഉള്ളിൽ ലാർജസ്റ്റ് സർക്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്, അതും നല്ല ചോദ്യമാണ്. ഓക്കെ, with that we'll close today's class. Okay, thank you. We'll have chemistry class now. Okay, don't go away.
Yes, welcome children to the chemistry part discussion for the day. Today we are planning to discuss a few important questions from the chapter haloalkane, haloarine, if possible, alcohol, phenol ethers, etc. കേട്ടോ ഇന്നത്തെ നമ്മുടെ അജണ്ട അതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. First one, maximum number of isomeric monochloro derivatives which can be obtained from 2255 tetramethyl hexane by chlorination. So this is the compound CH3 C CH3 CH3 CH2 CH2 CH3 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 ശരിയായോ നോക്കടാ 2255 ടെട്രാമീഥൈൽ ഹെക്സൈൻ ശരിയായോ 1 2 3 4 5 6 ഹെക്സൈൻ 2255 tetramethyl hexane. This is taken for monochlorination. എത്ര ഡെറിവേറ്റീവ്സ് കിട്ടും എന്നാണ് ചോദ്യം. It is easy for all to understand. This carbon is same as this carbon, and is same as this. So these three and these three carbons are identical. So anywhere a substitution happening, you get a one product. അപ്പോൾ ക്ലോറിൻ ഇവിടെ വന്നാലും ഇവിടെ വന്നാലും ഇവിടെ വന്നാലും ഇതിലും എല്ലാം സെയിം ആണ്, ഐഡന്റിക്കൽ ആണ്. അപ്പോൾ ക്ലോറിൻ ഇവിടെ വരുന്നത് ഒരു പ്രോഡക്റ്റ്. ഓക്കെ. രണ്ടാമത്തേത് ക്ലോറിൻ ഇവിടെ വരുന്നതും ഇതിൽ വരുന്നതും സെയിം ആണ് അല്ലേ, ഈ രണ്ട് കാർബൺ ഐഡന്റിക്കൽ ആണ്. സോ ദാറ്റ് ഈസ് വൺ പ്രോഡക്റ്റ്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. വെൻ ക്ലോറിൻ കംസ് ഹിയർ ദാറ്റ് കാർബൺ ടേൺ കൈറാൽ, സോ ഇറ്റ് വിൽ ബി ഡെക്സ്ട്രോ ലീവോ. ഇനി എന്തെങ്കിലും ഉണ്ടോ പോസിബിലിറ്റീസ്? ഈ കാർബണിൽ വരില്ലല്ലോ. അപ്പോൾ ഇവിടെ ക്ലോറിൻ വരുന്നു വിച്ച് ഈസ് സെയിം ആസ് ദിസ് ആൻഡ് ദിസ്, വിച്ച് ഈസ് സെയിം ആസ് ദിസ്. അപ്പോൾ ഒരെണ്ണം. ഇതും ഒരേ കാർബൺ ആണ്. അപ്പോൾ അവിടെ ക്ലോറിൻ വരുന്നു. ഇവിടെ ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ടേൺ കൈറാൽ സെന്റർ, അപ്പോൾ ഡെക്സ്ട്രോയും ലീവോയും. അപ്പോൾ എത്ര പ്രൊഡക്റ്റ് ആയി? സ്ട്രക്ചറൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് രണ്ടെണ്ണം. സ്റ്റീരിയോ ഐസോമേഴ്സ് മാക്സിമം എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടെണ്ണം. അപ്പോൾ ടോട്ടലി 3 ഉത്തരം. കിട്ടോ? ആൻസർ ഈസ് 3. 2 structural isomers. Yes. അതിൽ ഒരെണ്ണം സ്റ്റീരിയോ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഉള്ളത് കൊണ്ട് ഡെക്സ്ട്രോയും ലീവോയും. ടോട്ടലി 3 വരും. കേട്ടോ? യെസ്. അടുത്ത ചോദ്യം. നമ്പർ ഓഫ് AgCl ഫോംഡ് in the following reaction. You are given with a molecule which is treated with silver nitrate. This is treated with Ag+. ചോദ്യം എത്ര ക്ലോറിൻ റിലീസ് ചെയ്യും എന്നാണ് ചോദ്യം. Hope you easily understand. ഈ ക്ലോറിൻ ബ്രേക്ക് ചെയ്യില്ല, ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു sp2 കാർബൺ. വിനൈൽ ക്ലോറിൻ ആണ് അല്ലെ. വിനൈൽ ക്ലോറൈഡ് ബ്രേക്ക് ചെയ്യില്ല ഡ്യൂ ടു മെസോമറിക് എഫക്ട്, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കണക്റ്റഡ് ടു sp2 കാർബൺ. ഈ ക്ലോറിൻ ബ്രേക്ക് ചെയ്യില്ല, കാരണം ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ റിംഗ്. എ ക്ലോറിൻ കണക്റ്റഡ് ടു ദ റിംഗ് കനോട്ട് ബ്രേക്ക് ഈസിലി. ഇത് ബ്രേക്ക് ചെയ്യും. കേട്ടോ? ഇത് ബ്രേക്ക് ചെയ്യും ബിക്കോസ് ദിസ് മേക്സ് എ ബെൻസൈൽ കാർബോകാറ്റയോൺ. വൺസ് ഇറ്റ് മൂവ് ആസ് Cl- യു ഗെറ്റ് എ ബെൻസൈൽ കാർബോകാറ്റയോൺ സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. ഇത് ബ്രേക്ക് ചെയ്യും. വൺസ് ഇറ്റ് ഗോ ആസ് Cl- ദിസ് കാർബൺ ടേൺ ടെർഷ്യറി കാറ്റയോൺ. അപ്പോൾ 4 ക്ലോറിൻ ഉണ്ട്, അതിൽ 2 ക്ലോറിനാണ് ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യുക. അതായിരിക്കും AgCl precipitate ഫോം ചെയ്യുക. സോ AgCl precipitate formed will be 2 mole per mole of the compound. 2 is the answer. 4 ഉണ്ട്, പക്ഷെ അതിൽ 2 ക്ലോറിനെ ഫ്രീ ആയിട്ട് റിലീസ് ചെയ്ത് പോവുള്ളൂ. കാരണം ഒരെണ്ണം റിങ്ങിലേക്ക് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് കനോട്ട് ബ്രേക്ക് ഈസിലി ഡ്യൂ ടു റെസൊണൻസ്. അതേപോലെ മറ്റേതും വിനൈലിക് ആണ്. ഇറ്റ് ഈസ് in conjugation with the double bond. Fine. അടുത്ത ചോദ്യം. The isomeric deuterated bromide
ഡ്യൂട്ടിറേറ്റഡ് എന്ന് വെച്ചാൽ ഡ്യൂട്ടീരിയം വരിക, ഡ്യൂട്ടീരിയം ഹൈഡ്രജന്റെ ഐസോടോപ്പ് വരിക. ഡ്യൂട്ടിറേറ്റഡ് ബ്രോമൈഡ് വിത്ത് മോളിക്കുലാർ ഫോർമുല C4H8DBr ഹാവിംഗ് 2 chiral carbon atom, 2 chiral carbon atom വരണം. ഫസ്റ്റ് ചോയ്സ് നോക്കൂ, ഓപ്ഷൻ എ 2 ബ്രോമോ 1 ഡ്യൂട്ടീറോ ബ്യൂട്ടൈൻ, ബ്യൂട്ടൈൻ 2 ബ്രോമോ 1 ഡ്യൂട്ടീറോ. So there will be remaining hydrogen. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ CH2 CH3. So this carbon alone is chiral. ഇത് chiral അല്ല, ഇത് chiral ആണ്. അപ്പോൾ ഒരു chiral സെൻറ്ററേ ഉള്ളൂ. So ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി again butane 2 bromo 2 deutero butane. അപ്പോൾ CH3 CH2 CH3 again this is chiral. നമുക്ക് രണ്ടെണ്ണം വേണം, അപ്പോൾ അതുമല്ല, 2 chiral സെൻറ്റർ വരണം, അവിടെ ഒന്നേ ഉള്ളൂ. ഓപ്ഷൻ സി 2 ബ്രോമോ 3 ഡ്യൂട്ടീറോ ബ്യൂട്ടൈൻ, 2 ബ്രോമോ 3 ഡ്യൂട്ടീറോ ബ്യൂട്ടൈൻ, CH3 H, ഇവിടെ H, ഇവിടെ CH3. Now this is chiral, this is also chiral. There are 2 chiral center. Answer is option C. Third choice is the correct answer. കേട്ടോ. ഓപ്ഷൻ ഡി യു മേ വെരിഫൈ, നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അവിടെ 2 chiral സെൻറ്റർ ഉണ്ട്, ഇത് കൈറാലാണ്, ഇതും കൈറാലാണ്. യു സി എ ബി സി ഡി, എ ബി സി ഡി, 4 different atoms or groups. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. The compound which will have lowest rate towards SN reaction, nucleophilic aromatic substitution reaction. SN reactionൽ lowest rate ആർക്ക് എന്നാണ് ചോദ്യം. SN reactionൽ lowest rate, highest rate ഇയാൾക്കാണ് highest rate. കാരണം അതിൽ 2 നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് നൈട്രോ ഗ്രൂപ്പ് എൻഹാൻസസ് ദ റിയാക്ടിവിറ്റി. മാക്സിമം റിയാക്ടിവിറ്റി ഇയാൾക്കാണ്, ബാക്കി എല്ലാവർക്കും ഒരു നൈട്രോയേ ഉള്ളൂ. പക്ഷേ ഈ നൈട്രോ പാരായിലും ഇത് ഓർത്തോയിലുമാണ്, ഇത് മെറ്റായിലാണ്. എ നൈട്രോ ഗ്രൂപ്പ് കമ്മിങ് അറ്റ് മെറ്റാ ഡസ് നോട്ട് മേക്ക് എനി സെൻസ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് പ്രസന്റ് അറ്റ് ഓർത്തോ പാരാ പൊസിഷൻ എൻഹാൻസസ് ദ റിയാക്ടിവിറ്റി. മെറ്റാ പൊസിഷനിൽ വന്നിട്ട് കാര്യമൊന്നുമില്ല, വ്യക്തമായിട്ട് NCERT വിത്ത് ജസ്റ്റിഫിക്കേഷൻ പഠിച്ചിട്ടുള്ളതാണ്. ആൻസർ ഈസ് ദിസ് വൺ. ഐ തിങ്ക് ഫോർത്ത് ചോയ്സ്. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. എ നൈട്രോ ഗ്രൂപ്പ് കമ്മിങ് അറ്റ് മെറ്റാ പൊസിഷൻ. അതിൽ ഒരു കാര്യമില്ല, കാരണം ഓർത്തോ പാരായിൽ വന്നിട്ടേ കാര്യമുള്ളൂ, മെറ്റായിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് നടക്കുന്നില്ല എന്നൊക്കെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ്, റെസൊണൻസ് സ്ട്രക്ചർ കാണിച്ച് വിശദമായിട്ട് NCERT വിശദീകരിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുമുണ്ട് കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. സോ ആൻസർ ഈസ് ദിസ്. അടുത്തത് പ്രൊപ്പൈൻ ക്ലോറിനേഷൻ നടത്തി 2 ക്ലോറിൻ വന്നു കേട്ടോ, 2 ക്ലോറിൻ N ഐസോമറിക് പ്രോഡക്റ്റ്, അതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തി M ഐസോമറിക് പ്രോഡക്റ്റ്. ദ ന്യൂമറിക്കൽ വാല്യൂസ് N ആൻഡ് M ആണ് ചോദ്യം. നോക്കാം. പ്രൊപ്പൈൻ ക്ലോറിനേഷൻ നടത്തുക, പ്രൊപ്പൈൻ ക്ലോറിനേഷൻ നടത്തുക. പ്രൊപ്പൈൻ ക്ലോറിനേഷൻ നടത്തിയാൽ there can be 2 ക്ലോറിൻ വരണം കേട്ടോ. there can be chlorine like this, that is 1,1 dichloropropaine, product number 1. Product number 2, there can be chlorine here and here, that is 1,2 dichloropropane. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്, this is chiral in nature, so there will be dextro and levo. അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ടാവും കേട്ടോ, ഇതിലൊന്നേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ, തേർഡ് വൺ, ഇത് 1,1, ഇത് 1,2. ഇനി 2,2 വന്നൂടെ, 2,2 വരാം. This is 2,2, sorry, this is 2,2, അതൊരെണ്ണം. അപ്പോൾ 1,1, 1,2, 2,2. ഇനി ഏതാടാ വരിക? 1,3 വന്നൂടെ, 1,3 വരാം. 1,3,
ഒരു ക്ലോറിൻ ഈ കാർബണിലും ഒരു ക്ലോറിൻ ഈ കാർബണിലും 1,3 വരാം. 1,3 വരാം. സോ ഇറ്റ് ക്യാൻ ബി 1,1 ഡൈക്ലോറോ, ഇറ്റ് ക്യാൻ ബി 1,2 ഡൈക്ലോറോ. 1,2 ഡൈക്ലോറോയ്ക്ക് 2 വരും കേട്ടോ, ഡെക്സ്ട്രോയും ലീവോയും, കാരണം ഈ കാർബൺ കൈറാലാണ്. ദിസ് ഈസ് 2,2 ആൻഡ് ദിസ് ഈസ് 1,3. ഇതൊന്നും കൈറാലിറ്റി ഇല്ല. അപ്പൊ എത്ര പ്രോഡക്റ്റ് ആയി മക്കളെ? 1, ഇവിടെ 2, 3, 4, 5. സോ n is 5. And when you go for fractional distillation, you cannot separate this. ഇതൊരൊറ്റ എൻറ്റിറ്റി ആയിട്ടാണ് കിട്ടുക. ഒപ്റ്റിക്കൽ ഐസോമേഴ്സിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലൂടെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതൊരു കോമ്പൗണ്ട് ആയിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ എം എന്ന് പറയുന്നത് 1, 2, 3, 4. m is 4. So the answer will be 5 and 4. ടോട്ടൽ ഐസോമേഴ്സ് 5 സ്ട്രക്ചറൽ ഐസോമേഴ്സ് 4. അതിൽ 1 ഓപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അവരെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, ഓപ്റ്റിക്കൽ ഐസോമേഴ്സ് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റിസോൾവ് ചെയ്തെടുക്കണം, റിസോൾവിങ് ടെക്നിക്സ് അപ്ലൈ ചെയ്യണം, അല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലൂടെ സെപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ 4 കിട്ടും. അപ്പോൾ ഇത് 5ഉം ഇത് 4ഉം കേട്ടോ. റൈറ്റ്. അടുത്ത ചോദ്യം. The one giving maximum number of isomeric alkene on dehydrohalogenation excluding rearrangement. Rearrangement പാടില്ല, അല്ലാതെ maximum number of alkenes dehydrohalogenation കിട്ടണം. Let us take option A, 2-bromo-3,3-dimethyl pentane. Pentane, 2-bromo-3,3-dimethyl pentane. So this is alpha carbon, this is beta carbon number 1 and this is beta carbon number 2. അപ്പോൾ ആൽഫയിൽ നിന്ന് ഹാലോജൻ പോയി ബീറ്റ 1 നിന്ന് ഹൈഡ്രജൻ പോയാൽ യു ഗെറ്റ് എ ഡബിൾ ബോണ്ട് ഹിയർ, വൈൽ ബീറ്റ 2ൽ ഹൈഡ്രജൻ ഇല്ല. സോ ഓൺലി 1 പ്രോഡക്റ്റ്. ഓപ്ഷൻ എയിൽ യു ഗെറ്റ് ഓൺലി 1 ആൽക്കീൻ. ഓക്കെ. ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബി 2-bromopropane. This is 2-bromopropane. This is alpha carbon. This is beta carbon. ഇതും ബീറ്റയാണ്. ഇത് 2 സെയിം ആണ്. ഇത് 2 സെയിം ആണ്. സോ ആൽഫ കാർബണിന് ഹാലോജൻ പോയി ബീറ്റ കാർബണിന് ഹൈഡ്രജൻ പോയാൽ യു ഗെറ്റ് എ ഡബിൾ ബോണ്ട് ഹിയർ. ഗെറ്റിംഗ് ഡബിൾ ബോണ്ട് ഹിയർ ആൻഡ് ഹിയർ ആർ സെയിം. സോ അഗെയിൻ യു ഗെറ്റ് 1 പ്രോഡക്റ്റ്. Coming to option C, 1-bromo-2-methyl butane. 1, 2, 3, 4 butane. 1-bromo-2-methyl butane. ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബൺ. ഇവിടുന്ന് ഹാലോജൻ പോയി ഇവിടുന്ന് ഹൈഡ്രജൻ പോയാൽ യു ഗെറ്റ് എ ഡബിൾ ബോണ്ട് ഓവർ ഹിയർ. ഒരൊറ്റ സാധ്യതയുള്ളൂ. റിമെമ്പർ, റീഅറേഞ്ച്മെന്റ് ഒന്നും പാടില്ല. അത് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, റീഅറേഞ്ച്മെന്റ് ഒന്നും പാടില്ല. അപ്പോൾ ഒരൊറ്റ ഒന്നേ ഉള്ളൂ. ദാറ്റ് ഓൾസോ ഗീവ്സ് 1. അപ്പൊ 3ഉം 1 വന്ന സ്ഥിതിക്ക് മാക്സിമം ആൻസർ ഇത് തന്നെ ആയിരിക്കണം. നോക്കാം. 2-bromopentane. 2-bromopentane. This will be the answer. You see that this is alpha carbon, this is beta carbon number 1 and this is beta carbon number 2. അപ്പോൾ ആൽഫ കാർബണിന് ഹാലോജൻ പോയി ബീറ്റ കാർബണിന് ഹൈഡ്രജൻ പോയാൽ യു ഗെറ്റ് എ ഡബിൾ ബോണ്ട് ഹിയർ നമ്പർ 1. ബീറ്റ 2ൽ നിന്ന് ഹൈഡ്രജൻ പോയാൽ യു ഗെറ്റ് എ ഡബിൾ ബോണ്ട് ഹിയർ നമ്പർ 2. You get 2 products in this and that is the answer. Option D. A, B, C യിൽ ഒരൊറ്റ പ്രോഡക്റ്റേ കിട്ടുള്ളൂ. ഡിയിൽ 2 പ്രോഡക്റ്റ് കിട്ടും. That is the answer. Yes. അടുത്ത ചോദ്യം. The stereoisomers that are formed by electrophilic addition of bromine to trans-but-2-ene. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. Trans-but-2-ene. Addition with the bromine. Addition with the bromine is anti-addition. Cis compound, anti-addition, you get a racemic. Trans compound, anti-addition, you get a meso. Cis compound undergoing anti-addition, you get a racemic. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ് CAR. സോ ട്രാൻസ് കോമ്പൗണ്ട്
undergoing anti-addition, you get a meso product. ഇവിടെ trans ആണ് കേട്ടോ. Trans-but-2-ene. This is trans-but-2-ene added with bromine. ഒരു ബ്രോമിൻ ഇവിടുന്ന് ആഡ് ചെയ്യും, അടുത്ത ബ്രോമിൻ ഇവിടുന്ന് ആഡ് ചെയ്യും. So the product obtained will be meso. CH3 like this. You get a meso compound where you will find two chiral centers. രണ്ട് chiral center ഉണ്ട്, but there is a plane of symmetry and this is optically inactive. The product is optically inactive. Meso product is obtained. ഏത് ആൻസർ വരിക? 2 enantiomers, 2 mesomers, 2 identical mesomers. Option B is the correct answer. 2 identical mesomers. One product. 2 identical mesomers. One product. Yes. Cis ആണെങ്കിലോ റസ്മിക് ഫോം ചെയ്യും. ഡെക്സ്ട്രോയും ലീവോയും ഉണ്ടാവും. ഈ സ്ഥാനത്ത് സിസ് ആണെങ്കിൽ കിട്ടും. ആ സ്ഥാനത്ത് സിസ് ആണെന്ന് വിചാരിക്കാം. Suppose it is cis undergoing bromine addition. The product will be like this. CH3, H, Br, H, and you get CH3, Br, H, Br. You get equal quantity of these two. Racemic will be formed. Cis ആണെങ്കിൽ. അപ്പോൾ സിസ് ആന്റി അഡിഷൻ റസമിക്, ട്രാൻസ് ആന്റി അഡിഷൻ മീസോ. മറക്കണ്ട കേട്ടോ. അടുത്ത ചോദ്യം. നെക്സ്റ്റ്. മേജർ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോട്ടോണേഷൻ. ഇവിടെ പ്രോട്ടോണേഷൻ നടന്നു. സോ ദ റിസൾട്ട് വിൽ ബി ലൈക്ക് ദിസ്. യു ഗെറ്റ് എ കാർബോകാറ്റയോൺ ലൈക്ക് ദിസ്. Tertiary ആണ്, but immediately this double bond will migrate here and you get a different carbocation. ഇങ്ങനെ കിട്ടും. Because that alkene is pretty more stable. അത് കുറച്ചുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ അല്ലേ, അപ്പോൾ അത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. ഈ ആൽക്കീനേക്കാളും ഇതായിരിക്കും സ്റ്റേബിൾ. ആൻഡ് ഇൻഫാക്ട് ദ കാർബോകാറ്റയോൺ ഈസ് ഓൾസോ അലൈലിക് സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ. ഇനി ബ്രോമിൻ ആഡ് ചെയ്യാം. നൗ ദ ബ്രോമിൻ കംസ്. Br minus will be coming here and hence the product. ഏതാ വരിക? ഫസ്റ്റ് ചോയ്സ് ഇത് കേട്ടോ. That is the answer. Yes. അടുത്ത ചോദ്യം. Among the following compounds 1 to 4, which one form a yellow precipitate on reacting sequentially? NaOH, dilute nitric acid, silver nitrate. യെല്ലോ കിട്ടണം. ഇവിടെ ക്ലോറിൻ ആണ്. ഒന്ന് റിയാക്ഷൻ ഇല്ല, കാരണം ക്ലോറിൻ കണക്റ്റഡ് ടു ദ റിംഗ് ആണ്. നോ റിയാക്ഷൻ. കിട്ടിയാൽ തന്നെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റാ കിട്ടില്ല കേട്ടോ. കാരണം AgCl വൈറ്റ് ആണ്. ഇവിടെയും ക്ലോറിൻ AgCl വൈറ്റ് ആണ്. ഇവിടെ ബ്രോമിൻ AgBr പെയിൽ യെല്ലോ ആണ്, ഓഫ് വൈറ്റ്. പക്ഷെ ഇതൊന്നും റിയാക്ട് ചെയ്യില്ല. Because chlorine directly connected to the ring, yellow precipitate കിട്ടണമെങ്കിൽ അയഡിൻ ആയിരിക്കണം. അത് ഇവിടെയുണ്ട്. And in fact it is not directly connected to the ring, it is connected to the side chain. ഇത് freely available ആയിരിക്കും. And the answer will be this. നാലാമത്തെ കോമ്പൗണ്ട് കേട്ടോ. ഓപ്ഷൻ ബി. ഫോർത്ത് കോമ്പൗണ്ട് can give you yellow precipitate. അതിൽ വേറൊന്നും നോക്കാനില്ല, അവിടെ മാത്രമേ അയഡിൻ ഉള്ളൂ. Number 1. Number 2, there you get free iodine. മറ്റേതിലൊന്നും കിട്ടത്തില്ല. ക്ലോറിൻ, ബ്രോമിൻ ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദ ബെൻസീൻ റിംഗ് ആണ്. 1. 2, കിട്ടിയാൽ തന്നെ എന്തായിരിക്കും? ക്ലോറിൻ ആണെങ്കിൽ AgCl വൈറ്റ് ആയിരിക്കും, ബ്രോമിൻ ആണെങ്കിൽ AgBr പെയിൽ യെല്ലോ ആയിരിക്കും. അടുത്ത ചോദ്യം. Excess of isobutane on reaction with bromine ആയിരിക്കണം കേട്ടോ. റിയാക്ഷൻ വിത്ത് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്. ഏതാണ് മേജർ പ്രോഡക്റ്റ് എന്നാണ് ചോദ്യം. ദിസ് ഈസ് ഐസോബ്യൂട്ടൈൻ CH3. This reacting with bromine
that is free radical substitution reaction at a high temperature. All of you know what is order of reactivity for free radical. It is tertiary greater than secondary greater than primary. This is the order of reactivity. അപ്പോൾ ഫസ്റ്റ് അറ്റാക്ക് നടക്കുന്നത് ഇവിടെയായിരിക്കും, and that will be the major product. ഇവിടെ ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ബ്രോമിൻ വരും. ഏതാ? ഓപ്ഷൻ ഡി. ഈ ചോയ്സ് കിട്ടും. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഫോർ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടില്ലേ? ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി. നെക്സ്റ്റ്, അടുത്ത ചോദ്യം. The major product formed in the reaction given below. There will be elimination reaction. ഇവിടെ ഒരു ബേസ് ഉണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബേസ് ആണ്. So what will happen is, ഇവിടുന്ന് ബ്രോമിൻ എലിമിനേറ്റ് ചെയ്യും. Meanwhile, this base will attack over this hydrogen and you can get a double bond over here. That gives E2 elimination. E2 elimination നടക്കും. E2 elimination നടക്കും. And the product will be, ഇവിടുന്ന് ബ്രോമിൻ പോയി, ഇത് ആൽഫ കാർബൺ, ദിസ് ഈസ് ബീറ്റ ഹൈഡ്രജൻ. ബീറ്റ ഹൈഡ്രജനിൽ ബേസ് വന്ന് അറ്റാക്ക് ചെയ്യും, ഈ പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും. യു ഗെറ്റ് എ ഡബിൾ ബോണ്ട് ഓവർ ദർ. ഏതാ വരിക? ഇതല്ലേ വരിക? ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് എ, ഇത് ബി. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. എലിമിനേഷൻ റിയാക്ഷൻ, ഡീഹൈഡ്രോ ഹാലോജനേഷൻ, E2 എലിമിനേഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. മേജർ പ്രോഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇഫ് ഇറ്റ് ഒക്കർ ബൈ SN2 മെക്കാനിസം. SN2 മെക്കാനിസം നമുക്ക് മക്കളെ ഇത് ആൽക്കലൈൻ സൊല്യൂഷൻ ആണ്. സോ യു വിൽ ഗെറ്റ് ദിസ് H ഗോസ് ആൻഡ് O മൈനസ്, സോറി, യു ഗെറ്റ് O മൈനസ്, ദാറ്റ് വിൽ ആക്ട് ആസ് ദ ന്യൂക്ലിയോഫൈൽ. ഇതാണ് ന്യൂക്ലിയോഫൈൽ ആയിട്ട് വർക്ക് ചെയ്യുക. ആൻഡ് ദിസ് ബ്രോമിൻ ഗോസ് as Br minus, and over this carbon this nucleophile will come and attack. So by the moment the bromine goes, this nucleophile come and attack. Williamson synthesis. ഏതാടാ കിട്ടുക? ഈ ഡബിൾ ബോണ്ട് ഒക്കെ അതേപോലെ ഉണ്ടാവണം കേട്ടോ. ദിസ് ഈസ് ദി ആൻസർ. ഓപ്ഷൻ ഡി. ദാറ്റ് വിൽ ബി ദി ആൻസർ. ഓപ്ഷൻ ഡി. ഫിനോക്സൈഡ് നേരെ വന്ന് അവിടെ ബ്രോമിന്റെ സ്ഥലത്ത് ബ്രോമിൻ പോയിട്ട് അവിടെ ഫിനോക്സൈഡ് വരാം. വേറെ മാറ്റങ്ങളൊന്നുമില്ല. വില്യംസൺ സിന്തസിസ്. നെക്സ്റ്റ്. ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ P ഈസ്, ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ P ഈസ്, അവിടെ റിയാക്ഷൻ മിസ്സിംഗ് ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? ഇവിടെ ചോയ്സ് മാത്രമേ കാണുന്നുള്ളൂ, ഇവിടെ റിയാക്ഷൻ കാണുന്നില്ല. ലെറ്റ്സ് സീ, നമുക്കതൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. ഇത് നമ്മളിപ്പോൾ പറഞ്ഞത്. സോ ഐ തിങ്ക് ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. യെസ്, ആ റിയാക്ഷൻ അവിടെ കാണുന്നില്ല കേട്ടോ. ദിസ് ഈസ് വാട്ട് ദ റിയാക്ഷൻ. This is what the reaction there. You are having chlorocyclopentane treated with the magnesium in dry ether, you get A, and then with the ethanol. Major product ഏത് എന്നാണ് ചോദ്യം. സിമ്പിൾ അല്ലേ? chlorocyclopentane with the magnesium. You get a Grignard reagent. And that with the ethanol. Ethanol can produce free H plus. Even though feebly, it can produce free H plus. അപ്പോൾ പഠിച്ചിട്ടില്ലേ? Grignard reagent, highly sensitive to molecule like ethanol, water, etc. ഇതിവിടെ ബ്രേക്ക് ചെയ്യും, പ്ലസും മൈനസും. ഈ മൈനസ് H പ്ലസിനെ അബ്സ്ട്രാക്ട് ചെയ്യും. ആൻഡ് യു ഗെറ്റ് സൈക്ലോപെൻറ്റെയിൻ. ഏതാ വരിക?
ഇത് കിട്ടും. ഓപ്ഷൻ എ ദ കറക്റ്റ് ആൻസർ. സൈക്ലോപെൻറ്റെയിൻ കറക്റ്റ് ആൻസർ. സോ ക്ലോറോസൈക്ലോപെൻറ്റെയിൻ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആയിട്ട് മാറും. ഗ്രിഗ്നാർഡ് റിയേജന്റ് ഹൈലി സെൻസിറ്റീവ് ടു molecules like water, alcohol, amines, or any molecule which can provide even feeble H+. H+ തരുന്ന ആരാണെങ്കിലും അത് കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആയിട്ട് മാറും. ക്ലിയർലി കമന്റഡ് ആൻഡ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ NCERT. അതുകൊണ്ടാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് എപ്പോഴും ഡ്രൈ ആയിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. പഠിച്ചിട്ടില്ലേ? അടുത്ത ചോദ്യം. നെക്സ്റ്റ്. Benzene, bromine, iron. Benzene, bromine, iron. You get a bromobenzene. ESR, electrophilic substitution reaction. Bromobenzene കിട്ടും. That with a magnesium triether. Grignard reagent form ചെയ്യും. You get a Grignard reagent. MgBr form ചെയ്യും. That with methanol. Same thing. ഇപ്പൊ പറഞ്ഞ അതേ കാര്യം തന്നെ. This with methanol. Methanol can provide feeble H+, and it will break over here, plus and minus. And this minus carbon will abstract H+, and you get benzene, the hydrocarbon. And what is the answer? Answer combination ആയിട്ടാണ് കേട്ടോ. ബെൻസീൻ വരുന്ന ഒരു കോമ്പിനേഷനേ ഉള്ളൂ. This is the answer. Benzene and CH3O MgBr. നോക്കൂ മക്കളെ, CH3O will interact with MgBr. So you get benzene and CH3O MgBr. The correct choice will be this combination. I think it is box. Benzene and CH3O MgBr. കേട്ടോ? യെസ്. ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞ അതേ കണ്ടന്റ് ആണ്, അതേ കോൺസെപ്റ്റ് ആണ് അല്ലേ? യെസ്. നെക്സ്റ്റ്. The correct order of reactivity of the given chlorides with the acetate in acetic acid. So SN reaction ആണ് ചോദ്യം. SN reaction facilitated by the stability of the carbocation. Carbocation stability. This is choice 1. Carbocation stability. Secondary, primary. അപ്പോൾ ഇത് വരാം. ഇത് primary maximum. ഇത് കട്ട് ചെയ്യാം. സെക്കൻഡറി, പ്രൈമറി, സെക്കൻഡറി ഇത് കട്ട് ചെയ്യാം. സെക്കൻഡറി അലൈൽ, സെക്കൻഡറി, പ്രൈമറി, സെക്കൻഡറി ഇതും കട്ട് ചെയ്യാം. പ്രൈമറി സെക്കൻഡറി എന്ന് വരില്ല, പ്രൈമറി സെക്കൻഡറി എന്ന് വരില്ല, ഇതും കട്ട് ചെയ്യാം. സോ ദി ആൻസർ ഷുഡ് ബി ഫസ്റ്റ് ചോയ്സ്. നമുക്ക് നോക്കാം. The stability when this chlorine go, this carbon turn carbocation, that is allyl carbocation. ഈ ക്ലോറിൻ പോയാൽ ഇത് കാർബോകാറ്റയോൺ ആവും. അത് എഗെയിൻ അലൈലിക്കാണ്. പക്ഷെ ഇവിടെ ചെറിയൊരു ഹിൻഡ്രൻസും കൂടെ വരുമല്ലോ, അപ്പൊ അത് കുറവായിരിക്കും. ഇനി ഇത് സെക്കൻഡറി ആണ്, അലൈലൊന്നും അല്ല. ഇത് പ്രൈമറിയാണ്. പ്രൈമറി വിൽ ബി മിനിമം. സോ ദ ചോയ്സ് ഫസ്റ്റ് ചോയ്സ്. നല്ല മനോഹരമായിട്ടുള്ള ചോദ്യമാണ്. ഒരു ഫ്രീക്വന്റ്ലി കമ്മിങ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്. Assertion reason type. Assertion, treatment of bromine water with propene give 1 bromopropan 2-ol. എഴുതിക്കോളൂ. propene CH3 CH double bond CH2 with bromine water. Bromine water means HOBr. Which will break Br plus and OH minus. ഇങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുക കേട്ടോ. ആൻഡ് ഇറ്റ് വിൽ ഫോളോ മാർക്കോണിക് ഓഫ് അഡിഷൻ. OH മൈനസ് ഈ കാർബണിൽ വരും, ബ്രോമിൻ ഇവിടെ വരും. സോ ദ പ്രോഡക്റ്റ് വിൽ ബി CH3 CHOH CH2Br. ആ പറഞ്ഞ കോമ്പൗണ്ട് ആണോ? 1 bromopropan 2-ol. യെസ്, ദിസ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇറ്റ് ഫോളോസ് മാർക്കോണിക് ഓഫ് അഡിഷൻ കേട്ടോ. ഇനി റീസൺ നോക്കൂ. Attack of water on bromonium ion follows Markovnikov of rule. Exactly. So both are true statement. In fact, it is a correct justification also. Option C varno le. Both correct
and correct justification. Option C1. Yes. അടുത്ത ചോദ്യം. Next. Correct order of following compounds increasing tendency towards, again same question, SN reaction tendency. SN reaction tendency കണ്ടാൽ തന്നെ അറിയാം maximum 4 ആണ്. കാരണം 3 ഇലക്ട്രോൺ withdrawing നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. Presence of electron withdrawing groups at orthopara position enhances the SN reactivity. And in fact, this molecule simply warming with water, you get picric acid. NCERT യിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ maximum 4 ആണ്. Maximum 4 വരുന്ന ഒരൊറ്റ ചോയ്സേ ഉള്ളൂ. So answer is option D. 1, 2, 3, 4 correct ആണോ? ഇവിടെ നൈട്രോ ഗ്രൂപ്പ് ഒന്നുമില്ല. ഇവിടെ ഒരു നൈട്രോ ഗ്രൂപ്പ്, 2 നൈട്രോ ഗ്രൂപ്പ്, 3 നൈട്രോ ഗ്രൂപ്പ്. So it is 1, 2, 3, 4. Perfect choice. Option D. Simple question. Yes. അടുത്ത ചോദ്യം. Next. The product formed in the first step of the reaction. Product formed in the first step of the reaction. This compound reacting with the magnesium in dry ether. You get a Grignard reagent. ഇവിടെ MgBr ആവും, ഇവിടെ MgBr ആവും. Option A, B, C, D is the answer. രണ്ടും MgBr ആയിട്ട് മാറും. Grignard reagent ഫോം ചെയ്യും. Grignard reagent ഫോം ചെയ്യും. Yes. അടുത്ത ചോദ്യം. What is the final product major A in the given reaction? Final product in the given reaction. നോക്കൂ, ഫസ്റ്റ് സ്റ്റെപ്പ് protonation. This is getting protonated. So what do you get? Hexagonal, cyclohexane ring. ഇവിടെ methyl group. This will turn OH2 plus. ഇങ്ങനെയായിട്ട് മാറും. OH protonate ചെയ്ത് OH2 plus ആയിട്ട് മാറും. Immediately it is losing as water. You will get ഇവിടെ methyl group. You get a carbocation like this. ഇനിയാണ് ഒരു റീഅറേഞ്ച്മെന്റ്. ഇവിടെ ഒരു ഹൈഡ്രജൻ ഇല്ലേ? So this will undergo a rearrangement to form a tertiary carbocation. ഇങ്ങനെയായിട്ട് മാറും. You get a tertiary carbocation. ഇങ്ങനെയായിട്ട് മാറും. ഇത് സെക്കൻഡറി ആണ്, ഇത് ടെർഷ്യറി ആയിട്ട് മാറും. Now chlorine attack. Now Cl minus attack on this carbon, and that will be the final product. ഏത് വരണം? Option first choice. This will be the answer. That will be the answer. This one. So first protonation over OH, then removal of water. Water is removed. You get a carbocation. That's a secondary carbocation which will turn tertiary, and then Cl minus comes, giving final product. Next one. What is the major product formed by Hi reacting with this? Again, first step protonation. First step protonation. You will get a carbocation. You get a carbocation over here. That is the carbocation obtained. But that carbocation will undergo a rearrangement by methyl shift. Carbocation undergo rearrangement by methyl shift, and thereby secondary carbocation എന്തായിട്ട് മാറും? Tertiary ആയിട്ട് മാറും. And now I minus attack. Now I minus attack on this carbon, giving the final product. That will be CS3, CH3I. ഏതാ വരിക? Option C. കേട്ടോ, this is the answer. CS3, CS3, CI, CS3, CH, CS3, CS3. This will be the answer. Yes. Option C. Next question. Identify A and B in the chemical reaction. Identify A and B in the chemical reaction.
So now the question is HCl attacks where? Where HCl attacks? Will it attack OCS3 group or double bond? No doubt it will attack over this double bond. Then comes next question. Whether chlorine comes on this or this. Chlorine comes on carbon 1 or carbon 2. Once again, no doubt chlorine comes on carbon 1. So HCl will be added to double bond and chlorine will come on this because this carbon will form carbocation which is nearer to electron donating group. There is methoxy group, adutha methoxy group undu, which will stabilize carbocation. So chlorine comes on that carbocation. So the first product formed A. A will be hydrogen here, chlorine here. This can be A. This cannot be A, so out. This can be A and this can be A. Now coming to A to B. A to B, very famous reaction known to all, Finkelstein reaction, that chlorine goes and iodine comes. Chlorine goes and iodine comes. So this is B. B here it is wrong. So this choice is out. B here is wrong. This is already out. This choice is already out. What about here? This is B. No, that is also out. And the answer should be this one. E chlorine poita avade iodine varum ketto. Option D is the correct answer. Option D is the correct answer. Correct. So first step, HCl added here, chlorine comes on this position, you get this product. And second one, Finkelstein reaction, chlorine poita avade iodine varum ketto. Yes. Exactly, Pranav. Next question. This in fact is seem to be a listing question. List one reactions and their name. First one, it's easy to understand. Diazonium salt converted to chlorobenzene. First one is Sandmeyer's reaction. A with 2. A with 2. A with 2. So this choice is out. This choice is out. Now second one, it is Getterman reaction. B with 4. A2B4. Option C is the correct answer. Option C is the correct answer. A2 and B with 4. And what about C? Let us verify C. C is Wood's reaction. C is Wood's reaction. C1. And last one, D. D is Fittig reaction. D is Fittig reaction. Aliphatic compounds, Wood's reaction. Aromatic compounds, Fittig reaction. Both combined Wood's Fittig reaction. So the correct matching will be option C. Yes. Next question. A hydrolysis, you get a B. Question is regarding A, B, it seems. But no other hint is given. Question incomplete ആയിരിക്കാം. Let me verify. Maybe that question is incomplete. Yes, that question seems to be incomplete. That is the complete question. A hydrolysis, you get a B. This is a dichloride. This is a dichloride. This is a dichloride and you get a B. B react with hydroxylamine and does not give tolerance test. B react with hydroxylamine, does not give tolerance test. So definitely B should be ketone. B should be ketone because aldehydes give tolerance test. Aldehydes and ketones are reacting with hydroxylamine. And if it is not giving tolerance test means it should be a ketone. So B should be a ketone. B should be a ketone. So it cannot be option B and C. It is out because it is aldehyde given. It can be ketone like this. Now is it option A or D? Suppose if we take option A, 1,1-dichlorobutane.
This is 1,1-dichlorobutane. 1,1-dichlorobutane, when treated for hydrolysis, the result will be you get 2 chlorine replaced by OH group, and all of you may be aware of gem diol is unstable. Gem diol is unstable. Immediately a water molecule is out and you get aldehyde. So in first case, this compound is not going to give you ketone. That is wrong. And you can see this is also wrong. Answer should be option D. Let's verify option D. 2,2-dichlorobutane. Nokada. This is 2,2-dichlorobutane. When treated for hydrolysis, the result will be the 2 chlorine replaced by OH group. Just imagine. This is unstable. Immediately a water molecule is out and you get a ketone. That is butanone is obtained. Butan-2-on or simply butanone is obtained, and the answer is option D. Answer is option D. It's a beautiful question. Next one. Next. For the given reaction, bromine UV light, all of you know it is free radical substitution reaction. Free radical substitution reaction, the substitution happens on benzyl carbon. Benzyl carbon. Here bromine attached to the ring. Here bromine attached to the ring. Out. And this is the answer. Here also bromine attached to the ring. This is the answer. Bromine comes on. Exactly, Pranav. Nt-diols will not give ketones. Nt-diols will give you aldehydes. Nt-triols will give you acids. It is in between diol. Intervening diol will give you ketone. Yes. Here the answer is C. Bromine comes on the benzylic carbon. Free radical substitution reaction. Simple reaction. Another question. You have benzene and a side chain alkene. So here you have an alkene, and the first one you have a peroxide and HBr. Peroxide and HBr, everyone know what is the reaction? HBr with peroxides, everybody know what is the reaction? Anti-Marconic of addition. Anti-Marconic of addition. So what will be the product? HBr will be added over here according to anti-Marconic of addition. എന്താ വരിക? ഇവിടെ bromine വരും, and here you get bromine like this. Bromine comes on terminal carbon, anti-Marconic of addition. That is first reaction. Second reaction, COF2. What is COF2 reaction? Another popular reaction like Finkelstein reaction. It is Schwarz reaction. Halogen replaced by fluorine. The product obtained will be this bromine will be replaced by fluorine. Either option D. Option D. Yes, exactly, Pranav. Option D will be the correct answer. Fluorine goes. So first chlorine comes on the terminal side, and then chlorine goes and fluorine comes. Schwarz reaction. Next one. Now a few questions from alcohol phenol ethers. A few questions from alcohol phenol ethers. Here we have the first question. Find out the major product from the following reaction. This is A, this is B. Hope you understand. This is hydroboration reaction. This alkene treated for hydroboration reaction. So it will be OH coming on terminal carbon. This carbon will get a OH. That is A. So A can be. This can be A. This cannot be A. This cannot be A. This can be A. Now coming to the other side. So we have fixed two choices out. Second, third choice out. Yes, Pranav. This second and third choice out. First and fourth remain. And regarding B, B is the very famous oxymercuration demercuration reaction. So here the product obtained is,
Here the product obtained is similar to what we get in anti-Markovnikov of addition. Please be very careful. Many people wrongly comment hydroboration reaction is anti-Markovnikov of addition. No, it is not anti-Markovnikov of addition. The product obtained is similar to anti-Markovnikov of addition. While oxymercuration, demercuration, product obtained is similar to Markovnikov of addition. So what is the product obtained will be in this case, OH group will come on this carbon like Markovnikov of addition. So these two choices left with and this we can cancel. OH group should come here and the answer is first choice. So in this reaction OH comes on this carbon and then that reaction OH comes on this carbon. Yes, option A, correct answer. So reaction to A, like product obtained similar to what we get in anti-Markovnikov of addition. Product B, similar to what we get in Markovnikov of addition. So one is oxymercuration. So the reaction A is hydroboration reaction. H.C. Brown, who introduced that, very important as far as commercial aspect is concerned. And the other one is oxymercuration, demercuration reaction. Next one. A and B formed in the following set of reaction. So here you have OH and CS2OH with HBr. So where HBr react? Very simple. This OH will be replaced by bromine. This OH will be replaced by bromine. So first choice out. Second choice in. Third choice in. Fourth choice in. So first choice is out. Now in the second reaction, this is OCS3 with HBr. Again the reaction happens here. O minus and CS3 plus. It is going to break over here. And H plus will come along with OH. So OH. So which one? BrOCS3. So this choice is out. OH, Br. This choice is out. OH. This is the correct answer. Fourth choice will be the correct answer. I repeat, with this OH goes and Br comes. This is the product. With this OCS3 will break. You get CS3Br and OH. CS3Br is not a comment in this question. So OH comes. That is the answer. Option D, fourth choice. Next. Find out the major product from the following reaction. So first one, there will be protonation. Over this oxygen. This oxygen get protonated. So you will get, there is hexagonal ring branching. This will turn OH2 plus. There are two branching here, right? Fine. Now this is out as water and you get a carbocation. Over here. But now you can easily understand there will be a rearrangement. One of the methyl group is rearranging here to get a different carbocation. So you get like this. A secondary carbocation now turned tertiary carbocation. And now there is elimination reaction. There is beta elimination. This hydrogen will be eliminated and you will get a double bond here. There is already a branching here. So what is the answer? Option first choice, isn't it? This is the answer. First choice is the answer. So number one, protonation, you get OH2 plus. Now it breaks here, water is gone, water is removed, you get a carbocation. And now there is a secondary carbocation, undergo methyl rearrangement, you get a tertiary carbocation. And now deprotonation giving alkene. Yes. Answer is first choice. Isn't it? Next one. Number of compounds giving red coloration with steric ammonium nitrate.
red coloration with steric ammonium nitrate. It is a test for alcohols, not in the NCERT, but you must learn. You must learn. Test for alcohols, steric ammonium nitrate. You get a red precipitate forming a complex. And also give positive iodoform test. So two conditions should be satisfied. It should be an alcohol, number one. Number two, it should be a methyl carbinol. Only methyl carbinol can give you iodoform test. Only methyl carbinol can give you iodoform test. This is not an alcohol, out. This is an alcohol and it is a methyl carbinol, in. This is not an alcohol, out. This is an alcohol and is a methyl carbinol, in. This is not an alcohol. This is an alcohol but not a methyl carbinol, out. This is an alcohol and is a methyl carbinol, in. This is an alcohol but not a methyl carbinol, it's a tertiary alcohol, out. So how many in? 1, 2, 3. 3 is the answer. Pranav, 4 varilla. It's not 4. 3. How come 4? Let us verify once again. Maybe I made a mistake. Let us verify. This is a ketone, out. This is a methyl carbinol. This is aldehyde, out. I want alcohol. This is methyl carbinol. This is not a methyl carbinol, out. This is methyl carbinol. How can this tertiary? Yeah. Last one, no. No chance. That's a tertiary alcohol, no? Hardly it may give you a reaction because it cannot be oxidized. Iodoform test is an oxidation reaction. Tertiary alcohol, least reactive towards oxidation. Yeah, 3 only. It's better to take 3 only. 1, 2, 3. Next. The most suitable reagent for the conversion of a primary alcohol to aldehyde. Very simple and direct question. PCC, pyridinium chloride. PCC. Direct question. Primary alcohol converted to aldehyde. PCC. Next. Sodium phenoxide, when heated with carbon dioxide under pressure, yield a product which on acetylation produces. Sodium phenoxide with carbon dioxide, you know it is a what do you call Kolbe reaction. Kolbe reaction, the product B will be salicylic acid. Product B will be salicylic acid. Product B is salicylic acid. You get OH, COOH, and that is treated for acetylation. There will be esterification. This treated with acetic anhydride, CS3CO twice O. There will be esterification over here. You get a compound C, which is acetyl salicylic acid. You get acetyl salicylic acid, aspirin. This turn OCOCH3. And here you have COOH, acetyl salicylic acid. Acetyl salicylic acid. Option 1, aspirin. Option 1, aspirin. So first one, Kolbe reaction. Second one, esterification reaction. Yes. Next question. List 1, list 2. A, phenol zinc heating. Phenol zinc heating, you get a benzene. A with benzene, A3. A3. So A3. Next, phenol chloroform alkali. Phenol chloroform alkali, Reamer-Tiemann reaction. Salicyl aldehyde. Salicyl aldehyde. B with 1. A3, B1. Third choice. Third choice. A3B1. Phenol carbon dioxide. Phenol carbon dioxide. Kolbe reaction. Salicylic acid. C2. C2. Phenol concentrated nitric acid. Picric acid. Picric acid. D4. D4. Third choice.
Third choice. Yes. Next question. Strongest acid. When there is electron withdrawing group comes with the phenol, the acidic character increases. This is electron withdrawing. This is somewhat electron withdrawing, but this is strongly electron withdrawing. This is electron donating. So the answer is first choice. Presence of NO2 group. Nitrophenols are more acidic than phenols. Yeah. There is no trinitro. There is no trinitro. Mononitro is given. Yeah, of course, trinitro is strongly acidic. Picric acid is strongly acidic, no doubt. Picric acid is strongly acidic. I don't know how many of you are aware of picric acid pKa value. pKa value for phenol 10. pKa value for nitrophenol 7, 8 something. pKa value for ethanol 16, 15.9. What is the pKa value for picric acid? 2,4,6 trinitrophenol. I repeat, phenol 10, nitrophenol 7, 8 range. What is 2,4,6 trinitrophenol picric acid? What is the pKa value? You must investigate on that data. Very interesting. Very interesting. Strongly acidic. Please try to find out the pKa value of picric acid and try to compare how much acidic it is. And not quite surprisingly, there was a question for JEE Advanced asking some 10-15 compounds are given. They ask you how many of these are distinctly acids without acid group. Picric acid is distinctly an acid without acid group. There is no acid group. It is distinctly acidic, strongly acidic. Yeah. Previous question le picric acid undayirunnu alle. Previous question le. Yeah, maybe. This question there is no picric acid. In this question there is no picric acid. This is strongly acidic. Please find out the pKa value for picric acid and try to understand how much difference it is. Phenol pKa 10. Nitrophenols 7, 8. Trinitrophenol picric acid. Amazingly low value of pKa. Get on. Try to find out. Yes. Next question. In the following reaction, B, the major product is. Once again, there will be protonation. This OH group will be getting protonated first. You get ഇവിടെ രണ്ട് ബ്രാഞ്ചിങ് ഉണ്ട്. Hope I am making the correct branching and all, and this turn OH2 plus. Is it correct? 1, 2, 3. 1, 2, 3. Correct. Now it will eliminate water. You get a carbocation at that region. So now you get a carbocation at this region. Now there is a rearrangement. This will be migrating to this. You get a different carbocation. The new carbocation obtained will be, this is gone from here and is migrating to this place. You get a tertiary carbocation. This is secondary and this will be tertiary. And now it is attacking like this. And it will form 1, 2, 3, 4, 5, 6. 6-membered ring. You get a 6-membered ring. And the connecting carbon will have a branching like this. And this carbon turn a carbocation. As this electron pair is utilized for making a bond, this carbon will get a carbocation. And now there is removal of deprotonation. And a double bond will come in between the ring. So what is the correct answer? Option 2. Option 2 will be the correct answer. Correct.
Yes. Option 2 will be the correct answer. I repeat, OH group getting protonated, you get OH2 plus. Removing water, you get a carbocation. Methyl rearrangement, you get a tertiary carbocation. Now electrophilic attack. Electrophilic attack and you get a hexagonal ring there. And this carbon will make a carbocation. And now last one, deprotonation to make a double bond over this region. Get up. Next question. Among the following number of compounds which will give positive iodoform test, positive iodoform reaction, 1-phenyl-butane 2 on, 1-phenyl-butane 2 on. This is butane 2 on and this is 1-phenyl. 1-phenyl-butane 2 on. You see, iodoform test is given by methyl ketones. Methyl ketones. This is 1-phenyl-butane 2 on. There is no methyl ketone. Out. 2-methyl-butane 2-ol. This is butane 2-ol. 2-methyl-butane 2-ol. This is a tertiary alcohol. Out. 3-methyl-butane 2-ol. This is butane 2-ol. 3-methyl. 3-methyl. This is methyl carbinol and that is in. Methyl ketones and methyl carbinols will give you iodoform test. Methyl ketones and methyl carbinols, they will give iodoform test. So here the number 1 we have methyl carbinol group. Next, 1-phenyl ethanol. This is ethanol. 1-phenyl ethanol. 1-phenyl ethanol. 1-phenyl ethanol. Will that give methyl carbinol? Will that give methyl carbinol? That is a methyl carbinol, but there is CH3, CHOH. It is a methyl carbinol and there is a possibility. So they will give 3,3-dimethyl butane 2 on. 3,3-dimethyl butane 2 on. Butane 2 on 3,3-dimethyl. Yes, there is a methyl keto group that will give methyl keto group. Now the last one, 1-phenyl propane 2-ol. 1-phenyl propane 2-ol. This is 1-phenyl. 1-phenyl propane 2-ol. There is methyl carbinol group that will give. So the answer is 1, 2, 3, 4. There are 4 compounds which may give you carbylamine. Yeah. There are 4 compounds which will give you iodoform test. C, D, E, F. C, D, E, F. Yes. Answer is 4. Remember the molecules methyl carbinol. The molecules methyl carbinol and methyl ketones other than acids and derivatives will give you haloform test. The compounds methyl ketones, methyl carbinols other than acids and derivatives will give you haloform test. Don't get trapped. Don't get trapped. Suppose you are taking such a molecule CH3, CO, O, CO, CH3, acetic anhydride. There is methyl keto group. Don't be in a trap. This cannot give haloform test because it is acid. Acids and derivatives will not give haloform test. Why? Because ultimately haloform reaction is oxidation reaction and an acid cannot be oxidized further. Yes. Next one. Major product P formed in the following reaction. Major product P formed in the following reaction.
So there will be attack of electrophilic attack. There will be electrophilic attack over here, forming a cyclic bromonium ion. You will get a cyclic bromonium ion over there. You get a cyclic bromonium ion over there. I hope the number of carbon atoms are okay. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. Perfect. Now this forms a cyclic bromonium ion. Meanwhile, in the alkali medium, this turn O minus, and that O minus will be attacking here. This bond will break, and this O minus will attack here. It will form a 1, 2, 3, 4, 5-membered ring. It makes a 5-membered ring like this. 5-membered ring. Here there is a keto group. Let me label the atoms. Atom 1, 2, 3, 4, 5, 6 and 7. This is 1, this is 2, 3, 4, 5, and there is with the 5 there is a 6th one. അപ്പോൾ ഇവിടെ ഒരു ബ്രാഞ്ചിങ് വരണം കേട്ടോ. ഇവിടെ ഒരു ബ്രാഞ്ചിങ് വരണം, and there should be bromine. Now you see, this is 5 connected to 6, and this will be bromine 7. So what is the answer? Option 2. This will be the answer. Option 2. That will be the answer. So first one, electrophilic attack on this region, and then the nucleophilic attack onto the cyclic bromonium ion. Okay. Next question. Water gas on reacting with the cobalt catalyst, methanol. Water gas, carbon monoxide with the hydrogen, cobalt catalyst, preparation of wood spirit. Next. Correct order of acidity. So these two are alcohols, which is less than phenol. So AB last, phenols first. Nitrophenol maximum, E maximum. So this is out, E maximum. After E, it is C. Option 1. It will be electron withdrawing group, E maximum. Without any group, C next. Electron donating group, D next. And then alcohol. Among alcohol, methanol is greater, A. And last will be tertiary alcohol, B. First choice. Answer is first choice. Nitro group coming, maximum. Then phenol. Then methoxy. Okay. D. And then alcohols. Among alcohols, methanol maximum. Tertiary alcohol last. Yes. Next one. Suitable reacting condition, preparation of methyl phenyl ether. Option 3rd, Williamson synthesis. Methyl phenyl ether. Williamson synthesis. You take sodium phenoxide. O minus, Na plus. Treat with CS3Br. Williamson synthesis. NaBr out. And this CS3 will be coming here. You get methyl phenyl ether. That is anisole. You get methyl phenyl ether, anisole. Williamson synthesis. Direct question. Next. You are given with a compound. NaIH3PO4. So this OH group will be replaced by iodine. You get this comes iodine. Then magnesium dry ether, you get a Grignard reagent.
you get a Grignard reagent. So first step reaction, OH goes and you get iodine. Second step reaction, Grignard reagent, and then treated with the heavy water. Then treated with DOD. So it is going to break here minus and plus. It is going to break here plus and minus. This minus will capture D plus. You get this one. You get this one. That is the answer. Option CH3, CH2, CHD, CH3. Option 1. Option 1 is the answer. First choice. Next question. Among the following compounds, increasing order of rate of aromatic electrophilic substitution reaction, ESR reaction, ESR reaction, aromatic electrophilic substitution reaction. It is maximum in option D. Maximum in option D. Why? Because there is OH group and oxygen. Both are activating group. Option D maximum. We want increasing order. Minimum will be this because keto group. Minimum will be keto group. So C minimum. C and then A. CABD. That is the answer. CABD. Because C minimum due to electron withdrawing CO group. And then A, there is OH group. No other groups. And here B, OH is directly connected to the ring. And D maximum, there is OH group and there is O. Both will support ESR. Answer is in the increasing order. CABD. Next one. The number of hyperconjugation structures involved to stabilize carbocation formed in the above reaction. So first of all, there is protonation. So what do you get for protonation? The result will be there is hexagonal ring, there is pentagonal ring, and there is methyl group, and here there is OH2 plus. Now immediately there is elimination of water. There is elimination of water, and the result will be you get a carbocation. You get a carbocation over here. Right? Fine. And now this methyl group is migrating here, and thereby you get a different carbocation. What you get is a different carbocation. This methyl group will be coming here. This methyl group comes here. ഇത് ഇവിടെ വരും കാർബോകാറ്റയോൺ ഇവിടെ ഫോം ചെയ്യും. Meanwhile, there can be a better carbocation than this by hydrogen shifter. There can be like this because that will give you another stable carbocation which is also tertiary. And this carbocation getting another privilege. This carbocation getting another privilege of CH3 group. So number of alpha hydrogen. This is alpha carbon, 3 alpha hydrogen. This is alpha carbon, there is 2 alpha hydrogen. This is alpha carbon, there is 1 alpha hydrogen. So it is 3 plus 2, 5 plus 1. 6 alpha hydrogen atoms are present. So there can be 6 hyperconjugative structures. The answer may be 6 or 7. This is one structure. If you include that, the answer will be 7. Otherwise, the answer will be 6. Only the possible hyperconjugative structures represented, answer will be 6. The total structures asked, let us verify. The number of hyperconjugative structures involved to stabilize carbocation formed in the above reaction. The maximum number of structures, it will be 7. So we can represent 6 or 7. So I go with the 7 with this structure included. There are 6 more structures. 6 more structures you can get. How 6 more structures?
number of alpha hydrogen will decide number of hyperconjugative structures. 3 alpha hydrogen, 1 alpha hydrogen, this is alpha carbon, this is also alpha carbon, 3 plus 1 4 plus 2 6. Agreed? Yes. Next. Assertion reason. Order of acidic nature of the following compounds. Order of acidic nature of the following compounds. A, B, C. A, B, C. A, B, C. It is correct. It is correct because the electron withdrawing chlorine coming nearby. So this is maximum. This is electron withdrawing, but it is relatively far away. So compared to A, B will be less, while this is electron donating group. So ABC is correct. Now reason. Fluoro is stronger electron withdrawing group than chloro. That is also correct. Both are true statement. Both are true statement. But you cannot go for correct explanation. We will go with the option 3. Both are true statement but not correct justification. Both are true statement but not correct justification. Get on. Yes. Next. In the above reaction, left hand side, right hand side rings are named A and B respectively, undergo ring expansion. The correct statement for the process is, finally both ring will become 6-membered each. Finally both ring will become 5-membered each. Let us verify. Let us verify. First of all, there will be protonation. First of all, there will be protonation, and you will get protonated alcohol. First of all, this will be protonated, you get OH2, and that OH2 goes, you get a carbocation. This will be the carbocation formed. This will be the carbocation formed. And now immediately there will be a rearrangement, expansion. There will be an expansion, and you get pentagonal ring. You get pentagonal ring like this. You get a pentagonal ring, and now this turn carbocation, pentagonal ring, that turn carbocation. You see, ring expansion occurs. Ring expansion occurs. Now there is another ring expansion occurring. This carbon will be attacking here. You get another ring expansion. It will be a pentagonal ring with a hexagonal ring. The second ring turn hexagonal in nature, like this, hexagonal ring. And now this is the carbocation, isn't it? That will be the carbocation, isn't that? This carbon attacks over here, and we get a 1, 2, 3, 4, 5, 6-membered ring. 6-membered ring. And this carbon will be carbocation. Let us verify that labeled atoms 1, 2, 3, 4, 5, 6, 7, 8, 9, 10, isn't it? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. So 10th carbon with the 5th carbon. 10th carbon with the 5th carbon. So this is 10th carbon with the 5th carbon. So this is 1, 2, 3, 4. So the carbocation is not on 4. This is 4th carbon. This is 4th carbon. And this is 6th carbon. In fact, here is the carbocation, 6th carbon. In fact, there is the carbocation. Carbocation there, 6th carbon, 7, 1, it is 5, 1, 2, 3, 4, 1, 2, 3, 4. And I forgot to write, this is 4, 6, 7, 8. So one carbon missing. 1, 2, 3, 4, 5, 6, 7, 8. Let us verify.
I think I missed one carbon. I think I missed one carbon. This all we finished. This we have seen. This all reactions over. This we have finished. This we have finished. This we have finished. Yeah, this one, this one, this one, this one. I think I missed one carbon. Oh. Let us verify. Let us verify once again. So getting protonated over this OH group, we get OH2 plus, which removes immediately water is gone, and we get a carbocation as we have seen here. And that undergo an expansion, you get both the pentagonal ring, and there it was, yeah, we get a carbocation over this region. Now there is a hydride shift. Now there is a hydride shift. This carbocation will be turning to this position by hydride shift, and we get this. And thereby, now this pentagonal ring expand. This bond is breaking, this carbon is attacking here. We get a hexagonal ring. I missed one carbon over this region, right? So we get a hexagonal hexagonal ring. This ring turn hexagonal and this ring turn pentagonal as such. And this carbon will turn carbocation now. And immediately there undergo once again, it is breaking over here and this form a hexagonal ring. So this is already hexagonal ring and this pentagonal ring will turn hexagonal, right? And this carbon will get a carbocation. This carbon will get a carbocation, and finally deprotonation. Final deprotonation will give you a double bond over this region. I'll repeat. OH group getting protonated, getting OH2 plus removing water, we get a carbocation on this carbon. Now this 4-membered ring expand to get a 5-membered ring. Now both the rings are 5-membered. And that 5-membered ring, which is a secondary carbocation, by a hydride shift, this carbon will turn tertiary carbocation. And now, once you get this tertiary carbocation, this is breaking over here and this carbon expand and this ring expand to make a hexagonal ring, right? And this carbon will get a carbocation. And now the turn of this ring, E ring ivide vechu break cheyum, and this carbon expand and this pentagonal ring and now turn a hexagonal ring. This is already hexagonal and this also turn hexagonal, 2 hexagonal ring. And the carbocation will be on this carbon, right? And the final step, deprotonation, to get a double bond over this region, giving the final result. Oh, they are asking not the product. The requisition is not the product. It is statement. Finally, both rings become 6-membered ring. That is the correct one. That is the correct answer. First choice. And in fact, the final product is that one, a double bond coming between the 2 rings. Okay. Next question. Two methyl propyl bromide react with C2H5O minus gives A, whereas on reaction with the C2H5OH gives B. Mechanism followed in these reactions. 2-methyl propyl bromide. 2-methyl propyl bromide. This is 2-methyl propyl bromide. This is interacting with the C2H5O minus, which is a strong nucleophile, will go for SN1 mechanism. Will go for SN1 mechanism. No, a strong nucleophile will go for SN2 mechanism. A strong nucleophile will go for SN2 mechanism. So what will happen? This bromine breaks
and parallelly this nucleophile will attack. There is no chance of rearrangement. The result will be CH3, CH, CH3, CH2, OC2H5. No chance of rearrangement as it is SN2 mechanism. കേട്ടോ അപ്പൊ എന്താണ് വരിക വില്യംസൺ സിന്തസിസ് SN2 SN2 this is SN1 SN2 okay SN1 out SN1 out SN2 okay and what is the product obtained isobutyl ethyl ether isobutyl ethyl ether that is perfect ഇവിടെ 2-butyl ethyl ether 2-butyl ethyl ether. That name is not matching. I think it will go with option 1. Let us verify B also. Let us verify B also. If it is B, the nucleophile is not ethoxide. It is ethanol. Ethoxide is a strong nucleophile. Ethanol is relatively weak nucleophile. So what will happen? SN1 mechanism. This is SN2 mechanism. This will be SN1 mechanism. What will happen? SN1 mechanism. First of all, bromine goes and you get CH3, CH, CH3, CH2 plus. You get a carbocation. SN1 mechanism. And now there is a hydrogen shift. You get a tertiary carbocation. CH3, C plus, CH3, CH3, CH3. And now the nucleophile attack. Now the nucleophile attack giving ether, you get CH3, C, CH3, O, C2H5, CH3. That is the product obtained. Is that matching with the result? Tertiary butyl ethyl ether. Tertiary butyl ethyl ether. Option 1 is correct. Option 1 is correct. So in the first case, you have a strong nucleophile. It undergo SN2 mechanism. The second case, a weak nucleophile relatively, it will go for SN1 mechanism. Yes. Another question. You have 5 more minutes. Yes. Let us verify. Let us verify. HCl, KOH, B. HCl, HCl. So this OH will be replaced by chlorine. OH will be replaced by chlorine, isn't it? OH replaced by chlorine. This will be replaced or it undergo H. First of all, protonation. First of all, protonation, and this OH will be OH2 plus. OH will be OH2 plus. And it is giving Cl also, or it can undergo a carbocation formation. So let us see. Not necessarily you substitute with the chlorine. Here you have a hexagonal ring, isn't it? Hexagonal ring. And that doesn't turn good. Good. Okay, fine. Hexagonal ring. And here you have a pentagonal ring. Fine. Pentagonal ring. And here we have OH and NH2. This one. So this OH getting protonated, becoming OH2 plus, and it will be removed. You get a carbocation. You will get a carbocation over this region. This region you get a carbocation, and immediately it can break over here, and this can make a hexagonal ring. You will get a hexagonal ring, and the result will be like this. This is a benzene ring, and here we have a hexagonal ring, and this also turn a hexagonal ring by ring expansion. And here we have amine, and this will turn a carbocation. Upon breaking this bond and expanding, this carbon will turn carbocation.
And now deprotonation. For deprotonation, this carbon cannot help, while this carbon can help. Deprotonation, and a double bond will appear there to get a final result. Option benzene ring, hexagonal ring, it's option idalla 2 ആണോ 3 ആണോ ഇവിടെ വരും കേട്ടോ. Option 3. This is the correct answer. Option 3, a double bond appear in this location. Option 3 will be the correct answer. Third choice. I repeat, OH group gone, as you get a carbocation in this region. Now this pentagonal ring will go for a ring expansion, this turn hexagonal ring, and you get a carbocation in this region. Here you don't have hydrogen, you have a hydrogen over here which is deprotonated to get a alcohol. Yes. Next. For the given reaction, total number of possible products formed by tertiary carbocation of A. Let's see. First of all, there is protonation. Over here, and you will remove that water, and what do you get? This OH is gone. That OH is gone. You get a carbocation like this. This is a carbocation obtained. I hope it is made correct. This is the carbocation obtained. Now this can give you variety of tertiary carbocation. What are the possible tertiary carbocation? See, by this hydrogen migration, you can get a tertiary carbocation. This is a tertiary carbocation, isn't it? This is a tertiary carbocation. And by the migration of this methyl group, you can get a tertiary carbocation. This is a tertiary carbocation. By migration of this methyl group. So this is a tertiary carbocation, and this is another tertiary carbocation. The point is, total number of possible products by the tertiary carbocation upon heating means there will be getting alkene. So alkene number 1, you get a double bond here, you get product number 1. You can get a double bond here, isn't it? That will be product number 2. So double bond here, product number 1 and 2. Isn't that correct? Now, what about this case? This case, you can get a double bond here, product number 3. And you are getting a double bond over here, product number 4. So I repeat, a double bond coming here, product number 1, a double bond coming here, product number 2, and a double bond coming here, product number 3, and a double bond coming here, product number 4. Isn't it 4 products? 2 carbocation, total products. Yeah, 4 products. I repeat, this OH is getting protonated and is removed as water, and you get a carbocation. And this carbocation, by hydrogen rearrangement, you can get a tertiary. By methyl rearrangement, you can get a tertiary. Isn't it? So how many possible products can be obtained? That is the question. In this carbocation, a double bond may be formed over here, and a double bond may be formed over here. 2 products. While in this carbocation, a double bond can be formed here. I think they are all different products, right? Yeah, they are different products. A double bond here, 3rd product. A double bond here, 4th product. Any possibility of geometrical isomerism?
There we don't have any geometrical isomerism. Here, if it is, that also has to be included. Any geometrical or optical isomers possible, that also may be included. I think structurally 4 possibilities are there, isn't it? Yes. Yes. Next. The product formed in the above multi-step reaction, you are starting with the propene. Propene for hydroboration, NaH2OH, NaOH. So it will be 1 propanol, CH3, CH2, CH2OH, 1 propanol. Hydroboration oxidation reaction, first step reaction. Second step, PCC. PCC will give you aldehyde. You get propanol, CH3, CH2, CHO, propanol. And then Grignard reagent. Grignard reagent will give you propanol with the Grignard reagent. You will get CH3, CH2, CHOH, CH3. You get a secondary alcohol. Secondary alcohol. Option 1. Option 1. So first step, hydroboration reaction, propanol, propan 1-ol, then PCC, propanol with the Grignard reagent. Isn't it methyl magnesium bromide? Yes, methyl magnesium bromide. You get a secondary alcohol. Next question. Major product A. See, this got a speciality, hope you understand. This oxygen region may be hydrolyzed and this can turn like this. Option 4 is the correct answer. CO group will turn a gem diol. And what is the speciality of this gem diol? This gem diol is stabilized by, normally gem diols are unstable, but in this case the gem diol will be stabilized. എങ്ങനെയാണോ സ്റ്റെബിലൈസ് ചെയ്യാം? By hydrogen bonding, by intramolecular hydrogen bonding, they will be stabilized. That is something special about that molecule. Answer will be option 4. And the last question. That's the last question. So this compound X, what do you get this? This is aspirin. So this is esterification. Over here we get esterification. Acetic anhydride. Acetic anhydride. It cannot be methanol. So option 1 or 2. This we are cancelling. X. And what is this? This is esterification over here. We need acetic anhydride. This is esterification over here. We need alcohol. So the answer is first choice. First choice. So esterification over here using acetic anhydride, we get aspirin. And esterification over here, we want alcohol. Alcohol, we get this methyl salicylate. So compound, yeah, exactly, Pranav. Compound A in this case, it is aspirin. Compound B is methyl salicylate. Yes. And that was the last question. And that was a long discussion onto the chapter haloalkane, haloalane, alcohol, phenol, ethers. Okay. And there we conclude for the session in this day. We will meet tomorrow with another session from organic chemistry. Till then, I am signing off. Bye. See you. Take care. Okay.